Hello students, I welcome you all to Msigma 0 to Infinity batch. നമ്മൾ ഈ സെഷനിൽ പഠിക്കാൻ പോകുന്ന ടോപ്പിക്കാണ് ഇലക്ട്രോകെമിസ്ട്രി. ഓക്കെ, അപ്പം ഇലക്ട്രോകെമിസ്ട്രി എന്ന് പറയുന്ന ഒരു വൈഡ് ആയിട്ടുള്ള ഏരിയ ആണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പം ഇലക്ട്രോകെമിസ്ട്രി ബ്രാഞ്ച് ഡീൽസ് വിത്ത് മെയിൻ 2 കൺസെപ്റ്റുകളാണ് ഇലക്ട്രോകെമിസ്ട്രി ബ്രാഞ്ച് ഡീൽ ചെയ്യുന്നത്. One deals with the conversion of chemical energy to electrical energy and the other area deals with the conversion of electrical energy to chemical energy. Okay അല്ലേ? യെസ്. അപ്പോൾ ഞാനിവിടെ എഴുതാം, ഇലക്ട്രോകെമിസ്ട്രി എന്ന് പറയുന്ന ഈ ബ്രാഞ്ച് ഡീൽ ചെയ്യുന്നത് നമുക്ക് വൃത്തിക്ക് നോക്കാം. ഓക്കെ, 2 മെയിൻ കൺസെപ്റ്റ്സ് ആണ്. ഒന്നെന്ന് പറയുന്നത് കെമിക്കൽ എനർജി. നോക്കിക്കേ, കെമിക്കൽ എനർജി ഈസ് ബീങ് കൺവേർട്ടഡ് ടു ഇലക്ട്രിക്കൽ എനർജി. ഓക്കെ, അടുത്ത ഏരിയ ഇവർ ഡീൽ ചെയ്യുന്ന ഒന്ന് ഇലക്ട്രിക്കൽ എനർജി ഈസ് ബീങ് കൺവേർട്ടഡ് ടു കെമിക്കൽ എനർജി. ഓക്കെ അല്ലേ സ്റ്റുഡൻസ്? യെസ്, കണ്ടല്ലോ. അതെ, അപ്പം ഇതിനകത്ത് ആദ്യമേ ഞാൻ തുടങ്ങാൻ പോകുന്നത് ഇവരെ പറ്റിയിട്ടാണ്. എന്താണ്? കെമിക്കൽ എനർജി ഈസ് ബീങ് കൺവേർട്ടഡ് ടു ഇലക്ട്രിക്കൽ എനർജി. അപ്പം അങ്ങനത്തെ ദ ഡിവൈസ് വിച്ച് കൺവേർട്സ് ദ കെമിക്കൽ എനർജി ടു ഇലക്ട്രിക്കൽ എനർജി, അങ്ങനത്തെ ഡിവൈസുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇലക്ട്രോകെമിക്കൽ സെൽ അല്ലെങ്കിൽ വോൾട്ടായിക് സെൽ അല്ലെങ്കിൽ ഗാൽവനിക് സെൽ എന്നുള്ളൊരു പേരിട്ട് അവരെ വിളിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ച്, ദ ഡിവൈസ് വിച്ച് കൺവേർട്സ്, ഞാനിവിടെ പോയിന്റ് എഴുതി പോകുന്നുണ്ട്, ദ ഡിവൈസ് വിച്ച് കൺവേർട്സ് chemical energy to electrical energy is known as electrochemical cell. ഓക്കെ അല്ലേ? അവരെ വിളിക്കുന്ന പേര്, ഈ സെല്ലാണ് കെമിക്കൽ എനർജീനെ ഇലക്ട്രിക്കൽ എനർജി ആക്കി മാറ്റുന്നവർ. എന്താണ് പേര്? ഇലക്ട്രോകെമിക്കൽ സെൽ. അവരെ നമ്മൾ വേറൊരു പേരിട്ട് വിളിക്കും. എന്താണെന്നറിയാം? വോൾട്ടായിക് സെൽ. മനസ്സിലായല്ലോ? അല്ലെങ്കിൽ ഗാൽവനിക് സെൽ എന്നുള്ളൊരു പേരും അവർക്കുണ്ട്. ഓക്കെ അല്ലേ? ദ സെൽ വിച്ച് കൺവേർട്സ് കെമിക്കൽ എനർജി ടു ഇലക്ട്രിക്കൽ എനർജി, ആ സെല്ലിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വോൾട്ടായിക് സെൽ അല്ലെങ്കിൽ ഗാൽവനിക് സെൽ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്, നമ്മൾ ആദ്യമേ ശ്രദ്ധിക്കേണ്ടത് ഈ പറയുന്ന ഇലക്ട്രോകെമിക്കൽ സെല്ലിലോട്ടാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ അല്ലേ? എന്താണ് ഇലക്ട്രോകെമിക്കൽ സെൽ? അപ്പോൾ ഈ ഇലക്ട്രോകെമിക്കൽ സെല്ലിൻ്റെ ബേസിക്കലി അവരുടെ ഒരു സെറ്റപ്പ് എന്ന് പറയുമ്പം 2 ഇലക്ട്രോഡ്സ് കാണും. എല്ലാവരും ശ്രദ്ധിച്ച്, ഈ പറയുന്ന ഇലക്ട്രോകെമിക്കൽ സെല്ലിന് 2 ഇലക്ട്രോഡ്സ് കാണും. ആ 2 ഇലക്ട്രോഡ്സ് ഒന്നെങ്കിൽ ഒരേ സൊല്യൂഷനകത്തോ അല്ലെങ്കിൽ 2 ഇലക്ട്രോഡ്സ് 2 ഡിഫറെൻറ്റ് ഇലക്ട്രോലൈറ്റ് അല്ലെങ്കിൽ 2 ഡിഫറെൻറ്റ് സൊല്യൂഷനകത്തോ ആയിരിക്കും അവരെ ഇമേഴ്സ് ചെയ്തേക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു സെല്ലിന് നമ്മൾ പേരുണ്ട്, അവരെ വിളിക്കുന്ന പേരാണ് ഡാനിയൽ സെൽ എന്ന് പറഞ്ഞു. ഓക്കെ അല്ലേ? അപ്പോൾ ബേസിക്കലി നിങ്ങൾ അതൊന്നും അറിയേണ്ട ആവശ്യമില്ല. ഒരു ഇലക്ട്രോകെമിക്കൽ സെല്ലിനകത്തൊന്നെങ്കിൽ എന്തായാലും 2 ഇലക്ട്രോഡ്സ് കാണും. ഓക്കെ, അത് മസ്റ്റാണ്. ആ 2 ഇലക്ട്രോഡ്സ് ഒന്നെങ്കിൽ ഒരേ സൊല്യൂഷനകത്തായിരിക്കും അല്ലെങ്കിൽ 2 സൊല്യൂഷനകത്തായിരിക്കും. അപ്പോൾ അങ്ങനത്തെ ഒരു സെല്ലാണ് നമ്മുടെ ഡാനിയൽ സെൽ. ഓക്കെ, അപ്പം നമ്മൾ എപ്പോഴും ഏതൊരു കെമിസ്ട്രിക്കകത്തും നമ്മൾ ഇലക്ട്രോകെമിസ്ട്രി ഡീൽ ചെയ്യുമ്പോൾ നമ്മൾ പഠിക്കുന്നവരാണ് ഡാനിയൽ സെൽ എന്ന് പറഞ്ഞത്. ഓക്കെ അല്ലേ? അപ്പം നിങ്ങൾ ഏതൊരു ടെക്സ്റ്റ് ബുക്ക് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് പെട്ടെന്നൊരു സെല്ലിൻ്റെ ഫിഗർ കാണും, അതിൻ്റെ വർക്കിംഗ് പറയും, അങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങൾ നിർത്തും. പക്ഷെ ശരിക്കും ഈ പറയുന്ന ഡാനിയൽ സെല്ലിനെ പറ്റി പഠിക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഒന്ന് അനലൈസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. കുറച്ച് അനാലിസിസ് പോയിന്റ് നമുക്ക് അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടി ഡാനിയൽ സെല്ല് പഠിക്കാൻ വേണ്ടി നിങ്ങളുടെ കയ്യിൽ 2 ആൾക്കാരെ വേണം. ഒന്ന് സിങ്ക് ആറ്റം, എല്ലാവരുടെയും കയ്യിൽ ഒരു സിങ്ക് ആറ്റം. എല്ലാവരും പഠിക്കാൻ പോകുമ്പോൾ നിങ്ങളുടെ കയ്യിൽ 2 ഒബ്ജക്ട്സ് ഉണ്ടെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ 2 സബ്സ്റ്റൻസസ് ഉണ്ട്. ഒന്ന് സിങ്ക് ആറ്റവും രണ്ടാമത്തെ നമ്മുടെ കോപ്പർ അയോണുമാണ്. കേട്ടല്ലോ? കോപ്പർ അയോൺ ആണേ, കോപ്പർ ആറ്റം അല്ല, കോപ്പർ അയോൺ. അത് നമ്മൾ എക്സാക്ട്ലി പറയുവാണെന്നുണ്ടെങ്കിൽ Cu2+ അയോണാണ്. ഓക്കെ അല്ലേ? അപ്പോൾ എല്ലാവരും പറഞ്ഞ് സിങ്ക് ആറ്റത്തിൻ്റെ അറ്റോമിക് നമ്പർ എത്ര ആടോ? പറഞ്ഞേടോ, സിങ്ക് ആറ്റിൻ്റെ അറ്റോമിക് നമ്പർ എത്ര ആണെന്ന് പറഞ്ഞ എല്ലാവരും? 30 ആണ് അറ്റോമിക് നമ്പർ. അപ്പം അവിടെ ഇലക്ട്രോൺ ഡിസ്ട്രിബ്യൂഷൻ ഇൻ ഡിഫറെൻറ്റ് ഓർബിറ്റൽസ് എന്ന് പറയുമ്പം 2, 8, 18, 2 ആണ്. ഇതാണ് അവിടെ ഇലക്ട്രോൺ ഡിസ്ട്രിബ്യൂഷൻ ഡിഫറെൻറ്റ് ഓർബിറ്റ്. അറിയത്തില്ലല്ലോ SPDF. നമ്മൾ പണ്ടെന്ന് പറയുമ്പോൾ നിങ്ങൾ +1 +2 കെമിസ്ട്രിയിൽ ഹൈബ്രിഡൈസേഷൻ പഠിക്കുന്നതിനകത്തൊക്കെ ഉള്ള കാര്യങ്ങളാണ്. പക്ഷെ നമുക്ക് നമ്മുടെ ഈ പറയുന്ന എഞ്ചിനീയറിംഗ് ആസ്പെക്റ്റിലോട്ട് അതിനെ അത്രയും കൊണ്ടുവരണ്ട. ജസ്റ്റ് അറിഞ്ഞിരിക്കേണ്ട കാര്യം നമ്മൾ സിങ്കിൻ്റെ അറ്റോമിക് നമ്പർ 30 ആണ്. അതിൻ്റെ ഇലക്ട്രോൺ ഡിസ്ട്രിബ്യൂഷൻ ഡിഫറെൻറ്റ് ഓർബിറ്റൽസ് എന്ന് പറയുമ്പോൾ 2, 8, 18, 2 ആണ്. അപ്പോൾ എല്ലാവരും പറഞ്ഞേ, ഔട്ടർ മോസ്റ്റ് ഷെല്ലായിട്ടുള്ള വാലൻസ് ഷെല്ലാണ് ഈ പറയുന്ന 2 ഇലക്ട്രോൺസ് ഇരിക്കുന്ന ഷെല്ല് അല്ലേ? ഈ 2 ഇലക്ട്രോൺസ് ഏത് ഷെല്ലാണ് ഇരിക്കുന്നത്? ഔട്ടർ മോസ്റ്റ് ഷെല്ലിന് നമ്മളൊരു പേര് കൊടുത്തിട്ടുണ്ട്, എന്താണ്? വാലൻസ് ഷെൽ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ വെറും 2
നമ്പർ ഓഫ് ഇലക്ട്രോൺസേ ഉള്ളൂ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ 2 ഇലക്ട്രോൺസിനെ അവർ റിമൂവ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? അവർ കുറച്ച് സ്റ്റേബിളായി മാറും. ഇപ്പം നിലവിൽ അവർ സ്റ്റേബിൾ അല്ല, കാരണം ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ വെറും 2 ഇലക്ട്രോൺസേ ഉള്ളത്. അപ്പോൾ 2 ഇലക്ട്രോൺസിനെ അങ്ങോട്ട് കളയുവാണെന്നുണ്ടെങ്കിൽ സിങ്ക് ആറ്റം സ്റ്റേബിളായി മാറും. ഓക്കെ, ഞാൻ എക്സാമിന് എഴുതുന്ന പോയിന്റ്സ് എല്ലാം വ്യക്തമായിട്ട് പറയാം. ആദ്യമേ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ പറയാം. ഓക്കെ, അപ്പം സിങ്ക് ആറ്റം ഗെയിൻ സ്റ്റെബിലിറ്റി ഇങ്ങനെ പഠിച്ചാലേ കുറച്ച് കൺസെപ്റ്റ്സ് നിങ്ങൾക്ക് കിട്ടത്തില്ല. വെറുതെ നമ്മൾ കുറേ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് കുറേ കാണാതെ പഠിച്ചുകൊണ്ട് കാര്യങ്ങൾക്ക് വ്യക്തത വരണമെന്നില്ല. ഓക്കെ അല്ലേ? അപ്പോൾ ഇവിടെ നോക്കിക്കേ, സിങ്ക് ആറ്റം ഗെയിൻ സ്റ്റെബിലിറ്റി ബൈ ലൂസിങ് 2 ഇലക്ട്രോൺസ്. തെറ്റൊന്നും ഇല്ലല്ലോ? ഇല്ല. ഓക്കെ, അതേപോലെ തന്നെ Cu2+ അയൺ. എല്ലാവരും പറഞ്ഞേ, Cu എന്ന് പറഞ്ഞാൽ കോപ്പർ അയോൺ സ്റ്റേബിൾ ആവണമെന്നുണ്ടെങ്കിൽ അവർക്ക് എന്താണ് വേണ്ടത്? 2 ഇലക്ട്രോൺസിനെ ഗെയിൻ ചെയ്യണം. കാരണം 2+ എന്ന് പറഞ്ഞാൽ എന്താണ്? അവരുടെ 2 ഇലക്ട്രോൺസ് നഷ്ടപ്പെട്ടു കഴിഞ്ഞു. അപ്പോൾ 2 ഇലക്ട്രോൺസ് ഗെയിൻ ചെയ്ത് കഴിയുമ്പോൾ കോപ്പർ അയോൺ സ്റ്റേബിളായി മാറും. എന്ത് സ്റ്റേബിളായി മാറും? അവർ കോപ്പർ ആറ്റത്തിലേക്ക് കടക്കും. ഓക്കെ അല്ലേ? അപ്പോൾ അടുത്ത പോയിന്റ് എന്ന് പറയുമ്പോൾ കോപ്പർ അയോൺ ഗെയിൻ സ്റ്റെബിലിറ്റി ബൈ ഗെയിനിങ് 2 ഇലക്ട്രോൺസ്. ഓക്കെ അല്ലേ? സംശയമൊന്നും ഇല്ല. അപ്പോൾ നോക്കിക്കേ, ഇങ്ങനത്തെ ഒരു സിങ്ക് ആറ്റത്തിനെയും കോപ്പർ അയോണിനെയും ഞാൻ ഒരു കണ്ടക്റ്റിംഗ് കേബിൾ വെച്ചിട്ട് കണക്ട് ചെയ്യാണ്. എല്ലാവരും ശ്രദ്ധിച്ചേ, ഒരു കണ്ടക്റ്റിംഗ് കേബിൾ വെച്ചിട്ട് കണക്ട് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ എന്താ സംഭവിക്കുന്നത്? സിങ്ക് ആറ്റത്തിൽ നിന്നും 2 ഇലക്ട്രോൺസ് ട്രാൻസ്ഫർ ആവും. 1 ഇലക്ട്രോണും 2 ഇലക്ട്രോൺസും സിങ്ക് ആറ്റത്തിൽ നിന്നും കോപ്പർ അയോണിലോട്ടും. അപ്പോൾ സിങ്കും സ്റ്റേബിളായി, കോപ്പർ അയോണും സ്റ്റേബിളായി മാറും. അപ്പം ഇലക്ട്രോൺസിൻ്റെ ഫ്ലോ അല്ലേടോ ഈ പറയുന്ന കറണ്ട് എന്ന് പറഞ്ഞാൽ? അത് ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യുമ്പോഴല്ലേ കറണ്ട് ഉണ്ടാവുന്നത്. അപ്പോൾ കണ്ടിന്യൂസ് സപ്ലൈ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ദെയർ വിൽ ബി കറണ്ട് പ്രൊഡ്യൂസ്ഡ്. അത് നിങ്ങൾക്ക് പണ്ടേ അറിയാം. അതെ, ഇപ്പോൾ നോക്കിക്കേ, സിങ്ക് ആറ്റത്തിൽ നിന്ന് 2 ഇലക്ട്രോൺസ് പോയി കോപ്പർ അയോണിൻ്റെ അടുത്തോട്ട് എത്തി. അപ്പോൾ സിങ്കും സ്റ്റേബിളായി, കോപ്പറും സ്റ്റേബിളായി. തെറ്റൊന്നും ഇല്ല. പക്ഷെ ആകെ 2 ഇലക്ട്രോൺസേ പോയിട്ടുള്ളൂ. അത് ഇലക്ട്രിസിറ്റിയിലേക്ക് ഒരു കോൺട്രിബ്യൂഷൻ കൊണ്ടുവരുമോ? ഇല്ല. ഇഫ് ദർ ഇസ് അഡിക്വേറ്റ് എമൗണ്ട് ഓഫ് സിങ്ക് ആറ്റംസ് ആൻഡ് കോപ്പർ അയോൺസ് ദെൻ ദർ വിൽ ബി കണ്ടിന്യൂസ് ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് ദെയർ ബൈ കോൺട്രിബ്യൂട്ടിംഗ് ടു ഇലക്ട്രിസിറ്റി. അപ്പോൾ ഈ ഒരു പോയിന്റ് എല്ലാവരും എഴുതിക്കേ. ഫസ്റ്റ് പോയിന്റ്, സെക്കൻഡ് പോയിന്റ് ആൻഡ് ദ തേർഡ് പോയിന്റ്, ഇഫ് ദർ ഈസ് adequate amount of ആവശ്യത്തിന് സിങ്ക് ആറ്റം ആൻഡ് കോപ്പർ അയോൺസ് ഉണ്ടെങ്കിൽ, if there is adequate amount of zinc atom and copper ions, there will be continuous flow of electrons. There will be continuous flow of electron contributing to electricity. ഓക്കെ അല്ലേ? യെസ്, അതാണ് നമുക്ക് വേണ്ടത്. കാരണം ഒരു ഇലക്ട്രോകെമിക്കൽ സെൽ എന്താ ചെയ്യുന്നത്? കെമിക്കൽ റിയാക്ഷൻസിനെ എന്ന് വെച്ചാൽ കെമിക്കൽ റിയാക്ഷൻസ് നടക്കുമ്പോൾ പ്രൊഡ്യൂസ്ഡ് ആവുന്ന ആ കെമിക്കൽ എനർജിയാണ് ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് മാറുന്നത്. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഇതെന്താ സംഭവം? ഇതൊരു കെമിക്കൽ റിയാക്ഷൻ അല്ലേ? സിങ്ക് അവരുടെ 2 ഇലക്ട്രോൺസിനെ ലൂസ് ചെയ്യുന്നു, ആ 2 ഇലക്ട്രോൺസിനെ കോപ്പർ ഗെയിൻ ചെയ്യുന്നു. അപ്പോൾ എന്താണ്? 2 റിയാക്ഷൻസ് ആണ് സംഭവിക്കുന്നത്. ആ റിയാക്ഷനിലൂടെയാണ് എന്തുണ്ടാവുന്നത്? ഇലക്ട്രിക്കൽ എനർജി ഉണ്ടാവുന്നത്. അപ്പോൾ ഇലക്ട്രോകെമിക്കൽ സെല്ലായേ. അപ്പോൾ ഡാനിയൽ സെല്ലിൻ്റെ കൺസെപ്റ്റിലേക്ക് വന്നേ. അപ്പം മനസ്സിലായല്ലോ, സിങ്ക് ആറ്റവും ഒരു കോപ്പർ അയോണും ഉള്ളപ്പോഴാണ് 2 ഇലക്ട്രോൺസ് ട്രാൻസ്ഫർ. അപ്പോൾ ആവശ്യത്തിനുള്ള സിങ്ക് ആറ്റവും ആവശ്യത്തിനുള്ള കോപ്പർ അയോൺസും ഉണ്ടെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂസ് ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ടാവുന്നു. അങ്ങനെ എന്തുണ്ടാവുന്നു? ഇലക്ട്രിക് കറണ്ട് ഉണ്ടാവുന്നു, അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി ഉണ്ടാവുന്നു. തെറ്റൊന്നും ഇല്ലല്ലോ? ഇല്ല. അപ്പം എല്ലാവരും പറഞ്ഞേ, ഇനി അടുത്ത എല്ലാവരും ഒരു പോയിന്റ് പറഞ്ഞു. ഇപ്പം നമുക്ക് സിങ്ക് ആറ്റം ഏറ്റവും കൂടുതൽ എവിടെ നിന്നാണ് കിട്ടാൻ പോകുന്നത്? ഒരു സിങ്ക് മെറ്റൽ നിന്നാണ്. അപ്പോൾ സിങ്ക് ആറ്റം ക്യാൻ ബി ഒബ്റ്റെയിൻഡ്, എവിടെ നിന്നാണ് അവർ ഒബ്റ്റെയിൻ ചെയ്യുന്നത്? ക്യാൻ ബി ഒബ്റ്റെയിൻ ഫ്രം സിങ്ക് മെറ്റൽ അല്ലേ? സിങ്ക് മെറ്റലിൽ നിന്നായിരിക്കും എനിക്ക് സിങ്ക് ആറ്റത്തിനെ കിട്ടാൻ പോകുന്നത്. രണ്ടാമത്തെ പോയിന്റ് പറഞ്ഞു. ഇനി എല്ലാവരും പറഞ്ഞു, കോപ്പർ അയോൺ എവിടെ നിന്നും കിട്ടും? കോപ്പർ അയോൺ ക്യാൻ ബി ഒബ്റ്റെയിൻഡ് ഫ്രം aqueous solution of സൊല്യൂഷനാണ് കേട്ടോ. ഞാൻ SOL എന്ന് എഴുതി, നിങ്ങൾ എക്സാമിൽ എഴുതുമ്പോൾ അത് എക്സ്പാൻഡ് ചെയ്തോണം കേട്ടല്ലോ. അപ്പോൾ ഇത് കോപ്പർ അയോൺ ക്യാൻ ബി ഒബ്റ്റെയിൻ ഫ്രം ദ aqueous solution of ആരിൽ നിന്ന് കിട്ടും? കോപ്പർ സൾഫേറ്റ് നിന്ന്. കാരണം Cu2+ ആണ് എനിക്ക് വേണ്ടത്. എല്ലാവരും ശ്രദ്ധിച്ചോണം, Cu2+ ആണ് വേണ്ടത്. Cu2+ എനിക്ക് കിട്ടാൻ പോകുന്നത് കോപ്പർ സൾഫേറ്റ് നിന്നായിരിക്കും. കാരണം കോപ്പർ സൾഫേറ്റ് എന്ന് പറയുമ്പോൾ Cu2+ SO4 2- അങ്ങനെ 2 അയോൺസ് ആണ്. ഒന്ന് പോസിറ്റീവ് ആണ്, നെഗറ്റീവ് ആണ്, കോമ്പിനേഷൻ കൊണ്ടാണ് കോപ്പർ സൾഫേറ്റ് ഉണ്ടായിരിക്കുന്നത്. ഓക്കെ, ലെസൺസ് തെറ്റൊന്നും ഇല്ലല്ലോ? ഇല്ല. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ച് ഈ ഒരു പോയിന്റ്, സിങ്ക് ആറ്റം എവിടെ നിന്നാണ് കിട്ടുന്നത്? ഈ പറയുന്ന സിങ്ക് മെറ്റലിൽ നിന്ന്. അപ്പം ഞാനിവിടെ ഒരു സിങ്ക് മെറ്റൽ എടുക്കുകയാണ്. ഓക്കെ, നമ്മളൊരു കാര്യം പഠിക്കുമ്പോൾ അതിൻ്റെ ഒരു ഫ്ലോയിൽ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് നമുക്ക് കിട്ടും. ഓക്കെ, ഇത് ഞാൻ എന്താണ്? ഒരു സിങ്ക്
മെറ്റലാണ് ഉദ്ദേശിച്ചേക്കുന്നത്. ഓക്കെ അല്ലേ, ഒരു സിങ്ക് മെറ്റൽ. തെറ്റൊന്നും ഇല്ലല്ലോ, ഇല്ല. ഇനി ഈ പറയുന്ന കോപ്പർ അയോൺസ് എവിടെ നിന്നാണ് കിട്ടുന്നത്? അക്വസ് സൊല്യൂഷൻ ഓഫ് കോപ്പർ സൾഫേറ്റ്. അപ്പോൾ അതിന് വേണ്ടി ഞാനൊരു കണ്ടെയ്നർ എടുക്കുന്നു. ഓക്കെ, ആ കണ്ടെയ്നറിനകത്ത് എന്താ ഉള്ളത്? കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനാണ്. കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ആരൊക്കെയാണ് അതിനകത്തുള്ളത്? Cu2+ഉം അതുപോലെ തന്നെ SO4 2-ഉം. ഈ പറഞ്ഞ ആൾക്കാർ ഒത്തിരി ഉണ്ട് കേട്ടില്ല. അപ്പോൾ ഞാൻ SO4 2- കാണിക്കുന്നില്ല, നിങ്ങളത് ഓർത്തോണം, അതിനകത്ത് SO4 2- ഉണ്ടെന്നുള്ളത്. ഓക്കെ അല്ലേ. Cu2+, നോക്കിക്ക്, അക്വസ് സൊല്യൂഷൻ ഓഫ് കോപ്പർ സൾഫേറ്റ് ആണ്. അക്വസ് സൊല്യൂഷൻ ഓഫ് കോപ്പർ സൾഫേറ്റ് എന്ന് പറയുമ്പോൾ Cu2+ഉം SO4 2-ഉം രണ്ട് പോസിറ്റീവ് അയോൺ, മീൻസ് പോസിറ്റീവ് അയോൺസ് ആയിട്ടുള്ള കോപ്പറും നെഗറ്റീവ് അയണായിട്ടുള്ള SO4, ഈ സൾഫേറ്റുമാണ്, SO4 2- ഓക്കെ അല്ലേ. ഇനി എല്ലാവരും ശ്രദ്ധിച്ചേ, നമ്മൾ ഈ പറയുന്ന മെറ്റൽ റോഡിൽ നിന്നും, നമ്മുടെ സിങ്ക് മെറ്റൽ റോഡിൽ നിന്നും ഞാനൊരു കണ്ടക്റ്റിംഗ് കേബിൾ വഴി എവിടോട്ട് കണക്ഷൻ കൊടുക്കുന്നു? ഒരു ബൾബിലോട്ട് കൊടുക്കുന്നു. കാരണം ബൾബ് ഗ്ലോ ചെയ്യുമ്പോഴല്ലേ നമുക്ക് മനസ്സിലാവുന്ന ഇവിടെ കറണ്ട് ഉണ്ടായെന്ന് ഉണ്ട്. അതെ. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ഈ പറയുന്ന കോപ്പർ അയോൺസിലോട്ട് നമ്മളിങ്ങനെ വയറിനെ കൊടുക്കുകയാണെന്ന് വിചാരിക്കാം. ഓക്കെ അല്ലേ. അപ്പോൾ ഇങ്ങനെ കൊടുത്തല്ലോ, സംശയമൊക്കെ മാറി. നമ്മൾ നേരത്തെ ഒരു ആറ്റത്തിൻ്റെ ബേസിസിൽ കൊടുത്തുകൊണ്ട് ഇലക്ട്രോകെമിക്കൽ സെൽ തുടങ്ങിയപ്പോൾ സിങ്ക് ആറ്റവും കോപ്പർ അയണുമാണ്. അപ്പോൾ സിങ്ക് ആറ്റം എവിടെ നിന്നാണ് കിട്ടുന്നത്? ഒരു സിങ്ക് മെറ്റലിൽ നിന്നും. നോക്കിക്കേ, ഇത് നമ്മുടെ സിങ്ക് മെറ്റലാട്ടോ, സിങ്ക് മെറ്റലാണ്. അപ്പോൾ ഞാൻ ഇവിടെ സിങ്ക് എഴുതുന്നില്ല കേട്ടോ, എനിക്ക് കാര്യമുണ്ട്. ഇത് നമ്മുടെ സിങ്ക് മെറ്റലും ഇത് നമ്മുടെ കോപ്പർ അയോണുമാണ്. കോപ്പർ അയോൺ എവിടെ നിന്നാണ് കിട്ടുന്നത്? അക്വസ് സൊല്യൂഷൻ ഓഫ് കോപ്പർ സൾഫേറ്റ്. അക്വസ് സൊല്യൂഷൻ ഓഫ് കോപ്പർ സൾഫേറ്റ് എന്ന് വെച്ചാൽ കോപ്പർ സൾഫേറ്റും വാട്ടറും കൊണ്ടുള്ള മിക്സ്ചറിനെയാണ് നമ്മൾ അക്വസ് സൊല്യൂഷൻ എന്ന് പറയുന്നത് ഓഫ് കോപ്പർ സൾഫേറ്റ്. അപ്പോൾ കോപ്പർ സൾഫേറ്റിനകത്താണ് Cu2+ ഉണ്ടാവുന്നത്, കോപ്പർ 2+ അയോൺ ഉണ്ടാവുന്നത്. അതിന് വേണ്ടിയിട്ടാണ് എന്താണ് നമ്മൾ അക്വസ് സൊല്യൂഷൻ ഓഫ് കോപ്പർ സൾഫേറ്റ് എടുത്തേക്കുന്നത്. ഓക്കെ, എന്നിട്ട് ഞാൻ കണ്ടക്റ്റിംഗ് കേബിൾ കൊടുത്തു, അതിനകത്തൊരു ബൾബ് കൊടുത്തു. കാരണം ഇലക്ട്രോൺസിൻ്റെ ഫ്ലോയിനെ ഇൻഡിക്കേറ്റ് ചെയ്യും, കറണ്ട് ഉണ്ടാവുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ആ ബൾബ് അവിടെ കൊടുത്തേക്കുന്നത്. സംശയമൊന്നും ഇല്ലല്ലോ, ഇല്ല. അപ്പം നമുക്ക് ശരിക്കും പറഞ്ഞാൽ ആ ബൾബിന് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് അമ്മീറ്റേഴ്സും കണക്ട് ചെയ്യും, എന്തുമാത്രം കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ടെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ അല്ലേ. അപ്പോൾ കറണ്ട് ഫ്ലോ ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഞാനത് എടുത്തിട്ടുള്ളത്. ഓക്കെ അല്ലേ, സംശയമൊന്നും ഇല്ലല്ലോ, ഇല്ല. അപ്പോൾ നോക്കിക്കേ, ഈ പറയുന്ന സിങ്ക് ഫസ്റ്റ് പ്രോസസ്സിനകത്ത് ഇത് ശരിക്കും പറഞ്ഞാൽ ഈ പറയുന്ന ലെഫ്റ്റ് സൈഡ് ഒന്ന് അനലൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ലെഫ്റ്റ് സൈഡ് ഒന്ന് അനലൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സിങ്ക് മെറ്റൽ എന്താണ് ചെയ്യുന്നത്? രണ്ട് ഇലക്ട്രോൺസിനെ ലൂസ് ചെയ്യാണ്. ആ റിയാക്ഷനെ നമ്മൾ എന്താ പറയുന്നത്? ഓക്സിഡേഷൻ റിയാക്ഷൻ. ലൂസിങ് ഓഫ് ഇലക്ട്രോൺസിനെയാണ് നമ്മൾ ഓക്സിഡേഷൻ റിയാക്ഷൻ എന്ന് പറയുമ്പോൾ. സിങ്ക് എന്താണ് അണ്ടർഗോ ചെയ്യുന്നത്? സിങ്ക് 2++2 ഇലക്ട്രോൺസ്. ഓക്കെ അല്ലേ, 2 ഇലക്ട്രോൺസ് ആണ്. യെസ്, ഈ റിയാക്ഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഓക്സിഡേഷൻ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ. ഇനി റൈറ്റ് സൈഡിൽ എന്താ സംഭവിക്കുന്നത്? എല്ലാവരും ശ്രദ്ധിച്ചേ, റൈറ്റ് സൈഡിൽ സംഭവിക്കുന്നത് ഈ പറയുന്ന Cu2+ എന്ന് പറഞ്ഞ അയോൺ ആ രണ്ട് ഇലക്ട്രോൺസിനെ ഗെയിൻ ചെയ്തിട്ട് എന്തായി മാറുന്നു? കോപ്പർ ആറ്റമായി മാറുന്നു കേട്ടോ. ഇത് നമ്മൾക്ക് സോളിഡ് എന്ന് കൊടുക്കാം. ഓക്കെ അല്ലേ. ഇത് അക്വസ് എന്ന് കൊടുക്കാം. ഓക്കെ, ഇത് അക്വസ് എന്ന് കൊടുക്കാം. അതിന് കാര്യമാണ്, കാരണം സിങ്ക് 2+ എന്ന് പറയുന്നത് അയോണാണ്, സിങ്ക് എന്ന് പറയുന്നത് എന്താണ്? ആറ്റം സോളിഡ് സ്റ്റേറ്റിലാണ്. ഓക്കെ അല്ലേ. അതെ. അപ്പം ഈ റിയാക്ഷൻ എന്താ പറയുന്നത്? ഗെയിനിങ് ഓഫ് ഇലക്ട്രോൺസിന് എന്താ പറയുന്നത്? റിഡക്ഷൻ റിയാക്ഷൻ. പക്ഷെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കേണ്ട, ഈ സിങ്ക് മെറ്റൽ സിങ്ക് ആറ്റം എവിടെ നിന്നാണ് നിങ്ങൾക്ക് കിട്ടുന്നത്? സിങ്ക് മെറ്റലിൽ നിന്ന്. പക്ഷേ ഒരു സിങ്ക് രണ്ട് ഇലക്ട്രോൺസിനെ ലൂസ് ചെയ്ത് കഴിയുമ്പോൾ അവർ സിങ്ക് 2+ എന്ന് പറഞ്ഞ അയോണായി മാറും. ഒരിക്കലും അയോണിന് മെറ്റലിൽ നിൽക്കാൻ പറ്റത്തില്ല. മനസ്സിലായല്ലോ? വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്, ഈ നോട്ട് ചെയ്തോളൂ. ആ സിങ്ക് atom loses 2 electrons and become zinc 2+ ion. It cannot stay in the metal. It cannot stay in metal. കാരണം എന്താണ്? ബിക്കോസ് ദേ ആർ ഇൻ അയോൺ സ്റ്റേറ്റിലാണ്. ആ സിങ്ക് രണ്ട് ഇലക്ട്രോൺസിനെ ലൂസ് ചെയ്ത് സിങ്ക് 2+ അയോണായി മാറി. അയോൺ ഒരിക്കലും മെറ്റലിൽ നിൽക്കത്തില്ല. സോ എന്ത് ചെയ്യണം? ടു കോമ്പൻസേറ്റ് ദിസ് അയോൺ വി നീഡ് ആൻ അക്വസ് സൊല്യൂഷൻ ഓഫ് വാട്ട്? സിങ്ക് സൾഫേറ്റ്. ഓക്കെ, ടു കോമ്പൻസേറ്റ്, എല്ലാവരും ശ്രദ്ധിച്ചോളൂ. ടു കോമ്പൻസേറ്റ് Zn2+ എന്ന് പറഞ്ഞ അയോണിനെ വി റിക്വയർ എന്ത്? അക്വസ് സൊല്യൂഷൻ ഓഫ് സിങ്ക് സൾഫേറ്റ്. മനസ്സിലായല്ലോ? സിങ്ക് സൾഫേറ്റിനകത്ത് ആരൊക്കെയുണ്ട്? Zn2+ഉം SO4 2-ഉം. ഓക്കെ അല്ലേ. അപ്പം നമുക്ക് ഈ ഫിഗറിന് കുറച്ച് മോഡിഫിക്കേഷൻ കൊണ്ടുവരാം. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ഫിഗറിനെ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്യുന്നു. ഓക്കെ, എല്ലാവരും ശ്രദ്ധിച്ചോളൂ. യെസ്, ശ്രദ്ധിച്ചു. എന്നിട്ട് നമുക്ക് ഇവിടെ പേസ്റ്റ് ചെയ്യാം.
ഓക്കെ, നമുക്ക് സെയിം ഫിഗർ ആണ്, പക്ഷേ അതിനകത്ത് കുറച്ച് മോഡിഫിക്കേഷൻസ് ഞാൻ കൊണ്ടുവന്നു മാത്രം. ഓക്കെ അല്ലേ? യെസ്. എന്ത് മോഡിഫിക്കേഷൻ ആണ് ഞാൻ കൊണ്ടുവന്നത്? ഈ സിങ്ക് മെറ്റലിനെ ഞാൻ എവിടെ പ്ലേസ് ചെയ്യുന്നു? അക്വസ് സൊല്യൂഷൻ ഓഫ് സിങ്ക് സൾഫേറ്റിനകത്ത് പ്ലേസ് ചെയ്യുന്നു. അപ്പം അതിനുവേണ്ടി നമുക്കൊരു കണ്ടെയ്നർ വേണം. ആ കണ്ടെയ്നറിനകത്ത് ആരാണുള്ളത്? സിങ്ക് സൾഫേറ്റ്. സംശയമൊന്നുമില്ലല്ലോ? ഇല്ല. സിങ്ക് സൾഫേറ്റ് ആരായിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്? അവർ അയോൺ ആയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. വെച്ചാൽ Zn2+ കാണും, SO4 2- കാണും, പിന്നെ Zn2+ കാണും, SO4 2- കാണും. സംശയമൊന്നുമില്ല. അപ്പോൾ ഇവിടെ നോക്കിക്കുക, എല്ലാവരും ശ്രദ്ധിച്ച്, ഇവിടെ നമുക്ക് ഈ മെറ്റലിനകത്ത് ഒത്തിരി ആറ്റംസ് ഉണ്ടെന്ന് വെച്ചോ. ഓക്കെ, യെസ്. അപ്പം ഈ ഒരു ആറ്റം ഒരു 2 ഇലക്ട്രോൺസിനെ ലൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവരെന്തായി മാറും? Zinc 2+ ആയിട്ടുള്ള അയോണായി മാറും. ആ Zinc 2+ അയോൺ എങ്ങോട്ട് വരും? ദേ ഗെറ്റ് ഡിസോൾവ്ഡ് ഇൻ ടു ദ മിക്സ്ചർ. മനസ്സിലായല്ലോ? ആ ഒരു മിക്സ്ചറിലോട്ട് അങ്ങ് ഡിസോൾവ് ആവുകയും എന്നിട്ട് ഇലക്ട്രോൺസ് 2 എണ്ണം ഇങ്ങോട്ട് ഫ്ലോ ആവുകയും ചെയ്യുന്നു. ഓക്കെ, സംശയമൊന്നുമില്ല? ഇല്ല. അപ്പോൾ അങ്ങനെ എന്തുമാത്രം എത്ര ആറ്റംസ് അങ്ങനെ ചെയ്യുന്നോ ആ ആറ്റംസ് അയോൺസ് എല്ലാം സൊല്യൂഷനിലോട്ട് പോവുകയും ചെയ്യും, ഇലക്ട്രോൺസ് എല്ലാം എങ്ങോട്ട് പോവുകയും ചെയ്യും? അപ്പുറത്തെ റൈറ്റ് സൈഡിലോട്ട്, അവിടെ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിലോട്ട് പോവുകയും ചെയ്യും. ഓക്കെ അല്ലേ? സംശയമൊന്നുമില്ല? ഇനി നോക്കിക്കേ, ഈ പോയിന്റ് ഇവിടെ അടുത്ത പോയിന്റ് ഇങ്ങോട്ട് തന്നെ എഴുതാം. ഓക്കെ അല്ലേ? ഈ ഫിഗർ നിങ്ങൾക്ക് കാണാമല്ലോ സ്റ്റുഡൻസ്? യെസ്. അപ്പോൾ നോക്കിക്കേ, അടുത്തതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്. അപ്പോൾ ആദ്യത്തെ പോയിന്റ് എന്താണ്? ഇവിടെ തൊട്ട് നോക്കിക്കേ, നമുക്ക് ശരിക്കും പറഞ്ഞാൽ മെയിൻ കൺസെപ്റ്റിലോട്ട് കിടക്കാണ്. അപ്പോൾ സിങ്ക് ആറ്റം 2 ഇലക്ട്രോൺസിനെ ലൂസ് ചെയ്ത് സിങ്ക് അയോൺ ആയി മാറി. ആ സിങ്ക് അയോൺ ഒരിക്കലും മെറ്റലിൽ നിൽക്കാൻ പറ്റത്തില്ല. അവരെന്ത് ചെയ്യണം? ആ സിങ്ക് അയോണിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ അക്വസ് സൊല്യൂഷൻ ഓഫ് സിങ്ക് സൾഫേറ്റ് ഉണ്ടാക്കി. അതിനാണ് ഈ ഫിഗർ കാണിച്ചിരിക്കുന്നത്. ഇനി the 2 electrons which are removed from the zinc atom is gained by the copper atom. Copper ion, തെറ്റിക്കല്ലേ? അപ്പം the 2 electrons from left cell എന്ന് ഞാൻ പറഞ്ഞോട്ടെ, ലെഫ്റ്റ് ഹാഫ് സെൽ, ഒരു കംപ്ലീറ്റ് ഇലക്ട്രോകെമിക്കൽ സെല്ലാണിത്. ഇതിനകത്ത് ഈ ഒരു സെല്ലിനെ ഒരു ഹാഫ് സെൽ എന്നും ഈ മറ്റേ സെല്ലിനെ സെക്കൻഡ് ഹാഫ് സെൽ എന്നാണ് പറഞ്ഞത്. അപ്പോൾ 2 electrons from left half cell is gained by കോപ്പർ അയോൺ ആൻഡ് ഫോംസ് കോപ്പർ ആറ്റം. ഓക്കെ അല്ലേ? അപ്പോൾ അതിൻ്റെ റിയാക്ഷൻ ഒന്ന് ഞാൻ ഇവിടെ എഴുതിക്കോട്ടെ, എല്ലാവരും ശ്രദ്ധിച്ചേ. Cu2+ 2 ഇലക്ട്രോൺസ് എന്തായി മാറുന്നു? കോപ്പർ ആറ്റമായി മാറുന്നു. ഇതെന്താണ്? അക്വസ്. ഇതെന്താണ്? സോളിഡ് സ്റ്റേറ്റ്. പക്ഷേ പ്രശ്നം ഇവിടാണ് തുടങ്ങുന്നത്. ഓക്കെ അല്ലേ? അപ്പം ആസ് കോപ്പർ അയോൺസ് ബിക്കം കോപ്പർ ആറ്റം, ദിസ് കോപ്പർ ആറ്റം cannot stay in the സൊല്യൂഷൻ. ഈ സൊല്യൂഷനകത്ത് അയോൺസ് ആയിട്ടാണ് നിൽക്കുന്നത്. ആറ്റത്തിന് സൊല്യൂഷനിൽ എക്സിസ്റ്റൻസ് ഇല്ല. അപ്പം ആ ആറ്റത്തിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ഒന്ന് ആലോചിച്ച് നോക്കിക്കുക. ആറ്റത്തിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി എനിക്ക് ഒരു കോപ്പർ മെറ്റൽ വേണം. കാരണം എന്താ? കോപ്പർ മെറ്റലിനകത്ത് ആരാണ്? ഒരു മെറ്റലിനകത്ത് ധാരാളം ആറ്റംസ് ആണ്. അപ്പോൾ കോപ്പർ മെറ്റലിനകത്ത് ധാരാളം ആറ്റംസ് ഉണ്ട്. അപ്പം ഈ 2 ഇലക്ട്രോൺസ്, സിങ്കിൽ നിന്നും പോയ 2 ഇലക്ട്രോൺസ് കോപ്പർ അയോണിലോട്ട് വന്ന് കോപ്പർ അയോൺ ആ 2 ഇലക്ട്രോൺസിനെ ഗെയിൻ ചെയ്ത് കഴിയുമ്പോൾ എന്തുണ്ടാവുന്നു? കോപ്പർ ആറ്റമായി മാറുന്നു. ആ കോപ്പർ ആറ്റം എവിടെ സ്റ്റിക്ക് ചെയ്യുന്നു? ദേ ഗെറ്റ് സ്റ്റിക്ഡ് ടു the copper metal. Okay അല്ലേ? അപ്പോൾ 2 electrons from left half cell is gained by copper ions and form copper atom. This copper atom cannot stay in solution. Therefore, to compensate copper atom, കോപ്പർ ആറ്റത്തിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ, അവരെ ഉൾക്കൊള്ളാൻ വേണ്ടി ആരുണ്ട്? വി റിക്വയർ എന്താണുള്ളത്? ഒരു കോപ്പർ മെറ്റലിൻ്റെ ആവശ്യമുണ്ട്. ഓക്കെ അല്ലേ? എല്ലാവരും ശ്രദ്ധിച്ചേ? യെസ്. അപ്പം നമുക്ക് ഈ ഫിഗറിനകത്ത് ഒരു കുഞ്ഞു മാറ്റം കൊണ്ടുവരാം. നോക്കിക്കേ, ഈ ഫിഗറിനെ നമുക്കൊന്ന് റബ്ബ് ചെയ്തിട്ട്, ഓക്കെ എല്ലാവരും ശ്രദ്ധിച്ചേ? യെസ്. നമുക്കിവിടെ എന്ത് കൊണ്ടുവരാം? ഒരു കോപ്പർ മെറ്റൽ കൊണ്ടുവരാം. അതിനുവേണ്ടി ഞാൻ അടുത്ത ഒരു കണ്ടെയ്നർ എടുക്കുന്നു, എക്സാക്ട്ലി ലൈക്ക് സിമിലർ ടു ദാറ്റ് ഓഫ് ദ ലെഫ്റ്റ് കണ്ടെയ്നർ. എന്നിട്ട് എന്തെടുക്കുന്നു? ഞാനൊരു കോപ്പർ മെറ്റൽ എടുക്കുന്നു. ഓക്കെ സ്റ്റുഡൻസ് എല്ലാവരും ശ്രദ്ധിച്ചേ? ഞാനൊരു കോപ്പർ മെറ്റൽ എടുക്കുന്നു. കണ്ടല്ലോ? യെസ്. എന്നിട്ട് ഈ വയർ എങ്ങോട്ട് കണക്ട് ചെയ്യുന്നു? ഈ പറയുന്ന കോപ്പർ മെറ്റലോട്ട്. ആ കണക്ഷൻ കണ്ടിന്യൂ ചെയ്തോളൂ. ഓക്കെ അല്ലേ? ഇത് പൊതുവെ ഈ മെറ്റൽ എന്ന് പറയുന്നവരാണ് നമ്മുടെ ഇലക്ട്രോഡ് എന്ന് പറഞ്ഞാൽ. ഓക്കെ അല്ലേ? യെസ് യെസ് യെസ്. അപ്പോൾ ഇതാണ് നമ്മുടെ കോപ്പർ മെറ്റൽ. അപ്പോൾ നോക്കിക്കേ, ഈ പറഞ്ഞ സൊല്യൂഷനകത്ത് ആരൊക്കെയുണ്ട്? എല്ലാവരും ശ്രദ്ധിച്ചതിനകത്ത് Cu2+ ഉണ്ട്, SO4 2- ഉണ്ട്, പിന്നെ Cu2+ ഉണ്ട്, അങ്ങനെ SO4 2- ഉണ്ട്, നിറയെ ആൾക്കാരിയ്ക്കുവാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ 2 ഇലക്ട്രോൺസ് വന്നില്ലേ? യെസ്. ഈ 2 ഇലക്ട്രോൺസ്, ഒത്തിരി ഇലക്ട്രോൺസ് വരുന്നുണ്ട്. അപ്പോൾ ഈ 2 ഇലക്ട്രോൺസ് എങ്ങോട്ട് പോകും? ഈ കോപ്പർ അയോണിലോട്ട് പോകും. അങ്ങനെ Cu2+ 2 ഇലക്ട്രോൺസ് എന്തായി മാറും? കോപ്പർ ആറ്റമായി മാറും. ആ കോപ്പർ ആറ്റം എവിടെ പോയി നിൽക്കും? ഈ പറയുന്ന കോപ്പർ മെറ്റലിലോട്ട് സ്റ്റിക്ക് ചെയ്യും.
ഓക്കെ അല്ലേ? യെസ്. ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് ഒബ്സർവേഷൻ കൊണ്ടുവരാൻ പറ്റും? ഓക്കെ, ഇത് ശരിക്കും പറഞ്ഞാൽ ലെങ്തി അല്ല, പക്ഷേ കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ പഠിക്കുമ്പോൾ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും, വെറുതെ ടെക്സ്റ്റ് ബുക്കിൽ കാണാതെ പഠിക്കുന്നതിനെക്കാട്ടിലും. ഓക്കെ അല്ലേ? യെസ്. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മൾ വിചാരിക്കും ഓക്കെ എവറി പ്രോബ്ലം ഹാസ് ബീൻ സോൾവ്. നമ്മളൊരു ഡാനിയൽ സെല്ലിനെ കൺസ്ട്രക്റ്റ് ചെയ്തു എന്ന് പറയും. ദ ഡാനിയൽ സെൽ ഹാസ് ബീൻ കൺസ്ട്രക്റ്റഡ്. പക്ഷെ അതല്ല, പ്രോബ്ലം തീർന്നില്ല. നോക്കിക്കേ, ഇപ്പോൾ ഈ സിങ്ക് ആറ്റം ഇലക്ട്രോൺസിനെ ലൂസ് ചെയ്ത് ആ ഇലക്ട്രോൺസ് എല്ലാം ഇങ്ങോട്ട് പോയി സിങ്ക് ആറ്റം എന്തായി മാറി? സിങ്ക് അയോണായി മാറി. അപ്പോൾ സിങ്ക് അയോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ സൊല്യൂഷൻ നിറയെ സിങ്ക് 2+ ആണ്. SO4 2- അത്രയില്ല. കാരണം സിങ്ക് 2+ഉം SO4 2- ഈക്വൽ നമ്പേഴ്സിലായിരുന്നു, അല്ലെങ്കിൽ ഈക്വൽ എമൗണ്ടിലായിരുന്നു ഈ പറയുന്ന സൊല്യൂഷനകത്ത്. പക്ഷേ സിങ്ക് മെറ്റലിൽ നിന്ന് സിങ്ക് ആറ്റംസ് ഇലക്ട്രോൺസിനെ കോൺട്രിബ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ ഒരു സിങ്ക് അയോണായി മാറിയില്ലേ? അപ്പോൾ സിങ്ക് അയോൺ പിന്നെ ഈ സൊല്യൂഷനിലോട്ട് പോകുന്നുണ്ട്. അപ്പോൾ എന്ത് സംഭവിക്കും? ഈ ലെഫ്റ്റ് ഹാഫ് സെൽ ആരാണ് കൂടുതൽ ചാർജ് ഉള്ളത്? പോസിറ്റീവ് ചാർജ് ആണോ നെഗറ്റീവ് ചാർജ് ആണോ? അവർക്ക് പോസിറ്റീവ് ചാർജ് ആണ് കൂടുതലുള്ളത്. ഇനി എല്ലാവരും റൈറ്റ് സൈഡിലെ ഹാഫ് സെല്ലിലോട്ട് വന്ന് ഇവിടെ നോക്കിക്കുക, ഇലക്ട്രോൺസ് വന്ന് കോപ്പറുമായിട്ട് കമ്പൈൻ ചെയ്ത് കോപ്പർ ആറ്റമായി മാറി. അപ്പോൾ കോപ്പർ അയോൺസ് എല്ലാം കുറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ആരാണ് ഇവിടെ കൂടുതലായിട്ടുള്ളത്? SO4 2- ആണ്. അപ്പോൾ ലെഫ്റ്റ് ഹാഫ് സെൽ പോസിറ്റീവ്ലി ചാർജും റൈറ്റ് ഹാഫ് സെൽ നെഗറ്റീവ്ലി ചാർജും ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ആ ഒരു പോയിന്റ് എഴുതിയാലോ? യെസ്. താഴോട്ട് സ്ക്രോൾ ചെയ്തിട്ട് അടുത്ത പോയിന്റ് എഴുതുവാണ്. ആസ് ദിസ് പ്രോസസ് കണ്ടിന്യൂസ്, as this process continues, left half cell becomes പോസിറ്റീവ്ലി ചാർജ്ഡ്. അതിൻ്റെ കാരണം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു, കേട്ടല്ലോ. ഇനി നിങ്ങളത് മനസ്സിലാക്കി പോയിന്റ് എക്സാമിന് ഇത്ര എഴുതിയാൽ മതി. അപ്പോൾ ആസ് ദിസ് പ്രോസസ് കണ്ടിന്യൂസ്, ലെഫ്റ്റ് ഹാഫ് സെൽ ബിക്കംസ് പോസിറ്റീവ്ലി ചാർജ്ഡ് ആൻഡ് റൈറ്റ് ഹാഫ് സെൽ ബിക്കംസ് നെഗറ്റീവ്ലി ചാർജ്ഡ്. സംശയമൊന്നുമില്ലല്ലോ? യെസ്. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? ദ ഇലക്ട്രോൺസ് റിമൂവ്ഡ് ഫ്രം ദ സിങ്ക് ആറ്റം ഫൈൻഡ്സ് ഇറ്റ് ഡിഫിക്കൾട്ട് ടു മൂവ് ഫ്രം ദ ലെഫ്റ്റ് ഹാഫ് സെൽ. അതെന്തുകൊണ്ടാണ്? നോക്കിക്കാം, ഈ ഇലക്ട്രോൺസ് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക, പക്ഷേ ഇവിടെ പോസിറ്റീവ് ചാർജ് ആണ് ഈ പറഞ്ഞ ലെഫ്റ്റ് ഹാഫ് സെൽ. ഇലക്ട്രോൺസ് ആരാണ്? നെഗറ്റീവ് ചാർജ് ആണ്. Therefore this left half cell, which is positively charged half cell, tries to attract this negatively charged electrons, thereby disabling its movement to other half cell. ഓക്കെ അല്ലേ? സംശയമൊന്നുമില്ലല്ലോ? അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ച് ഈ പോയിന്റ് എന്താ? ആസ് ദിസ് പ്രോസസ് കണ്ടിന്യൂ, ലെഫ്റ്റ് ഹാഫ് സെൽ ബിക്കംസ് പോസിറ്റീവ്ലി ചാർജ്, റൈറ്റ് ഹാഫ് സെൽ ബിക്കംസ് നെഗറ്റീവ്ലി ചാർജ് ആൻഡ് ഇലക്ട്രോൺസ് ആർ ഹെൽഡ് by attractive force from the left half cell and electrons, and the movement of electron is restricted, and the mobility movement എന്ന് പറയരുത്, and the mobility of electron is restricted. അങ്ങനെ എന്തായി മാറും? കറണ്ട് എന്തായി മാറും? 0 ആയി മാറും. കറണ്ട് കാരണം ഇലക്ട്രോൺസ് ഫ്ലോസ് ഇലക്ട്രോൺസിനെല്ലാം ആര് പോസിറ്റീവ്ലി ചാർജ് ചെയ്യുന്ന അട്രാക്ട്. അതാണ് ഇലക്ട്രോൺസ് ആർ ഹെൽഡ് ബൈ അട്രാക്റ്റീവ് ഫോഴ്സ് ഫ്രം ദ ലെഫ്റ്റ് ഹാഫ് സെൽ ആൻഡ് ദ മൊബിലിറ്റി ഓഫ് ഇലക്ട്രോൺസ് ഇസ് റെസ്ട്രിക്റ്റഡ്, thereby current equals to 0. But this shouldn't happen. Current must be not equal to 0. അത് സംഭവിക്കണം. കറണ്ട് ഒരിക്കലും 0 ആകാൻ പാടില്ല. അപ്പോൾ ആ ഒരു പ്രശ്നത്തിന് പരിഹാരമായിട്ട് എന്ത് ചെയ്യണം? വി ആർ കൺസ്ട്രക്റ്റിംഗ് അനദർ സെറ്റപ്പ്, വേറെ ഒരു സെറ്റപ്പും കൂടെ കൊണ്ടുപോയത്. എന്താണെന്നറിയോ? സോൾട്ട് ബ്രിഡ്ജ്. അപ്പോൾ ടു കോമ്പൻസേറ്റ് ദിസ് പ്രോബ്ലം we require a salt bridge. ഓക്കെ അല്ലേ? അതെന്തുവാ? എല്ലാവരും ശ്രദ്ധിച്ച്, ഇതാണ് നമ്മുടെ സോൾട്ട് ബ്രിഡ്ജ്. ഓക്കെ, യെസ്. ഈ സോൾട്ട് ബ്രിഡ്ജിനകത്ത് എന്താണെന്നറിയാമോ? ഈ സോൾട്ട് ബ്രിഡ്ജിനകത്ത് അക്വസ് സൊല്യൂഷൻ ഓഫ് പൊട്ടാഷ്യം ക്ലോറൈഡ് ആവാം, സോഡിയം ക്ലോറൈഡ് ആവാം, എന്ത് വേണമെങ്കിലും ആവാം. അപ്പോൾ ദ സോൾട്ട് ബ്രിഡ്ജ് കണ്ടെയ്ൻസ് salt bridge contains aqueous, AQ എന്ന് എഴുതുവാണ്, aqueous solution of potassium chloride. എന്ന് പറയുമ്പോൾ എന്താണ്? K+ഉം അതുപോലെ തന്നെ Cl- അവർക്കുണ്ട്. പൊട്ടാസ്യം അയോൺസും ഉണ്ട്, ക്ലോറിൻ അയോൺസും ഉണ്ട്. K+ ഉണ്ട്, പിന്നെ ആരുണ്ട്? Cl- ഉണ്ട്. ഈ പറയുന്ന ഒരു സോൾട്ട് ബ്രിഡ്ജ് അല്ലെങ്കിൽ ഒരു ട്യൂബ് പോലെ മനസ്സിലായത്. സോൾട്ട് ബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ ട്യൂബ് പോലെ മനസ്സിലായി. ഇൻവേർട്ടഡ് യു ട്യൂബാണത് ശരിക്കും സോൾട്ട് ബ്രിഡ്ജ്. ആ ഇൻവേർട്ടഡ് യു ട്യൂബിനകത്ത് അക്വസ് സൊല്യൂഷൻ ഓഫ് ആരെ വെച്ചേക്കുവാണ്? പൊട്ടാഷ്യം ക്ലോറൈഡിനെ വെച്ചേക്കുവാണ്. എന്നിട്ട് ശരിക്കും പറഞ്ഞ് ഇതിനകത്ത് നമ്മളൊരു കോട്ടൺ വെച്ചിട്ടുണ്ട്. കോട്ടൺ വെച്ചിട്ട് ഇത് അടച്ച് വെച്ചേക്കുക, കേട്ടല്ലോ. എന്ന് വെച്ചാൽ അങ്ങോട്ട് താരോട്ട് ഫ്ലോ ആവാതിരിക്കാൻ വേണ്ടി, സൊല്യൂഷൻ താരോട്ട് ഫ്ലോ ആവാതിരിക്കാൻ വേണ്ടി ഒരു കോട്ടൺ വെച്ചിട്ടുണ്ട്. പക്ഷേ ആ കോട്ടൺ ഒരു
അതിന് കണ്ടീഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ അവിടെ നിന്ന് ഈ പറയുന്ന അയോൺസിന് താരോട്ട് സൊല്യൂഷനിലോട്ട് വരാൻ പറ്റും. അയോൺസിന് എന്ന് പറയുമ്പോൾ നമ്മുടെ ആ സൊല്യൂഷൻ കംപ്ലീറ്റ്ലി താരോട്ട് പോകാനല്ല, ആ സൊല്യൂഷനകത്തുള്ള അയോൺസിന് ഈ പറയുന്ന റെസ്പെക്റ്റീവ് ഹാഫ് സെൽസിലോട്ട് മൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? അടുത്ത പോയിന്റ് എല്ലാവരും പറഞ്ഞേ, കെ പ്ലസ് മൂവ്സ് ഇൻ ടു റൈറ്റ് ഹാഫ് സെൽ അല്ലേ? കാരണം ഇത് കംപ്ലീറ്റ്ലി എന്താ, റൈറ്റ് ഹാഫ് സെൽ നെഗറ്റീവ്ലി ചാർജ്. കാരണം എന്താണ്, കോപ്പർ അയോൺസ് എല്ലാം ആറ്റമായി മാറുമ്പം സൾഫർ അയോൺസ് മാത്രമേ ഉള്ളൂ, സൾഫേറ്റ് അയോൺസ് മാത്രമേ ഉള്ളൂ. ഓക്കെ അല്ലേ? SO4 2- മാത്രമേ ഉള്ളൂ. അപ്പം SO4 2- നെഗറ്റീവ്ലി ചാർജ്. അപ്പോൾ കെ പ്ലസ് അല്ലേ അങ്ങോട്ട് പോകുന്നത്. അപ്പോൾ കെ പ്ലസ് മൂവ്സ് ഇൻ ടു റൈറ്റ് ഹാഫ് സെൽ, thereby compensating the charge അല്ലേ, അല്ലെങ്കിൽ thereby compensating the negative charge. അപ്പോൾ അതുപോലെ തന്നെ സിമിലർലി എന്താ സംഭവിക്കുന്നത്? സിമിലർലി Cl- മൂവ്സ് ഇൻ ടു ലെഫ്റ്റ് ഹാഫ് സെൽ. നമുക്ക് വേണ്ടി വരാട്ടോ, ലെഫ്റ്റ് ഹാഫ് സെല്ലിലോട്ട് മൂവ് ചെയ്തിട്ട് ആൻഡ് കോമ്പൻസേറ്റ് ദ പോസിറ്റീവ് ചാർജ്. അങ്ങനെ പോസിറ്റീവ് ചാർജിനെ അവർ കോമ്പൻസേറ്റ് ചെയ്യുകയും thereby കണ്ടിന്യൂയിങ് ദ ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ്. അപ്പോൾ എന്താണ്, ഈ Cl- എല്ലാം ഇങ്ങോട്ട് വന്നു. എല്ലാവരും ശ്രദ്ധിച്ച്, ഈ Cl- എല്ലാം ഇങ്ങോട്ട് വരുമ്പം Zn2+ഉം Cl- കൂടെ കമ്പൈൻ ചെയ്ത് അവിടെ അയോൺ ഇല്ലാണ്ടാകുന്നു. വെച്ചാൽ ആ ഒരു പോസിറ്റീവ് ചാർജ് കുറയ്ക്കുന്നു. പോസിറ്റീവ് ചാർജ് കുറയുമ്പോൾ സ്വാഭാവികമായിട്ട് ഇലക്ട്രോൺസിൻ്റെ ഫ്ലോയ്ക്ക് പ്രശ്നമൊന്നും കാണാം. പോസിറ്റീവ് ചാർജ് ഉള്ളതുകൊണ്ടാണ് ഇലക്ട്രോൺസിനെ അവർ ഹെൽഡ് ചെയ്ത് വെച്ചത്. അപ്പോൾ പോസിറ്റീവ് ചാർജ് കുറഞ്ഞപ്പോൾ അട്രാക്റ്റീവ് ഫോഴ്സിന് ആരുമില്ല. അപ്പോൾ ഇലക്ട്രോൺസിന് ഈസിലി മൂവ് ചെയ്യാൻ പറ്റത്തില്ലേ? പറ്റും. അപ്പോൾ thereby continuing the flow of electrons. Therefore current not equal to 0. ഓക്കെ അല്ലേ? യെസ്, ഇതാണ് നമ്മുടെ കംപ്ലീറ്റ് ആയിട്ടുള്ള സെറ്റപ്പ് ഓഫ് ഡാനിയൽ സെൽ. പക്ഷേ ഒരു പ്രശ്നമൊന്നുമല്ല, ഇതിപ്പം ശരിക്കും പറഞ്ഞാൽ അങ്ങ് ഉടനീളം അൺലിമിറ്റഡ് ടൈമിലേക്ക് ഇത് കണ്ടിന്യൂ ചെയ്യുന്നില്ല. കാരണം ശ്രദ്ധിക്കേണ്ട കാര്യം, സിങ്ക് മെറ്റലിൽ നിന്നുള്ള സിങ്ക് ആറ്റംസ് ഒക്കെ പൊയ്ക്കൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ എന്ത് സംഭവിക്കും? സിങ്ക് മെറ്റൽ അങ്ങ് തിന്നായി മാറിക്കൊണ്ടിരിക്കും. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. മനസ്സിലായി? അവരും കട്ടി കുറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷെ അതേ സ്ഥാനത്ത് കോപ്പർ അയോൺസ് ഇലക്ട്രോൺസിനെ എല്ലാം ലൂസ് ചെയ്തിട്ട് ആ കോപ്പർ ആറ്റമായി മാറുന്നവരെല്ലാം കോപ്പർ മെറ്റലിലോട്ട് കയറിപ്പോവുക. അപ്പോൾ കോപ്പർ ആറ്റം വീർത്ത് വരും. സിങ്ക് മെറ്റലിൻ്റെ വണ്ണം കുറയുകയും ചെയ്യും, കോപ്പർ മെറ്റലിൻ്റെ വണ്ണം കൂടുകയും ചെയ്യും. ഓക്കെ അല്ലേ? അപ്പോൾ ആ ഒരു സമയം വരെ ഈ റിയാക്ഷൻ കണ്ടിന്യൂ, ദിസ് പ്രോസസ് അല്ലെങ്കിൽ ദിസ് റിയാക്ഷൻ വിൽ ഗോസ് കണ്ടിന്യൂസ് സ്റ്റിൽ എത്ര സമയം വരെ? ഈ പറയുന്ന സിങ്ക് മെറ്റൽ ബിക്കംസ് തിൻ ആൻഡ് തിൻ ആൻഡ് ഇഫ് ദ കോപ്പർ മെറ്റൽ ബിക്കംസ് തിക്കർ ആൻഡ് തിക്ക്. അതിങ്ങനെ വലുതായിക്കൊണ്ടിരിക്കും, ഇതിങ്ങനെ ചെറുതായിക്കൊണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ സപ്പോസ് നമ്മുടെ ഈ അക്യൂസ് സൊല്യൂഷൻ ഉണ്ടല്ലോ, സോൾട്ട് ബ്രിഡ്ജ്, ആ സോൾട്ട് ബ്രിഡ്ജിനകത്തുള്ള അയോൺസ് എല്ലാം തീർന്നു കഴിയുമ്പോഴും ഈ റിയാക്ഷൻ സ്റ്റോപ്പ് ചെയ്യും. ഓക്കെ അല്ലേ? അപ്പോൾ ആ പോയിന്റും കൂടെ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എഴുതാം. ദിസ് റിയാക്ഷൻ വിൽ കണ്ടിന്യൂസ്. അപ്പം this chemical reaction continues till the ions in salt bridge gets depleted or the zinc metal becomes very thin. അത് ഭയങ്കര തിന്നായി മാറും. അതല്ലാന്നുണ്ടെങ്കിൽ കോപ്പർ മെറ്റൽ ബിക്കംസ് വെരി തിക്ക്. ഓക്കെ അല്ലേ? അപ്പോൾ ദ കെമിക്കൽ റിയാക്ഷൻ കണ്ടിന്യൂസ് സ്റ്റിൽ ദ അയോൺസ് ഇൻ സോൾട്ട് ബ്രിഡ്ജ് ഗെറ്റ്സ് ഡിപ്ലീറ്റഡ്, അല്ലെങ്കിൽ ദ കെമിക്കൽ റിയാക്ഷൻ കണ്ടിന്യൂസ് ടിൽ ദ സിങ്ക് മെറ്റൽ ബിക്കംസ് വെരി വെരി തിൻ ഓർ ദ കോപ്പർ മെറ്റൽസ് ബിക്കം വെരി വെരി തിക്ക്. അത്രയും സമയം. കാരണം ബാറ്ററി ഇങ്ങനെ വീർത്ത് വന്ന്, ഈ ഡാനിയൽ സെല്ല് ഇങ്ങനെ വീർത്ത് വന്ന് കഴിയുമ്പോഴത്തേക്ക് പിന്നെ അത് നിർത്തണം. മനസ്സിലായില്ലേ? മാക്സിമം അവർക്ക് ഒക്യുപ്പൈ, ഈ പറഞ്ഞ സിങ്ക് കോപ്പർ മെറ്റൽസ് അതിനകത്ത് കോപ്പർ ആറ്റം ഒക്യുപ്പൈ എന്നൊരു ലിമിറ്റ് കഴിഞ്ഞു അതിങ്ങനെ വീർത്ത് വരും. അതുവരെ ഈ പറഞ്ഞ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേ ഇരിക്കും. ഓക്കെ അല്ലേ? ദിസ് ഈസ് എ കംപ്ലീറ്റ് സെറ്റപ്പ് ഓഫ് ഡാനിയൽ സെൽ. മനസ്സിലായല്ലോ? അപ്പോൾ ഈ ഡാനിയൽ സെല്ലിനകത്ത് മെയിൻ 2 റിയാക്ഷൻസ് ആണുള്ളത്. എന്താണ്? സിങ്ക് എന്ന് പറയുന്ന മെറ്റൽ എന്ത് സംഭവിക്കുന്നു? അവിടെ ഓക്സിഡേഷൻ, സിങ്ക് 2++2 ഇലക്ട്രോൺസായി മാറുന്നു. റൈറ്റ് സൈഡിൽ എന്താണ്? കോപ്പർ 2 അയോൺസ് 2 ഇലക്ട്രോൺസിനെ ഗെയിൻ ചെയ്തിട്ട് കോപ്പർ മെറ്റലായി മാറുന്നു. അപ്പം ഇത് എസ്, ഇത് അക്വസ്, ഇത് എസ്. ഓക്കെ അല്ലേ? യെസ്. അപ്പോൾ നോക്കിക്കുക, നമ്മൾ ഈ റിയാക്ഷനെ, ഇപ്പോൾ ഈ റിയാക്ഷൻസ് രണ്ടുപേരും പാരലലി സൈമിൾട്ടേനിയസ്ലി നടക്കുന്ന ഒരു റിയാക്ഷൻസ് ആണ്. അപ്പോൾ ഇവരെ കമ്പൈൻ ചെയ്ത് നമ്മൾ എഴുതുമ്പോൾ എന്ത് സംഭവിക്കുന്നു? സിങ്ക് പ്ലസ് Cu2+ എന്താണ് നൽകുന്നത്? Zn2++Cu. ഓക്കെ അല്ലേ? യെസ്. അപ്പോൾ ഇതാണ് നമ്മുടെ കംപ്ലീറ്റ് ആയിട്ടുള്ള സെൽ ഇക്വേഷൻ. ഇനി ഓരോ സെല്ലിനെയും ഡാനിയൽ സെല്ലാണ്. ഡാനിയൽ സെല്ലിനകത്ത് ആരൊക്കെയാണുള്ളത്? സിങ്കും കോപ്പറുമാണ്. അപ്പോൾ ഡാനിയൽ സെൽ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത്, ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞ പോലെ ഡാനിയൽ സെൽ റെപ്രസെൻറ്റേഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ നോക്കിക്കേ, ലെഫ്റ്റ് സൈഡിൽ എന്താ? Zn ബാർ Zn2+,
ഡബിൾ ബാർ Cu2+ ബാർ Cu. ഇതാണ് ഡാനിയൽ സെല്ലിൻ്റെ റെപ്രസെൻറ്റേഷൻ. അതായത് ശ്രദ്ധിക്കേണ്ടത് ഈ ഡബിൾ ബാർ കണ്ട് അത് ഉദ്ദേശിക്കുന്ന സോൾട്ട് ബ്രിഡ്ജിനെയാണ്. മനസ്സിലായല്ലോ? എന്ന് പറഞ്ഞാൽ റൈറ്റ് ഹാഫ് സെല്ലും ലെഫ്റ്റ് ഹാഫ് സെല്ലും തമ്മിലുള്ള സെപ്പറേഷനാണ് ഈ പറയുന്ന സോൾട്ട് ബ്രിഡ്ജ്. അതിനകത്ത് ഈ പറഞ്ഞ സിംഗിൾ ബാർ എന്ന് ഉദ്ദേശിക്കുന്ന മെറ്റൽസിനെയും അയോൺസിനെയും ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത്. കാരണം ലെഫ്റ്റ് സെല്ല് സിങ്ക് മെറ്റൽ അല്ലെങ്കിൽ സിങ്ക് ആറ്റം സിങ്ക് അയോണായി മാറുകയായിരുന്നു. റൈറ്റ് ഹാഫ് സെല്ല് കോപ്പർ അയോൺസ് കോപ്പർ ആറ്റമായി മാറുവാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് റെപ്രസെൻറ്റേഷൻ. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ഈ ഒരു സെല്ല് തന്നിട്ട് ഈ ഒരു റെപ്രസെൻറ്റേഷൻ തന്നിട്ട് ഇത് ഏത് സെല്ലാണ്, ഇങ്ങനെ ആയിരിക്കും ക്വസ്റ്റ്യൻസ് വരുന്നത്. ഇത് ഏത് സെൽ എന്നാൽ ഇതിനെ ചൊല്ലി ഇങ്ങനത്തെ റെപ്രസെൻറ്റേഷൻ ഇതിനെ ചൊല്ലി ആയിരിക്കും ക്വസ്റ്റ്യൻസ്. അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കണം യെസ് ദിസ് ഇസ് ദ റെപ്രസെൻറ്റേഷൻ ഓഫ് എ ഡാനിയൽ സെൽ എന്നുള്ളത്. ഓക്കെ അല്ലേ? യെസ്. അപ്പോൾ ഇതോടുകൂടി ദ കംപ്ലീറ്റ് അനാലിസിസ് ഓഫ് ഡാനിയൽ സെൽ അവസാനിച്ചിരിക്കുന്നു. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചിരിക്കും പറഞ്ഞാൽ ലെങ്തി പ്രൊസീജിയർ ആണെങ്കിൽ കൂടി വളരെ സിമ്പിളാണ്, പക്ഷെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. മനസ്സിലായല്ലോ? അപ്പം നമ്മൾ ശരിക്കും പറഞ്ഞാൽ ആ ഒരു പ്രോസസ്സ് മൊത്തത്തിൽ മനസ്സിലാക്കുന്ന ആ ഒരു സെറ്റപ്പാണ്. ഓക്കെ അല്ലേ? അപ്പം നിങ്ങൾക്ക് ഇത്രയും പഠിക്കാൻ ഞാൻ നോക്കിയിട്ട് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നും കാണുന്നില്ല. കാരണം എന്താണ്, ഒരു ഡാനിയൽ സെല്ലിൻ്റെ തുടക്കം ഈ പറയുന്ന ഒരു ആറ്റവും ഒരു അയോണിൽ നിന്നാണ്. അപ്പോൾ എന്താണ്, 2 ഇലക്ട്രോൺസ് ഫ്ലോ ആയി. അപ്പോൾ ഇലക്ട്രിസിറ്റി ഉണ്ടാവണമെങ്കിൽ സഫിഷ്യൻറ്റ് എമൗണ്ട് ഓഫ് സിങ്ക് ആറ്റവും അതുപോലെ തന്നെ കോപ്പർ അയോൺസും ഉണ്ടാവണം. അപ്പോൾ സിങ്ക് ആറ്റം എവിടെയാണ് കിട്ടുന്നത്? സിങ്ക് മെറ്റലിൽ നിന്ന്. കോപ്പർ അയോൺസ് എവിടെ നിന്ന് കിട്ടും? കോപ്പർ സൾഫേറ്റിൽ നിന്ന്. അപ്പോഴും എന്താണ്, സിങ്ക് ആറ്റം അയോണായി മാറുമ്പോൾ അയോൺ സിങ്ക് ആറ്റത്തിൽ സ്റ്റിക്കോ ഇല്ല. അയോൺ എപ്പോഴും എവിടെ ആയിരിക്കണം? സൊല്യൂഷനിൽ ഉണ്ടാവണം. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ എന്താണ്, സിങ്ക് സൾഫേറ്റ് സൊല്യൂഷൻ ഉണ്ടാക്കി. ഇനി കോപ്പർ അയോൺസ് 2 ഇലക്ട്രോൺസിനെ ഗെയിൻ ചെയ്ത് കഴിയുമ്പോൾ ആറ്റമായി മാറും. ആറ്റത്തിന് സൊല്യൂഷനിൽ നിലനിൽപ്പുണ്ടോ? ഇല്ല. അതിനുവേണ്ടി എന്തുണ്ട്? കോപ്പർ മെറ്റലുണ്ട്. അതോടെ ആ ഒരു പ്രശ്നം തീർന്നു. പക്ഷെ എന്താണ്, സിങ്ക് ആറ്റം സിങ്ക് അയോണായി മാറുമ്പോൾ ലെഫ്റ്റ് സൈഡ് പോസിറ്റീവ് ചാർജ്ഡായി മാറുന്നു. കോപ്പർ അയോൺസ് കോപ്പർ ആറ്റമായി മാറിക്കഴിയുമ്പോഴത്തേക്ക് പിന്നെ സൾഫേറ്റ് മാത്രമാണ്. അപ്പോൾ അത് നെഗറ്റീവ് ചാർജായി മാറും. ലെഫ്റ്റ് സൈഡ് പോസിറ്റീവ് ചാർജ് ആയതുകൊണ്ട് ഇലക്ട്രോൺസിൻ്റെ ഫ്ലോയിനെ സമ്മതിക്കുന്നതാണ്. ഇലക്ട്രോൺസിനെ പിടിച്ചു വെച്ചേക്കുവാണ് അവർ. അപ്പോൾ അതിന് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ സോൾട്ട് ബ്രിഡ്ജിനെ കൊണ്ടുവന്നു. സോൾട്ട് ബ്രിഡ്ജ് എന്ത് ചെയ്യും? KCl ആണ്. Cl- അയോൺസ് എല്ലാം തന്നെ ഈ പറഞ്ഞ ലെഫ്റ്റ് ഹാഫ് സെല്ലോട്ട് ഒഴുകി സിങ്കുമായിട്ട് കമ്പൈൻ ചെയ്യും. ഓക്കെ അല്ലേ? അത് സൊല്യൂഷനിൽ കിടക്കും. അപ്പോൾ അവിടുത്തെ ഈ പറഞ്ഞ പോസിറ്റീവ് ചാർജ് ഉണ്ടോ? ഇല്ല. അപ്പോൾ ഇലക്ട്രോൺസ് ഈസിലി ഫ്ലോ ചെയ്യാമല്ലോ? ഫ്ലോ ചെയ്യാം. ഇതാണ് കംപ്ലീറ്റ് ആയിട്ടുള്ള ഡാനിയൽ സെൽ. ഓക്കെ അല്ലേ? സംശയമൊന്നും ഇല്ലല്ലോ? അപ്പോൾ ഇതിനകത്ത് ഈ റിയാക്ഷൻസ് ഏതാണ് ഓക്സിഡേഷൻ ഏതാണ് റിഡക്ഷൻ എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കൺസെപ്റ്റാണ്. ഓക്കെ അല്ലേ? യെസ്. അപ്പം ഇതോടുകൂടി നമ്മുടെ ഡാനിയൽ സെൽ അവസാനിച്ചിരിക്കുന്നു. ഓക്കെ അല്ലേ സ്റ്റുഡൻസ്? യെസ്. ഓക്കെ സ്റ്റുഡൻസ്, ഇനി നമ്മൾ എടുക്കാൻ പോകുന്ന ടോപ്പിക്കാണ് റിവേഴ്സിബിൾ ആൻഡ് ഇർറിവേഴ്സിബിൾ സെൽസ് എന്ന് പറഞ്ഞാൽ. ഓക്കെ അല്ലേ? യെസ്. അപ്പോൾ അതിനകത്ത് നമ്മൾ നേരത്തെ പഠിച്ച നമ്മുടെ ഡാനിയൽ സെൽ ഈസ് എൻ എക്സാമ്പിൾ ഓഫ് റിവേഴ്സിബിൾ സെൽ. ഓക്കെ അല്ലേ? യെസ്. പറയാം കേട്ടോ. ഡാനിയൽ സെൽ ഈസ് എൻ എക്സാമ്പിൾ ഓഫ് റിവേഴ്സിബിൾ സെൽസ്. വൈ? പറഞ്ഞുതരാം. അപ്പോൾ ബേസിക്കലി ഡാനിയൽ സെല്ലിൻ്റെ സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് സെൽ EMF എന്ന് പറയുന്നത് 1.1 വോൾട്ട് ആണ്. ഓക്കെ അല്ലേ? അപ്പോൾ ഡാനിയൽ സെല്ലിൻ്റെ സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ സെൽ പൊട്ടൻഷ്യൽ, സ്റ്റാൻഡേർഡ് സെൽ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നതാണ് കുറച്ചുകൂടെ ടെക്നിക്കലി കറക്റ്റ്. ഓക്കെ അല്ലേ? ടെക്നിക്കലി കറക്റ്റ് രണ്ടും ഉപയോഗിക്കും, പക്ഷേ നമുക്ക് എളുപ്പം അതായിരിക്കും. ഓക്കെ അല്ലേ? അപ്പോൾ സ്റ്റാൻഡേർഡ് സെൽ പൊട്ടൻഷ്യൽ വാല്യൂ എന്ന് പറഞ്ഞാൽ 1.1 വോൾട്ട് ആണ്. അതെങ്ങനെയാണ് മിസ്റ്റേക്ക് കിട്ടിയത്? ശരിക്കും പറഞ്ഞാൽ ഈ സ്റ്റാൻഡേർഡ് സെൽ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് E0 ഓഫ് സെൽ എന്ന് പറയുന്നത് കാഥോഡ് പൊട്ടൻഷ്യൽ മൈനസ് ആനോഡ് പൊട്ടൻഷ്യലാണ്. ഈ പറയുന്ന ഇക്വേഷനൊക്കെ ഭയങ്കര റിലവൻസ് ആണ്. അത് നമ്മൾ ഈ റിവേഴ്സിബിൾ ആൻഡ് ഇറിവേഴ്സിബിൾ സെൽസിനകത്ത് പഠിക്കുന്നത് ഫർദർ ആയിട്ടുള്ള സെക്ഷൻസിൽ പഠിക്കും. പക്ഷേ ജസ്റ്റ് നിങ്ങൾ ഈ 1.1 വോൾട്ട് എങ്ങനെ കിട്ടിയെന്നൊക്കെ ഉള്ള നമ്മൾ ഫർദർ ആയിട്ട് പഠിക്കും. പക്ഷേ ഇപ്പോൾ തൽക്കാലത്തേക്ക് മനസ്സിലാക്കുക, ഡാനിയൽ സെൽ എന്ന് പറയുമ്പോൾ റിവേഴ്സിബിൾ സെല്ലിൻ്റെ എക്സാമ്പിളാണ്. ഡാനിയൽ സെല്ലിൻ്റെ സ്റ്റാൻഡേർഡ് സെൽ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ 1.1 വോൾട്ട് ആണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ വൈ ഡാനിയൽ സെൽ ഇസ് സെഡ് ടു ബി റിവേഴ്സിബിൾ? അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഏതൊരു സെല്ലും റിവേഴ്സിബിൾ ആണെന്ന് പറയണമെന്നുണ്ടെങ്കിൽ ദർ ആർ 3 കണ്ടീഷൻസ് ഫോർ ഇറ്റ്സ് റിവേഴ്സിബിലിറ്റി. മനസ്സിലായല്ലോ? ഇഫ് എ സെൽ ഹാസ് ടു ബി റിവേഴ്സിബിൾ ദെൻ ഇറ്റ് ഷുഡ് ഫോളോ ദീസ് 3 കണ്ടീഷൻസ്. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പോൾ ആ റിവേഴ്സിബിലിറ്റി കണ്ടീഷൻസിൽ വരുന്നതിനെക്കാട്ടും മുമ്പ് നമ്മൾ ഡാനിയൽ സെല്ലിൻ്റെ ഇക്വേഷൻ ഒന്ന് എഴുതിക്കോട്ടെ ഞാൻ. ഡാനിയൽ സെല്ലിൻ്റെ ഇക്വേഷൻ എന്താണ്? Zn plus Cu2+ gives Zn2+ plus copper. ഓക്കെ അല്ലേ? സോളിഡ് aqueous സോളിഡ്. ഓക്കെ അല്ലേ? ഈ റിയാക്ഷൻ സംശയം നമ്മൾ നേരത്തെ പഠിച്ച ആ ഒരു റിയാക്ഷനാണ്. അപ്പം ഇഫ് അറ്റ് ഓൾ എനി സെൽ has to follow whether this cell is if this cell has to be reversible or irreversible, there are 3 conditions of reversibility to be followed for the cell to become
a reversible cell. Okay അല്ലേ? അപ്പോൾ 3 conditions of reversibility, 3 conditions of reversibility to be followed for any cell to be termed reversible or as follows. എന്ന് പറഞ്ഞാൽ ഈ 3 കണ്ടീഷൻസ് ഉണ്ടായാൽ മാത്രമേ ഈ പറയുന്ന സെല്ല് റിവേഴ്സിബിൾ ആണെന്ന് പറയത്തുള്ളൂ. ആ 3 കണ്ടീഷൻസിനാണ് കണ്ടീഷൻസ് ഓഫ് റിവേഴ്സിബിലിറ്റി എന്ന് പറയുന്നത്. അപ്പം ആദ്യത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് ശ്രദ്ധിച്ചോണം, ഇതാണ് നമ്മുടെ സെൽ പൊട്ടൻഷ്യൽ 1.1 വോൾട്ട്. ഓക്കെ അല്ലേ? വെൻ ആൻ എക്സ്റ്റേണലി അപ്ലൈഡ് വോൾട്ടേജ്, വെൻ ആൻ എക്സ്റ്റേണൽ അപ്ലൈഡ് വോൾട്ടേജ്, ശ്രദ്ധിച്ചോണം 1.1 വോൾട്ട് നമ്മുടെ സെൽ വോൾട്ടേജും, ഇനിയിപ്പം വെൻ എക്സ്റ്റേണലി അപ്ലൈഡ് വോൾട്ടേജ് എക്സാക്ട്ലി ഈക്വൽ ടു സെൽ വോൾട്ടേജ്, then the cell reaction stops. Then the cell reaction stops immediately. എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പം നമ്മുടെ വോൾട്ടേജ്, നമ്മുടെ സെല്ലിൻ്റെ, ഡാനിയൽ സെല്ലിൻ്റെ ഒറിജിനൽ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ 1.1 വോൾട്ടാണ്. ഇനി നമ്മൾ എക്സ്റ്റേണലി ഒരു സപ്ലൈ കൊടുക്കുന്നു, ഒരു വോൾട്ടേജ് അപ്ലൈ ചെയ്യുന്നത്, അത് എക്സാക്ട്ലി ഈക്വൽ ടു സെൽ വോൾട്ടേജ് ആണെന്നുണ്ടെങ്കിൽ അവിടെ വെച്ച് നമ്മുടെ ഈ റിയാക്ഷൻ, ഇതാണ് നമ്മുടെ മെയിൻ റിയാക്ഷൻ, ഈ സെൽ റിയാക്ഷൻ, ഇതാണ് നമ്മുടെ സെൽ റിയാക്ഷൻ കേട്ടല്ലോ, ആ സെൽ റിയാക്ഷൻ ഇമ്മീഡിയറ്റ്ലി സ്റ്റോപ്പ് ആവുന്നു. അതാണ് ഒരു കണ്ടീഷൻ. അപ്പം നമ്മളൊരു സെല്ലെടുത്തു, വേറെ ഇപ്പോൾ ഡാനിയൽ സെല്ലാതെ വേറെ ഏതെങ്കിലും ഒരു സെല്ലെടുത്തിട്ട് നമ്മൾ ഈ പറയുന്ന അവരുടെ സെൽ പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കുന്നു. ആ സെൽ പൊട്ടൻഷ്യൽ ഈക്വൽ ആയിട്ടുള്ള ഒരു വോൾട്ടേജ് നമ്മൾ കൊടുക്കുകയാണ് എക്സ്റ്റേണലെങ്കിൽ, ആ സമയത്ത് നമ്മുടെ റിയാക്ഷൻ സ്റ്റോപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പറയാം 3 കണ്ടീഷൻസ് ഓഫ് റിവേഴ്സിബിലിറ്റിയിൽ ആദ്യത്തെ കണ്ടീഷൻ ഫോളോ ചെയ്തെന്ന്. ഓക്കെ അല്ലേ? യെസ്. ഇനി രണ്ടാമത്തെ കണ്ടീഷൻ ഓഫ് റിവേഴ്സിബിലിറ്റി. രണ്ടാമത്തെ കണ്ടീഷൻ ഓഫ് റിവേഴ്സിബിലിറ്റി എന്ന് വെച്ചാൽ വെൻ ആൻ എക്സ്റ്റേണൽ അപ്ലൈഡ് വോൾട്ടേജ് ഈസ് സ്ലൈറ്റ്ലി ഗ്രേറ്റർ ദാൻ that of cell voltage, slightly, വളരെ ചെറിയൊരു വാല്യൂ, ഇപ്പോൾ 1.1നേക്കാട്ട് കുറച്ചും കൂടെ സ്വല്പം കൂടുതലായിട്ടുള്ള വോൾട്ടേജ് ആണ് എക്സ്റ്റേണലി അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ then the cell reaction gets reversed. അത് പറഞ്ഞുതരാം. and the current starts to flow in reverse order. That is from external source to cell. എന്ന് പറഞ്ഞാൽ ശരിക്കും കറണ്ട് ഒഴുകേണ്ട സെല്ലിൽ നിന്ന് എക്സ്റ്റേണൽ സോഴ്സിലോട്ടാണ് കറണ്ട് ശരിക്കും ഒഴുകേണ്ടത്. ശരിക്കും പറഞ്ഞാൽ ആ പോയിന്റ് പറയാനുണ്ട്. പക്ഷേ ഇപ്പം നമ്മൾ കൊടുക്കുന്ന വോൾട്ടേജ്, എക്സ്റ്റേണലി അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ് നമ്മുടെ സെൽ വോൾട്ടേജിനെക്കാൾ സ്വല്പം കൂടുതലാണെങ്കിൽ സെൽ റിയാക്ഷൻ റിവേഴ്സ്ഡ് ആവുമെന്ന്. എന്ന് പറഞ്ഞാൽ സെൽ റിയാക്ഷൻ എന്തായി മാറും? Zn2 പ്ലസ് Cu എന്ത് നൽകും നമുക്ക്? Zn പ്ലസ് Cu2 ആയി മാറും. കണ്ടല്ലോ നമ്മുടെ ഇവിടുത്തെ റിയാക്ഷൻ, ഇതാണ് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള സെൽ റിയാക്ഷൻ. അതാണോ ഇവിടെ സംഭവിച്ചത്? ഇല്ല, നമ്മുടെ സെൽ റിയാക്ഷൻ റിവേഴ്സ്ഡ് ആയി. കണ്ടല്ലോ, നമ്മൾ എക്സ്റ്റേണലി അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ് നമ്മുടെ സെൽ വോൾട്ടേജിനോട് സ്വല്പം കൂടുതലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സെൽ റിയാക്ഷൻ റിവേഴ്സ്ഡ് ആയി. കണ്ടല്ലോ, റിവേഴ്സ്ഡ് സെൽ റിയാക്ഷൻ, അത് ബ്രാക്കറ്റിൽ എഴുതിക്കോട്ടെ, റിവേഴ്സ്ഡ് cell reaction and the current starts to flow in reverse order. That's from external source നിന്ന് സെല്ലിലോട്ടായിരിക്കും കറണ്ട് ഫ്ലോ ചെയ്യാൻ പോകുന്നത്. അപ്പം അങ്ങനെ ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ആവുകയാണെങ്കിൽ, ഇപ്പോൾ ഈ കണ്ടീഷനും സാറ്റിസ്ഫൈ ആവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം ഓക്കെ റിവേഴ്സിബിലിറ്റി ആവാൻ പോകുന്നു, ആ സെൽ റിവേഴ്സിബിൾ ആണെന്ന് പറയാൻ പോകുന്നു. പക്ഷെ ഒരു കണ്ടീഷനും കൂടെ ഉണ്ട്. മൂന്നാമത്തെ കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ വെൻ ആൻ എക്സ്റ്റേണൽ, ഇതാണ് മെയിൻ 2 കണ്ടീഷൻസ്, നെസസറി കണ്ടീഷൻസ്. ഇതും കൂടെ ഉണ്ടെങ്കിൽ സഫീഷ്യൻ്റ് ആയി മാറും. ഓക്കെ അല്ലേ? അപ്പോൾ ബേസിക്കലി ഇങ്ങനെ നമുക്ക് എഴുതാം, ഈ 2 കണ്ടീഷൻ എന്ന് വെച്ചാൽ നെസസറി കണ്ടീഷൻസ് ആണ്. ഇവ രണ്ടുപേരും ഫോളോ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് റിവേഴ്സിബിൾ ആണെന്ന് പറയാനേ പറ്റത്തില്ല. ഓക്കെ അല്ലേ? ഈ പറയാൻ പോകുന്ന മൂന്നാമത്തെ കണ്ടീഷൻ നെസസറി അല്ല, ഇറ്റ്സ് എ സഫീഷ്യൻ്റ് കണ്ടീഷൻ, ഉണ്ടായാൽ നല്ലതായിരിക്കും എന്നുള്ളത്. ഓക്കെ അല്ലേ? അപ്പോൾ അതിനകത്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ വെൻ ആൻ എക്സ്റ്റേണൽ അപ്ലൈഡ് വോൾട്ടേജ് ഈസ് സ്ലൈറ്റ്ലി lower than that of the cell voltage,
lower than that of cell voltage, then the reaction, then the original cell reaction continues, then the original cell reaction continues but in a slower pace. കുറച്ച് സ്ലോ ആയിട്ടായിരിക്കും, but in a slower pace, and the current will be also less, and the current will be also less, and it flows in original direction തന്നെ, and it flows from cell to external source. ഓക്കെ അല്ലേ? ശരിക്കുള്ള ഡയറക്ഷൻ ഇതാണ്, സെല്ലിൽ നിന്ന് എക്സ്റ്റേണൽ സോഴ്സിലോട്ടാണ്. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന വോൾട്ടേജ് 1.1നെക്കാട്ടി സ്വല്പം കുറവാണെന്നുണ്ടെങ്കിൽ റിയാക്ഷനൊക്കെ നടക്കും ഒറിജിനൽ റിയാക്ഷന്. ഒറിജിനൽ സെൽ റിയാക്ഷൻ ഏതാണ്? ഒറിജിനൽ സെൽ റിയാക്ഷൻ്റെ മോളിൽ കാണുന്നത് അതാണ് ഒറിജിനൽ സെൽ. ആ സെൽ റിയാക്ഷൻ നടക്കും, പക്ഷേ സ്ലോവർ പേസിലായിരിക്കും നടക്കുന്നത്. പിന്നെ കറണ്ട് ഫ്ലോയും കുറവായിരിക്കും, പക്ഷേ കറണ്ട് ഫ്ലോ ഒഴുകുന്നത് സെയിം ഡയറക്ഷനാണ്, സെല്ലിൽ നിന്നും എക്സ്റ്റേണൽ സോഴ്സിലോട്ടാണ്. അപ്പോൾ ഈ ഒരു കണ്ടീഷൻ എന്ന് പറയുമ്പം സഫിഷ്യൻറ്റ് കണ്ടീഷനാണ്. മറ്റേത് രണ്ടെണ്ണമാണ് മെയിൻ കണ്ടീഷൻ. ഓക്കെ, നെസസറി. അവരില്ല എന്നുണ്ടെങ്കിൽ ഇഫ് ദീസ് ടു കണ്ടീഷൻസ് ആർ നോട്ട് ഫോളോഡ്, മീൻസ് ഇഫ് ദീസ് ടു കണ്ടീഷൻസ്, ഇത് ഫസ്റ്റും ഇത് സെക്കൻഡും, ഇഫ് ദ നെസസറി കണ്ടീഷൻസ് ആർ നോട്ട് ഫോളോഡ് ദെൻ ദ സെൽ ഈസ് ടേം ടു ബി ആസ് ഇർറിവേഴ്സിബിൾ സെൽ. ഓക്കെ അല്ലേ? അപ്പോൾ ആ ഒരു പോയിന്റ് എല്ലാവരും എഴുതിക്കേ. ഇഫ് എനി സെൽ which do not follow the necessary condition are termed to be as irreversible cell. ഓക്കെ അല്ലേ സ്റ്റുഡൻസ്? അവരെയാണ് ഇർറിവേഴ്സിബിൾ സെൽ എന്ന് പറയുന്നത്. അപ്പോൾ മിസ് അതിൻ്റെ ഒരു എക്സാമ്പിൾ എന്ന് പറയുമ്പം ഇതിൻ്റെ ഒരു എക്സാമ്പിളായിട്ട് ഞാൻ പറയാൻ പോകുന്നത്, കൺസിഡർ എ സെൽ വിത്ത് സിങ്ക് ആൻഡ് സിൽവർ ഇലക്ട്രോഡ് ഇമേഴ്സ്ഡ് ഇൻ സൾഫ്യൂരിക് ആസിഡ്. സിങ്ക് ആൻഡ് സിൽവർ ഇലക്ട്രോഡ് immersed in sulfuric acid. ഓക്കെ, അപ്പോൾ ശ്രദ്ധിച്ചേ, ഞാൻ എഴുതിയതുപോലെ തന്നെ സിങ്ക് ആൻഡ് സിൽവർ ഇലക്ട്രോഡ് is immersed in sulfuric acid. Then the two electrodes are connected via a wire. Then the following reaction happens. എന്നിട്ട് ഈ ഫോളോയിങ് റിയാക്ഷൻ നടക്കുകയാണ്. എന്താണ് റിയാക്ഷൻ എന്നറിയാമോ? ശരിക്കും പറഞ്ഞാൽ രണ്ട് പേരില്ലേ, സിങ്കും ഉണ്ട് സിൽവർ ഇലക്ട്രോഡും എവിടെയാണ് വെച്ചേക്കുന്നത്? സൾഫ്യൂരിക് ആസിഡിനകത്താണ് വെച്ചേക്കുന്നത്. അപ്പം ഞാൻ ആ ഫിഗർ ഒന്ന് നിങ്ങളെ കാണിച്ചു തരാം. നോക്കിക്കേ, ഇത് നമ്മുടെ സൾഫ്യൂരിക് ആസിഡിൻ്റെ സൊല്യൂഷൻ ഉള്ളതാണ്. നമുക്ക് എന്തുണ്ട്? ഒരു സിങ്ക് ഇലക്ട്രോഡ് ഉണ്ട്, പിന്നെ ആരുണ്ട്? നമുക്കൊരു സിൽവർ ഇലക്ട്രോഡും ഉണ്ട്. ഓക്കെ അല്ലേ? ഇതാരാണ്? സിങ്ക് ഇലക്ട്രോഡും ഇതാരാടോ? സിൽവർ ഇലക്ട്രോഡും. ഇവിടെ എന്തുവാണുള്ളത്? സൾഫ്യൂരിക് ആസിഡ്, ദാറ്റ് ഈസ് H2SO4 ആയിട്ട്, മീൻസ് H2 അയോൺസും SO4 അയോൺസും ആയിട്ട് നിൽക്കുകയാണ്. ഇവരെ നമ്മൾ എന്താണ്? ഒരു വയർ വരി കണക്ട് ചെയ്തിരിക്കുകയാണ്. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് അവിടെ വേണമെന്നുണ്ടെങ്കിൽ ബൾബ് കൊടുക്കുക, അല്ലെങ്കിൽ വോൾട്ട് മീറ്റർ കൊടുക്കുക. അതൊക്കെ ഇപ്പോൾ സപ്പോസ് വയർ വരി കണക്ട് ചെയ്തിരിക്കണം. അപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, ഇതിൻ്റെ ഫോളോയിങ് റിയാക്ഷൻ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, സിങ്ക് എന്ത് ചെയ്യും? സിങ്ക് ഡിസോൾവ്സ് ഇൻ ടു ദ സൊല്യൂഷൻ. സിങ്ക് ആറ്റം എന്ത് സംഭവിക്കും? ഈ സിങ്ക് ഇലക്ട്രോൺ, അത് സിങ്ക് മെറ്റൽ അല്ലേ? സിങ്ക് മെറ്റൽ എന്ത് ചെയ്യും? ഇലക്ട്രോൺസിനെ ലൂസ് ചെയ്തിട്ട് സിങ്ക് അയോൺസ് ആയി മാറുകയും അത് എവിടോട്ട് ഡിസോൾവ് ആവുകയും ചെയ്യും? ഈ പറയുന്ന സൊല്യൂഷനിലോട്ട് ഡിസോൾവ് ആവുകയും ചെയ്യും. എന്നിട്ട് സിൽവർ ഇലക്ട്രോഡിൽ നിന്നും ഹൈഡ്രജൻ ഗ്യാസ് ലിബറേറ്റഡ് ആവുകയും ചെയ്യും. ഓക്കെ അല്ലേ? അപ്പോൾ അത് ഫോളോയിങ് റിയാക്ഷൻ ഹാപ്പൻസ് എന്ന് പറയുമ്പോൾ എന്ത് റിയാക്ഷൻ ആണെന്ന് വെച്ചാൽ, ഇവിടോട്ട് ശ്രദ്ധിച്ച് കാണാമല്ലോ എല്ലാവർക്കും. സിങ്ക് ഗെറ്റ്സ് ഭയങ്കര ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് റിയാക്ഷൻസ് പറയുന്നത്, ഡിസോൾവ് ഇൻ ടു ദ സൊല്യൂഷനിലോട്ട് ഡിസോൾവ് ആവും. ആൻഡ് ഹൈഡ്രജൻ H2 ഗ്യാസ് ഈസ് ഇവോൾവ് ഫ്രം ദ സിൽവർ ഇലക്ട്രോഡ്. ഓക്കെ അല്ലേ? അപ്പം എന്നിട്ട് നമുക്ക് ആ റിയാക്ഷൻ നോക്കാം. ഇപ്പം നടന്ന സംഭവത്തിൻ്റെ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ, സിങ്ക് പ്ലസ് H2SO4 എന്ന് പറഞ്ഞാൽ ZnSO4 പ്ലസ് H2 ഗ്യാസ്. അങ്ങനെ സിങ്ക്
സൊല്യൂഷനുമായിട്ട് ഡിസോൾവ്, സിങ്ക് അയോൺ ആയിട്ട്, മനസ്സിലായാലും 2 ഇലക്ട്രോൺസിനെ ലൂസ് ചെയ്ത് അവർ ആ ഇലക്ട്രോൺസിനെ ലൂസ് ചെയ്തിട്ട് എന്ത് കൊടുക്കും, അപ്പുറത്തെ സിൽവർ ഇലക്ട്രോഡിലോട്ട് ആ ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യുകയും ചെയ്യും. സിങ്ക് എന്ത് ചെയ്യും, ഈ പറഞ്ഞ ഹൈഡ്രജൻ സൾഫ്യൂരിക് ആസിഡ് അല്ലേ, അപ്പോൾ അവരുമായിട്ട് മിക്സ് ചെയ്ത് സിങ്ക് സൾഫേറ്റ് സൊല്യൂഷനും ഉണ്ടാക്കും. എന്നിട്ട് സൾഫ്യൂരിക് ആസിഡിന് ഹൈഡ്രജൻ ഗ്യാസ് ലിബറേറ്റഡ് ആവും. ഓക്കെ അല്ലേ? യെസ്. ഇക്വേഷൻസ് എല്ലാം കറക്റ്റ് അല്ലേ? അതെ. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ, അപ്പോൾ നമ്മൾ എന്താ ചെയ്തത്, സിങ്കും സിൽവർ ഇലക്ട്രോഡും ഇമേഴ്സ് ചെയ്ത് സൾഫ്യൂരിക് ആസിഡിനകത്ത് 2 ഇലക്ട്രോഡ്സിനെ വയർ വരെ കണക്ട് ചെയ്തു. ഫോളോയിങ് റിയാക്ഷൻ സംഭവിച്ചു. അപ്പോൾ ഈ റിയാക്ഷൻ നോട്ട് ചെയ്ത് എല്ലാവരും. ഇനി അടുത്തെന്ന് പറയുമ്പം എന്താണ്, നമ്മൾ ഈ പറഞ്ഞ സെൽ വോൾട്ടേജിനെ നോട്ട് ചെയ്യും. സെൽ പൊട്ടൻഷ്യൽ ഈസ് ഒബ്സർവ്ഡ്. ഓക്കെ. ദെൻ വി അപ്ലൈ ആൻ എക്സ്റ്റേണൽ വോൾട്ടേജ് slightly greater than സെൽ വോൾട്ടേജ്. സെൽ വോൾട്ടേജിനാണ് കുറച്ചും കൂടെ കൂടുതലായിട്ടുള്ള വോൾട്ടേജ് നമ്മൾ എക്സ്റ്റേണലി അപ്ലൈ ചെയ്തു. ആ സമയത്ത് എന്താ സംഭവിക്കുക എന്നറിയുന്നത് ശ്രദ്ധിച്ചോണം. ശരിക്കും എന്താ സംഭവിക്കണം അതല്ല സംഭവിക്കുന്നത്. ശരിക്കും ഇവിടെ സംഭവിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, സിൽവർ എന്ത് ചെയ്യും, നമ്മുടെ സൾഫ്യൂരിക് ആസിഡുമായിട്ട് ഡിസോൾവ് ആവും, സൊല്യൂഷനിലോ ഡിസോൾവ് ആവും. എന്നിട്ട് എന്തുണ്ടാവും, സിൽവർ സൾഫേറ്റ് ഉണ്ടാക്കുന്നു. എന്നിട്ട് ഹൈഡ്രജൻ ഗ്യാസ് എന്ത് ചെയ്യുമെന്നറിയാം, ഈ സിങ്ക് ഇലക്ട്രോഡിൽ നിന്നും പുറത്തേക്ക് പോകുന്നു. മനസ്സിലായാലും? ഇപ്പം നേരത്തെ സംഭവിച്ചതുപോലെ ഇവിടെ എന്താ സംഭവിച്ചത്, സിങ്ക് താരോട്ട് വന്നു, സൊല്യൂഷനുമായിട്ട് കമ്പൈൻ ചെയ്ത് സിങ്ക് സൾഫേറ്റ് ഉണ്ടാക്കി ഹൈഡ്രജൻ ഗ്യാസ് ഇവിടെ നിന്നും ഇവോൾവ് ആയി. ഇനി നമ്മൾ ഈ പറഞ്ഞ സെയിം റിയാക്ഷനകത്തോട്ട്, ഈ പറഞ്ഞ സെയിം സെല്ലിനകത്തോട്ട് നമ്മൾ എക്സ്റ്റേണലി ഒരു വോൾട്ടേജ് കൊടുക്കുന്നു. കുറച്ച് കൂടുതലായിട്ടുള്ള വോൾട്ടേജ് കൊടുത്തപ്പോൾ എന്താ സംഭവിച്ചതെന്നറിയാമോ? ആ സമയത്ത് എഴുതണ്ടെന്ന് പറയുമ്പോഴത്തേക്കും, ആ സമയത്ത് സിൽവർ ഗെറ്റ്സ് ഡിസോൾവ്ഡ് into the solution. സിൽവർ സൊല്യൂഷനിലോട്ട് ഡിസോൾവ് ആവുകയും ആൻഡ് ഹൈഡ്രജൻ ഗ്യാസ് H2 ഗ്യാസ് ഈസ് ഇവോൾവ്ഡ് ഫ്രം ദ സിങ്ക് ഇലക്ട്രോഡ്. അങ്ങനെയാണ് ഇവിടെ സംഭവിച്ചത്. ഓക്കെ അല്ലേ? ഇത് ഇറിവേഴ്സിബിൾ സെല്ലാണെന്ന് കാണിക്കാനുള്ള എക്സാമ്പിൾ ആണെന്ന് പറഞ്ഞുതരാം. ഓക്കെ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ റിയാക്ഷൻ നോക്കിയാലോ. ശരിക്കും പറഞ്ഞാൽ 2Ag plus H2SO4 gives Ag2SO4 plus H2 ഗ്യാസ്. ഓക്കെ അല്ലേ? കാര്യങ്ങളെല്ലാം മനസ്സിലായാലും മനസ്സിലായി. പക്ഷേ ഇതായിരുന്നു ശരിക്കും ഒബ്സർവ്ഡ് ആവേണ്ടത്. നോക്കിക്കേ, ഒരു റിവേഴ്സിബിൾ സെല്ലിൻ്റെ പ്രത്യേകത എക്സാമ്പിളാണ് നമ്മുടെ ഡാനിയൽ സെൽ. ആ ഡാനിയൽ സെല്ലിനകത്ത് ഞാൻ പറഞ്ഞത്, നമ്മൾ എക്സ്റ്റേണലി കൊടുക്കുന്ന വോൾട്ടേജ് നമ്മുടെ സെൽ വോൾട്ടേജിനെക്കാട്ടി കൂടുതലാണെങ്കിൽ നമ്മുടെ ഒറിജിനൽ സെൽ റിയാക്ഷൻ റിവേഴ്സ്ഡ് ആവുന്നു എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് സൈഡിലുള്ളത് റൈറ്റ് സൈഡ് ആവുന്നു, റൈറ്റ് സൈഡിലുള്ളത് ലെഫ്റ്റ് സൈഡ് ആവുന്നു. ഓക്കെ അല്ലേ? അങ്ങനെയല്ലേ Zn പ്ലസ് Cu 2 പ്ലസ് Zn 2 പ്ലസ് പ്ലസ് Cu. ഇവിടെ എന്തായി മാറി, Zn 2 പ്ലസ് പ്ലസ് Cu Zn പ്ലസ് Cu 2 പ്ലസ് ആവുന്നു. അങ്ങനെയാണ് സെൽ റിയാക്ഷൻ റിവേഴ്സ്ഡ് ആവുന്നത്. പക്ഷേ ഇവിടെ അങ്ങനെ റിവേഴ്സ്ഡ് ആവുന്നുണ്ടോ? ഇല്ല. ആദ്യമേ നമ്മളൊരു സെറ്റപ്പ് കൊടുത്തപ്പോൾ സംഭവിച്ച റിയാക്ഷനാണ്. ഇതാണ് നമ്മുടെ ഒറിജിനൽ സെൽ റിയാക്ഷൻ. മനസ്സിലായല്ലോ? സിങ്ക് പ്ലസ് H2SO4 സിങ്ക് സൾഫേറ്റ് പ്ലസ് ഹൈഡ്രജൻ ഗ്യാസ്. പക്ഷേ നമ്മൾ കൊടുത്ത വോൾട്ടേജ് സ്ലൈറ്റ്ലി ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് സെൽ വോൾട്ടേജ് ആയിരുന്നപ്പോൾ സംഭവിച്ചത് ഈ റിയാക്ഷനാണ്. അപ്പം സെൽ റിയാക്ഷൻ റിവേഴ്സ്ഡ് ആയോ? നോ. ദ കണ്ടീഷൻ ഓഫ് റിവേഴ്സിബിലിറ്റി ഈസ് നോട്ട് ഫോളോഡ്. ഓക്കെ അല്ലേ? അപ്പോൾ ആ പോയിന്റ് എഴുതിക്ക്. ദ കണ്ടീഷൻ ഓഫ് റിവേഴ്സിബിലിറ്റി ഈസ് നോട്ട് ഫോളോഡ്. Okay, reversibility is not followed. Therefore, this is an example of ഇറിവേഴ്സിബിൾ സെൽ. ഓക്കെ അല്ലേ? അതുകൊണ്ടാണ്. കാരണം ശരിക്കും സംഭവിക്കേണ്ടത് ഇതല്ലായിരുന്നു, ഈ റിയാക്ഷൻ റിവേഴ്സ്ഡ് ആവണമാണ്. പക്ഷെ ഇവിടെ എന്താ സംഭവിച്ചത്, നേരെ എക്സ്റ്റേണൽ വോൾട്ടേജ് കുറച്ച് കൂടിയപ്പോഴത്തേക്ക് സിൽവർ എന്ത് ചെയ്തു, സിൽവർ ഇലക്ട്രോൺസിനെ കൊടുത്തിട്ട് സിൽവർ ഈ പറഞ്ഞ സൊല്യൂഷനുമായിട്ട് മിക്സ് ആയിട്ട് സിൽവർ സൾഫേറ്റ് സൊല്യൂഷനും ഉണ്ടാക്കുന്നു. സിങ്ക് ഇലക്ട്രോഡിൽ നിന്നും ഹൈഡ്രജൻ ഗ്യാസ് ഇങ്ങനെ ബബിൾസ് ആയിട്ട് പുറത്തോട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നു. നേരത്തെ സിങ്കിന് സംഭവിച്ചത് ഇപ്പോൾ സിൽവറിന് സംഭവിച്ചു, അല്ലാതെ ഒരിക്കലും റിയാക്ഷൻ റിവേഴ്സ്ഡ് ആയിട്ടില്ല. അതുകൊണ്ടാണ് ഇതിന് ഇറിവേഴ്സിബിൾ സെൽ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് 7 മാർക്സിനൊക്കെ ചോദിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് റിവേഴ്സിബിൾ ആൻഡ് ഇറിവേഴ്സിബിൾ സെൽസ് എന്ന് പറഞ്ഞാൽ. ഓക്കെ അല്ലേ? അപ്പോൾ ഇതും ഈ പറഞ്ഞ ഡാനിയൽ സെല്ലിൻ്റെ ഒരു എക്സ്റ്റൻഷൻ ആയിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ അല്ലേ? യെസ്. അപ്പോൾ ഇതോടുകൂടി ഈ ഒരു ടോപ്പിക് കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ സ്റ്റുഡൻസ്, നമ്മളിനി പഠിക്കാൻ പോകുന്ന അടുത്ത ടോപ്പിക് എന്ന് പറയുമ്പോൾ ഹെൽംഹോൾട്ട്സ് ഇലക്ട്രിക്കൽ ഡബിൾ ലെയർ ആണ്. ഭയങ്കര സിമ്പിളാട്ടോ, വലിയ കോംപ്ലിക്കേഷൻ ഒന്നുമില്ല. അപ്പം ഈ പറയുന്ന കൺസെപ്റ്റ് പഠിക്കാൻ വേണ്ടിയിട്ട് യു ഷുഡ് ബി പ്രിപ്പയർഡ് വിത്ത് എന്താണ്, എ കണ്ടെയ്നർ കണ്ടെയ്നിങ് ആൻ അക്വസ് സൊല്യൂഷൻ ഓഫ് പൊട്ടാഷ്യം അയോഡൈഡ്. ഓക്കെ അല്ലേ? അപ്പോൾ ശ്രദ്ധിച്ച് ഞാൻ ഓരോ പോയിന്റും എഴുതി പോവാം. അപ്പം നമുക്കിവിടെ ഒരു കണ്ടെയ്നർ ഉണ്ട്. ഓക്കെ, യെസ്, ഇങ്ങനെ കൊടുക്കുന്നൊരു കണ്ടെയ്നർ. അവിടെ എന്താണുള്ളത്, പൊട്ടാഷ്യം
അയോഡൈഡ് ആണ്. ഓക്കെ അല്ലേ? പൊട്ടാഷ്യം അയോഡൈഡ് എന്ന് പറഞ്ഞാൽ KI. അപ്പോൾ എന്തുണ്ട്? അക്വസ് സൊല്യൂഷൻ ഓഫ് പൊട്ടാഷ്യം അയോഡൈഡ്. അപ്പം K+ ഉണ്ട്, I- ഉണ്ട്. ഒരു അക്വസ് സൊല്യൂഷനകത്ത് എപ്പോഴും അയോൺസ് ആയിട്ടായിരിക്കും നമ്മുടെ ആ സൊല്യൂഷനിൽ പാർട്ടിക്കിൾസ് ഇരിക്കുന്നത്. ഓക്കെ അല്ലേ? യെസ്. K+I-, K+I- ആയിട്ട് കിടക്കുകയാണ്. അപ്പം നമുക്ക് എഴുതാം. ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുമ്പം ഹെൽംഹോൾട്ട്സ് ഇലക്ട്രിക്കൽ ഡബിൾ ലെയർ പഠിക്കാൻ വേണ്ടി വി ആർ പ്ലാനിങ് എ സെറ്റപ്പ് ആണ്. നമ്മളൊരു സെറ്റപ്പ്, ഒരു അറേഞ്ച്മെൻറ്റ് കണ്ടുപിടിക്കുകയാണ്. അതിനകത്ത് വി റിക്വയർ എ കണ്ടെയ്നർ containing an aqueous solution of potassium iodide. ഓക്കെ അല്ലേ? ഇൻടു ദാറ്റ് സൊല്യൂഷൻ, ഇനി ആ ഒരു സൊല്യൂഷനകത്തോട്ട് വി ആർ ആഡിങ് സിൽവർ നൈട്രേറ്റ് ഡ്രോപ്പ് ബൈ ഡ്രോപ്പ് എന്ന് പറയുമ്പോൾ ഒരു സെക്കൻഡിൽ ഒരു ഡ്രോപ്പ് എന്നുള്ള കണക്കിൽ ഈ പറയുന്ന അക്വസ് സൊല്യൂഷനകത്തോട്ട് ഞാൻ എന്തിനെ ആഡ് ചെയ്യുന്നു? സിൽവർ നൈട്രേറ്റിനെ, ദാറ്റ് മീൻസ് AgNO3 ആഡ് ചെയ്യുന്നു. അപ്പോൾ അടുത്ത പോയിന്റ് എന്ന് പറയുമ്പം to this mixture we now add silver nitrate. ഓക്കെ അല്ലേ? AgNO3 എന്താണ്? സിൽവർ നൈട്രേറ്റ് ഡ്രോപ്പ് ബൈ ഡ്രോപ്പ്, ദാറ്റ് ഈസ് 1 drop പെർ സെക്കൻഡ്. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പം AgNO3 ഒരു പാർട്ടാണ് ഒരു സെക്കൻഡ് വീഴുക എന്നുള്ള രീതിയിൽ ഒബ്സർവ് അല്ലെങ്കിൽ അനലൈസ് ചെയ്യുക അല്ലെങ്കിൽ വിഷ്വലൈസ് ചെയ്യുക. എന്ന് വെച്ചാൽ ഒരു Agയും ഇപ്പോൾ ഒരു AgNO3 എന്ന് പറയുന്നത് ആ മിക്സ്ചറിനകത്തോട്ട് നമ്മൾ സിൽവർ നൈട്രേറ്റ് സൊല്യൂഷനെ ആഡ് ചെയ്യാണ്, ലൈക്ക് ഒരു ഡ്രോപ്പ് ബൈ ഡ്രോപ്പ് അവർ ആഡ് ചെയ്യാൻ. അപ്പം AgNO3 എന്തുണ്ട്? Ag+ഉം NO3-ഉം. അപ്പോൾ നമ്മൾ ഒരു ഡ്രോപ്പ് 1 സെക്കൻഡിൽ ആഡ് ചെയ്യുമ്പോൾ അതിനകത്തോട്ട് എന്തോ വീഴുന്നു? ഒരു Ag+ഉം ഒരു NO3- എന്നുള്ള കണക്കിൽ വിചാരിക്കുക. ഓക്കെ അല്ലേ? യെസ്. അപ്പോൾ ഈ containing an aqueous solution of potassium iodide. To this mixture we now add silver nitrate drop by drop, that is 1 drop per second. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? ഈ പറയുന്ന Ag+I- കമ്പൈൻ ചെയ്തിട്ട് എന്തുണ്ടാക്കുന്നു? ദേ ഫോംസ് സിൽവർ അയോഡൈഡ് കൊളോയിഡൽ പാർട്ടിക്കിൾ, അല്ലെങ്കിൽ ദേ ഫോംസ് എ കൊളോയിഡൽ പാർട്ടിക്കിൾ ഓഫ് സിൽവർ അയോഡൈഡ്. ഓക്കെ. അപ്പോൾ എല്ലാവരും പറഞ്ഞ് മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുമ്പം ആഫ്റ്റർ ദിസ് the Ag+ silver ion combines with iodine ion I- to form silver, the colloidal particle, അങ്ങനെ എഴുതുന്നതായിരിക്കും കറക്റ്റ്, to form the colloidal particle of silver iodide. Okay. Why we are stressing colloidal particle? ഈ കൊളോയിഡൽ പാർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ ഒരു കൊളോയിഡൽ സിസ്റ്റം എന്ന് പറയുന്നതിനകത്ത് എന്താണ്? കുഞ്ഞു പാർട്ടിക്കിൾസ് ആണ്. ആ പാർട്ടിക്കിൾസ് എന്താണ്? ഡിസ്പേഴ്സ്ഡ് ഇൻ എ ലിക്വിഡ് മീഡിയമാണ്. മനസ്സിലായോ? കുഞ്ഞു പാർട്ടിക്കിൾസ്. ആ കുഞ്ഞു പാർട്ടിക്കിൾസ് ഓഫ് നാനോമീറ്റർ റേഞ്ച്. ശരിക്കും നാനോ പാർട്ടിക്കിൾസ് ആർ ഡിസ്പേഴ്സ്ഡ് ഇൻ എ ലിക്വിഡ് മീഡിയം. മനസ്സിലായല്ലോ? അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ പറയുന്ന സിൽവർ നമ്മുടെ Ag+I- കമ്പൈൻ ചെയ്ത് എന്താണ് ഉണ്ടാവുന്നത്? ഈ പറയുന്ന പൊട്ടാഷ്യം അയോഡൈഡ് സൊല്യൂഷനകത്ത് ഈ പറയുന്ന സിൽവർ അയോഡൈഡിൻ്റെ ഒരു കൊളോയിഡൽ പാർട്ടിക്കിളാണ് ഉണ്ടായിട്ടുള്ളത്. ഓക്കെ അല്ലേ? സംശയമൊന്നുമില്ല. വെച്ചാൽ ഒരു പാർട്ടിക്കിളായിട്ട് ജസ്റ്റ് വിഷ്വലൈസ് ചെയ്യുക. ഒരു പാർട്ടിക്കിൾ, ഒരു പൊടി അങ്ങനെ കിടക്കുന്നു. നാനോ മെറ്റീരിയൽ റേഞ്ചിലുള്ള ഒരു പൊടി, സിൽവർ അയോഡൈഡ് പൊടി അവിടെ നമ്മുടെ ഈ പറയുന്ന അക്വസ് സൊല്യൂഷൻ ഓഫ് പൊട്ടാഷ്യം അയോഡൈഡിനകത്ത് കിടക്കുന്നു. സംശയമൊന്നുമില്ലല്ലോ? ഇല്ല. ഓക്കെ. അപ്പം ഈ പറയുന്ന കൊളോയിഡൽ പാർട്ടിക്കിൾ, ദിസ് കൊളോയിഡൽ പാർട്ടിക്കിൾ ആരാണ് ഇപ്പോൾ കൊളോയിഡൽ പാർട്ടിക്കിൾ ആയിട്ടുള്ളത്? AgI. അപ്പം നമുക്ക് അതിനെ ഇങ്ങോട്ട് മാറ്റി ഒന്ന് വരച്ചോട്ടെ. നോക്കിക്കാണാം, ശ്രദ്ധിച്ചോണം. AgI എന്ന് പറയുന്ന ഒരു കൊളോയിഡൽ പാർട്ടിക്കിൾ ഉണ്ടായി. ഓക്കെ. ടു ദിസ് കൊളോയിഡൽ പാർട്ടിക്കിൾ, അല്ല ശരിക്കും പറഞ്ഞാൽ ദിസ് കൊളോയിഡൽ പാർട്ടിക്കിൾ അട്രാക്ട്സ് എ കോമൺ അയോൺ ടു ഇറ്റ്സ് സർഫസ്. എഴുതിക്കോ. ദിസ് കൊളോയിഡൽ പാർട്ടിക്കിൾ, ഇത് പോയിന്റ് വൈസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ടെക്സ്റ്റ് ബുക്സിലൊക്കെ നിങ്ങൾക്ക് ഭയങ്കര ഡിഫിക്കൽട്ടായിട്ട് തോന്നും. ഈ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഭയങ്കര എളുപ്പമായിട്ടോ പഠിക്കാൻ. അപ്പോൾ ദിസ് കൊളോയിഡൽ പാർട്ടിക്കിൾ attracts a common ion to its surface. എന്താണ് ഉദ്ദേശിക്കുന്നത്? കോമൺ അയോൺ എന്ന് പറഞ്ഞാൽ ആരാ? ഇപ്പോൾ സിൽവർ അയോഡൈഡാ. ഈ പറയുന്ന കൊളോയിഡൽ പാർട്ടിക്കിൾ ഒന്നെങ്കിൽ Ag+നെ അട്രാക്ട് ചെയ്യും, അല്ലെങ്കിൽ I- അട്രാക്ട് ചെയ്യും. അപ്പോൾ ദിസ് കൊളോയിഡൽ പാർട്ടിക്കിൾ അട്രാക്ട്സ് എ കോമൺ അയോൺ ടു ഇറ്റ്സ് സർഫസ്, ദാറ്റ് ഈസ് either it attracts Ag+
ഓർ ഐ മൈനസ്. കാരണം AG I ആണ് അവർ. അപ്പോൾ അവർ വേറെ ആരെയും അട്രാക്ട് ചെയ്യത്തില്ല. ഈ കൊളോയിഡ് പാർട്ടിക്കിൾ ഒന്നെങ്കിൽ AG സിൽവർ അയോണിനെ അട്രാക്ട് ചെയ്യും, അല്ലെങ്കിൽ I മൈനസ് ആയിട്ടുള്ള എന്താണ് നമ്മുടെ അയോഡിൻ അയണിനെ അട്രാക്ട് ചെയ്യും, അല്ലാതെ വേറെ ആരെയും അട്രാക്ട് ചെയ്യത്തില്ല. ഓക്കെ അല്ലേ? അപ്പോൾ എന്താ ഇവിടുത്തെ പ്രശ്നം എന്ന് ആലോചിച്ച് നോക്കിക്കുക. അവർ ആരെയായിരിക്കും അട്രാക്ട് ചെയ്യുന്നത്? നിങ്ങളൊന്ന് പറഞ്ഞേ. AG പ്ലസിനെ അട്രാക്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ല. കാരണം AG എന്നോത്തിന് നമ്മൾ ഡ്രോപ്പ് ബൈ ഡ്രോപ്പ് ആണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ വളരെ കുറവ് ക്വാണ്ടിറ്റിയിലാണ് അവരുള്ളത് തന്നെ. ഇനിയിപ്പം AG ഉണ്ടെങ്കിലും, AG അയോൺസ് ഉണ്ടെങ്കിലും അവരെന്താണ് I മൈനസുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് അതർ കൊളോയിഡൽ പാർട്ടിക്കിൾ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. അല്ലാതെ ഇവർ ശരിക്കും പറഞ്ഞാൽ ഈ പറയുന്ന കൊളോയിഡൽ പാർട്ടിക്കിളിന് ചുറ്റിനും അവരുണ്ടാവുന്നതിനെക്കാട്ടിലും അവർ കൂടുതൽ താല്പര്യപ്പെടുന്ന കൊളോയിഡൽ പാർട്ടിക്കിൾ ആയി മാറാനാണ്. ഓക്കെ അല്ലേ? അപ്പോൾ ആ പോയിന്റ് ഒന്ന് എല്ലാവരും എഴുതിക്കേ. As AG plus is not available in sufficient quantities, അത് കറക്റ്റ് അല്ലേ എല്ലാവർക്കും? അതെ, അത് കറക്റ്റാണ്. ഇൻ സഫിഷ്യൻറ്റ് ക്വാണ്ടിറ്റീസിൽ അവരില്ല. ഓൾസോ even if they are present in small quantities, they prefer to combine with I minus and form another colloidal particle. മനസ്സിലായല്ലോ? യെസ്. കാരണം AGക്ക് ആ താല്പര്യം ഒന്ന് പറഞ്ഞാൽ അളവ് വളരെ കുറവാണ്. ഇനി അളവിൽ കുറവായാലും 2-3 പേരുണ്ടെങ്കിൽ അവർ I മൈനസുമായിട്ട് കമ്പൈൻ ചെയ്യാനാണ് താല്പര്യപ്പെടുന്നത്. കൊളോയിഡൽ പാർട്ടികൾ ഉണ്ടാവാനാണ് അവർ താല്പര്യപ്പെടുന്നത്. ഓക്കെ അല്ലേ? ഫോംസ് അനദർ കൊളോയിഡൽ പാർട്ടികൾ. അപ്പോൾ ആരാണ് ശേഷിക്കുന്നത്? Therefore ആര് ശേഷിക്കുന്നു? അപ്പോൾ ഈ പോയിന്റ് therefore I minus gets attracted to AGI. അവരായിരിക്കും AGIയിലോട്ട് അട്രാക്ട്. ആ ശരിക്കും ടെക്നിക്കലി നമ്മൾ പറയുവാണെന്നുണ്ടെങ്കിൽ I minus gets adsorbed to the colloidal particle. അങ്ങനെയാണ് പറയുന്നത്, adsorbed to the colloidal particle. എന്താണ് adsorb? നിങ്ങൾ ഡിഫറൻസ് മനസ്സിലാക്കേണ്ടത് അബ്സോർബും അഡ്സോർബും തമ്മിലാണ്. അബ്സോർബ് ചെയ്യാന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു സ്പഞ്ച് വെള്ളത്തിനകത്തോട്ട് ഇടുവാണെന്നുണ്ടെങ്കിൽ ആ സ്പോഞ്ചിനകത്തോട്ട് എല്ലാ വെള്ളവും കൂടെ കയറും. അതിൻ്റെ സർഫസിൽ മാത്രമല്ല വെള്ളമുള്ളത്, ഫുള്ളായിട്ട് വെള്ളമാണ്. അപ്പോൾ വാട്ടർ ഈസ് അബ്സോർബ്ഡ് ഇൻ ടു ദ സ്പോഞ്ച് എന്ന് പറയും. പക്ഷെ ഇവിടെ എന്താ സംഭവിക്കുന്നത് വിചാരിച്ചാൽ നമ്മളിപ്പോൾ എന്താ പറയുന്നത്, അയോഡിൻ ഈ പറയുന്ന I മൈനസ് അയോഡിൻ അയൺ വെറും സർഫസിൽ മാത്രമേ അവർ കോട്ടായിട്ടുള്ളൂ. അതുകൊണ്ടാണ് അഡ്സോർബ് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? അതെ, അവർ ഉള്ളിലോട്ട് കയറുന്ന ആ കൊളോയിഡൽ പാർട്ടിക്കിൾ ഉള്ളിലോട്ട് അവർ കയറുന്നില്ല. ദേ ആർ ജസ്റ്റ് അഡ്സോർബ്ഡ് ഓൺ ദ സർഫസ്. ഓക്കെ അല്ലേ? I മൈനസ് ഗെറ്റ്സ് അബ്സോർബ് ടു ദ കൊളോയിഡൽ പാർട്ടിക്കിൾ. ഓക്കെ, അപ്പോൾ എന്തുണ്ടാവുന്നു എല്ലാവരും പറഞ്ഞ്? ആ ഫിഗറിനകത്ത് AGI എന്ന് പറയുന്ന കൊളോയിഡൽ പാർട്ടിക്കിളിൻ്റെ ചുറ്റിനും ആരുണ്ട്? ഈ പറയുന്ന I മൈനസ് ഇങ്ങനെ കിടക്കുകയാണ്. ഓക്കെ, സംശയമൊന്നും ഇല്ലല്ലോ? ഇല്ല. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? നൗ ദിസ് കൊളോയിഡൽ പാർട്ടിക്കിൾ ബിക്കംസ് നെഗറ്റീവ്ലി ചാർജ്ഡ് കൊളോയിഡൽ പാർട്ടിക്കിൾ അല്ലേ? ദെയർഫോർ എന്ത് സംഭവിക്കുന്നു? സിൽവർ അയോഡൈഡ് ബിക്കംസ് നെഗറ്റീവ്ലി ചാർജ്ഡ് കൊളോയിഡൽ പാർട്ടിക്കിളായി അവർ മാറി. ഓക്കെ അല്ലേ? കാരണം ഓൾറെഡി ആദ്യം ഉണ്ടെന്ന് AGI എന്ന് പറഞ്ഞ കൊളോയിഡൽ പാർട്ടിക്കിൾ ന്യൂട്രലാണ്. പോസിറ്റീവ് ചാർജ് നെഗറ്റീവ് ചാർജും ആയിട്ടില്ല, അവർ ന്യൂട്രലാണ്, എല്ലാവരും ഉണ്ട്. പക്ഷേ I മൈനസ് അവിടെ സർഫസിൽ കയറുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കുന്നു? അവൻ നെഗറ്റീവ്ലി ചാർജ് ആയി മാറും. അപ്പം നൗ ദിസ് നെഗറ്റീവ്ലി ചാർജ് കൊളോയിഡൽ പാർട്ടിക്കിൾ ട്രൈസ് ടു അട്രാക്ട് ദ പോസിറ്റീവ് അയോൺസ്. ഓക്കെ അല്ലേ? അടുത്ത പോയിന്റ് എന്ന് പറയുമ്പോഴത്തേക്കും ദിസ് നെഗറ്റീവ്ലി ചാർജ്ഡ് colloidal particle attracts positive ions from the solution. സൊല്യൂഷനിൽ നിന്നും പോസിറ്റീവ് അയോൺസിനെ അട്രാക്ട് ചെയ്യുന്നു. ആരായിരിക്കും അട്രാക്ട്? AG പ്ലസ് ആയിരിക്കോ K പ്ലസ് ആയിരിക്കോ? ഓൾറെഡി പറഞ്ഞു AGക്ക് അതിന് സമയമില്ല, അത് താല്പര്യമില്ല. വളരെ കുറവ് എമൗണ്ടിലാണ് ഉള്ളതൊക്കെ കൊളോയിഡൽ പാർട്ടികളായി പോവാണ്. അപ്പോൾ ആരായിരിക്കും ഈ പറയുന്ന സർഫസിലോട്ട് ഈ പറഞ്ഞ അയോഡിൻ അയൺ ഈ പറഞ്ഞ കൊളോയിഡൽ പാർട്ടികളിലോട്ട് ചുറ്റി നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള കൊളോയിഡൽ പാർട്ടികളായി മാറി. അപ്പോൾ അവരുടെ ചുറ്റിനും ആരായിരിക്കും ഇരിക്കുന്നത്? K പ്ലസ് ആയിരിക്കും. അപ്പോൾ നോക്കിക്കുക, എല്ലാവരും ശ്രദ്ധിച്ചേ. ഇവിടെ നമ്മുടെ AGI ഉണ്ട്. ആ ഫിഗർ വീണ്ടും വരച്ച് ലെങ്തി ആക്കുവാലും നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. അതിന് ചുറ്റും നമ്മൾ ആരുണ്ട്? I മൈനസ് അയോൺസ് ആർ അഡ്സോർബ്ഡ് ഓൺ ടു ദ സിൽവർ അയോഡൈഡ് കൊളോയിഡൽ പാർട്ടിക്കിൾ. അങ്ങനെ എന്തായി മാറുന്നു? കൊളോയിഡൽ പാർട്ടിക്കിൾ നെഗറ്റീവ്ലി ചാർജ് ആവുന്നു. ആ നെഗറ്റീവ്ലി ചാർജ് കൊളോയിഡൽ പാർട്ടിക്കിളിന് ചുറ്റും ആരുണ്ട്? K പ്ലസ് അയോൺസ് നിൽക്കുകയാണ്. ഓക്കെ അല്ലേ? ശ്രദ്ധിച്ചോ? യെസ്, K പ്ലസ് ആണ്. അപ്പോൾ ശ്രദ്ധിച്ച് എന്ത് സംഭവിച്ചു? K പ്ലസ് അയോൺസ്
surrounds this negatively charged colloidal particle. Okay, and forms a circular layer. ഒരു സർക്കുലർ ലെയർ ഫോം ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് ഓക്കെ ഇങ്ങനത്തെ ഒരു സർക്കുലർ ലെയർ ഫോം ചെയ്യുന്നു. ആൻഡ് ഫോംസ് എ സർക്കുലർ ലെയർ നോൺ ആസ് ഫിക്സ്ഡ് ലെയർ. ആ ലെയറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫിക്സ്ഡ് ലെയർ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? എന്തെങ്കിലും സംശയമുണ്ടോ? ഇല്ല. പക്ഷേ ഇനി അടുത്ത പോയിന്റ് എന്ന് പറയുമ്പോഴത്തേക്കും ലെഫ്റ്റ് ഔട്ട് നമുക്കിനി സൊല്യൂഷനകത്ത് ആരുണ്ട്? K+ അയോൺസും I- അയോൺസും ഒക്കെ ഉണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ പറയുന്ന K+ ആൻഡ് സറൗണ്ട്സ് നെഗറ്റീവ്ലി ചാർജ് പാർട്ടിക്കിൾ വയ അട്രാക്റ്റീവ് ഫോഴ്സ് കാണാണ്. കാരണം ഇത് K+ I-, കാരണം സിൽവർ അയഡൈഡ് എന്ന് പറഞ്ഞാൽ കൊളോയിഡ് പാർട്ടിൽ നെഗറ്റീവ്ലി ചാർജ്. ആ നെഗറ്റീവ്ലി ചാർജ് പാർട്ടികൾ പോസിറ്റീവ് അയോൺസിനെ പോസിറ്റീവ് ചാർജസിനെ അട്രാക്ട് ചെയ്യും, അല്ലെങ്കിൽ അവരെ ഹോൾഡ് ചെയ്ത് വെക്കുന്ന ഏത് ഫോഴ്സ് വെച്ചിട്ട്? ആ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ വെച്ചിട്ടാണ്. അപ്പോൾ ഈ സൊല്യൂഷനകത്ത് ഇനി വേറെ ആൾക്കാരിൽ ഉണ്ട്. ആരുണ്ട്? ഇനിയും K+ അയോൺസും I- അയോൺസും ഒക്കെ കിടപ്പുണ്ട് ഈ സൊല്യൂഷനകത്ത്. പക്ഷെ അവരെന്ന് പറയുമ്പോൾ അത്ര സ്ട്രോങ്ലി ഹെൽഡ് അല്ല ടു ദിസ് സിൽവർ അയോഡൈഡ്, നെഗറ്റീവ്ലി ചാർജ് സിൽവർ അയോഡൈഡ്. അപ്പം ദ റെസ്റ്റ് of the ions, that is K+, I- ഒക്കെ തന്നെ are not held tightly to the negatively charged colloidal particle. അല്ലേ, അവർ അത്രയും ടൈറ്റ് ആയിട്ട് ഹെൽഡ് അല്ല. The rest of the ions, that is K+ I- ions found in സൊല്യൂഷനകത്തുള്ളവർ are not held tightly to the negatively charged colloidal particle. ഓക്കെ അല്ലേ, അവർ അവിടെ ഇവിടെയൊക്കെ കിടപ്പുണ്ട്. ഓക്കെ അല്ലേ, ആൻഡ് ദിസ് ഫോംസ് എ ഡിഫ്യൂസ്ഡ് ലെയർ അല്ലെങ്കിൽ മൊബൈൽ ലെയർ ഉണ്ടാക്കും. ബാക്കിയുള്ള അയോൺസ് ഇല്ലേ, നമ്മൾ നോക്കിക്കേ, നമ്മുടെ ഈ കംപ്ലീറ്റ് സെറ്റപ്പ് എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ്. അവിടെ ഇനിയുണ്ട് ഈ പറഞ്ഞ K+ ഉണ്ട്, I- ഒക്കെ ഉണ്ട്. പക്ഷെ അവരാരും എന്താണ് ഇവരുമായിട്ട് ഇനി പ്രോസസ് ഇല്ല. അവരെന്ന് പറയുമ്പോൾ ഇനി ഈ പറഞ്ഞ I- ഈ പറയുന്ന ഇവരാണ് മെയിൻ ആൾക്കാർ. ഇപ്പം നെഗറ്റീവ്ലി ചാർജ് കൊളോയിഡ് പാർട്ടികളായിട്ട് ഇനി അവർക്ക് സ്റ്റിക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം K+ അത്യാവശ്യം ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷനിൽ നിന്നു. അപ്പം നിങ്ങൾ പറയും ഇനി അടുത്ത I- നിന്നൂടെ, അങ്ങനെ പറ്റത്തില്ല. കാരണം അത്രയും സ്ട്രോങ്ലി ഈ പാർട്ടിക്കിളിന് ഇനി അടുത്ത ഒരു ലെയറിനെയും കൂടെ ഹോൾഡ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഇല്ല. കാരണം വീണ്ടും ഇപ്പം നമ്മൾ ഒരു കാര്യം ആലോചിച്ചു, നമ്മളിപ്പോൾ ഒരു മെയിൻ അതിൻ്റെ മുകളിലോട്ട് വീണ്ടും ആൾക്കാരെ കൂട്ടിയിടുമ്പോൾ അവരുടെ ബാലൻസ് പോകും. അപ്പോൾ അതേപോലെ തന്നെയാണ് ഇവിടെ പറഞ്ഞത്, ഈ നെഗറ്റീവ്ലി ചാർജ് പാർട്ടിക്കിളിന് ഇനി ബാക്കിയുള്ള അയോൺസിനെ ഹോൾഡ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഇല്ല. അതാണ് ദ റെസ്റ്റ് ഓഫ് ദ അയോൺസ്, ദാറ്റ് ഈസ് K+ and I- ഫൈൻ സൊല്യൂഷൻ ആർ നോട്ട് ഹെൽഡ് ടൈറ്റ്ലി ടു ദ നെഗറ്റീവ്ലി ചാർജ് കൊളോയിഡ് പാർട്ടിക്കിൾ ആൻഡ് ദിസ് ഫോംസ് എ ഡിഫ്യൂസ് ലെയർ ഓർ മൊബൈൽ ലെയർ വിച്ച് ക്യാൻ മൂവ് ഫ്രീലി. ഓക്കെ അല്ലേ, ആ പോയിന്റ് എഴുതിക്കോട്ടെ. വിച്ച് ക്യാൻ മൂവ് freely in the solution. ഓക്കെ അല്ലേ? യെസ്. അപ്പോൾ എന്തുണ്ടായി? നമുക്കൊരു ഫിക്സ്ഡ് ലെയർ ഉണ്ടായി. എവിടെയോ ഫിക്സ്ഡ് ലെയർ നമ്മൾ പറഞ്ഞ ഫിക്സ്ഡ് ലെയർ എന്ത്? അതെ, ഇതാണ് നമ്മുടെ ഫിക്സ്ഡ് ലെയർ. ഇനി അടുത്ത മൊബൈൽ ലെയർ എന്ത്? നമ്മുടെ മൊബൈൽ ലെയർ. അപ്പം 2 ലെയർ ആണ് ഫോം ആയിട്ടുള്ളത്. ദിസ് 2 ലെയേഴ്സ് ആർ നോൺ ആസ് ഹെൽംഹോൾട്ട്സ് ഇലക്ട്രിക്കൽ ഡബിൾ ലെയർ. ഓക്കെ അല്ലേ? അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചേ, ദീസ് 2 ലെയേഴ്സ് ആർ ടുഗദർ നോൺ ആസ് ദിസ് ഫിക്സ്ഡ് ആൻഡ് മൊബൈൽ ലെയർ together known as Helmholtz electrical double layer. Okay, and the potential difference between these layers, ശ്രദ്ധിച്ചോളൂ, and the potential difference between these layers are known as, എന്താണ് അവരെ പറയുന്നത്? ആൻഡ് ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ദീസ് ലെയേഴ്സ് ആർ നോൺ ആസ് സീറ്റ പൊട്ടൻഷ്യൽ. മനസ്സിലായല്ലോ? ഫിക്സ് ലെയറിനെയും മൊബൈൽ ലെയറിനെയും കൂടെ നമ്മൾ ഒരുമിച്ച് പറയുന്ന പേരാണ് ഹെൽംഹോൾട്ട്സ് ഇലക്ട്രിക്കൽ ഡബിൾ ലെയർ. ഈ ഫിക്സ് ലെയറിൻ്റെയും മൊബൈൽ ലെയറിൻ്റെയും ഇടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സീറ്റ പൊട്ടൻഷ്യൽ. നോക്കിയല്ലേ? അപ്പം ഞാൻ അണ്ടർലൈൻ ചെയ്ത് കണ്ടില്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ്. യെസ്, ഇത്രയേ ഉള്ളൂ നമ്മുടെ ഹെൽംഹോൾട്ട്സ് ഇലക്ട്രിക്കൽ ഡബിൾ ലെയർ എന്ന് പറഞ്ഞാൽ. ശരിക്കും പറഞ്ഞാൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പഠിക്കുമ്പോൾ വളരെ എളുപ്പമാണ്. കാണാതെ പഠിക്കാൻ നോക്കരുതേ, വളരെ മണ്ടത്തരമായിരിക്കും. ഞാൻ ഈ പോയിന്റ്സ് എഴുതിയെന്നുള്ളത് നിങ്ങൾക്ക് എഴുതാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ നിങ്ങൾ എക്സാമിന് റിക്രിയേറ്റ് ചെയ്യുമ്പോൾ യു ഷുഡ് റിക്രിയേറ്റ് ഇൻ യുവർ ഓൺ വേർഡ്സ്. ഓക്കെ, എന്നാൽ മാത്രമേ നമുക്ക് ഓർത്തിരിക്കാൻ പറ്റൂ. അല്ലെങ്കിൽ ഇപ്പോൾ ഏതെങ്കിലും ഒരു ലൈൻ, ഈ പഠിച്ച ലൈൻ ഏതെങ്കിലും ഒന്ന് മറന്നുപോയാൽ പിന്നെ എല്ലാം തീർന്നു.
അങ്ങനെ ആയിരിക്കും മിക്കവാറും എക്സാമിന് സംഭവിക്കുന്നത്. കാരണം ഇത് കുറച്ച് തിയററ്റിക്കലാണ്. അപ്പോൾ അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് പറയുന്നത്, മനസ്സിലാക്കി പഠിക്കാൻ പറഞ്ഞത്. അപ്പോൾ ഈ ഒരു സെഷൻ നമ്മൾ എന്തൊക്കെ പഠിച്ചു? നമ്മൾ ഇലക്ട്രോകെമിക്കൽ സെല്ലിനെ പറ്റി പഠിച്ചു, റിവേഴ്സിബിൾ സെൽസിനെ പറ്റി പഠിച്ചു, ദെൻ ഹെൽംഹോൾട്ട്സ് ഇലക്ട്രിക്കൽ ഡബിൾ ലെയർ, അതിലൂടെ നമ്മൾ എന്ത് പഠിച്ചു? സീറ്റ പൊട്ടൻഷ്യലും പഠിച്ചു. ഓക്കെ ലെസൺസ്, അപ്പോൾ ഇത്രയും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ ഈ സെഷനിൽ നമ്മൾ തുടങ്ങാൻ പോകുന്ന ടോപ്പിക്കാണ് സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് SHE, അല്ലെങ്കിൽ നോർമൽ ഹൈഡ്രജൻ ഇലക്ട്രോഡ് NHE നമ്മൾ പറയാറുണ്ട്. ഓക്കെ അല്ലേ? അപ്പോൾ അത് ബേസിക്കലി അധികം വലിച്ചു നീട്ടാതെ അതിൻ്റെ ഒരു എക്സ്പെരിമെൻ്റൽ സെറ്റപ്പാണ് ഈ കാണിച്ചിട്ടുള്ളത്. നിങ്ങൾ ഇത്രയും ഭംഗിയോടൊന്നും വരയ്ക്കാണ്ട്, ഈ ഫിഗർ ഇങ്ങനെ കാണുമ്പം നിങ്ങൾക്ക് കുറച്ചും കൂടെ വിഷ്വലി മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ചും കൂടെ ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു 3D പോയിന്റ് ഓഫ് വ്യൂയിലൂടെ ഈ ഫിഗർ കൊണ്ടുവന്നിട്ട് കുറച്ചും കൂടെ മനസ്സിലാക്കാൻ എളുപ്പമാണല്ലേ ഞാൻ വരയ്ക്കുന്നതിനെക്കാട്ട്. അതുകൊണ്ടാണ് നിങ്ങൾ വരയ്ക്കുമ്പോൾ സിമ്പിളായിട്ട് വരച്ചാൽ മതി. ഓക്കെ അല്ലേ? അപ്പോൾ നോക്കിക്കേ, സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് എക്സ്പെരിമെൻ്റൽ സെറ്റപ്പിനകത്ത് ആദ്യമേ ഞാൻ പറയാം. ഇതിനകത്ത് ഇത് ഇങ്ങോട്ട് നോക്കിക്കേ, ഒരു പ്ലാറ്റിനം വയർ കണ്ടോ? ഞാനത് നിങ്ങൾക്ക് വേണ്ടി ഒന്ന് വരച്ച് കാണിക്കാം. ഇനി ആരെങ്കിലും കാണാത്ത ഉണ്ടെന്നുണ്ടെങ്കിൽ ദേ ഇതാണ് നമ്മുടെ പ്ലാറ്റിനം വയർ. കണ്ടല്ലോ? യെസ്. അപ്പം അവിടെ ഒരു പ്ലാറ്റിനം വയറുണ്ട് വിച്ച് ഈസ് കണക്റ്റഡ് ടു എ പ്ലാറ്റിനം സർഫസ്. കണ്ടോ? ഇതൊരു പ്ലാറ്റിനം കണ്ടോ? അതും ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരട്ടെ. ഇഫ് ഇൻ കേസ് ആർക്കും കാണാൻ വല്ല ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതാണ് നമ്മുടെ പ്ലാറ്റിനം സർഫസ്. അപ്പം SHE consists of a platinum wire which is connected to a platinum surface which is in contact with 1 molar aqueous solution of hydrogen ions. ഓക്കെ അല്ലേ? യെസ്. കാര്യം മനസ്സിലായല്ലോ? എന്തൊക്കെയാണ്? ഒരു പ്ലാറ്റിനം വയറുണ്ട്, അത് അറ്റാച്ച് ചെയ്യുന്ന പ്ലാറ്റിനം സർഫസിനകത്തോട്ട്. അതെല്ലാം കൂടെ എവിടെ ഇരിക്കുന്നത്? നമ്മുടെ ഈ 1 molar aqueous solution of H+ ions ആണ്. ഓക്കെ, അതിനകത്തോട്ട് നമ്മളിതേ നോക്കിക്കുക, ഒരു ഇൻലെറ്റ് പ്രഷർ ഹൈഡ്രജൻ ഗ്യാസ് ആണ് ഇങ്ങോട്ട് വിടുന്നത്. ഓക്കെ, എല്ലാവരും ശ്രദ്ധിച്ചോണം. ഈ ഒരു ഇൻലെറ്റ് വഴി ഹൈഡ്രജൻ ഗ്യാസ് നമ്മൾ കടത്തി വിടുന്നുണ്ട്. ആ ഹൈഡ്രജൻ ഗ്യാസ് എന്ന് പറയുന്നത് 1 atmospheric പ്രഷറിലാണ് നമ്മൾ ഈ പറഞ്ഞ ഹോളുടെ ഈ വാൽവിലൂടെ അകത്തോട്ട് കയറ്റുന്നത്. ഓക്കെ അല്ലേ? യെസ്. അതുപോലെ തന്നെ ഈ എക്സ്പെരിമെൻറ്റ് സെറ്റപ്സ് എല്ലാം നടക്കുന്ന ഒരു സ്റ്റാൻഡേർഡ് കണ്ടീഷൻസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ എന്താ പറയുക, 298 കെൽവിനിലും 1 atmospheric പ്രഷറിലുമാണ് നമ്മൾ ഈ സെറ്റപ്പ് എല്ലാം വെച്ചെന്നുള്ളത്. ഓക്കെ അല്ലേ? അപ്പം ഞാൻ ആ സെറ്റപ്പ് കാര്യം മനസ്സിലായല്ലോ? യെസ്. ഇനി ഞാൻ ഇവിടെ ഒട്ടൊന്ന് എഴുതിക്കോട്ടെ, എന്താണ് SHE സ്റ്റാൻഡ് ഹൈഡ്രജൻ ഇലക്ട്രോണിൻ്റെ ഫുൾ സെറ്റപ്പ് എന്ന് പറയുമ്പോൾ എന്താണ് ശരിക്കും? അതിന് ഇത്രേ ഉള്ളൂ സെറ്റപ്പ്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ, ഇവിടോട്ട് നോക്കിക്കോളൂ, ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ platinum PT, okay അല്ലേ? platinum wire which is connected, consists of a platinum wire which is connected to a platinum surface, which is connected to a platinum surface in contact with, which is in contact with 1 molar aqueous solution of H+ ions. ഓക്കെ അല്ലേ? മീൻസ് 1 molar കോൺസെൻട്രേഷനിൽ ഹൈഡ്രജൻ അയോൺസ് ഉള്ള ഒരു സൊല്യൂഷനാണ് ഇരിക്കുന്നത്. അത് ഏത് വേണമെങ്കിലും ആവാം. മനസ്സിലായല്ലോ? 1 molar aqueous solution of H+ ions. ഓക്കെ അല്ലേ? വിത്ത് H2 gas pumped into the medium at 1 atmospheric pressure, 1 atm, അതാണ് 1 atmospheric pressure. ഓക്കെ അല്ലേ? അപ്പം നമുക്കൊരു പ്ലാറ്റിനം വയറുണ്ട്, ഒരു സർഫസ് ഉണ്ട്, അത് എവിടെ ഇരിക്കുന്ന അക്വസ് സൊല്യൂഷൻ, 1 molar aqueous solution, അതിനകത്തോട്ട് ഹൈഡ്രജൻ ഗ്യാസും നടക്കും. അപ്പോൾ ശരിക്കും പറയുവാണെന്നുണ്ടെങ്കിൽ ഇത് കാണാമല്ലോ, ദിസ് പ്ലാറ്റിനം സർഫസ്, ഇതാണ് പ്ലാറ്റിനം സർഫസ്. അപ്പം this platinum surface catalyzes the oxidation of hydrogen gas to hydrogen ions or the reduction of hydrogen ions to hydrogen gas molecule. ഓക്കെ അല്ലേ? നോക്കിക്കോ, പ്ലാറ്റിനം സർഫസ് പറഞ്ഞു തരാമെന്ന് എഴുതിക്കോട്ടെ. പ്ലാറ്റിനം സർഫസ് catalyzes the oxidation of H2 gas to H+ or reduction of H+ ions to hydrogen gas. ഓക്കെ, എന്ന് പറഞ്ഞാൽ നോക്കിക്കേ, ഈ സർഫസിനകത്ത്, ഈ സർഫസാണ് ശരിക്കും പറഞ്ഞാൽ കാറ്റലിസ്റ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. പറയുമ്പോൾ ഓക്സിഡേഷനോ റിഡക്ഷൻ റിയാക്ഷനോ നടക്കാൻ വേണ്ടി ആ കാറ്റലിസ്റ്റ് എന്ന് പറയുമ്പോൾ അവർ ഈ റിയാക്ഷനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. മനസ്സിലായി? ഓക്കെ, ആ റിയാക്ഷൻ നോക്കിയാലോ. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? ആദ്യം നമുക്ക് ഓക്സിഡേഷൻ റിയാക്ഷൻ നോക്കാം. എന്ന് പറയുമ്പം H2 ഗ്യാസിനെ ഓക്സിഡേഷന് വിധേയമാക്കുമ്പോൾ എന്താണ്? 2H+. അവരെന്താണ്? ആ 2 ഹൈഡ്രജൻ അയൺസ് അക്വസ് സൊല്യൂഷനിലോട്ട് പോകും, 2 ഇലക്ട്രോൺസിനെ ലിബറേറ്റും ചെയ്യും. ഈ റിയാക്ഷനാണ് ഓക്സിഡേഷൻ. അപ്പോൾ ഈ റിയാക്ഷൻ നടക്കണമെന്നുണ്ടെങ്കിലും ഈ പറഞ്ഞ പ്ലാറ്റിനം സർഫസ് വേണം. അപ്പോൾ ഈ പ്ലാറ്റിനം സർഫസിനാണ് നോക്കിക്കുക, ഈ ഹൈഡ്രജൻ ഗ്യാസിനെ ഇവർ വിടുന്നില്ലേ? ആ ഹൈഡ്രജൻ ഗ്യാസ് എന്ത് ചെയ്യും? ഇവിടെ ഓക്സിഡൈസ്ഡ് ആവും. എന്നിട്ട് 2 H+ അയോൺസിനെ ഈ സൊല്യൂഷനിനകത്തോടും 2 ഇലക്ട്രോൺസും പോവും. അവരാണ് ഈ ഇവിടെ ഒരു ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഒരു വയറുണ്ട്, അതാണ് ആ 2 ഇലക്ട്രോൺസ് പോകാൻ വേണ്ടിയിട്ടുള്ള വയറാണ്. ഓക്കെ അല്ലേ? അതല്ല എന്നുണ്ടെങ്കിൽ 2H+,
1 second students, yes, 2H plus aqueous plus 2 electrons gives hydrogen gas. ഇതാണ് നമ്മുടെ റിഡക്ഷൻ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ഹൈഡ്രജൻ അയോൺസ് ഇല്ലേ അത് ഈ വയർ വരി ചിലപ്പോൾ വേറൊരു ഹാഫ് സെൽ അത് പറഞ്ഞാൽ വേറൊരിടത്തു നിന്ന് ഈ വയർ വരി ഇലക്ട്രോൺസ് വരുന്നുണ്ടെങ്കിൽ അവർ രണ്ടുപേരും റെഡ്യൂസ്ഡ് ആയിട്ട് എന്തുണ്ടാക്കുന്നു ഹൈഡ്രജൻ ഗ്യാസ് ആ ഹൈഡ്രജൻ ഗ്യാസ് പുറത്തോട്ട് ലിബറേറ്റഡ് ആവുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ മനസ്സിലായി ഇതുവരെ ഹൈഡ്രജൻ ഗ്യാസ് പുറത്തോട്ട് ലിബറേറ്റഡ് ആവുന്നു അപ്പോൾ ഇതാണ് ദ കംപ്ലീറ്റ് സെറ്റപ്പ് ഓഫ് എ സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് ഓക്കെ അല്ലേ യെസ് ഓക്കെ സ്റ്റുഡൻസ് അപ്പോൾ കാര്യം മനസ്സിലായല്ലോ യെസ് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ദിസ് സെക്ഷൻ ഈ SHEനെ ഈസ് അസൈൻഡ് എ സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ വാല്യൂ ഓഫ് 0.00 വോൾട്ട് ആൻഡ് സ്റ്റേസ് ആസ് റെഫറൻസ് ഇലക്ട്രോഡ് ഓക്കെ അപ്പോൾ ആ ഒരു പോയിന്റ് എഴുതിക്കോട്ടെ എല്ലാവരും ശ്രദ്ധിച്ചേ ദിസ് സെക്ഷൻ ഈസ് അസൈൻഡ് എ സ്റ്റാൻഡേർഡ് സെൽ പൊട്ടൻഷ്യൽ സ്റ്റാൻഡേർഡ് സെൽ പൊട്ടൻഷ്യൽ എന്ന് പറയരുത് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ കാരണം ഇവർ ഒരൊറ്റ ഇലക്ട്രോഡാണ് കംപ്ലീറ്റ് ആയിട്ടില്ല സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഓഫ് E0 ഈക്വൽസ് ടു 0.00 വോൾട്ട് ആൻഡ് സ്റ്റേസ് ആസ് റെഫറൻസ് ഇലക്ട്രോഡ് അതെന്താ ഉദ്ദേശിക്കുന്നത് നോക്കിക്കേ ഞാൻ നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഡാനിയൽ സെൽ പഠിപ്പിച്ചപ്പോൾ റിവേഴ്സിബിൾ ആൻഡ് ഇറിവേഴ്സിബിൾ സെൽസിന് വേണ്ടി ഞാൻ പറഞ്ഞു ഡാനിയൽ സെൽ ഹാസ് എൻ EMF ഓഫ് 1.1 വോൾട്ട് പറഞ്ഞേ അതെങ്ങനെയാണ് പറഞ്ഞത് ഈ സെൽ എന്ന് പറയുന്നത് E0 സെൽ എന്ന് പറയുമ്പോൾ ഈ കാഥോഡ് മൈനസ് ഈ ആനോഡൊക്കെ വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലാതെ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ കാഥോഡായിട്ട് വർക്ക് ചെയ്യുന്ന ആരാ ഡാനിയൽ സെല്ലിനകത്ത് എല്ലാവരും പിക്ചറൈസ് ചെയ്യുക ഡാനിയൽ സെല്ലിനകത്ത് ആരാണ് കാഥോഡായിട്ട് വർക്ക് ചെയ്തത് ദ ഇലക്ട്രോഡ് വിച്ച് ഗെയിൻസ് ഇലക്ട്രോൺ ആണ് കാഥോഡായിട്ട് വർക്ക് ചെയ്തത് ദാറ്റ് മീൻസ് കോപ്പർ ആക്ട്സ് ആസ് എ കാഥോഡ് ബിക്കോസ് കോപ്പർ ഇസ് എ വൺ ഹു ഈസ് ഗെറ്റിംഗ് റെഡ്യൂസ്ഡ് റിഡക്ഷൻ പ്രോസസ് അണ്ടർഗോ ചെയ്യുന്നത് നമ്മുടെ ഡാനിയൽ സെല്ലിനകത്തെ സിങ്കും കോപ്പറിൻ്റെ ആണ് ഡാനിയൽ സെൽ എങ്കിൽ കോപ്പറാണ് റിഡക്ഷന് വിധേയമാവുന്ന ആൾക്കാരാണ് കാഥോഡായിട്ട് വർക്ക് ചെയ്യുന്നത് ആൻഡ് ഓക്സിഡൈസ്ഡ് ആവുന്ന ആൾക്കാരാണ് ആനോഡായിട്ട് വർക്ക് ചെയ്യുന്നത് ആണേ അപ്പോൾ ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ ആ 1.1 വോൾട്ട് കിട്ടാൻ വേണ്ടി നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈ കോപ്പറിൻ്റെ പൊട്ടൻഷ്യലും ഈ പറയുന്ന സിങ്കിൻ്റെ പൊട്ടൻഷ്യലും അറിയണമായിരുന്നു അപ്പം ആ പൊട്ടൻഷ്യൽ കോപ്പറിൻ്റെ പൊട്ടൻഷ്യലും സിങ്കിൻ്റെ പൊട്ടൻഷ്യലും അറിയണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആരെയാണ് യൂസ് ചെയ്യുന്നത് ഈ പറയുന്ന SHEനെയാണ് യൂസ് അവരെ റെഫറൻസ് ഇലക്ട്രോഡായിട്ട് വെക്കും കാരണം അവർക്ക് എന്താ 0 വോൾട്ടാണ് അവരുടെ വോൾട്ടേജ് എന്നിട്ട് അവരെ റെഫറൻസ് ഇലക്ട്രോഡായിട്ട് വെച്ചിട്ട് നമുക്ക് ഏത് ഇലക്ട്രോഡിൻ്റെ പൊട്ടൻഷ്യലാണ് സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യലാണ് കണ്ടുപിടിക്കേണ്ടത് അവരെ അടുത്ത ഹാഫ് സെല്ലായിട്ട് ഇവരൊരു ഹാഫ് സെല്ലും അടുത്തൊരു ഹാഫ് സെല്ലുമായിട്ട് വെച്ചിട്ട് റിയാക്ഷൻസ് അണ്ടർഗോ ചെയ്ത് കിട്ടുന്ന വോൾട്ടേജ് ആണ് ആ ഒരു പർട്ടിക്കുലർ ഇലക്ട്രോഡിൻ്റെ സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ മനസ്സിലായോ അതെ അപ്പോൾ നോക്കിയേ ദിസ് സെക്ഷൻ ഈസ് അസൈൻഡ് സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ആൻഡ് സ്റ്റേസ് ആസ് റെഫറൻസ് ഇലക്ട്രോഡ് അതെന്തുകൊണ്ടാണ് സ്റ്റേസ് ആസ് റെഫറൻസ് ഇലക്ട്രോഡ് ബിക്കോസ് 2 ഹാഫ് സെൽസ് കംപ്ലീറ്റ് എന്താണ് നമ്മുടെ ഗാൽവാനിക് സെൽ അല്ലെങ്കിൽ ഇലക്ട്രോകെമിക്കൽ സെല്ലിനകത്ത് 2 സെൽസ് ആണ് ഇവരുമായിട്ട് ആക്ട് ചെയ്യുന്നത് അല്ലേ 2 ഹാഫ് സെൽസ് ചെയ്യുന്നിട്ടാണ് കംപ്ലീറ്റ് ആയിട്ട് ഇലക്ട്രോകെമിക്കൽ സെല്ല് ഉണ്ടാവുന്നത് അല്ലേ 2 ഹാഫ് സെൽസ് കമ്പൈൻ ടു ഫോം എ സിംഗിൾ ഇലക്ട്രോകെമിക്കൽ സെൽ അല്ലേ അതെ സിംഗിൾ ഇലക്ട്രോകെമിക്കൽ സെൽ 2 ഹാഫ് സെൽസ് ആണ് ഉണ്ടായിരിക്കുന്നത് ഇൻ ഓർഡർ ടു ഡിറ്റർമൈൻ the standard electrode potential of other metals we use SHE as other half cell മനസ്സിലായല്ലോ യെസ് കാരണം ഞാൻ കൂടുതൽ തിയററ്റിക്കലി എഴുതുന്നില്ല കാരണം അത്രയ്ക്കും ഉള്ള പോയിന്റ്സ് നമുക്ക് ആവശ്യമില്ല ശരിക്കും പറഞ്ഞാൽ ഇവിടം വരെ മതി ഇത്രയും മതി നമുക്ക് കൂടുതൽ തിയറി വരച്ചപ്പോൾ നമ്മൾ മെയിൻലി ഉദ്ദേശിക്കുന്ന അവരുടെ സെറ്റപ്പ് എങ്ങനെയാണ് അവിടെ ആരാണ് ഓക്സിഡേഷൻ റിഡക്ഷന് വിധേയമാവുന്ന 2 ഹാഫ് സെൽ ചേർന്നിട്ടാണ് ഒരു സിംഗിൾ ഇലക്ട്രോകെമിക്കൽ സെൽ അതിനകത്ത് നമ്മൾ ഏത് മെറ്റലിനെയാണ് മറ്റേ ഹാഫ് സെല്ലാക്കുന്ന ആ ഒരു ഇലക്ട്രോഡിൻ്റെ പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആരെ ഉപയോഗിക്കും ഈ SHEനെ ഉപയോഗിക്കും ഫോർ എക്സാമ്പിൾ ശ്രദ്ധിച്ചോളൂ നമുക്ക് 2 ഇലക്ട്രോഡ്സ് ഉണ്ട് നമ്മുടെ ഒരു ഹാഫ് സെല്ലും ഇത് രണ്ടാം ഞാൻ വലിയതായിട്ടൊന്നും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല ജസ്റ്റ് നോക്കാൻ ഓക്കെ അല്ലേ ഇത് നമ്മുടെ SHE ആണ് ഇത് നമ്മുടെ സിങ്ക് ആണ് സിങ്കിൻ്റെ സിങ്ക് സൾഫേറ്റ് സൊല്യൂഷനും എന്നിട്ട് നമുക്കിവിടെ ഇലക്ട്രോഡ് ഉണ്ട് നമ്മുടെ ഇലക്ട്രോൺ ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും ഞാൻ വരയ്ക്കുന്നില്ലേ ജസ്റ്റ് സെറ്റപ്പ് ജസ്റ്റ് കാണിക്കുന്നേ ഉള്ളൂ ഓക്കെ അല്ലേ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി അപ്പോൾ സിങ്കിൻ്റെ സംഭവം എങ്ങനെയാണെന്ന് വെച്ചാൽ സിങ്ക് അത് നിങ്ങൾ
ഇനി ഫർദർ ആയിട്ടൊരു ടോപ്പിക്ക് പഠിക്കും ഇലക്ട്രോകെമിക്കൽ സീരീസ്. അതിനാൽ നിങ്ങൾ മനസ്സിലാവും സിങ്ക് ഭയങ്കര ഹൈലി റിയാക്റ്റീവ് ആണ്. ദേ ഹാവ് ലാർജ് ടെൻഡൻസി, ദേ ഹാവ് ഹൈ ടെൻഡൻസി ടു ലൂസ് ദെയർ 2 ഇലക്ട്രോൺസ് അല്ലേ. അപ്പോൾ സിങ്ക് എന്തായി മാറുന്നു? സിങ്ക് 2+ 2 ഇലക്ട്രോൺസുമായി മാറുന്നു. ആ 2 ഇലക്ട്രോൺസ് എങ്ങോട്ട് പോകുന്നു? ഈ പറയുന്ന വയർ വഴി എവിടോട്ട് പോകുന്നു? SH വരുന്നു അല്ലേ. അതെ, അപ്പം SH എന്താ ചെയ്യുന്നത്? ഇലക്ട്രോൺസിനെ ഗെയിൻ ചെയ്യാണ്. അപ്പോൾ ഇവരെന്താണ്? ഇലക്ട്രോൺസിനെ ഗെയിൻ ചെയ്യുന്നവരാണ്. എന്ന് പറഞ്ഞാൽ ഇവരാണ് റിഡക്ഷൻ അണ്ടർഗോ ചെയ്യുന്നവർ അല്ലേ. അതെ, അപ്പോൾ റിഡക്ഷൻ അണ്ടർഗോ ചെയ്യുന്ന വെച്ചാൽ അവർ ഏത് റിയാക്ഷൻ ആയിരിക്കും അണ്ടർഗോ ചെയ്യുന്നത്? ഈ റിയാക്ഷൻ ആയിരിക്കും അവർ വിധേയമാവുന്നത് അല്ലേ. ഈ പറഞ്ഞ ഇലക്ട്രോൺസ് നമ്മുടെ ഹൈഡ്രജൻ അയോൺസുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് H2 ഗ്യാസിനെ ലിബറേറ്റ് ചെയ്യും. ഓക്കെ അല്ലേ. അപ്പോൾ റിഡക്ഷന് വിധേയമാവുന്നതുകൊണ്ട് തന്നെ ഇവരാരായിട്ടാണ് ആക്ട് ചെയ്യുന്നത്? കാഥോഡായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഓക്കെ അല്ലേ. യെസ്, ഇവരാരായിട്ടാണ് ആക്ട് ചെയ്യുന്നത്? ആനോഡായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ E0 സെൽ നമ്മുടെ ഡാനിയൽ സെല്ലിനകത്ത് 1.1 വോൾട്ട് കിട്ടിയത് ഈ കാഥോഡ് മൈനസ് ഈ ആനോഡായിട്ട് തന്നെയാണ്. മനസ്സിലായല്ലോ? ഈ കാഥോഡ് മൈനസ് ഈ ആനോഡ്. അങ്ങനെയാണ് നമുക്ക് ഈ പറയുന്ന 1.1 വോൾട്ട് ഡാനിയൽ സെല്ലിനകത്ത്. അവിടെ സിങ്കും കോപ്പറുമാണ്. പക്ഷേ സിങ്കിൻ്റെ ഇൻഡിവിജ്വൽ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ, ഇഫ് യു നീഡ് ടു ഡിറ്റർമൈൻ ദ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഓഫ് മെറ്റൽസ് വി റിക്വയർ the help of SH. കാരണം അവരാണ് റെഫറൻസ് ഇലക്ട്രോഡ്. അവരുടെ വോൾട്ട് എപ്പോഴും എന്താണ്? എത്രയാണ് അവരുടെ സെൽ വോൾട്ടേജ്? അവരുടെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ 0.00 വോൾട്ടാണ്. അപ്പോൾ ശരിക്കും പറയുവാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന കാഥോഡിനകത്ത് 0.00 വോൾട്ട് ഉണ്ട്. ഈ ആനോഡിനകത്ത് ഈ പൊട്ടൻഷ്യൽ അറിയത്തില്ല. നമുക്ക് E0 സെല്ലിനെ നമ്മൾ വോൾട്ട് മീറ്റർ വെച്ചിട്ട് മെഷർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ആനോഡിൻ്റെ പൊട്ടൻഷ്യൽ കിട്ടും. അങ്ങനെ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? സിങ്കിൻ്റെ പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കാൻ പറ്റും. മനസ്സിലായല്ലോ? അങ്ങനെയാണ് പൊതുവേ പ്രോസസ്സുകൾ നടക്കുന്നത്. അപ്പം നിങ്ങളിത് ജസ്റ്റ് കൺഫ്യൂഷനൊന്നും ഉണ്ടാക്കണ്ട. ജസ്റ്റ് നിങ്ങൾക്ക് ഞാനൊരു സെറ്റപ്പ് കാണിച്ചു, ഇങ്ങനെയാണ് ഓരോരുത്തരുടെയും കണ്ടുപിടിക്കുന്നതെന്ന് മാത്രം. നിങ്ങൾ എക്സാമിന് എഴുതേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ അല്ലേ. നോട്ട് നീഡഡ് ഫോർ എക്സാം. കാരണം ഇലക്ട്രോകെമിക്കൽ സീരീസ് പഠിക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കുറച്ചും കൂടെ വ്യക്തത വരും. അപ്പം നിങ്ങൾ ജസ്റ്റ് SH കൊണ്ട് മെയിൻലി എന്താ ഉദ്ദേശിക്കുന്നത് നോക്കാം. ഓക്കെ അല്ലേ സ്റ്റുഡൻസ്? ക്ലിയർ അല്ലേ? യെസ്. അപ്പോൾ നമ്മൾ ഇനി അടുത്തത് പഠിക്കാൻ പോകുന്നത് എന്തായിരിക്കും? ഞാൻ പറഞ്ഞു ഏതാണ് ഇലക്ട്രോകെമിക്കൽ സീരീസ്. നോക്കിയാലോ? യെസ്. Okay students, so now let's move on to electrochemical series. So basically electrochemical series in definition എന്താണെന്ന് വെച്ചാൽ electrochemical series is a list of പറയാം ഫിഗറിലോട്ട് പോകുന്നതിന് മുമ്പ് is a list of metals and other substances arranged in rank order of how easily the metals or substances can lose electrons. ഓക്കെ അല്ലേ. എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഇതൊരു ലിസ്റ്റാണ്. അതിനകത്ത് മെറ്റൽസ് ഉണ്ട്, വേറെ സബ്സ്റ്റൻസസ് ഉണ്ട്. അവരൊരു റാങ്ക് ഓർഡറിലാണ് അറേഞ്ച് ചെയ്തതെന്ന് വെച്ചാൽ അറേഞ്ച് ചെയ്തെന്ന് വെച്ചാൽ ഫസ്റ്റ് ആൾക്കാർക്കും ഏറ്റവും കൂടുതൽ ഇലക്ട്രോൺസിനെ ലൂസ് ചെയ്യാനുള്ള ടെൻഡൻസി ഉള്ളത്. എന്ന് പറഞ്ഞാൽ എല്ലാവരും നോക്കിക്കേ, ലിഥിയത്തിനാണ് ഏറ്റവും കൂടുതൽ, പിന്നെ പൊട്ടാഷ്യം, പിന്നെ ബേരിയം, പിന്നെ കാൽഷ്യം, പിന്നെ സോഡിയം, പിന്നെ മഗ്നീഷ്യം, പിന്നെ അലൂമിനിയം, പിന്നെ മാഗ്നീസ് കാണല്ലോ. അങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. മനസ്സിലായി? അവർക്കാണ് എന്ന് വെച്ചാൽ ഏറ്റവും ഹയസ്റ്റ് ടെൻഡൻസി ഇവർക്കാണ് ഉള്ളത്. ഇലക്ട്രോൺസിനെ ലൂസ് ചെയ്യാനുള്ള ടെൻഡൻസി. അതുകൊണ്ടാണ് അവർക്ക് ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള നെഗറ്റീവ് പൊട്ടൻഷ്യൽ ഉള്ളത്. മനസ്സിലായോ? എല്ലാവരും ശ്രദ്ധിച്ചോണം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇതെല്ലാം തന്നെ എന്ത് റിയാക്ഷനാണ്? എല്ലാം തന്നെ റിഡക്ഷൻ റിയാക്ഷനാണ്. പക്ഷെ മനസ്സിലാക്കേണ്ട കാര്യം, ഇതിനകത്ത് ലിസ്റ്റിനകത്ത് നിങ്ങളിപ്പോൾ ലിഥിയത്തിനെ മാത്രം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇലക്ട്രോകെമിക്കൽ സീരീസ് ഈസ് എ ലിസ്റ്റ് ഓഫ് മെറ്റൽസ് ആൻഡ് അതർ സബ്സ്റ്റൻസസ് അറേഞ്ച്ഡ് ഇൻ റാങ്ക് ഓർഡർ. ഇപ്പോൾ ഇവരെ മാത്രം നോക്കിക്കേ, ഈ പറയുന്ന ഇലക്ട്രോൺസിൻ്റെ ഗെയിനിനൊഴികെ ഈ പറയുന്ന മെറ്റൽസിനെ മാത്രം അനലൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവരെ റാങ്ക് ഓർഡറിലാണ് അറേഞ്ച് ചെയ്തേക്കുന്നത്. ഹൗ ഈസിലി ദി സബ്സ്റ്റൻസസ് ക്യാൻ ലൂസ് ഇലക്ട്രോൺസ് അല്ലെങ്കിൽ ഗിവ് അപ്പ് ഇലക്ട്രോൺസ്. ഏറ്റവും ഹയസ്റ്റ് ടെൻഡൻസി ഉള്ളത് ലിഥിയത്തിനാണ്, ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള ഇലക്ട്രോൺസിനെ ലൂസ് ചെയ്യാനുള്ള കഴിവുള്ളത്. ഓക്കെ അല്ലേ? യെസ്. അപ്പം അങ്ങനെയാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവരെല്ലാം അണ്ടർഗോ ചെയ്യും. ഇലക്ട്രോകെമിക്കൽ സീരീസിനകത്ത് നമ്മൾ നോക്കുമ്പോൾ ഇവരെല്ലാം അണ്ടർഗോ ചെയ്യുന്ന ഏത് റിയാക്ഷനാണ്? റിഡക്ഷൻ റിയാക്ഷനാണ്. ശ്രദ്ധിച്ചോണം, റിഡക്ഷൻ റിയാക്ഷനാണ്. അങ്ങനെ ഉണ്ടാവുന്ന അവരുടെ റിഡക്ഷൻ പൊട്ടൻഷ്യലാണ് കാണിച്ചിട്ടുള്ള ഈ ഒരു വാല്യൂ. അപ്പോൾ അത് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആരുടെ സഹായം വേണം? SHയുടെ സഹായം. നോക്കിക്കേ, എല്ലാവരും നോക്കിക്കേ, ഇത് നോക്കിക്കേ, SH അവരുടെ പൊട്ടൻഷ്യൽ എത്രയാണോ? 0 വോൾട്ടാണ്. അപ്പം അവരെ വെച്ചിട്ടാണ് ഈ പൊട്ടൻഷ്യൽസ് എല്ലാം കണ്ടുപിടിച്ചത്. അവരെ റെഫറൻസ് ആക്കി വെച്ചിട്ടാണ് ബാക്കിയുള്ളവരെ എല്ലാവരെയും കണ്ടുപിടിച്ച് വെച്ചേക്കുന്നത്. ഓക്കെ,
അപ്പം ഫസ്റ്റ് പോയിന്റ് നമുക്ക് കിട്ടി. ഏതാണ് ഇത്? ഇലക്ട്രോകെമിക്കൽ സീരീസ് ഈസ് എ ലിസ്റ്റ് ഓഫ് മെറ്റൽസ് ആൻഡ് അതർ സബ്സ്റ്റൻസസ് അറേഞ്ച് ഇൻ റാങ്ക് ഓർഡർ ഓഫ് ഹൗ ഈസിലി ദ മെറ്റൽസ് ക്യാൻ ലൂസ് ഇലക്ട്രോൺസ്. മനസ്സിലായല്ലോ? അവിടെ റിയാക്ഷൻ നോക്കാതെ മെറ്റൽസിനെ മാത്രം നോക്കുക. അവർക്കാണ് ഹയസ്റ്റ് ടെൻഡൻസി ടു ലൂസ് ഇലക്ട്രോൺസ്. എപ്പോഴും ഇലക്ട്രോൺസ് വിൽ ഫ്ലോ, ശ്രദ്ധിക്കേണ്ട അടുത്ത പോയിന്റ്, ഇലക്ട്രോൺസ് വിൽ ഫ്ലോ ഫ്രം മെറ്റൽസ് ഇൻ ദ ടോപ്പ് ഏരിയ ടു ദ മെറ്റൽസ് ഇൻ ദ ബോട്ടം ഏരിയ. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ രണ്ട് ആൾക്കാരെ എടുക്കുക. സോഡിയം എന്ന് പറഞ്ഞൊരു മെറ്റലിനെ, എല്ലാവരും ശ്രദ്ധിച്ചോ, സോഡിയം എന്ന് പറഞ്ഞൊരാളെ അയൺ എന്ന് പറഞ്ഞൊരാളെ എടുക്കുവാണ്. ഇനി ശ്രദ്ധിച്ചോ, ആരായിരിക്കും ഇവിടെ കാഥോഡായിട്ടും ആരാണ് ആനോഡായിട്ടും വർക്ക് ചെയ്യുന്നത്? ഞാൻ പറഞ്ഞു ദ ഇലക്ട്രോൺസ് വിൽ ഓൾവേസ് മൂവ് ഫ്രം ദ എലമെൻറ്റ്സ് അല്ലെങ്കിൽ ഫ്രം ദ മെറ്റൽസ് അറേഞ്ച് ഇൻ ദ ടോപ്പ് ഓഫ് ദ ഇലക്ട്രോകെമിക്കൽ സീരീസ് ടു ദ മെറ്റൽസ് ഇൻ ദ ലോവർ ഓഫ് ദ ഇലക്ട്രോകെമിക്കൽ സീരീസ്. ആ പോയിന്റ് ഒന്ന് എഴുതിയിട്ട് നിങ്ങൾക്ക് പറയാം. ഓക്കെ അല്ലേ? ഇലക്ട്രോൺസ് വിൽ, എന്തൊക്കെ ഇലക്ട്രോകെമിക്കൽ സീരീസിൻ്റെ കാര്യങ്ങൾ, ഇലക്ട്രോൺസ് വിൽ ഓൾവേസ് ഫ്ലോ ഫ്രം മെറ്റൽസ് അറേഞ്ച്ഡ് ഇൻ ടോപ്പ് ഓർഡർ ഓഫ് ES എന്ന് പറയുമ്പോൾ ഇലക്ട്രോകെമിക്കൽ സീരീസ് ടു ദ മെറ്റൽസ് ഇൻ ദ ബോട്ടം ഓഫ് ഇലക്ട്രോകെമിക്കൽ സീരീസ്. ഓക്കെ, അപ്പം ഞാൻ ഓൾറെഡി പറഞ്ഞു ഇലക്ട്രോൺസ് വിൽ ഓൾവേസ് ഫ്ലോ ഫ്രം മെറ്റൽസ് അറേഞ്ച്ഡ് ഇൻ ടോപ്പ് ഓർഡർ അല്ല, ടോപ്പ് ഓഫ്. ഓക്കെ അല്ലേ? ടോപ്പ് ഓർഡർ അല്ല, ടോപ്പ് ഓഫ് ഇലക്ട്രോകെമിക്കൽ സീരീസ് ടു ദ മെറ്റൽസ് ഇൻ ദ ബോട്ടം ഓഫ് ഇലക്ട്രോകെമിക്കൽ സീരീസ്. അപ്പോൾ ഇലക്ട്രോൺസ് എപ്പോഴും ഫ്ലോ ചെയ്യുന്നത് ഇവിടെ നിന്നും താഴോട്ടായിരിക്കും. നമ്മൾ രണ്ട് പേരെ കൺസിഡർ ചെയ്തു. ഇപ്പം നമ്മൾ രണ്ട് ഹാഫ് സെൽ എടുത്താലേ ഒരു ഇലക്ട്രോകെമിക്കൽ സെല്ലാവത്തുള്ളൂ ആണ്. അപ്പം നമ്മൾ സോഡിയത്തിൻ്റെ ഒരു ഹാഫ് സെല്ലും അയണിൻ്റെ ഒരു ഹാഫ് സെല്ലുമാണ് എടുക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇലക്ട്രോൺസ് എവിടെ നിന്നാണോ ഫ്ലോ ചെയ്യുന്നത്? ഇലക്ട്രോൺസ് സോഡിയത്തിൽ നിന്നും അയണിലോട്ടായിരിക്കും ഫ്ലോ ചെയ്യുന്നത്. ഓക്കെ അല്ലേ? സംശയമൊന്നും ഇല്ലല്ലോ? ഇല്ല. അങ്ങനെയാണെങ്കിൽ ആരാണ് റിഡക്ഷൻ അണ്ടർഗോ ചെയ്യുന്നത്? അയൺ ആയിരിക്കും റിഡക്ഷൻ അണ്ടർഗോ ചെയ്യുന്നത്. ആരാണ് ഓക്സിഡേഷൻ അണ്ടർഗോ ചെയ്യുന്നത്? സോഡിയം ആയിരിക്കും ഓക്സിഡേഷൻ അണ്ടർഗോ ചെയ്യുന്നത്. മനസ്സിലായി? അപ്പം നമുക്ക് ഇലക്ട്രോകെമിക്കൽ സീരീസിൽ നിന്ന് നമുക്ക് നേരത്തെ തന്നെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. ഇതൊക്കെ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചേക്കുന്നതാണ്. അത് നമ്മൾ ബോധേഡ് ആവണ്ട. നമ്മൾ ആസ് എ യൂസർ അല്ലെങ്കിൽ നമ്മൾ കണ്ടുപിടിക്കുക സ്റ്റുഡൻറ്റ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇലക്ട്രോൺസ് വിൽ ഫ്ലോ ഫ്രം ദ മെറ്റൽസ് അറേഞ്ച് ഇൻ ടോപ്പ് ഓഫ് ഇലക്ട്രോകെമിക്കൽ സീരീസ് ടു ദ metals in the bottom of electrochemical series and thereby understand which metal will undergo oxidation ആൻഡ് റിഡക്ഷൻ റിയാക്ഷൻ. മനസ്സിലായല്ലോ? യെസ്. ആരാണ് ഓക്സിഡേഷന് വിധേയമാവേണ്ടത്, ആരാണ് റിഡക്ഷന് വിധേയമാവുന്നത്, ഈ ഇലക്ട്രോകെമിക്കൽ സീരീസിലൂടെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ എല്ലാ അർത്ഥത്തിലും ഈ കാര്യം മനസ്സിലായാലും മനസ്സിലായി. ഇനി വേറൊരു രീതിയിലെന്ന് പറയുമ്പോൾ എപ്പോഴും ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യുന്നത് ഹയർ നെഗറ്റീവ് പൊട്ടൻഷ്യലിൽ നിന്ന് ലോവർ നെഗറ്റീവ് പൊട്ടൻഷ്യലിലോട്ടാണ് അല്ലേ? ഹയർ നെഗറ്റീവ് എന്ന് വെച്ചാൽ -2. ഇപ്പോൾ സോഡിയത്തിൻ്റെ ഏതാണോ എല്ലാവരും പറഞ്ഞ് സോഡിയത്തിൻ്റെ പൊട്ടൻഷ്യൽ എത്ര? -2.71. അയണിൻ്റെ പൊട്ടൻഷ്യൽ എത്ര? -0.44. അപ്പം ഹയർ നെഗറ്റിവിറ്റിയിൽ നിന്ന് ലോവർ നെഗറ്റിവിറ്റിയിലോട്ടായിരിക്കും ഇലക്ട്രോൺസിൻ്റെ ഫ്ലോ സംഭവിക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ഇലക്ട്രോകെമിക്കൽ സീരീസിൻ്റെ കൺസെപ്റ്റ് മനസ്സിലായി. പക്ഷേ ഇവിടെ എല്ലാം തന്നെ ശ്രദ്ധിക്കേണ്ട, നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കണം, ഇൻ ഇലക്ട്രോകെമിക്കൽ സീരീസ് the electrode potential is given in terms of the reduction reaction. എന്ന് പറഞ്ഞാൽ എന്താ മിസ് ഉദ്ദേശം? നോക്കിക്കേ, ലിഥിയം ഒരു ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്തിട്ട് ലിഥിയം ആറ്റം ആവുകയാണ്. അതിൻ്റെ പൊട്ടൻഷ്യലാണ് -3.04. അപ്പോൾ ഇലക്ട്രോകെമിക്കൽ സീരീസിനകത്ത് എപ്പോഴും തന്നിരിക്കുന്ന വാല്യൂ സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യലാണ്. ഒരു എലമെൻറ്റ്സ് പോലും ഓക്സിഡേഷന് വിധേയമായിട്ടില്ല. കണ്ടില്ലേ? ഏതെങ്കിലും ഒരു മെറ്റൽ എന്നിട്ട് അവർ ഓക്സിഡേഷൻ റിയാക്ഷൻ ഉണ്ടെന്ന് വെച്ചാൽ ഇലക്ട്രോൺസിനെ കൊടുക്കുന്ന റിയാക്ഷൻ ആണോ? അല്ല. ഇൻ ഇലക്ട്രോകെമിക്കൽ സീരീസ് ദ പൊട്ടൻഷ്യൽ ഈസ് പ്രൊവൈഡഡ് ഫോർ ഇൻ ടേംസ് ഓഫ് സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ. ഓക്കെ, അപ്പോൾ ആ പോയിന്റ് കൊണ്ടൊന്ന് എഴുതിയാലോ? യെസ്. അപ്പം മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഇൻ ഇലക്ട്രോകെമിക്കൽ സീരീസ് ദ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് പറഞ്ഞുതരാം എന്തുകൊണ്ടാണ്. ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഈസ് പ്രൊവൈഡഡ് ഇൻ ടേംസ് ഓഫ്, ശ്രദ്ധിച്ചോ, ഇൻ ടേംസ് ഓഫ് സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ. വാല്യൂസ് എല്ലാം റിഡക്ഷൻ പൊട്ടൻഷ്യൽ, ഓക്സിഡേഷന് വിധേയമായവരല്ല. ആരും ഇലക്ട്രോൺസിനെ ലൂസ് ചെയ്യുന്ന, ഇലക്ട്രോൺസിനെ ഗെയിൻ ചെയ്ത് കഴിഞ്ഞാലുള്ള അവരുടെ വാല്യൂ, അവരുടെ പൊട്ടൻഷ്യലാണ് തന്നത്, റിഡക്ഷൻ പൊട്ടൻഷ്യലാണ് തന്നിട്ടുള്ളത്. അതിനെന്താ പ്രസക്തി മിസ്സേ എന്ന് പറയുമ്പം എല്ലാവരും ശ്രദ്ധിച്ചാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ് പറയാമോ? നോക്കിക്കേ, ഡാനിയൽ സെല്ലിനകത്ത് എല്ലാവരും ശ്രദ്ധിച്ചോ, നമ്മുടെ ഡാനിയൽ സെല്ലിനകത്ത് എന്ത് റിയാക്ഷൻ ആയിരുന്നു? സിങ്ക് എന്താവുന്നു? സിങ്ക് 2+ 2 ഇലക്ട്രോൺസിനെ ലൂസ് ചെയ്യുന്നത്. ഇവരാരാണ്? ഓക്സിഡേഷൻ റിയാക്ഷന് വിധേയമായവരാണ്.
കോപ്പർ എന്താണ് ചെയ്യുന്നത്? കോപ്പർ അയോൺ 2 ഇലക്ട്രോൺസിനെ ഗെയിൻ ചെയ്തിട്ട് ആരാവാണ്? കോപ്പർ ആറ്റം ആവാണ്. റിഡക്ഷൻ റിയാക്ഷനാണ്. അപ്പം ഞാൻ പറഞ്ഞു റിഡക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ആരാണ് അവർ ആക്ട് ചെയ്യുന്നത്? റിഡക്ഷനുള്ളവരാണ് കാഥോഡായിട്ട് ആക്ട് ചെയ്യുന്നത്, ഓക്സിഡേഷനുള്ളവരാണ് ആനോഡായിട്ട് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ശരിക്കും പറയുവാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന റിഡക്ഷൻ പൊട്ടൻഷ്യലിൻ്റെ E0 എന്ന് വെച്ചാൽ റിഡക്ഷൻ പൊട്ടൻഷ്യൽ വാല്യൂ അങ്ങനെ കൊടുക്കാം. സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഓഫ് കോപ്പർ. എല്ലാവരും ഈ പറഞ്ഞ സീരീസിലോട്ട് വന്നേ. പറഞ്ഞോളൂ, കോപ്പർ എന്തുവാണ് അണ്ടർഗോ ചെയ്യുന്നത്? റിഡക്ഷൻ. അപ്പോൾ റിഡക്ഷൻ ഉണ്ട്. ഓക്കെ, ഇത് എല്ലാവരും ശ്രദ്ധിച്ച് ആർക്കെങ്കിലും കാണാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇതാണ് നമ്മുടെ കോപ്പർ Cu2++2 ഇലക്ട്രോൺസ് ഗീവ് Cu. അതിൻ്റെ വാല്യൂ 0.34. ആർക്കെങ്കിലും കാണാൻ പറ്റും, ഞാൻ പറഞ്ഞുതരാം. ഇലക്ട്രോകെമിക്കൽ സീരീസിനകത്ത് Cu2++2 ഇലക്ട്രോൺസ് കോപ്പർ ആറ്റം ആവുന്നു. അതിൻ്റെ സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ വാല്യൂ എന്ന് പറഞ്ഞാൽ 0.34 ആണ്. ഓക്കെ, എന്താണ് വാല്യൂ? 0.34. ഈ വാല്യൂവിന് +0.34 മാറ്റം വല്ലതും ഉണ്ടോ? ഇല്ല. കാരണം എന്താണെന്നറിയാമോ? ഇത് ഈ പറയുന്ന കോപ്പർ ശരിക്കും ഡാനിയൽ സെല്ലിനകത്ത് റിഡക്ഷന് വിധേയമായവരാണ്. മനസ്സിലായി? ശരിക്കും അവർ റിഡക്ഷന് വിധേയമായവരെന്നാണ്. അപ്പം ഈ വാല്യൂവിന് ഒരു മാറ്റവും ഇല്ല. കണ്ടില്ല, 0.34. ഇനി അടുത്ത ഏതാ? നമ്മുടെ ഓക്സിഡേഷന് വിധേയമായവരാണ് സിങ്ക്. ശരിക്കും പറഞ്ഞാൽ അതിന് തിയറി കുറേ ബാക്കിലുണ്ട്. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നെഗറ്റീവ് ഓഫ് സ്റ്റാൻഡേർഡ്. അത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് തിരിച്ചു കൊടുക്കുന്നതായിരിക്കും നല്ലത്. കേട്ടല്ലോ, അതാണ് കറക്റ്റ് കൺസെപ്റ്റ്, അല്ലെങ്കിൽ തെറ്റും. കാരണം നോക്കിക്കാം, സ്റ്റാൻഡേർഡ് അത് വലിയൊരു തിയറിയാണ്, നമുക്ക് വേണ്ട. നിങ്ങൾ ജസ്റ്റ് ഇത്ര ഓർത്തിരുന്നാൽ മതി. സ്റ്റാൻഡേർഡ് ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ഓഫ് സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ ആയിരിക്കും. മനസ്സിലായാലും. അത് ജസ്റ്റ് ഇപ്പോൾ തൽക്കാലത്തേക്ക് നമ്മൾ എക്സ്പെരിമെൻ്റലി കണ്ടുപിടിക്കുന്നതാണ് ഇതൊക്കെ. ഓക്കെ, അപ്പോൾ നോക്കിക്കേ, സിങ്ക് എന്ന് പറഞ്ഞാൽ ഓക്സിഡേഷന് വിധേയമായ ആളാണ്. ഓക്കെ അല്ലേ? പക്ഷേ നമുക്കാരാണ്? അവർ ആനോഡാണ്. അവരാരാണ്? ഓക്സിഡേഷന് വിധേയമായവരാണ്. അപ്പം നമുക്ക് ഇലക്ട്രോകെമിക്കൽ സീരീസിനകത്ത് എല്ലാവരും വന്നേ. നമുക്കിവിടെ സിങ്കിൻ്റെ നോക്കിയാലോ. ഇത് കണ്ടോ, സിങ്ക് റെഡ്യൂസ്ഡ് ആകുമ്പോഴുള്ള വാല്യൂ എന്ന് പറഞ്ഞാൽ -0.76 ആണ്. ഓക്കെ, ഇവിടെ കാണുന്നില്ല എന്നുണ്ടെങ്കിൽ -0.76 ആണ് അവരുടെ സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ വാല്യൂ. അവർ റെഡ്യൂസ്ഡ് ആവുകയാണെങ്കിൽ സിങ്ക് 2 ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്തിട്ട് സിങ്ക് ആറ്റം ആവുമ്പം അപ്പോഴുള്ള വാല്യൂ എന്ന് പറഞ്ഞാൽ -0.76 ആണ്. ഓക്കെ, യെസ്. അപ്പം നമുക്ക് പക്ഷേ എന്താണ് ഇവിടെ റിയാക്ഷൻ നേരെ ഓപ്പോസിറ്റാണ് സംഭവിക്കുന്നത്. അവർ ഓക്സിഡൈസ്ഡ് ആവുകയാണ്. അപ്പോൾ സ്റ്റാൻഡേർഡ് ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ എന്ന് വെച്ചാൽ നെഗറ്റീവ് ഓഫ് സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ ദാറ്റ് ഈസ് -0.6 വിച്ച് ഈസ് +0.76 ആണ്. മനസ്സിലായോ? മനസ്സിലായി. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ദ കംപ്ലീറ്റ് EMF അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് സെൽ പൊട്ടൻഷ്യൽ ഓഫ് ഡാനിയൽ സെൽ എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് സെൽ പൊട്ടൻഷ്യൽ ഓഫ് ഡാനിയൽ സെൽ എന്ന് പറഞ്ഞ് E0 സെൽ എന്ന് പറഞ്ഞ് എത്രയാണെന്നറിയാം? ഇവർ രണ്ടുപേരും കൂടെ ആഡ് ചെയ്യുക. +0.34 +0.76 അങ്ങനെയാണ് നമുക്ക് 1.1 വോൾട്ട് കിട്ടുന്നത്. സംശയമൊന്നുമില്ലല്ലോ ആർക്കും? ഓക്കെ സ്റ്റുഡൻസ്, എങ്ങനെയാണ് 1.1 വോൾട്ട് കിട്ടിയെന്ന് മനസ്സിലായാലും ഇത് നമുക്ക് ഡയറക്റ്റ്ലി എവിടെ നിന്ന് കിട്ടുന്നതാണ്? ഇലക്ട്രോകെമിക്കൽ സീരീസിൽ നിന്ന് കിട്ടുന്നത്. പക്ഷേ ശരിക്കും അതിനെ ഈ പറയുന്ന ഇക്വേഷനെ അനലൈസ് ചെയ്യാൻ വേറൊരു രീതിയുണ്ട്. E0 സെൽ എന്ന് പറയുന്നത് ഈ കാഥോഡ് -E ആനോഡാണ്. അപ്പം ആനോഡ് എന്ന് പറയുന്നതിനകത്ത് നെഗറ്റീവ് സൈൻ വരാനുള്ളൊരു കാര്യം ഇതാണ്. കാരണം എന്താണ്? കാഥോഡ് എന്ന് പറയുന്ന ആൾ റിഡക്ഷൻ അണ്ടർഗോ ചെയ്യുന്നവരാണ്. ആരാണ് ഇവിടെ റിഡക്ഷൻ അണ്ടർഗോ ചെയ്തത്? കോപ്പറാണ്. കോപ്പറിൻ്റെ +0.34 തന്നെ. അപ്പം കാഥോഡിന് ഒരിക്കലും സൈൻ കൺവേർഷൻ വന്നില്ല, പോസിറ്റീവ് തന്നെ. പക്ഷേ ആനോഡ് എന്ന് പറഞ്ഞാൽ ആരാണ് അണ്ടർഗോ ചെയ്യുന്നത്? ആനോഡിൽ ആരാണ്? സിങ്ക് ആണ്. സിങ്ക് ഓക്സിഡൈസ്ഡ് ആവുകയാണ്. പക്ഷേ നമ്മുടെ ഇലക്ട്രോകെമിക്കൽ സീരീസിനകത്ത് സിങ്ക് റെഡ്യൂസ്ഡ് ആവുന്ന വാല്യൂ ആണ് തന്നിട്ടുള്ളത്. അത് -0.76. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ മൈനസും പിന്നെ ആനോഡിൻ്റെ -0.76 അതിന് ഈ മൈനസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ ഈ മൈനസ് ഇട്ടേക്കുന്നത്. മനസ്സിലായല്ലോ? കാഥോഡ് ഇപ്പം നമ്മൾ പറയും ഈ കാഥോഡ് -E ആണ്. വൈ ആനോഡിന് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോകെമിക്കൽ സെല്ലിനകത്ത് ആനോഡിൻ്റെ പൊട്ടൻഷ്യൽ നെഗറ്റീവാണ്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റ് ആണ്. ആനോഡ് പൊട്ടൻഷ്യൽ ഈസ് നെഗറ്റീവ് ഇൻ ഇലക്ട്രോകെമിക്കൽ സെൽ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടല്ലോ, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.
കാരണം എന്തുകൊണ്ടാണ് ആനോഡിന് ആ നെഗറ്റീവ് പൊട്ടൻഷ്യൽ നെഗറ്റീവ് വാല്യൂ നെഗറ്റീവായിട്ടുള്ളൊരു വാല്യൂ ഇട്ട് കൊടുത്തത് എന്താന്ന് പറഞ്ഞാൽ വൈ? ബിക്കോസ് നമ്മുടെ ഇലക്ട്രോകെമിക്കൽ സീരീസിനകത്ത് എല്ലാം തന്നെ റിഡക്ഷനാണ്. കാഥോഡായിട്ട് ആക്ട് ചെയ്യുമ്പോഴാണ് വാല്യൂസ് കിട്ടിയിട്ട്. അപ്പോൾ അവർ ആനോഡായിട്ട് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരുടെ കറക്റ്റ് വാല്യൂ എന്ന് പറയുമ്പോൾ -0.76, അങ്ങനെയാണ് 1.1 വോൾട്ട് കിട്ടുന്നത്. മനസ്സിലായല്ലോ? അപ്പം നിങ്ങൾ ഇത് കണ്ടോ, ഇപ്പം ഞാനിത് ഇക്വേഷൻ വൈസ് ചെയ്തു. ഞാൻ ഇക്വേഷൻ ഒന്നും കണ്ടെത്താതെ സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഓഫ് കോപ്പർ 0.34ഉം സ്റ്റാൻഡേർഡ് ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ എന്ന നെഗറ്റീവ് ഓഫ് സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യലാണ്. മനസ്സിലായല്ലോ? 0.7 അവിടെ ജസ്റ്റ് ആഡ് ചെയ്താൽ മതി. അവിടെ ഇക്വേഷൻ വൈസ് വരുമ്പോഴത്തേക്കും കാഥോഡ് -E ആണ്. ആ മൈനസ് വരാൻ കാര്യം എന്തുവാണ്? ആനോഡ് എന്ന് പറഞ്ഞാൽ ഓക്സിഡേഷൻ റിയാക്ഷൻ അണ്ടർഗോ ചെയ്യുന്നവരാണ്. പക്ഷെ നമ്മുടെ ഇലക്ട്രോകെമിക്കൽ സീരീസിനകത്തെല്ലാം റിഡക്ഷൻ റിയാക്ഷൻ അണ്ടർഗോ ചെയ്തിട്ടുള്ള പൊട്ടൻഷ്യൽ വാല്യൂസ് ആണ് തന്നിട്ടുള്ളത്. അപ്പം ശരിക്കും ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ എന്താണിത്? ഇതിൻ്റെ ബേസിസിലാണ് അത് കൊടുത്തേക്കുന്നത്. മൈനസ് ഓഫ് സ്റ്റാൻഡേർഡ് ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ, അതിന് വേണ്ടിയിട്ടാണ് ഈ മൈനസ് കൊടുത്തേക്കുന്നത്. മനസ്സിലായി? വളരെ ഇമ്പോർട്ടൻ്റ്. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കൺസെപ്റ്റാണ്. മനസ്സിലായോ? അപ്പം ഇലക്ട്രോകെമിക്കൽ സീരീസിനകത്ത് ആദ്യത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇതാണ്. രണ്ടാമത്തെ പോയിന്റ് ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യുന്ന ആ ഒരു കൺസെപ്റ്റ്. മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഇലക്ട്രോ പൊട്ടൻഷ്യൽസ് പ്രൊവൈഡ് ഇൻ ടേംസ് ഓഫ് സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ. ഇനി നാലാമത്തെ അവരുടെ ഒരു കൺസെപ്റ്റ് എന്ന് പറയുമ്പം ശ്രദ്ധിച്ചോളൂ, ഇലക്ട്രോകെമിക്കൽ സീരീസ് ഹെൽപ്സ് ഇൻ പ്രെഡിക്റ്റിംഗ് എന്താണ്? ഹെൽപ്സ് ഇൻ പ്രെഡിക്റ്റിംഗ് ദ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ. ഓക്കെ, എന്താണ്? ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷനെ പ്രെഡിക്റ്റ് ചെയ്യാൻ സഹായിക്കും എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവിടെ സംഭവിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പം ഇലക്ട്രോകെമിക്കൽ സീരീസിൽ മുകളിലുള്ള മെറ്റൽസ് ഉണ്ടല്ലോ, ആ മുകളിലുള്ള ടോപ്പ് സീരീസിലോ ടോപ്പിലുള്ള മെറ്റൽസിനെ നമ്മൾ ബോട്ടം പാർട്ടിലുള്ള അയോൺസ് ത്ത് ഡിപ്പ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അവിടെ നടക്കുന്ന റിയാക്ഷനാണ് ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ. ഓക്കെ അല്ല? ഞാൻ എഴുതിക്കോട്ടെ. യെസ്. അപ്പോൾ നോക്കിക്കേ സ്റ്റുഡൻസ്, when a metal, ഞാൻ എഴുതിയേക്കുന്നുണ്ട്, when a metal from electrochemical series is mixed with ions of a metal lower in electrochemical series. ഓക്കെ സ്റ്റുഡൻസ്, ഇതെന്താ ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ, ഞാനിപ്പോൾ ഒരു മെറ്റൽ എടുത്തു, ഫോർ എക്സാമ്പിൾ ഈ ലിഥിയം എടുത്തു. ആ ലിഥിയത്തിനെ ഞാൻ എവിടെയാണ് ഇമേഴ്സ് ചെയ്ത് വെക്കുന്നത്? ഞാൻ ഈ പറഞ്ഞ ലിഥിയത്തിൻ്റെ താഴോട്ടുള്ള ഏതെങ്കിലും മെറ്റൽസിൻ്റെ സൊല്യൂഷനകത്ത് ഇമേഴ്സ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ നടക്കും എന്നാ പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ എഴുതിയേക്കുന്നുണ്ടോ, when a metal from electrochemical series is mixed with ions of a metal lower in electrochemical series സംഭവിക്കുമ്പം the electrons are pushed from the metal to the ions. ഓക്കെ അല്ലേ? ആ സമയത്ത് ഇലക്ട്രോൺസ് ആർ പുഷ്ഡ് ഫ്രം ദ മെറ്റൽസ് ടു ദ അയോൺസ് ആൻഡ് ദ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ ഹാപ്പൻസ്. ഓക്കെ അല്ലേ? യെസ്. ഞാൻ കാണിച്ചുതരാം, എക്സ്പ്ലെയിൻ ചെയ്തുതരാം. ഓക്കെ അല്ലേ? ഇപ്പോൾ ജസ്റ്റ് തിയറി എഴുതിയെന്ന് മാത്രം. എന്ന് പറഞ്ഞാൽ എക്സാമ്പിളായിട്ട് ഞാൻ എടുക്കാൻ പോകുന്നത് ആരെയാണെന്ന് വെച്ചാൽ, ഞാൻ അയണിനെ കോപ്പറിനെ എടുക്കുവാണ്. എല്ലാവരും ശ്രദ്ധിച്ചോ, അതെ, ഇത് എൻ്റെ അയണും ഇത് എൻ്റെ കോപ്പറും. ഓക്കെ അല്ലേ? അപ്പം ഞാൻ ഒരു അയൺ നെയിലിനെ എടുക്കുവാണ്. ഓക്കെ, എക്സ്പെരിമെൻ്റലി ശ്രദ്ധിച്ചോളൂ. ഒരു അയൺ നെയിൽ, ഇതെൻ്റെ ആണിയാണ്. ഓക്കെ അല്ലേ? അയൺ നെയിലാണേ, അയൺ നെയിൽ. ഒരു ആണീനെ ഞാൻ എവിടെ ഇമേഴ്സ് ചെയ്ത് വെക്കുന്നു? ഒരു കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനകത്ത് ഇമേഴ്സ് ചെയ്ത് വെക്കുന്നു. ഓക്കെ, ഇതാണ് കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ. അത് ശരിക്കും പറഞ്ഞാൽ ഇവിടെ എഴുതണ്ട കേട്ടോ, നമുക്കിവിടെ അയോൺ ആയിട്ട് ഇട്ടാൽ മതി. എവിടെയാണ്? കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ. അത് അവിടെ ആരൊക്കെയുണ്ട്? Cu2+ഉം SO4 2-. ആരാണ്? Cu2+ഉം SO4 2-. എന്ത് റിയാക്ഷനാണ് സംഭവിക്കുന്നത്? എല്ലാവരും പറഞ്ഞു. ഞാൻ നിങ്ങൾക്ക് എക്സ്പെരിമെൻ്റലി തരാൻ പോകുന്ന ഒരു അയൺ നെയിലിനെ എടുത്തിട്ട് കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനകത്ത് മിക്സ് ചെയ്യുന്നു. ഓക്കെ അല്ലേ? അതാണ് when a metal from electrochemical series is mixed with ions of a metal lower in electrochemical series. അപ്പോൾ അയൺ അല്ലേ മുകളിൽ, കോപ്പർ സൾഫേറ്റിൻ്റെ കോപ്പർ അല്ലേ താരം, കോപ്പർ അയോൺസ്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കോപ്പർ സൾഫേറ്റ് എടുത്തിട്ടുള്ളത്. Cu2+ കിട്ടാൻ വേണ്ടിയിട്ടാണ് കോപ്പർ സൾഫേറ്റ് എടുത്തിട്ടുള്ളത്. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? ഈ പറയുന്ന മെറ്റൽ ഇലക്ട്രോൺസിനെ പുഷ് ചെയ്യും. എന്ന് പറഞ്ഞാൽ ഇവിടെ നോക്കിക്കേ, എല്ലാവരും നോക്കിക്കേ, Fe എന്ന് പറയുന്ന ആൾ എന്ത് കൊടുക്കും? Fe2++ 2 ഇലക്ട്രോൺസ്. ശ്രദ്ധിച്ച് എല്ലാവരും മുകളിലോട്ട് പോയിക്കേ. യെസ്, Fe2++ 2 ഇലക്ട്രോൺസ് ആണ് Fe. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുക? അത് റിഡക്ഷൻ. അപ്പോൾ ഇവിടെ Fe എന്ന് പറഞ്ഞാൽ Fe2++ 2 ഇലക്ട്രോൺസിനെ കൊടുക്കും. അപ്പോൾ കോപ്പർ എന്ത് ചെയ്യും? കോപ്പർ അയണാണ്. കോപ്പർ ആ 2 ഇലക്ട്രോൺസിനെ ഗെയിൻ ചെയ്തിട്ട് എന്തായി മാറും? കോപ്പർ ആറ്റമായി മാറും. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? കോപ്പർ ആറ്റത്തിന് എപ്പോഴെങ്കിലും സൊല്യൂഷനിൽ നിലനിൽപ്പുണ്ടോ? ഇല്ല. കോപ്പർ ആറ്റം എന്തായി മാറും? ദേ വിൽ ഗെറ്റ് കോട്ടഡ് ഓവർ ദിസ് അയൺ നെയിൽ. അവരൊരു കോട്ടിംഗ് ഉണ്ടാക്കും. ദേ ഞാൻ കാണിച്ചു തരാം ക്ലിയർലി. ദേ ഓക്കെ, ഇങ്ങനൊരു കോട്ടിങ്. അതാണ് നമ്മുടെ
അയൺ നെയിലിന് വേറൊരു കളർ അറ്റൈൻ ചെയ്യും. വൈ? ഈ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ അവിടെ സംഭവിക്കും. ബിക്കോസ് ആ അയണിൽ നിന്ന് പോയി ഇലക്ട്രോൺസ് കോപ്പർ സ്വീകരിച്ചു കഴിഞ്ഞാൽ കോപ്പർ അയോൺ ആണോ? അല്ല. ഇപ്പോൾ കോപ്പർ ആറ്റമാണ്. കോപ്പർ ആറ്റത്തിന് സൊല്യൂഷനിൽ എക്സിസ്റ്റൻസ് ഉണ്ടോ? ഒരിക്കലുമില്ല. അവരെന്ത് ചെയ്യും? ദേ വിൽ ഗെറ്റ് സ്റ്റിക്ഡ് ടു ദ അയൺ നെയിൽ, ദെയർ ബൈ ഫോമിങ് എ ഡിഫറെൻറ്റ് കോട്ടിംഗ് ഓൺ ടു ദ അയൺ നെയിൽ അല്ലേ. അപ്പം അതൊന്ന് എഴുതിക്കേ. ദ കോപ്പർ ആറ്റംസ് cannot exist in solution and they get sticked to the iron nail and forms a coating. അങ്ങനെ ഒരു കോട്ടിംഗ് ഉണ്ടാവും. ആ ഒരു റിയാക്ഷനാണ് ഇവിടെ ഡിസ്പ്ലേസ്മെൻറ്റ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഡിസ്പ്ലേസ്ഡ് ആയി. കോപ്പർ സൊല്യൂഷനിൽ നിന്നും എവിടോട്ട് പോയി? അയണിലോട്ട് അറ്റാച്ച്ഡ് ആയി. ഡിസ്പ്ലേസ്മെൻറ്റ് സംഭവിച്ചു. ഓക്കെ അല്ലേ? അപ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ഇവിടെ ഈ പറയുന്ന രണ്ട് റിയാക്ഷൻസും, ഇതും ഇത് രണ്ടാമത്തെ, ഈ രണ്ട് റിയാക്ഷൻസും ഒക്കർ ഇന്ന് സൈമുൾട്ടേനിയസ്ലി ആണ്. അങ്ങനത്തെ ഒരു റിയാക്ഷനാണ് നമ്മൾ എന്ത് പറയുന്നത്? റിഡോക്സ് റിയാക്ഷൻ എന്ന് പറയുന്നത്. ദീസ് ടു റിയാക്ഷൻസ് ഒക്കർ simultaneously, therefore the name redox reaction. ഓക്കെ അല്ലേ? യെസ്. അപ്പം നമ്മൾ ഇലക്ട്രോകെമിക്കൽ സീരീസിലൂടെ എന്തൊക്കെ പഠിച്ചു? അവരുടെ മെയിൻ ആയിട്ടുള്ള വർക്കിംഗ് പഠിച്ചു. ഓക്കെ അല്ലേ? യെസ്. എങ്ങനെയാണ് വർക്കിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത്, അവിടെ ആ കൺസെപ്റ്റ് എന്താണെന്നുള്ളത്. ഓക്കെ അല്ലേ? അപ്പം നിങ്ങൾക്കൊരു എക്സാമിനകത്ത് ഇലക്ട്രോകെമിക്കൽ സീരീസ് തരുവാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം എന്താണ്, ആരാണ് ഓക്സിഡേഷന് വിധേയമാവുന്നത്, ആരാണ് റിഡക്ഷന് വിധേയം. മുകളിലുള്ളവർ മനസ്സിലായില്ലേ? നമ്മൾ സെലക്ട് ചെയ്യുന്ന സോഡിയത്തിനെയും അയണിനെ ആണെന്നുണ്ടെങ്കിൽ സോഡിയത്തിനായിരിക്കും ഇലക്ട്രോൺസിനെ ലൂസ് ചെയ്യാൻ ടെൻഡൻസി. ഒരിക്കലും നോക്കിക്ക് ഇവിടെ എല്ലാം റിഡക്ഷൻ റിയാക്ഷൻ, ഇലക്ട്രോൺസിനെ ഗെയിൻ ചെയ്ത് സംഭവിക്കുന്നതാണ്. പക്ഷേ എപ്പോഴും ഓർക്കേണ്ടത് സോഡിയത്തിനാണ് ഹയസ്റ്റ് ടെൻഡൻസി ഇലക്ട്രോൺസിനെ ലൂസ് ചെയ്യാൻ ദാൻ അയണിനെക്കാട്ടും. അപ്പോൾ സോഡിയം ലൂസ് ചെയ്യുന്ന ഇലക്ട്രോണിനെ ആരാണ് എടുക്കുന്നത്? അയണാണ് എടുക്കുന്നത്. മനസ്സിലായല്ലോ? കാര്യം മനസ്സിലായല്ലോ? അപ്പോൾ സോഡിയം ഓക്സിഡേഷന് വിധേയമാവുന്നു, അയൺ റിഡക്ഷന് വിധേയമാവുന്നു. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ ഒരു ഇലക്ട്രോകെമിക്കൽ സെല്ല് സെറ്റപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അതൊന്ന്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഇലക്ട്രോകെമിക്കൽ സീരീസിനകത്ത് എപ്പോഴും കൊടുത്തിരിക്കുന്ന വാല്യൂ എന്ന് പറഞ്ഞ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞ വാല്യൂ കൊടുത്തിരിക്കുന്ന സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ, റെഡ്യൂസ്ഡ് ആകുമ്പോഴുള്ള പൊട്ടൻഷ്യലാണ് കൊടുത്തേക്കുന്നത്. മനസ്സിലായോ? ഈ പറയുന്ന ഹൈഡ്രജനെ വെച്ചിട്ട് ഇവരെല്ലാം റെഡ്യൂസ്ഡ് ആവുകയാണ്. മനസ്സിലായോ? അതെ, അതാണ് ഈ ആരോ കണ്ടോ, ഇൻക്രീസിങ് ഓർഡർ ഓഫ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ. കറക്റ്റ് ഇതാ, ഇൻക്രീസിങ് ഓർഡർ ഓഫ് ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ. കാരണം മുകളിലുള്ളവരെല്ലാം ഓക്സിഡൈസ്ഡ് ആവുകയാണ് ചെയ്യുന്നത്. ശരിക്കും ഇവിടെ ഇത് കാണിച്ച് റിഡക്ഷൻ റിയാക്ഷൻ ആണെങ്കിലും ശരിക്കും സംഭവിക്കുന്ന മുകളിലുള്ളവർ ഇലക്ട്രോൺസിനെ ലൂസ് ചെയ്യും, താഴെയുള്ളവർ ഇലക്ട്രോൺസിനെ ഗെയിൻ ചെയ്യും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഡാനിയൽ സെല്ലിനകത്ത് 1.1 വോൾട്ട് എങ്ങനെയാണ് കിട്ടിയെന്നുള്ളത് മനസ്സിലായി. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ പറയുന്ന റിയാക്ഷൻ, ഈ പറഞ്ഞ റിയാക്ഷനിൽ ഈ പറഞ്ഞ ഇക്വേഷൻ്റെ അടിസ്ഥാനം E0 സെൽ ഈക്വൽ ടു ഇ കാഥോഡ് മൈനസ് ഇ ആനോഡ്, ഈ ആനോഡിന് നെഗറ്റീവ് എന്തുകൊണ്ട് വന്നു എന്നുള്ളതിന് ഒരു സൊല്യൂഷനാണ് ഇലക്ട്രോകെമിക്കൽ സീരീസ്. അത് കഴിഞ്ഞിട്ട് എന്താണ് ഡിസ്പ്ലേസ്മെൻറ്റ്, എങ്ങനെയാണ് ഡിസ്പ്ലേസ്മെൻറ്റ് കൺസെപ്റ്റ് വരുന്നതും എങ്ങനെയാണ് റിഡോക്സ് റിയാക്ഷൻ വരുന്നതും ഞാൻ പഠിപ്പിച്ചു. നോക്കില്ലേ? അപ്പം ഈ സെക്ഷനിൽ നിങ്ങൾക്ക് പഠിപ്പിച്ചെല്ലാം മനസ്സിലായി. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. കെമിസ്ട്രി, ഇലക്ട്രോ കെമിസ്ട്രി പഠിക്കുവാണെന്നുണ്ടെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൺസെപ്റ്റാണ് SHയും ഇലക്ട്രോകെമിക്കൽ സീരീസും. ഓക്കെ അല്ലേ? അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മൾ ഈ സെഷനിൽ കവർ ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് നെർൻസ്റ്റ് ഇക്വേഷൻ. അപ്പം Nernst equation is mainly used for determining the cell potential ആണ്. ഓക്കെ അല്ലേ? ബട്ട് നമ്മൾ ഓൾറെഡി സെൽ പൊട്ടൻഷ്യൽ കണ്ടുപിടിച്ചിട്ടുണ്ടല്ലോ. ഇലക്ട്രോകെമിക്കൽ സീരീസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് പഠിച്ചപ്പം എല്ലാവരും ശ്രദ്ധിച്ച് ഇങ്ങോട്ട് ജസ്റ്റ് നമ്മളൊന്ന് റിവൈസ് ചെയ്യാൻ വിചാരിച്ചോ. ബട്ട് സ്റ്റിൽ അതിൻ്റെ ഒരു യൂസ്ഫുൾനെസ് ഇവിടെ നമുക്ക് കുറച്ചും കൂടെ മനസ്സിലാവും. ഓക്കെ അല്ലേ? അപ്പം നമ്മൾ ഇലക്ട്രോകെമിക്കൽ സീരീസ് പഠിക്കുന്ന സമയത്ത് E0 ഓഫ് സെൽ ഈക്വൽ ടു ഇ കാഥോഡ് മൈനസ് ഇ ആനോഡ് എന്ന് നമ്മളൊരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ ആ സമയത്ത് ഈ E0 ഓഫ് സെൽ എന്താണ് ശരിക്കും പറഞ്ഞാൽ? ഈ E0 ഓഫ് സെൽ എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യലാണ്. ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ അല്ല, സ്റ്റാൻഡേർഡ് സെൽ പൊട്ടൻഷ്യൽ. ഓക്കെ അല്ലേ? കംപ്ലീറ്റ് സെല്ലിൻ്റെ സ്റ്റാൻഡേർഡ് സെൽ പൊട്ടൻഷ്യൽ. അപ്പോൾ ഈ സ്റ്റാൻഡേർഡ് സെൽ പൊട്ടൻഷ്യൽ എന്ന് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നമ്മൾ റിയാക്ഷൻസ് നടത്തുന്ന സമയത്ത് അതിൻ്റെ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ 298 കെൽവിൻ, ദാറ്റ് മീൻസ് 25 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കണം. 1 അറ്റ്മോസ്ഫിയറിക് പ്രഷറിലായിരിക്കണം റിയാക്ഷൻ നടക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ എല്ലാവരുടെയും നമ്മുടെ ഇലക്ട്രോലൈറ്റുകൾ അവരുടെ കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ 1 മോളാർ സൊല്യൂഷൻ ആയിരിക്കണം. 1 മോളാർ ആയിരിക്കണം അവരുടെ കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ. ഓക്കെ, എക്സാമ്പിളോട് കൂടി പറയാം.
ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ ഒരു കണ്ടീഷൻ എന്ന് വെച്ചാൽ അവരുടെ ടെമ്പറേച്ചർ 298 കെൽവിൻ 1 അറ്റ്മോസ്ഫിയറിക് പ്രഷർ, ഏറ്റവും ശ്രദ്ധിക്കപ്പെടേണ്ടത് അവരുടെ കോൺസെൻട്രേഷനാണ്. 1 മോളാർ കോൺസെൻട്രേഷനിലായിരിക്കും നമ്മുടെ ഇലക്ട്രോലൈറ്റ്. അങ്ങനെയാണെങ്കിലാണ് നമ്മൾ ഈ പറയുന്ന ഇക്വേഷൻ, ഏത് ഈ പറയുന്ന ഈ സെൽ എന്ന് പറയുന്ന ഇക്വേഷൻ, ഇ നോട്ട് സെൽ, കേട്ടല്ലോ, ദാറ്റ് മീൻസ് സ്റ്റാൻഡേർഡ് സെൽ പൊട്ടൻഷ്യൽ ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ ബേസിക്കലി നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മ കാണും വെൻ ഐ ടോട്ട് യു ഡാനിയൽ സെൽ. അപ്പോൾ ഡാനിയൽ സെല്ലിൻ്റെ റിയാക്ഷൻ എന്താണ്? Zn എന്ന് പറഞ്ഞാൽ Zn2++2 ഇലക്ട്രോൺസും അതുപോലെ തന്നെ നമ്മുടെ കോപ്പർ അയോൺ Cu2++2 ഇലക്ട്രോൺസ് ഗെയിൻ ചെയ്തിട്ട് Cu ആവുന്നത്. ഈ രണ്ട് റിയാക്ഷൻസ് നിങ്ങൾക്ക് നല്ല ഓർമ്മയുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഈ സിങ്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓക്സിഡൈസ്ഡ് ആവുകയാണ്. അതുകൊണ്ട് തന്നെ ഇറ്റ് വിൽ ആക്ട് ആസ് എൻ ആനോഡ്. ആൻഡ് കോപ്പർ എന്ന് പറഞ്ഞാൽ റിഡക്ഷന് വിധേയമാവുകയാണ്. അതുകൊണ്ട് തന്നെ അത് കാഥോഡായിട്ടും ആക്ട് ചെയ്യും. അപ്പം എന്താണ് നമ്മുടെ സിങ്ക് എന്ന് പറഞ്ഞാൽ ഓക്സിഡേഷന് വിധേയമാവുകയാണ്. കോപ്പർ ഇലക്ട്രോൺസിനെ ഗെയിൻ ചെയ്യുന്നതുകൊണ്ട് റിഡക്ഷന് വിധേയമാവുകയാണ്. ഓക്കെ അല്ലേ? യെസ്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഇലക്ട്രോകെമിക്കൽ സീരീസ് ആ ഒരു ചാർട്ട്, ആ ലിസ്റ്റ് എല്ലാവർക്കും ഓർമ്മ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അതല്ലാത്ത പക്ഷം ഞാൻ നിങ്ങൾക്ക് വേണ്ടി ആ ലിസ്റ്റ് ഒന്നും കൂടെ കാണിക്കാം. അപ്പോൾ ഞാൻ ഈ വട്ടം ശരിക്കും പറഞ്ഞാൽ 2 ലിസ്റ്റ് കാണിക്കുന്നുണ്ട്. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ അല്ലേ സ്റ്റുഡൻസ്? യെസ്. ഓക്കെ സ്റ്റുഡൻസ്, സോ അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചേ, നമ്മളിത് സിങ്ക്, നമ്മൾ ഏത് ഡാനിയൽ സെല്ലിന് എക്സാമ്പിളാണ് എടുത്തിട്ടുള്ളത്. ഓക്കെ അല്ലേ? അപ്പോൾ ഡാനിയൽ സെല്ലിന് എക്സാമ്പിളിനകത്ത് ജസ്റ്റ് റിവിഷൻ മോഡൽ എന്ന് വിചാരിക്കുക, ബിക്കോസ് ഇതിൻ്റെ കണ്ടിന്യൂഷനാണ് നെർൻസ്റ്റ് ഇക്വേഷൻ. അതുകൊണ്ടാണ് ആ പ്രീവിയസ് സെക്ഷൻ ഒന്നുകൂടെ എടുത്ത് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ ഡാനിയൽ സെൽ കൺസിഡർ ചെയ്യുമ്പം നമ്മുടെ സിങ്ക് എന്തായി മാറും? സിങ്ക് മെറ്റൽ, സിങ്ക് അയോൺസ് ആയി മാറുകയും 2 ഇലക്ട്രോൺസിനെ അവർ ലൂസ് ചെയ്യുകയും ചെയ്യും. ആ 2 ഇലക്ട്രോൺസിനെ കോപ്പർ ഗെയിൻ ചെയ്തിട്ട് കോപ്പർ ആറ്റമായി മാറുന്ന ഈ റിയാക്ഷനാണ്. അപ്പം ഇലക്ട്രോൺസിനെ ഗെയിൻ ചെയ്യുന്ന പ്രോസസ്സ് ആയതുകൊണ്ട് അതിനെ നമ്മൾ ഓക്സിഡേഷൻ എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ നമ്മുടെ സിങ്ക് എന്തായിട്ട് ആക്ട് ചെയ്യുന്നു? ആനോഡായിട്ട് ആക്ട് ചെയ്യുന്നു. 2 ഇലക്ട്രോൺസിനെ ഗെയിൻ ചെയ്യുന്നതുകൊണ്ട് അത് റിഡക്ഷൻ പ്രോസസ്സാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ കോപ്പർ എന്ന് പറയുന്ന മെറ്റൽ കാഥോഡായിട്ടും റിയാക്ട് ചെയ്യുന്നു. ഈ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ? ഇല്ല. അപ്പം ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു, നമ്മുടെ ഇ നോട്ട് ഓഫ് സെൽ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് സെൽ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ഈ കാഥോഡ് മൈനസ് ഈ ആനോഡാണ്. അത് കൂടാതെ ഇതിന് വേറൊരു ഇക്വേഷനുകളുണ്ട്. ഇ നോട്ട് ഓഫ് സെൽ എന്ന് പറയുന്നത് ഈ റിഡക്ഷൻ പൊട്ടൻഷ്യലിന് പ്രത്യേകം ശ്രദ്ധിക്കുക, സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ പ്ലസ് സ്റ്റാൻഡേർഡ് ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ. എല്ലാവരും ശ്രദ്ധിച്ചോ, ഞാൻ ജസ്റ്റ് ഇവിടോട്ട് മാറ്റി എഴുതാം എന്താണ് SRPയും എന്താണ് SOP എന്ന്. SRP എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യലും അതുപോലെ തന്നെ നമ്മുടെ SOP എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ അല്ലേ? അതെ. അപ്പം ഞാൻ നിങ്ങളെ ഇലക്ട്രോകെമിക്കൽ സീരീസ് ഡിസ്കസ് ചെയ്യിപ്പിച്ചപ്പം, അത് പഠിപ്പിച്ചപ്പം ഞാൻ ഏത് ചാർട്ടാണ് യൂസ് ചെയ്തത്? ഈ ചാർട്ടാണ് യൂസ് ചെയ്തത്. അപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ചാർട്ടിനകത്ത് ദ മെറ്റൽസ് ഇൻ ദ ടോപ്പ് ഓഫ് ദ ലിസ്റ്റ് അല്ലേ, ദ മെറ്റൽസ് ഇൻ ടോപ്പ് ഓഫ് ദ ലിസ്റ്റ് ലൂസസ് ഇലക്ട്രോൺസ്, ദേ ഹാവ് ദ ഹയസ്റ്റ് ടെൻഡൻസി ടു ലൂസ് ഇലക്ട്രോൺസ്. എന്നിട്ട് എന്താണ് ദ ബോട്ടം, ആരാണ് ലിസ്റ്റിൻ്റെ ബോട്ടത്തിലുള്ള മെറ്റൽസ്, അവരായിരിക്കും ഇലക്ട്രോൺസിനെ ഗെയിൻ ചെയ്യുന്നത്. അതിന് വേറൊരു രീതിയിലും എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. എല്ലാവരും നോട്ട് ചെയ്ത വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നോട്ടാണ്. ദ എലമെൻറ്റ്സ് അല്ലെങ്കിൽ ദ മെറ്റൽസ് വിത്ത് ഹൈ നെഗറ്റീവ് പൊട്ടൻഷ്യൽ ലൂസസ് ഇലക്ട്രോൺസ് ടു ലോ നെഗറ്റീവ് പൊട്ടൻഷ്യൽ എലമെൻറ്റ്സ്, മെറ്റൽസ് എന്ന് എഴുതാം. ഓക്കെ അല്ലേ? എന്ന് പറഞ്ഞാൽ എന്താ? ഈ പറഞ്ഞ ഏറ്റവും നെഗറ്റിവിറ്റി കൂടിയിട്ടുള്ളവരായിരിക്കും ഇലക്ട്രോൺസിനെ ലൂസ് ചെയ്തിട്ട് ആ ഇലക്ട്രോൺസിനെ ഗെയിൻ ചെയ്യുന്നവരായിരിക്കും നെഗറ്റിവിറ്റി കുറവുള്ളവരായിരിക്കും, അല്ലെങ്കിൽ പോസിറ്റീവ് മെറ്റൽസ് ആയിരിക്കും. എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചേ, ഞാൻ ഈ ഇലക്ട്രോകെമിക്കൽ സീരീസ് പഠിപ്പിച്ചപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം എന്തായിരുന്നെന്ന് വെച്ചാൽ, എപ്പോഴും നോക്കിക്കേ, ഈ മുകളിലുള്ളവർ ഈ ഒരു സീരീസിൻ്റെ ഇപ്പോഴത്തേക്ക് നോക്കരുത്, ഈ പറയുന്ന യെല്ലോ കളറിലെ ചാർട്ട് മാത്രം ശ്രദ്ധിക്കാം. അതിനകത്ത് ഇലക്ട്രോൺസ് ലൂസ് ചെയ്യുന്ന ആർക്കാണ് ഹയസ്റ്റ് ടെൻഡൻസി? ഈ മുകളിലുള്ളവരാണ് ഇലക്ട്രോൺസ് ലൂസ് ചെയ്യുന്നത്. ആ മുകളിലത്തുള്ള ആളെ ഉപേക്ഷിച്ച് താഴെയുള്ളവരായിരിക്കും ഇലക്ട്രോൺസിനെ ഗെയിൻ ചെയ്യുന്നത്. മനസ്സിലായല്ലോ? ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞു അയണിനെയും നമ്മൾ ഈ പറയുന്ന ആരെയാണ് എടുക്കുന്നത്? നമ്മൾ അയണിനെ എടുത്തു, അതുപോലെ തന്നെ നമ്മൾ കോപ്പറിനെ എടുക്കുകയെന്ന് വിചാരിച്ചു. ഓക്കെ അല്ലേ? അപ്പം അയണിനായിരിക്കും, ആർക്കായിരിക്കും ഹയസ്റ്റ് ടെൻഡൻസി ടു ലൂസ് ഇലക്ട്രോൺസ്? അയണിനാണ് ഹയസ്റ്റ് ടെൻഡൻസി ടു ലൂസ് ഇലക്ട്രോൺസ് ദാൻ ദാറ്റ് ഓഫ് കോപ്പർ. അപ്പം അയൺ ആരായി മാറുന്നു? ആനോഡായും. കോപ്പർ ആരായി മാറുന്നു? കാഥോഡായിട്ടും. ബിക്കോസ് ആരാണ് ഇലക്ട്രോൺസിന് ലൂസ് ചെയ്യുന്നത്? അവരാണ് ഓക്സിഡേഷന് വിധേയമാകുന്നത്, അവരാണ് ആനോഡായിട്ട് മാറുന്നത്. അപ്പം നിങ്ങൾ ഇങ്ങോട്ടൊന്ന് നോക്കിക്കുക, അയണിൻ്റെ പൊട്ടൻഷ്യൽ എന്താണ്? അയണിൻ്റെ എന്ത് പൊട്ടൻഷ്യലാണ്? സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ -0.40യും നമ്മുടെ കോപ്പറിൻ്റെ പൊട്ടൻഷ്യൽ എത്രയാണ്? സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ 0.34 ആണ്. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നെഗറ്റീവിൽ നിന്നും
അതിനേക്കാൾ നെഗറ്റീവ് കുറവുള്ളിടത്തോട്ടായിരിക്കും ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യുന്നത്. മനസ്സിലായല്ലോ? എന്ന് പറഞ്ഞാൽ -0.40 ആണോ 0.34 ആണോ നെഗറ്റിവിറ്റി കൂടുതലുള്ളത്? ഈ പറയുന്ന -0.40. ഇനിയിപ്പോൾ എല്ലാവർക്കും വേറൊരു എക്സാമ്പിൾ കൊടുക്കാം. ഇത് നമ്മുടെ മെർക്കുറിയും ഇത് നമ്മുടെ ക്ലോറിനുമാണെന്ന് വിചാരിച്ചു. എല്ലാവരും ശ്രദ്ധിച്ച്, ഇത് എയും ഇത് ബിയും. ഇത് നമ്മുടെ മെർക്കുറിയും ഇത് നമ്മുടെ ക്ലോറിനും. ആർക്കാണോ ഇലക്ട്രോൺസ് ലൂസ് ചെയ്യാൻ ടെൻഡൻസി ഉള്ളത്? അപ്പോൾ നിങ്ങൾ ആദ്യം ഈ ചാർട്ട് വെച്ചിട്ട് പറയാം, ആ മെർക്കുറിക്കാണ് ലൂസ് ചെയ്യണം. ആർക്കാണ് ഗെയിൻ ചെയ്യാൻ? ക്ലോറിനാണ് ഗെയിൻ ചെയ്യാൻ. അപ്പം നോക്കിക്കേ, മെർക്കുറിയുടെ പൊട്ടൻഷ്യൽ എത്രയാണ്? കാണാൻ പറ്റാത്തവർക്ക് 0.796ഉം ക്ലോറിൻ്റെ പൊട്ടൻഷ്യൽ 1.36 ആണ്. അപ്പോൾ നോക്കിക്കേ, ഹയർ നെഗറ്റിവിറ്റി ഉള്ളവർ ലോവർ നെഗറ്റിവിറ്റി ഉള്ളവർക്ക് ഇലക്ട്രോൺസിനെ കൊടുക്കുമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ എന്താണ്, ലോവർ പോസിറ്റിവിറ്റി ഉള്ളവർ ഹയർ പോസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാർക്കും ഇലക്ട്രോൺസിനെ കൊടുക്കും. കാര്യം മനസ്സിലായല്ലോ? ആ ഒരു രീതിയിൽ വേണം നമ്മൾ തിങ്ക് ചെയ്യാനായിട്ട്. മനസ്സിലായല്ലോ? ഇപ്പോൾ ഇതാണ് നെഗറ്റീവ് 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 കുറഞ്ഞ് 0 എത്തി പിന്നെ പോസിറ്റിവിറ്റി കൂടി വന്നു. അപ്പോൾ ആരാണ് എങ്ങനെയാണ് ചെയ്യുന്നത്? പോസിറ്റീവ് കുറവുള്ളവർ പോസിറ്റീവ് കൂടുതലുള്ളവർക്ക് കൊടുക്കും. അപ്പം ഞാൻ ഈ ഒരു പോയിന്റ് വീണ്ടും റിവൈസ് ചെയ്തോട്ടെ. ദ മെറ്റൽസ് വിത്ത് ഹൈ നെഗറ്റീവ് പൊട്ടൻഷ്യൽ ലൂസസ് ഇലക്ട്രോൺസ് ടു ലോ നെഗറ്റീവ് പൊട്ടൻഷ്യൽ മെറ്റൽസ്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം, ദ മെറ്റൽസ് വിത്ത് lower positive potential loses electrons to metals having high positive പൊട്ടൻഷ്യൽ. ഇതൊക്കെ നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ വേണ്ടി എഴുതി പിടിപ്പിക്കല്ലേ ഇതൊന്നും. നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ച്, ഞാൻ ഇപ്പുറത്ത് വേറൊരു ചാർട്ട് തന്നിട്ടുണ്ട്. കാരണം ഈ ചാർട്ടിൻ്റെ പ്രസക്തി എന്ന് വെച്ചാൽ നമ്മൾ കെമിസ്ട്രിയിൽ പല രീതിയിൽ നമുക്ക് ഇലക്ട്രോകെമിക്കൽ സീരീസിനെ നമ്മൾ അനലൈസ് ചെയ്യും. ഇങ്ങനെ അനലൈസ് ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട്. മീൻസ് നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലോട്ട് ഫ്ലോ ചെയ്യുന്ന. മനസ്സിലായാലും ഇങ്ങനെ എന്താണ് ഏറ്റവും കൂടുതൽ ഓക്സിഡേഷൻ പൊട്ടൻഷ്യലിനെ ഇലക്ട്രോൺസിനെ ലൂസ് ചെയ്യുന്ന ആഗ്രഹിക്കുന്നവരെ മുകളിൽ എഴുതുകയും ഇലക്ട്രോൺസിനെ ലൂസ് ചെയ്യാൻ ആഗ്രഹമില്ലാത്തവരെ പതുക്കെ താഴോട്ട് എഴുതുക. അങ്ങനെ എഴുതുന്നവരുണ്ട്. അതല്ലാണ്ട് നമുക്ക് നേരെ തിരിച്ചു എഴുതാം. എങ്ങനെ? ഹൈ പോസിറ്റീവിൽ നിന്ന് പോസിറ്റിവിറ്റി കുറഞ്ഞു പിന്നെ നെഗറ്റീവ് കൂടി ഹൈ നെഗറ്റീവ്. മനസ്സിലായോ? അങ്ങനെ എഴുതുന്നവരുണ്ട്. അപ്പോൾ ആ സമയത്ത് എന്തായിരിക്കും സംഭവിക്കുന്നത്? ഇലക്ട്രോൺസിനെ ലൂസ് ചെയ്യാൻ ടെൻഡൻസി എങ്ങനെ ആയിരിക്കും? ഈ പറയുന്ന ഹയർ നെഗറ്റീവിൽ നിന്ന് ലോവർ നെഗറ്റീവിലോട്ട് ഇലക്ട്രോൺസിനെ ലൂസ് ചെയ്യും. അതുപോലെ തന്നെ ലോവർ പോസിറ്റീവിൽ നിന്നും ഹയർ പോസിറ്റീവിലോട്ട് ലൂസ് ചെയ്യും. അപ്പോൾ ഈ പറയുന്ന മുകളിലോട്ടുള്ള ആരോ കൊണ്ട് അതാണ് ഇലക്ട്രോൺസിൻ്റെ ലൂസിങ് ടെൻഡൻസി അല്ലേ? ഇലക്ട്രോൺസിനെ ലൂസ് ചെയ്യാനുള്ള ടെൻഡൻസി അങ്ങനെ താഴേന്ന് മുകളിലോട്ടാണ്. ഞാൻ പറഞ്ഞ കാര്യം തന്നെ. പക്ഷെ എല്ലാവരും ശ്രദ്ധിച്ചേ, ഈ പറയുന്ന ചാർട്ടിനകത്ത് ആദ്യമേ ഹൈ നെഗറ്റീവായിരുന്നു ഉണ്ടാകുന്നത്. ഈ പറയുന്ന ചാർട്ടിനകത്ത് ഹൈ പോസിറ്റീവാണ് ഉണ്ടാകും. ഇപ്പോൾ സപ്പോസ് ഇൻ കേസ് നിങ്ങൾക്ക് ന്യൂമറിക്കൽസ് എക്സാമിന് ചോദിച്ചിട്ട് ഈ ഒരു ചാർട്ടാണ് തന്നത്, അപ്പം അയ്യോ ഞങ്ങളെ മിസ് അങ്ങനെ പഠിപ്പിച്ചിട്ടില്ലല്ലോ, അപ്പം അങ്ങനെ വിചാരിക്കരുത്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ 2 ജനറലൈസ്ഡ് ആയിട്ടുള്ള കൺസെപ്റ്റ്സ് തന്നേക്കുന്നത്. ദ മെറ്റൽസ് വിത്ത് ഹൈ നെഗറ്റീവ് പൊട്ടൻഷ്യൽ ഇലക്ട്രോൺസ് ആർക്ക് കൊടുക്കും? ലോ നെഗറ്റീവ് പൊട്ടൻഷ്യലിലോട്ട് കൊടുക്കും. മനസ്സിലായല്ലോ? എന്ന് വെച്ചാൽ ലോ നെഗറ്റീവ് പൊട്ടൻഷ്യൽ ആർക്കാ? ഈ പറഞ്ഞ പോസിറ്റീവിനും നെഗറ്റീവ് പൊട്ടൻഷ്യൽ കുറവല്ലേ? അതെ. അതല്ലാന്നുണ്ടെങ്കിൽ മെറ്റൽസ് വിത്ത് ലോവർ പോസിറ്റീവ് പൊട്ടൻഷ്യൽ gives electrons to the metals having high positive potential. കേട്ടല്ലോ? എന്താണ്? The metals with lower positive potential give electrons to metals having high പോസിറ്റീവ് പൊട്ടൻഷ്യൽ. കേട്ടല്ലോ? എപ്പോഴും ഈ ഒരു ചാർട്ടാണ് തരുന്നതെന്നുണ്ടെങ്കിൽ അങ്ങനെ ചിന്തിക്കുക. ഇപ്പം നെഗറ്റീവ് ആണ് ആദ്യമേ തന്നിട്ടുണ്ടെങ്കിൽ ഹൈ നെഗറ്റീവിൽ നിന്നും താഴോട്ടാണ് ഇലക്ട്രോൺസിനെ കൊടുക്കാനുള്ള സാധ്യത. അപ്പം നിങ്ങൾ അത്രയും ചിന്തിച്ചാൽ മതി. എപ്പോഴും നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം ഹൈ നെഗറ്റീവിൽ നിന്നും ലോ നെഗറ്റീവിലോട്ട്. ലോ നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? 0 പോസിറ്റീവ്, ആ വാല്യൂസ് പോസിറ്റീവ് ഇങ്ങനെ കൂടി പോകുന്നു. അങ്ങനെ ആയിരിക്കും വരുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ കാര്യങ്ങൾക്കൊക്കെ വ്യക്തത കിട്ടില്ല. ഇനിയിപ്പോൾ ഏത് ചാർട്ട്, ഇപ്പോൾ സപ്പോസ് ഇൻ കേസ് നിങ്ങൾക്ക് പൊതുവെ അങ്ങനെ ഉണ്ടാവത്തില്ല. സ്റ്റിൽ ഞാൻ പറയുന്ന ഒരു പ്രോബ്ലം ഉണ്ട്. അതിലൂടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ആരാണ്? ഇലക്ട്രോൺസ് എങ്ങനെയാണ് ലൂസ് ചെയ്യുന്നത്? ലോവർ പോസിറ്റീവ് വാല്യൂ നിന്ന് ഹയർ പോസിറ്റീവ് വാല്യൂസിലോട്ടുള്ളവർക്കായിരിക്കും ഇലക്ട്രോൺസിനെ കൊടുക്കുന്നത്. ഫോർ എക്സാമ്പിൾ എല്ലാവരും ശ്രദ്ധിച്ച്, ഇവിടെ ഒന്ന് കണ്ടോ? ഇത് നമ്മുടെ സിൽവർ, ഇത് നമ്മുടെ ആരാണ്? ഇത് നമ്മുടെ ക്ലോറിൻ. ഓക്കെ അല്ലേ? അപ്പം സിൽവർ അവരുടെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ വാല്യൂ 0.80ഉം നമ്മുടെ ക്ലോറിൻ്റെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ വാല്യൂ 1.36 ആയിരിക്കും. ആരാണോ ഇലക്ട്രോൺസിനെ ലൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? സിൽവർ ആണോ ക്ലോറിൻ ആണോ? സിൽവർ ആണ്. സിൽവർ ആണ് ഇലക്ട്രോൺസിനെ ലൂസ് ചെയ്തിട്ട് ആർക്ക് കൊടുക്കുന്നത്? ക്ലോറിന് കൊടുക്കുന്നത്. മനസ്സിലായല്ലോ? മനസ്സിലായി. അപ്പം സിൽവർ ആനോഡും ക്ലോറിൻ കാഥോഡുമായിട്ടായിരിക്കും വർക്ക് ചെയ്യുന്നത്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, നമ്മുടെ ഇലക്ട്രോകെമിക്കൽ സീരീസിനകത്ത് റിയാക്ഷൻസ് എല്ലാം തന്നെ റിഡക്ഷൻ റിയാക്ഷൻസ് ആയിരിക്കും.
മനസ്സിലായല്ലോ? എല്ലാവരും റിഡക്ഷൻ റിയാക്ഷൻസ് ആയിരിക്കും. നമ്മൾ ജസ്റ്റ് നോക്കേണ്ട എന്താണ്, ഈ പറയുന്ന രണ്ട് ആൾക്കാരെ തരും, 2 മെറ്റൽസിനെ തരും, 2 ഇലക്ട്രോഡുകളെ തരും. ആ ഇലക്ട്രോഡിനകത്ത് ആരാണ് ഈ പറയുന്ന ലോവർ പോസിറ്റീവിൽ, ആരാണ് ഹയർ പോസിറ്റീവിലുള്ളത് നമ്മൾ നോക്കുക. ഹയർ പോസിറ്റീവിലുള്ള ഒരു കാഥോഡായിട്ടും ലോവർ പോസിറ്റീവ് ഉള്ള ഒരു ആനോഡായിട്ടും എന്താണ് ബിഹേവ് ചെയ്യുന്നു. അത്രയും മാത്രമേ നമ്മൾ അറിയേണ്ട ആവശ്യമുള്ളൂ. കേട്ടല്ലോ? അതെ. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ച് ഞാനിവിടെ ഒരു ഇക്വേഷൻ എഴുതി. E naught of cell equals to E cathode minus E anode, അല്ലെങ്കിൽ E naught of cell equal to E എന്താണ് SRP സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യലും എന്താണ് SOP സ്റ്റാൻഡേർഡ് ഓക്സിഡേഷൻ പൊട്ടൻഷ്യലും. അപ്പോൾ അതിനകത്ത് ഒരു കാര്യം പറയാനുള്ള, ഇതൊക്കെ തന്നെ സ്റ്റാൻഡേർഡ് കണ്ടീഷൻസിലാണ്. കേട്ടല്ലോ? അതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ കൊടുക്കാം. ഈ നോട്ട് എന്ന് ഉദ്ദേശിക്കുന്നത് സ്റ്റാൻഡേർഡ് കണ്ടീഷൻസ് ആണ്. പറയുമ്പോൾ 298 കെൽവിൻ ടെമ്പറേച്ചർ, 1 അറ്റ്മോസ്ഫറിക് പ്രഷർ ആൻഡ് 1 മോളാർ കോൺസെൻട്രേഷൻ. ഓക്കെ അല്ലേ? അപ്പം ശരിക്കും പറഞ്ഞാൽ ഈ പറയുന്ന സ്റ്റാൻഡേർഡ് ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ഓഫ് സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ ആയിരിക്കും. മനസ്സിലായോ? മനസ്സിലായി. അപ്പോൾ എല്ലാവരും നമ്മുടെ മോളത്തെ ഇക്വേഷനിലോട്ട് വന്നേ. ആനോഡായിട്ടും കാഥോഡായിട്ടും വർക്ക് ചെയ്യുന്നു. അപ്പം ശ്രദ്ധിച്ചേ, റിഡക്ഷൻ അണ്ടർഗോ ചെയ്യുന്നവരാണ് കാഥോഡ് അല്ലേ? അപ്പോൾ കോപ്പർ എന്ത് റിയാക്ഷനാണ് ശരിക്കും അണ്ടർഗോ ചെയ്തിട്ടുള്ള റിഡക്ഷനാണ്. അപ്പോൾ കോപ്പറിൻ്റെ റിഡക്ഷൻ ഈ ചാർട്ട് നോക്കിയാലും നമുക്കത് നോക്കിക്കേ നമ്മുടെ കോപ്പറിൻ്റെ എന്ത് ചെയ്യേ ഇവിടെ കിടക്കുന്നു. സോറി, നമ്മളൊന്ന് കണ്ടുപിടിക്കാൻ താമസിച്ചു. കോപ്പർ എന്ന് പറഞ്ഞത് ഇവിടെ കിടക്കുന്നു. കോപ്പറിൻ്റെ വാല്യൂ എത്രയാണ് ശരിക്കും തന്നാൽ 0.34. ശ്രദ്ധിച്ച്, ഇലക്ട്രോകെമിക്കൽ സീരീസിനകത്ത് റിയാക്ഷൻസ് എല്ലാം തന്നെ റിഡക്ഷൻ റിയാക്ഷൻസ് ആയിരിക്കും. അപ്പോൾ കോപ്പറിൻ്റെ റിഡക്ഷൻ റിയാക്ഷൻ തന്നെയാണ് ഇവിടെ തന്നിട്ടുള്ളത്. അതിൻ്റെ കറക്റ്റ് വാല്യൂ 0.34 ആണ്. ഓക്കെ, ഇവിടെ നോക്കാം 0.34. ഓക്കെ അല്ലേ? ഇനി തന്നിട്ടുള്ളത് നമ്മുടെ സിങ്ക് ആണ്. സിങ്ക് എവിടെ പോയി? നമ്മുടെ സിങ്ക് എന്ന് പറയുമ്പോഴത്തേക്കും ഏകദേശം ഇവിടെ കിടക്കുന്നു. ഓക്കെ, സിങ്കിൻ്റെ വാല്യൂ എത്രയാണ് നമുക്ക് തന്നത്? -0.76 ആണ്. മനസ്സിലായി? അപ്പോൾ സിങ്കിനകത്തും ഇലക്ട്രോകെമിക്കൽ സീരീസിനകത്ത് സിങ്ക് റിഡക്ഷൻ റിയാക്ഷൻ അണ്ടർഗോ ചെയ്യുന്നതുകൊണ്ടാണ് -0.76. പക്ഷേ ഇവിടെ സിങ്ക് എന്ത് റിയാക്ഷനാണ് അണ്ടർഗോ ചെയ്യുന്നത്? ഓക്സിഡേഷൻ റിയാക്ഷനാണ്. അപ്പം നോക്കിക്കേ, ദ സ്റ്റാൻഡേർഡ് ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ എന്ന് വെച്ചാൽ നെഗറ്റീവ് ഓഫ് സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ E ഓഫ് SOP എന്ന് പറഞ്ഞാൽ എന്താണ്? -0.76. കാരണം സിങ്കിൻ്റെ റിഡക്ഷൻ റിയാക്ഷൻ ആണ് തന്നിട്ടുള്ളത്. അപ്പം നമുക്ക് ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ വേണമെന്ന് നെഗറ്റീവ് ഓഫ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ ആയിരിക്കും, ദാറ്റ് ഈസ് 0.76. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചേ, E നോട്ട് ഓഫ് സെൽ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 0.34 പ്ലസ് 0.76 വിച്ച് ഈസ് 1.1 വോൾട്ട്. ഇനിയിപ്പം ഈ ഇക്വേഷൻ ആണ് കൊടുക്കുന്നത്. E നോട്ട് ഓഫ് സെൽ ഈക്വൽസ് ടു E കാഥോഡ് മൈനസ് E ആനോഡ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ പറയുന്ന സെല്ലിൻ്റെ വാല്യൂ എന്തായിരിക്കും എന്നറിയാം? കാഥോഡായിട്ട് ആക്ട് ചെയ്യുന്ന ആരാണ്? നമ്മുടെ കോപ്പർ. കോപ്പറിൻ്റെ വാല്യൂ എത്രയാണ് നമുക്കുള്ളത്? 0.34. ശ്രദ്ധിച്ചോണം, ഈ മൈനസ് അങ്ങനെ തന്നെ കടന്നോട്ടെ. ആനോഡായിട്ട് ആരാ ആക്ട് ചെയ്യുന്നത്? സിങ്ക്. സിങ്ക് റിഡക്ഷൻ ആണോ അണ്ടർഗോ ചെയ്യുന്നത്? മീൻസ് സിങ്ക് ഈ ഒരു പ്രോസസ്സിനകത്ത് എന്താണ് ഓക്സിഡേഷൻ അണ്ടർഗോ ചെയ്യുന്നതുകൊണ്ടാണ് അവർക്ക് ആനോഡൊന്ന് കൊടുത്തത്. പക്ഷെ ഇവിടെ നമ്മൾ നോക്കുമ്പം സിങ്കിൻ്റെ റിയാക്ഷൻ എന്താ? -0.76. അപ്പം നമ്മൾ ഈ ഇക്വേഷനാണ് ഉപയോഗിക്കുന്നത്. കാഥോഡ് മൈനസ് ആനോഡ് ഇക്വേഷനാണ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ആ -0.76 അങ്ങനെ തന്നെ ഇടുക. മനസ്സിലായി? അതിനെ തിരിക്കാൻ പോകരുത്. കേട്ടോ എല്ലാവരും? ഈ ഒരു റിയാക്ഷൻ ഈ പറയുന്ന ഇക്വേഷനും രണ്ടും സെയിം ആണ്. 2 രീതിയിൽ നമ്മൾ എഴുതുന്നു എന്ന് മാത്രം. മനസ്സിലായല്ലോ? മനസ്സിലായി. അപ്പം E നോട്ട് ഓഫ് സെൽ എന്ന് പറഞ്ഞാൽ ഈ കാഥോഡ് മൈനസ് ഈ ആനോഡ് ആണെങ്കിൽ ഈ ആനോഡ്, ആ ആനോഡ് പൊട്ടൻഷ്യൽ എന്താണെന്ന് വെച്ചാൽ, എന്താണ് ആനോഡുള്ളത്? സിങ്ക് ആണ്. സിങ്കിൻ്റെ ഇലക്ട്രോകെമിക്കൽ സീരീസിൽ സിങ്ക് റിഡക്ഷൻ അണ്ടർഗോ ചെയ്യുമ്പോഴുള്ള -0.76 ആണ്. ആ -0.6ൻ്റെ നെഗറ്റീവാണ് നമ്മളിവിടെ എടുക്കേണ്ടത്. മനസ്സിലായല്ലോ? കാരണം എന്താണ്? ആനോഡിൻ്റെ പൊട്ടൻഷ്യൽ നെഗറ്റീവാണ് ഇവിടെ. മനസ്സിലായി എല്ലാവരും? യെസ്. അപ്പം അങ്ങനെ നമുക്ക് 1.1 വോൾട്ട് കിട്ടുന്നു. അല്ല ദൈവത്തെ ഓർത്ത് ഈ -0.76നെ +0.76 ആക്കി മൈനസ് ഇട്ട് കൊടുക്കരുത്. മനസ്സിലായല്ലോ? നിങ്ങൾക്ക് ഈ പറയുന്ന ഇക്വേഷൻ നിങ്ങൾ കൊടുത്തില്ലെങ്കിലും ഈ പറയുന്നത് നിങ്ങൾ ചെയ്താൽ മതി. ഇവരാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. മനസ്സിലായി? അപ്പം നിങ്ങൾക്ക് കാഥോഡ് മൈനസ് ആനോഡ് ചെയ്യുമ്പം ആ ആനോഡിനെ ഡയറക്റ്റ്ലി ഇവിടുന്ന് ഈ പൊട്ടൻഷ്യൽ എടുത്താൽ മതി. മനസ്സിലായല്ലോ? അല്ലാതെ അതിനെ വീണ്ടും മൈനസ് ചെയ്യാൻ പോകരുത്. കേട്ടോ? യെസ്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായല്ലോ? ഈ ഒരു സംഭവമാണ് നടത്തിയിട്ടുള്ളത്. അപ്പം നമ്മൾ ഇവിടെ എല്ലാം കണ്ടുപിടിച്ചത് എന്താണ്? E നോട്ട് ഓഫ് സെല്ലാണ്. ഡാനിയൽ സെല്ലിൻ്റെ E നോട്ട് ഓഫ് സെല്ലാണ്. ദാറ്റ് മീൻസ് സ്റ്റാൻഡേർഡ് സെൽ പൊട്ടൻഷ്യലാണ് കണ്ടുപിടിച്ചത്. ഓക്കെ അല്ലേ? അപ്പം ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഇപ്പോൾ ഡാനിയൽ സെല്ലിനകത്ത് തന്നെ ഏതൊക്കെ ഇലക്ട്രോലൈറ്റ് ആണോ? സിങ്കിനകത്ത് സിങ്ക് സൾഫേറ്റും കോപ്പറിനകത്ത് കോപ്പർ സൾഫേറ്റും. സിങ്ക് സൾഫേറ്റിൻ്റെ കോൺസെൻട്രേഷനും 1 മോളാർ ആണ്. മീൻസ് സിങ്ക് അയോൺസിൻ്റെ കോൺസെൻട്രേഷൻ സിങ്ക് സൾഫേറ്റ് 1 മോളാർ ആണ്. കോപ്പർ അയോൺസിൻ്റെയും 1 മോളാർ ആണെങ്കിലാണ് ഈ പറയുന്ന ഇക്വേഷൻ ഉപയോഗിക്കുന്നത്. പക്ഷേ ഇഫ് ദർ ഇസ് ചേഞ്ച് ഇൻ ദ മോളാർ കോൺസെൻട്രേഷൻ ഓഫ് ദ ഇലക്ട്രോലൈറ്റ്,
മോളാർ കോൺസെൻട്രേഷൻ, ഇലക്ട്രോലൈറ്റിൻ്റെ മോളാർ കോൺസെൻട്രേഷനിൽ വ്യത്യാസം വരുവാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് നമ്മൾ സെൽ പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കുന്നത്? ആ കണ്ടുപിടിക്കുന്ന ടെക്നിക്ക് അല്ലെങ്കിൽ ആ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ആണ് നമ്മുടെ നെർൻസ്റ്റ് ഇക്വേഷൻ. ഓക്കെ അല്ലേ? അപ്പോൾ എല്ലാവരും ആ പോയിന്റ് ഒന്ന് എഴുതിക്കേ. നെർൻസ്റ്റ് ഇക്വേഷൻ gives the effect of, okay students, gives the effect of electrolyte concentration, potential alla, sorry, electrolyte concentration on cell potential. ഞാൻ ഒന്നും കൂടെ എല്ലാവരുടെ അടുത്തും പറയുകയാണ്, നമ്മൾ ഇലക്ട്രോകെമിക്കൽ സീരീസിനകത്ത് E0 ഓഫ് സെൽ കണ്ടുപിടിച്ചത് എന്താണ്? സ്റ്റാൻഡേർഡ് സെൽ പൊട്ടൻഷ്യലാണ്. സ്റ്റാൻഡേർഡ് സെൽ പൊട്ടൻഷ്യൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഏതൊക്കെ സെൽ എടുക്കുന്നു, ഇപ്പോൾ സിങ്കും കോപ്പറും എടുത്ത് അല്ലെങ്കിൽ സിൽവറും കോപ്പറും എടുത്ത് ആരെ എടുത്താലും അവരുടെ അയോൺസിൻ്റെ കോൺസെൻട്രേഷൻ എന്ന് വെച്ചാൽ ഇലക്ട്രോലൈറ്റിൻ്റെ കോൺസെൻട്രേഷൻ 1 മോളാർ ആണെങ്കിൽ മാത്രമാണ് നമ്മൾ ഈ പറയുന്ന ഇക്വേഷൻ കൊടുക്കുന്നത്. കേട്ടല്ലോ, ഈ പറയുന്ന ഇക്വേഷൻ കൊടുക്കുന്നത്. ഇനിയിപ്പോൾ നമ്മുടെ കോൺസെൻട്രേഷനിൽ വ്യത്യാസമുണ്ടെന്നുണ്ടെങ്കിൽ ആ കാര്യം എന്ന് വെച്ചാൽ എങ്ങനെയാണ് ഇലക്ട്രോലൈറ്റിന്റെ കോൺസെൻട്രേഷൻ സെൽ പൊട്ടൻഷ്യലിനെ ബാധിക്കുന്നത് അത് തരുന്ന ആളാണ് നെർൻസ്റ്റ് ഇക്വേഷൻ. മനസ്സിലായല്ലോ? നെർൻസ്റ്റ് ഇക്വേഷൻ ഗീവ്സ് എ റിലേഷൻഷിപ്പ് ഓഫ് ദ സെൽ പൊട്ടൻഷ്യൽ വിത്ത് ദാറ്റ് ഓഫ് ദ ഇലക്ട്രോലൈറ്റ് കോൺസെൻട്രേഷൻ. മനസ്സിലായല്ലോ? സെൽ പൊട്ടൻഷ്യൽ എങ്ങനെയാണ് ഇലക്ട്രോലൈറ്റ് കോൺസെൻട്രേഷൻ ബാധിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ നെർൻസ്റ്റ് ഇക്വേഷൻ പറയാൻ പോകുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ഇത് പഠിക്കാൻ വേണ്ടിയിട്ട് ശരിക്കും പറഞ്ഞാൽ യു ഹാവ് ടു സ്റ്റഡി അബൌട്ട് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഫ്രീ എനർജി ആൻഡ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്. മനസ്സിലായല്ലോ? ഇത് പഠിക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന ഫ്രീ എനർജി ആൻഡ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിന്റെ റിലേഷൻഷിപ്പ് അറിഞ്ഞിരിക്കണം. റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ അത് ഫ്രീ എനർജി ആൻഡ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്. ഓക്കെ അല്ലേ? യെസ്. അപ്പോൾ എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ നമുക്ക് റിയാക്റ്റൻസ് നമ്മുടെ കയ്യിലുണ്ട് അല്ലേ? റിയാക്റ്റൻസിനെ നമ്മൾ പ്രൊഡക്ട്സ് ആക്കി മാറ്റുവാണ്. എന്താണ് ഈ ഉദ്ദേശിക്കുന്നത്? ഇത് റിവേഴ്സിബിൾ റിയാക്ഷൻ ആണ്. എന്ന് പറഞ്ഞാൽ റിയാക്റ്റൻസ് പ്രൊഡക്ട്സ് ആവുകയും ചെയ്യും, പ്രൊഡക്ട്സിന് തിരിച്ച് റിയാക്റ്റൻസ് ആവാനും പറ്റും. അതാണ് ഈ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നൗ വി ആർ ഗോയിങ് ടു ഗീവ് എ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളൊരു ഫോർമുല തരാൻ പോവാണ്, വിച്ച് ഗീവ്സ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഫ്രീ എനർജി ആൻഡ് റിയാക്ഷൻ കോയിഫിഷ്യൻ്റ്. ഓക്കെ അല്ലേ? ഫ്രീ എനർജിയും റിയാക്ഷൻ കോയിഫിഷ്യൻറ്റും തമ്മിലുള്ള ബന്ധം തരുന്ന ഒരു റിലേഷനുള്ള ഒരു ഇക്വേഷനാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ച്, ഡെൽറ്റ ജി ഈക്വൽസ് ടു ഡെൽറ്റ ജി നോട്ട് പ്ലസ് ആർ ടി എൽ എൻ ക്യൂ. ഓക്കെ അല്ലേ? അപ്പോൾ എന്താണ് ഡെൽറ്റ ജി? ഡെൽറ്റ ജി ഈസ് നോൺ ആസ് ഇൻസ്റ്റൻറ്റേനിയസ്, പറഞ്ഞു തരാം, ആദ്യം ഇന്ന് എഴുതിക്കോട്ടെ. ഇൻസ്റ്റൻറ്റേനിയസ് ഡിഫറൻസ് ഇൻ ഫ്രീ എനർജി ബിറ്റ്വീൻ റിയാക്റ്റൻസിനെയാണ് ആർ എന്ന് കൊടുക്കുന്നത്, പ്രൊഡക്ട്സിനെ ആയിരിക്കും ഞാൻ പി എന്ന് കൊടുക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ എന്താണ് ഡെൽറ്റ ജി ഈസ് ഡിഫൈൻഡ് ആസ് ഇൻസ്റ്റൻറ്റേനിയസ് ഡിഫറൻസ് ഇൻ ഫ്രീ എനർജി ബിറ്റ്വീൻ റിയാക്റ്റൻസ് ആൻഡ് പ്രൊഡക്ട്സ്. ഓക്കെ, യെസ്. ആൻഡ് വാട്ട് ഈസ് ഡെൽറ്റ ജി നോട്ട്? ഡെൽറ്റ ജി നോട്ട് എന്ന് പറയുമ്പം സ്റ്റാൻഡേർഡ് ചേഞ്ച് ഇൻ ഫ്രീ എനർജി ബിറ്റ്വീൻ റിയാക്റ്റൻസ് ആൻഡ് പ്രൊഡക്ട്സ്. പിന്നെ ആരാണിത്? ആർ. നിങ്ങൾ പണ്ടേ പഠിച്ചിട്ടുണ്ടാവും, അതെയല്ലേ? യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻറ്റ്. യെസ്, എൻ്റെ വാല്യൂസ് ഒക്കെ തരാം. യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻറ്റ് ആൻഡ് ടി ഈസ് ദ ടെമ്പറേച്ചർ ആൻഡ് ക്യൂ ആണ് നമ്മുടെ റിയാക്ഷൻ കോയിഫിഷ്യൻറ്റ്. ഓക്കെ അല്ലേ? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിലേഷൻ ആണിത്. ദ ഫോർമുല വിച്ച് ഗീവ്സ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ഫ്രീ എനർജി ആൻഡ് ദ റിയാക്ഷൻ കോയിഫിഷ്യൻറ്റ്. അപ്പോൾ എന്താണ് ഈ ഡെൽറ്റ ജി അല്ലെങ്കിൽ ഇൻസ്റ്റൻറ്റേനിയസ് ഡിഫറൻസ് ഇൻ ഫ്രീ എനർജി ബിറ്റ്വീൻ റിയാക്റ്റൻസ് ആൻഡ് പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞാൽ? നോക്കിക്കേ, ഫ്രീ എനർജീന് നമുക്ക് വേറൊരു പേരും പറയും, ഗിബ്സ് ഫ്രീ എനർജി എന്ന്. ഓക്കെ അല്ലേ? എന്താണ് ഗിബ്സ് ഫ്രീ എനർജി? എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, ഫോർ എക്സാമ്പിൾ എന്താണ് ഫ്രീ എനർജി? ഇത് നിങ്ങൾക്ക് എക്സാമിന് എഴുതേണ്ട കാര്യം. എന്താണ് ഫ്രീ എനർജി എന്ന് പറഞ്ഞാൽ നിങ്ങൾ കേട്ടോണ്ടിരിക്കുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളൊരു വെഹിക്കിളിനകത്തോട്ട് നമ്മൾ പെട്രോൾ ഒഴിക്കുകയാണ്. ഓക്കെ, യെസ്. അപ്പോൾ പെട്രോൾ എന്തിനാണ് നമ്മൾ ഒഴിക്കുന്നത്? വണ്ടി ഓടാൻ വേണ്ടിയിട്ട് അല്ലേ? വണ്ടിയുടെ മൂവ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് അല്ലേ? നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തോട്ട് പോകുമ്പോൾ പെട്രോൾ തീർന്ന് പെട്രോൾ ഒഴിക്കും, എന്നാൽ നമ്മുടെ വണ്ടി ഓടും. പക്ഷേ ശരിക്കും ആ പെട്രോൾ ഒഴിക്കുമ്പം ആ ഒരു എനർജി, ആ പെട്രോളിൻ്റെ എനർജി എടുത്തിട്ടാണ് എൻജിൻ ചൂടാവുന്നതും എൻജിൻ്റെ സബ്സിക്വൻറ്റ് വർക്ക്സ് നടക്കുന്നതും ബാക്കി എന്തെടുക്കുന്നതും ആ വണ്ടി ഓടുന്നതും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ ഒരു പെട്രോളിൽ നിന്ന് കിട്ടുന്ന എനർജി എന്തുമാത്രമാണ് യൂസ്ഫുൾ വർക്കായിട്ട് പോകുന്നത് എന്ന് വെച്ചാൽ, എൻജിൻ ചൂടാവുന്ന നമുക്ക് ആവശ്യമില്ല. പുറമേ നിന്ന് നോക്കുമ്പോൾ നമ്മൾ പെട്രോൾ ഒഴിക്കുന്ന വണ്ടി ഓടാനാണ്. അപ്പോൾ വണ്ടി ഓടുക എന്നുള്ളതാണ് യൂസ്ഫുൾ ആയിട്ടുള്ള വർക്ക്. അപ്പോൾ ഒരു പെട്രോൾ ഒഴിച്ചാൽ ആ പെട്രോളിന് എന്തുമാത്രം എനർജിയാണ് യൂസ്ഫുൾ വർക്കായിട്ട് മാറിയിട്ടുള്ള ആ യൂസ്ഫുൾ വർക്കിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഈ ഫ്രീ എനർജി എന്ന് പറയുന്നത്.
മനസ്സിലായോ? യെസ്. അപ്പോൾ ഈ ഡെൽറ്റ ജി എന്ന് പറയുന്നത് നമ്മൾ റിയാക്റ്റൻസിനെ പ്രൊഡക്ട്സ് ആക്കി മാറ്റുമല്ലോ. അപ്പോൾ സം എമൗണ്ട് ഓഫ് എനർജി ഈസ് റിക്വയർഡ് ഫോർ ദ റിയാക്റ്റൻസ് ടു ബി കൺവേർട്ട് ഇൻ ടു പ്രൊഡക്ട്സ് അല്ലേ? റിയാക്റ്റൻസിനെ പ്രൊഡക്ട്സ് ആക്കി മാറ്റാൻ കുറച്ച് എനർജി സ്പെൻഡ് ചെയ്യണ്ടേ? അതിനകത്ത് എന്തുമാത്രം എനർജിയാണ് യൂസ്ഫുൾ ആയിട്ട് യൂസ് ചെയ്തിട്ടുള്ള ആ യൂസ്ഫുൾ വർക്കിൻ്റെ ചേഞ്ച്, ഒരു പർട്ടിക്കുലർ മൊമെൻറ്റ് ഓഫ് ടൈമിൽ എന്തുമാത്രം ചേഞ്ച് ആണ് ആ യൂസ്ഫുൾ വർക്കിന് വന്നിട്ടുള്ളത്, അതാണ് നമ്മുടെ ഡെൽറ്റ ജി എന്ന് പറഞ്ഞാൽ. ശ്രദ്ധിച്ചല്ലോ എല്ലാവരും? നോക്കിക്കേ, നമ്മൾ റിയാക്റ്റൻസിനെ പ്രൊഡക്ട്സ് ആക്കി മാറ്റുവാണ്. അപ്പോൾ എന്തായാലും റിയാക്റ്റൻസ് പ്രൊഡക്ട്സ് ആയിട്ട് മാറുമ്പോൾ ഒരു എനർജി യൂസ് ചെയ്യുമല്ലോ. ആ എനർജി യൂസ് ചെയ്തതിനകത്ത് എന്തുമാത്രം യൂസ്ഫുൾ എനർജിയാണ് കിട്ടിയിട്ടുള്ളത്, ആ യൂസ്ഫുൾ എനർജിയുടെ ചേഞ്ച് ഒരു ഇൻസ്റ്റൻറ്റേനിയസ് എന്ന് പറഞ്ഞാൽ ഷോർട്ട് ഡ്യൂറേഷൻ ആണ് ഉദ്ദേശം. മീൻസ് ആ ഒരു പർട്ടിക്കുലർ ടൈം ഇൻസ്റ്റൻറ്റ് എന്ന് വെച്ചാൽ ഇപ്പോൾ ഫോർ സീറോ ഒരു ടൈം ഇൻസ്റ്റൻറ്റ് ലൈക്ക് 0 to 2 seconds, ആ 2 സെക്കൻഡ് ഡ്യൂറേഷനിൽ എന്തുമാത്രം ചേഞ്ച് ആണ് ഫ്രീ എനർജിയിൽ ഉണ്ടായത് വെൻ റിയാക്റ്റൻസ് ആർ കൺവേർട്ടഡ് ടു പ്രൊഡക്ട്സ്, അതിനെയാണ് നമ്മൾ ഡെൽറ്റ ജി എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് മിസ്സേ ഡെൽറ്റ ജി നോട്ട്? ഡെൽറ്റ ജി നോട്ട് എന്ന് പറയുമ്പോൾ ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റൻ്റ് ഒന്നുമല്ല, ആ ചേഞ്ച് ഇൻ ഫ്രീ എനർജി റിയാക്റ്റൻസ് പ്രൊഡക്ട്സ് ആക്കി മാറിയപ്പോൾ യൂസ്ഫുൾ ആയിട്ടുള്ള വർക്ക് ഉണ്ടായല്ലോ, ആ യൂസ്ഫുൾ വർക്കിന് എന്തുമാത്രം ചേഞ്ച് ആണ് ഉണ്ടായിട്ടുള്ളത് അറ്റ് സ്റ്റാൻഡേർഡ് കണ്ടീഷൻസ് എന്ന് പറയുമ്പോൾ 298 Kelvin ടെമ്പറേച്ചർ, 1 atmospheric pressure and 1 molar concentration. മനസ്സിലായല്ലോ? അങ്ങനത്തെ കണ്ടീഷനാണ് സ്റ്റാൻഡേർഡ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ. മനസ്സിലായോ? ഓക്കെ. അപ്പം ഡെൽറ്റ ജി നോട്ട് എന്ന് പറയുമ്പോൾ സ്റ്റാൻഡേർഡ് ചേഞ്ച് ഇൻ ഫ്രീ എനർജി ബിറ്റ്വീൻ റിയാക്റ്റൻസ് ആൻഡ് പ്രൊഡക്ട്സ്. ഓക്കെ. അപ്പോൾ കാര്യം എല്ലാവർക്കും മനസ്സിലായി? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല. അപ്പം അതാണ് ഈ പറയുന്ന ഗിബ്സ് ഫ്രീ എനർജി ആയിട്ടുള്ള. ഇത് ശരിക്കും പറയേണ്ടത് ഗിബ്സ് ഫ്രീ എനർജി അല്ലെങ്കിൽ ഫ്രീ എനർജി എന്ന് പറഞ്ഞാൽ അവരുടെ നൊട്ടേഷൻ ജി ആണ്. ഇവിടെ നമ്മൾ എന്താ കൊടുത്തിരിക്കുന്നത്? ഡെൽറ്റ ജി ആണ്. നമ്മൾ ചേഞ്ച് ആണ്. മനസ്സിലായല്ലോ? ആ ചേഞ്ചിനെയാണ്, ഫ്രീ എനർജിയിൽ ഉണ്ടായ ചേഞ്ച് അറ്റ് എ പർട്ടിക്കുലർ മൊമെൻറ്റ് ഓഫ് ടൈം വെൻ റിയാക്റ്റൻസ് ആർ കൺവേർട്ടഡ് ടു പ്രൊഡക്ട്സ്, അതാണ് നമ്മുടെ ഡെൽറ്റ ജി. ഓക്കെ അല്ലേ? യെസ്. അപ്പോൾ ഇനി നമ്മൾ പറയാൻ പോകുന്നത് വേറൊരു ഇൻട്രസ്റ്റിംഗ് കാര്യമാണ്. ഫോർ എക്സാമ്പിൾ ഞാൻ ഇവിടെ പറഞ്ഞു, ലൈക്ക് എന്താണ്, നമ്മൾ റിയാക്റ്റൻസിനെ പ്രൊഡക്ട്സ് ആക്കി മാറ്റിയപ്പോഴത്തേക്ക് കുറച്ച് എനർജി യൂട്ടിലൈസ് ചെയ്ത് ആ എനർജിക്കകത്ത് കുറച്ചാണ് യൂസ്ഫുൾ ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എന്താ പറയുക, ഒരു 1 joules ഓഫ് എനർജിയാണ് യൂസ്ഫുൾ ആയിട്ടുണ്ടായത്. അതിൽ നിന്നും ആ എനർജി യൂസ്ഫുൾ എനർജി കുറഞ്ഞു, ഒരു 0.8 ആയി മാറി. മനസ്സിലായി? അപ്പോൾ ആ ചേഞ്ച് ഇൻ യൂസ്ഫുൾ എനർജി ഉണ്ടായില്ലേ, ആ ചേഞ്ച് ഇൻ യൂസ്ഫുൾ എനർജിയാണ് ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് നമ്മുടെ ഇലക്ട്രോകെമിക്കൽ സെല്ലിനകത്ത് കൺവേർട്ടഡ് ആവുന്നത്. മനസ്സിലായല്ലോ? എന്താണ് ഇലക്ട്രോകെമിക്കൽ സെൽ? ഇലക്ട്രോകെമിക്കൽ സെൽ എന്ന് പറയുമ്പോൾ ദ ഡിവൈസ് വിച്ച് കൺവേർട്സ് കെമിക്കൽ എനർജി ടു ഇലക്ട്രിക്കൽ എനർജി. മനസ്സിലായി? അപ്പോൾ കെമിക്കൽ എനർജിനെ ഇലക്ട്രിക്കൽ എനർജിയായി മാറ്റും. ആ കെമിക്കൽ എനർജി എവിടെ നിന്നാണ് വരുന്നത്? ഈ പറയുന്ന റിയാക്റ്റൻസിനെ പ്രൊഡക്ട്സ് ആക്കി മാറ്റുമ്പോഴത്തേക്ക് ഫ്രീ എനർജി ഉണ്ടായില്ലേ, ആ ഫ്രീ എനർജിയിൽ ചേഞ്ച് ഉണ്ടായില്ലേ. അപ്പോൾ ആ ഡിക്രീസ് ഇൻ ഫ്രീ എനർജി, മനസ്സിലായി? ഫ്രീ എനർജി കുറഞ്ഞു, ആ കുറവാണ് ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. മനസ്സിലായല്ലോ? അപ്പം നൗ വി വിൽ ബി ഗോയിങ് ടു ഗീവ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദിസ് EMF, സെല്ലിൻ്റെ EMFും അതുപോലെ ഫ്രീ എനർജിയും തമ്മിലുള്ള റിലേഷനാണ് നമ്മൾ ഇനി തരാൻ പോകുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ നോക്കിക്കേ, ആദ്യത്തെ ഈ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ റിലേഷൻ ബിറ്റ്വീൻ ഡെൽറ്റ ജി ആൻഡ് ക്യൂ ആയിരുന്നു. ഇനി രണ്ടാമത് നമ്മൾ പറയാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇലക്ട്രിക്കൽ എനർജി. എല്ലാവരും പോയിന്റ് നോട്ട് ചെയ്തോണേ, നമ്മുടെ ഇലക്ട്രോകെമിക്കൽ സെൽ എന്ന് പറഞ്ഞാൽ എന്താണ്? കെമിക്കൽ എനർജി ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ടർ ആവണം. അപ്പം ഇലക്ട്രിക്കൽ എനർജി ഈസ് പ്രൊഡ്യൂസ്ഡ് at the expense of decrease in free energy. അല്ലേ? എടോ, നമ്മുടെ യൂസ്ഫുൾ വർക്കിന് വേണ്ടി നമ്മൾ ഇത്രയും എനർജി ഉണ്ട്, നമ്മുടെ യൂസ്ഫുൾ വർക്ക് ഇത്രയാണ് എനർജി ഉണ്ടാക്കിയത് അല്ലേ? ഇപ്പോൾ കുറേ ഇപ്പോൾ ഒരു 50 joules ഓഫ് എനർജിയിൽ നിന്ന് വെറും 10 joules ഓഫ് എനർജി മാത്രമേ യൂസ്ഫുൾ ആയിട്ട് യൂസ് ചെയ്തു. ആ യൂസ്ഫുൾ എനർജി പതുക്കെ പതുക്കെ കുറഞ്ഞുകൊണ്ടിരിക്കും. ആ ചേഞ്ച് ഇൻ യൂസ്ഫുൾ എനർജി ആയിരിക്കും നമ്മുടെ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ആവുന്നത്. ഓക്കെ അല്ലേ? അതാണ് ഇവിടെ പറഞ്ഞത്. അതാണ് രണ്ടാമത്തെ പോയിന്റ്. ആ ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത് ഡെൽറ്റ ജി ഈക്വൽ ടു മൈനസ് ഓഫ് NFE സെൽ. ഓക്കെ. ഈ ഡെൽറ്റ ജി ഈക്വൽസ് ടു മൈനസ്, കാരണം മൈനസ് വന്ന എന്താ? ഡിക്രീസ് ഇൻ ഫ്രീ എനർജി. മനസ്സിലായല്ലോ? ഫ്രീ എനർജിയുടെ കുറവാണ് ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ. അപ്പോൾ എന്താണ് ഈ N ഉദ്ദേശിക്കുന്നത്? ഫോർ എക്സാമ്പിൾ നോക്കിക്കേ, Zn എന്ന് പറയുന്നത് ഡാനിയൽ സെല്ലിനകത്ത് Zn2 + 2 ഇലക്ട്രോൺസ് ആണ്, ആൻഡ് Cu2 + 2 ഇലക്ട്രോൺസ് ആണ് Cu ആവുന്നത്. അപ്പം നമ്മളിവിടെ കംപ്ലീറ്റ് റിയാക്ഷൻ എഴുതുന്നത് എങ്ങനെയായിരിക്കും? Zn + Cu2 gives Zn2 + Cu എന്നായിരിക്കും. അപ്പോൾ ശരിക്കും പറഞ്ഞ് ഈ രണ്ട് ഇലക്ട്രോൺസും ബാലൻസ്ഡ് ആയിപ്പോയി, അല്ലെങ്കിൽ ഈ ഇക്വേഷൻ ബാലൻസ്ഡ് ആണ്, രണ്ടുപേരും ബാലൻസ്ഡ് ആണ്. 2 ഇലക്ട്രോൺസ് തന്നെയാണ് ഇവിടെയും 2 ഇലക്ട്രോൺസ് ആണ്. അങ്ങനെയാണെങ്കിൽ ഒരു ബാലൻസ്ഡ് ഇക്വേഷനകത്തുള്ള നമ്പർ ഓഫ് ഇലക്ട്രോൺസിൻ്റെ
നമ്പറാണ്, നമ്പർ ഓഫ് ഇലക്ട്രോൺസ്, എത്ര നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ട് അതാണ് ഈ എൻ സിഗ്നിഫൈ ചെയ്യുന്നത്. മനസ്സിലായല്ലോ? എൻ എന്താ സിഗ്നിഫൈ ചെയ്യുന്നത്? ഒരു ബാലൻസ്ഡ് ഇക്വേഷനകത്തെ നമ്പർ ഓഫ് ഇലക്ട്രോൺസിനെയാണ് ഈ പറയുന്ന എൻ സ്പെസിഫൈ ചെയ്യുന്നത്. വാട്ട് ഈസ് മെൻ ബൈ എഫ്? എഫ് എന്ന് പറഞ്ഞാൽ ഫാരഡേസ് കോൺസ്റ്റന്റ് ആണ്. ഫാരഡേസ് കോൺസ്റ്റന്റ് അവരുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ നോക്കാം. ഓക്കെ, അപ്പം ഫാരഡേസ് കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ എക്സാക്ട് വാല്യൂ 96,485 കുളംസ് എന്നാണ് പറയുന്നത്. പൊതുവേ നിങ്ങൾ ടെക്സ്റ്റ് ബുക്സിലൊക്കെ നിങ്ങൾ നോക്കുവാണെങ്കിൽ 96,500 എന്ന് കൊടുക്കും. എക്സാക്റ്റ് ആയിട്ടുള്ള വാല്യൂ ആണിത്. ആൻഡ് വൺ മോർ തിങ് ടു ബി മെൻഷൻഡ് ഈസ് ദാറ്റ് നമ്മുടെ യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റിന്റെ വാല്യൂ എന്ന് പറയുമ്പം 8.314 ജൂൾസ് പെർ കെൽവിൻ പെർ മോൾ ആണ്. ഓക്കെ അല്ലേ? ജൂൾസ് പെർ കെൽവിൻ പെർ മോൾ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ആ റിലേഷൻഷിപ്പ്. എന്ത് റിലേഷൻഷിപ്പ്? റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ EMF ഓഫ് എ സെൽ ആൻഡ് ഗിബ്സ് ഫ്രീ എനർജി, ദ ചേഞ്ച് ഇൻ ഗിബ്സ് ഫ്രീ എനർജി. അപ്പോൾ എല്ലാവരും നോട്ട് ചെയ്യേണ്ട കാര്യം എന്ന് പറയുമ്പോൾ ഞാൻ ഇവിടെ ഈ സെൽ എന്നാ കൊടുത്തേക്കുന്നത്. ആ ഈ സെൽ എന്താണ്? നമ്മൾ ഇത്രയും നേരം നോക്കിക്കൊണ്ടിരുന്ന എന്തിനെ പറ്റിയിട്ടാണ്? E0 ആണ് എന്ന് പറയുമ്പോൾ സ്റ്റാൻഡേർഡ് സെൽ പൊട്ടൻഷ്യലാണ്. ഈ സെൽ എന്ന് പറയുന്നത് നോൺ സ്റ്റാൻഡേർഡ് സെൽ പൊട്ടൻഷ്യലാണ്. എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നോൺ സ്റ്റാൻഡേർഡ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ കോൺസെൻട്രേഷനിൽ നമ്മുടെ ഇലക്ട്രോലൈറ്റിൻ്റെ കോൺസെൻട്രേഷൻ 1 മോളാർ അല്ലാണ്ടാവുന്നു. അങ്ങനത്തെ സാഹചര്യത്തിലും ടെമ്പറേച്ചറിൻ്റെ സാഹചര്യത്തിലും പ്രഷറിലുണ്ടാകുന്ന വ്യത്യാസത്തിനനുസരിച്ചിട്ടൊക്കെ അങ്ങനെ സ്റ്റാൻഡേർഡ് കണ്ടീഷൻസിലല്ല നമ്മൾ സെല്ലിൻ്റെ പൊട്ടൻഷ്യൽ മെഷർ ചെയ്യുന്നുണ്ടെങ്കിൽ ആ വാല്യൂനെയാണ് നമ്മൾ ഈ സെൽ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? യെസ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഈ ഒരു ഇക്വേഷനെ എങ്ങനെ എഴുതാൻ പറ്റും? ഇപ്പോൾ ഡെൽറ്റ ജി ഈക്വൽ ടു മൈനസ് ഓഫ് NF ഈ സെല്ലാണ്. അങ്ങനെയാണെങ്കിൽ ഇതെൻ്റെ ഫസ്റ്റ് ഇക്വേഷനും ഇതെൻ്റെ സെക്കൻഡ് ഇക്വേഷനും ആണെങ്കിൽ എനിക്കിതിനെ ഇങ്ങനെ എഴുതിക്കൂടെ? എല്ലാവരും ശ്രദ്ധിച്ചേ. ഡെൽറ്റ ജി ഈക്വൽസ് ടു ഡെൽറ്റ G0 പ്ലസ് RT/ln Q ആണ്. അങ്ങനെയാണെങ്കിൽ മൈനസ് ഓഫ് NF ഈ സെൽ ഈക്വൽ ടു മൈനസ് ഓഫ് NF E0 സെൽ എക്സാക്ട്ലി പ്ലസ് RT/ln Q. ഓക്കെ അല്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന സെൽ പൊട്ടൻഷ്യൽ, ദാറ്റ് ഈസ് നോൺ സ്റ്റാൻഡേർഡ് സെൽ പൊട്ടൻഷ്യൽ എന്ന് പറയുമ്പം സ്റ്റാൻഡേർഡ് സെൽ പൊട്ടൻഷ്യൽ മൈനസ് ഓഫ് RT/NF/ln Q. ഓക്കെ അല്ലേ? യെസ്. ഇതിനകത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഇതാണ് വൺ ഫോം ഓഫ് Nernst ഇക്വേഷൻ. എന്തുവാടോ? NF കൊണ്ട് നോക്കിക്കേ, NF കൊണ്ട് ഡിവൈഡ് ചെയ്തു, മൈനസ് ഈ പറഞ്ഞ മൈനസ് NF കൊണ്ട് ഡിവൈഡ് ചെയ്തു, മൈനസ് NF കൊണ്ട് ഡിവൈഡ് ചെയ്തു, മൈനസ് NF കൊണ്ട് ബാലൻസ്ഡ് ആക്കി ഇക്വേഷനെ. ആ ഒരു ഫോർമുലേനെ മര്യാദയ്ക്ക് എഴുതി, അത്രേ ഉള്ളൂ. ഓക്കെ അല്ലേ? അപ്പം ഈ സെൽ ഈക്വൽസ് ടു E0 സെൽ മൈനസ് RT/NF/ln Q. ഓക്കെ, ദിസ് ഇക്വേഷൻ ഈസ് നോൺ ആസ് Nernst ഇക്വേഷൻ. ഓക്കെ അല്ലേ? പക്ഷേ ഇനി ഇതിനകത്ത് കുറേ കഥകളുണ്ട്. എന്താണ് നമുക്കിതിനകത്ത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും, ഫോർ എക്സാമ്പിൾ ഇഫ് നമ്മുടെ സെൽ എന്ന് പറയുന്നത് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 298 കെൽവിൻ ടെമ്പറേച്ചറാണ്, യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻ്റ് ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആണ്, ഫാരഡേസ് കോൺസ്റ്റൻ്റ് ഒരു കോൺസ്റ്റൻ്റ് ആണ്. ഓക്കെ, അപ്പം നമ്മൾ ഈ ഒരു ഇക്വേഷനകത്ത് ടെമ്പറേച്ചർ 298 കെൽവിൻ ഇട്ട് കൊടുത്തു, യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻറ്റ് വാല്യൂ അറിയാം, ഫാരഡേസ് കോൺസ്റ്റൻറ്റ് വാല്യൂ അറിയാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ സെൽ എന്ന് പറഞ്ഞാൽ E0 ഓഫ് സെൽ മൈനസ് ഓഫ് 0.0591/n ലോഗ് ഓഫ് Q. ഇത് നോക്കിക്കേ, LN നാച്ചുറൽ ലോഗരിതം, ഇത് ലോഗരിതം ടു ദ ബേസ് 10. നാച്ചുറൽ ലോഗരിതം എന്ന് പറഞ്ഞാൽ അവിടെ ബേസ് E ആണ്. ഈ പറഞ്ഞ LOG ലോഗ് എന്ന് പറയുമ്പോൾ അവിടെ ബേസ് 10 ആണ്. ഓക്കെ അല്ലേ? യെസ്. ഇതാണ് നമ്മുടെ അടുത്ത റെപ്രസെൻറ്റേഷൻ. മനസ്സിലായി? Nernst ഇക്വേഷൻ അടുത്ത റെപ്രസെൻറ്റേഷൻ. പക്ഷേ കാര്യം വന്നിട്ടില്ല മിസ്. ഇതിനകത്തൊന്നും തന്നെ നമ്മൾ ഇലക്ട്രോലൈറ്റിൻ്റെ കോൺസെൻട്രേഷനെ പറ്റി പറയുന്നില്ല. മാം ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇലക്ട്രോലൈറ്റിൻ്റെ കോൺസെൻട്രേഷൻ എങ്ങനെയാണ് സെൽ പൊട്ടൻഷ്യലിനെ ബാധിക്കുന്ന ആ റിലേഷൻഷിപ്പ് ആയിരിക്കും Nernst ഇക്വേഷൻ തരാറ്. അത് തന്നിരിക്കും, പറഞ്ഞുതരാം. വേറെ ഒരു കാര്യം ഇതിനകത്ത് പറയാനുള്ളതെന്ന് പറയുമ്പം അറ്റ് ഇക്വിലിബ്രിയം നമുക്ക് ഇവിടെ തന്നെ കൊടുക്കാം. ഓക്കെ അല്ലേ? എല്ലാ ഇക്വേഷൻസും ഒരുമിച്ച് കടന്നോട്ടെ. അറ്റ് ഇക്വിലിബ്രിയത്തിൽ, ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ എന്താ? റിയാക്റ്റൻസ് പ്രൊഡക്ട്സ് ആക്കി മാറ്റുന്നത്. ഈ ഒരു ഇക്വേഷനിലാണ് നോക്കിക്കുക അല്ലേ? എന്ത് റിയാക്ഷൻ ആയിരുന്നു? റിവേഴ്സിബിൾ റിയാക്ഷൻ ആയിരുന്നു. അപ്പം ഇത് ഫോർവേഡ് റിയാക്ഷനും തിരിച്ച് പ്രോഡക്ട്സ് റിയാക്റ്റൻസിലോട്ടായി മാറുന്നതാണ് റിവേഴ്സ് റിയാക്ഷൻ. അപ്പം ഇക്വിലിബ്രിയം കണ്ടീഷനിൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഫോർവേഡ് റിയാക്ഷൻസും റിവേഴ്സ് റിയാക്ഷൻസും ഒരേ റേറ്റിൽ നടക്കുമ്പം നമ്മുടെ സെൽ റിയാക്ഷൻ ഏകദേശം ഒരു ഇക്വിലിബ്രിയം സ്റ്റേറ്റ് അറ്റൈൻ ചെയ്യും. ഓക്കെ അല്ലേ? അപ്പോൾ ആ സമയത്ത് എന്താണ്? ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്ത് കഴിഞ്ഞാൽ എക്സ്റ്റേണലി നമുക്ക് ഒരു ഫോഴ്സിൻ്റെയും ആവശ്യമില്ല. എന്ന് പറഞ്ഞാൽ ഡെൽറ്റ ജി എന്ന് പറയുന്നത് ഇക്വിലിബ്രിയത്തിൽ 0 ആയി മാറുന്നു.
ബിക്കോസ് എന്താ പറഞ്ഞത്, അറ്റ് ഇക്വിലിബ്രിയം ദർ ഇസ് നോ നീഡ് ഓഫ് എനി ഒരു സെൽ റിയാക്ഷൻ നടക്കാൻ വേണ്ടി എക്സ്റ്റേണലി നമ്മൾ അഡീഷണലി പുറത്തുനിന്നൊന്നും കൊണ്ടുവരണ്ട, ഒരു സോഴ്സ് ഓഫ് എനർജി കൊണ്ടുവരണ്ട. അതുകൊണ്ട് തന്നെ ഡെൽറ്റ ജി എന്തായിരിക്കും, 0 ആയിരിക്കും. ഇക്വിലിബ്രിയത്തിൽ എന്താണ് നമ്മുടെ ഈ പറയുന്ന റിയാക്ഷൻ കോയിഫിഷ്യൻ നമ്മുടെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ആയി മാറുന്നു. ഈ കെയിനെയാണ് നമ്മൾ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? യെസ്. അപ്പം എന്താണ് ഇക്വിലിബ്രിയത്തിലെ അവസ്ഥയാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അപ്പോൾ ഇക്വിലിബ്രിയത്തിൽ എന്താ സംഭവിക്കുന്നത്, എൻ്റെ ഡെൽറ്റ ജി 0 ആവുന്നു, Q ഈക്വൽ ടു കെ ആവുന്നു. അപ്പോൾ ആ റിയാക്ഷൻ ശരിക്കും എവിടെ നിന്നാണ് നോക്കിക്കേ, നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ എല്ലാവരും ഒന്ന് നോക്കിക്കേ. യെസ്, എന്തായിരുന്നു ആ ഇക്വേഷൻ, ഡെൽറ്റ ജി ഈക്വൽ ടു ഡെൽറ്റ ജി നോട്ട് പ്ലസ് ആർ ടി എൽ എൻ ക്യൂ. അപ്പം അറ്റ് ഇക്വിലിബ്രിയം നോക്കിക്കേ എല്ലാവരും, അറ്റ് ഇക്വിലിബ്രിയം ഡെൽറ്റ ജി 0 ആവുന്നു. അപ്പോൾ 0 ഈക്വൽസ് ടു ഡെൽറ്റ ജി നോട്ട് പ്ലസ് ആർ ടി എൽ എൻ കെ ക്യൂ എന്താവുന്നു, കെ ആയി മാറുന്നു. ദാറ്റ് ഇംപ്ലൈസ് ഡെൽറ്റ ജി നോട്ട് എന്ന് പറഞ്ഞാൽ മൈനസ് ഓഫ് ആർ ടി എൽ എൻ കെ. Therefore എല്ലാവരും ശ്രദ്ധിച്ചത്, ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് കെ എന്ന് പറഞ്ഞാൽ ഇ റേസ് ടു മൈനസ് ഓഫ് ഡെൽറ്റ ജി ബൈ ആർ ടി. കേട്ടല്ലോ? എല്ലാവരും ശ്രദ്ധിച്ചേ, കാര്യം മനസ്സിലായോ? കെ എന്ന് പറയുമ്പോൾ എന്താണ്, കെ എന്ന് പറയുന്നത് ഈ പറയുന്ന ഇ റേസ് ടു മൈനസ് ഓഫ് ഡെൽറ്റ ജി ബൈ ആർ ടി. അതെങ്ങനെയാണ് മിസ്റ്റേക്ക് കിട്ടിയത് നോക്കിക്കേ. ഇനിയിപ്പോൾ ആർക്കെങ്കിലും ഇവിടെ ഒരു മാത്തമാറ്റിക്സിൽ കൺഫ്യൂഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ, ഡെൽറ്റ ജി ബൈ ആർ ടി ആണോ നമ്മുടെ എൽ എൻ കെ? അല്ലേ? ഈ ആർ ടിനെ താഴോട്ട് ഡിവൈഡ് ചെയ്ത് ഇപ്പുറത്തോട്ട്, അപ്പോൾ നമുക്ക് എൽ എൻ കെ കിട്ടി. ഈ പറഞ്ഞ നാച്ചുറൽ ലോഗരിതത്തിനെ റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ്, എക്സ്പോണൻസ് കൊണ്ട് മൾട്ടിപ്ലൈ, ദാറ്റ് ഈസ് ഇ റേസ് ടു മൈനസ് ഓഫ് ഡെൽറ്റ ജി ബൈ ആർ ടി. ഓക്കെ അല്ലേ? അപ്പോൾ ഇങ്ങനെ നമുക്ക് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് വാല്യൂ കണ്ടുപിടിക്കാം. ഓക്കെ, വ്യത്യാസമൊന്നും ഇല്ല. അപ്പം നമ്മുടെ കയ്യിൽ എന്താണ്, ഇവ 2 റിയാക്ഷൻസ് ആണ്. ഓക്കെ, ഈ റിയാക്ഷൻ്റെ പേര് എയും ഈ റിയാക്ഷൻ്റെ പേര് ബിയും ആണ്. അപ്പം നെർൻസ്റ്റ് ഇക്വേഷൻ ആണെന്ന് പറഞ്ഞു, ബട്ട് ഹൗ ദി ഇലക്ട്രോഡ് കോൺസെൻട്രേഷൻ എവിടെ നിന്ന് വരുന്നു എന്ന് നമുക്ക് അറിയേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചേ, ഞാൻ ഇവിടെ റിയാക്ഷൻ തരുക. എ പ്ലസ് വേണ്ട, നമ്മൾക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് അറിയാവുന്ന ഡാനിയൽ സെല്ല് തന്നെ എടുക്കാം അല്ലേ? അപ്പോൾ ഡാനിയൽ സെല്ലിൻ്റെ റിയാക്ഷൻ എന്താടോ, Zn എന്ന് പറഞ്ഞാൽ Zn2 പ്ലസ് 2 ഇലക്ട്രോൺസ് എക്സാക്ട്ലി, ആൻഡ് Cu2 പ്ലസ് 2 ഇലക്ട്രോൺസ് എന്താടോ, Cu ആവുന്നു. കമ്പൈൻഡ് ഒരു ഡാനിയൽ സെല്ലിൻ്റെ സെൽ റെപ്രസെൻറ്റേഷൻ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ പറഞ്ഞാൽ മതിയാണ്, കാരണം നിങ്ങൾക്ക് അറിയാവത് അല്ലേ? ഡാനിയൽ സെല്ലിൻ്റെ റെപ്രസെൻറ്റേഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഡാനിയൽ സെല്ലിനെ നമ്മൾ എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്, Zn ബാർ Zn2 പ്ലസ് എക്സാക്ട്ലി സോൾട്ട് ബ്രിഡ്ജ് വന്നു, പിന്നെ Cu2 പ്ലസ് ബാർ Cu. ഇതിൻ്റെ കംപ്ലീറ്റ് സെൽ റിയാക്ഷൻ എന്ന് എഴുതിക്കേ, സെൽ റിയാക്ഷൻ, അതും കംപ്ലീറ്റ് സെൽ റിയാക്ഷൻ. എന്നുവെച്ചാൽ സെൽ എന്ന് പറയുമ്പോൾ 2 പേര് വേണം. എന്ന് പറയുമ്പോൾ എന്താണ്, Zn ഇവർ 2 പേരും കമ്പൈൻ ചെയ്യുക, Zn പ്ലസ് Cu2 പ്ലസ് ഗീവ്സ്, ശരിക്കും പറഞ്ഞാൽ ഡാനിയൽസ് എന്ന് വെച്ചാൽ റിവേഴ്സിബിൾ റിയാക്ഷൻ പറ്റുന്നവരാണ്. Zn2 പ്ലസ് Cu. ഓക്കെ, അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചേ, ഈ പറയുന്ന Zn എന്ന് പറഞ്ഞാൽ സോളിഡ്, Cu2 പ്ലസ് അക്വസ്, Zn2 പ്ലസ് അക്വസ്, Cu എന്ന് പറഞ്ഞാൽ സോൾഡ് ആണ്. അപ്പം നമ്മുടെ ഈ റിയാക്ഷൻ കോയിഫിഷ്യൻ്റ് Q എന്ന് പറയുന്നത് ശരിക്കും പറയുവാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ശ്രദ്ധിച്ചോണം, ഈ Q എന്ന് പറയുന്നത് ഇവിടുത്തെ കോയിഫിഷ്യൻ്റ് എത്രയാണോ, 1. ഇതിൻ്റെ കോയിഫിഷ്യൻ 1, സ്റ്റോഷിയോമെട്രിക് കോയിഫിഷ്യൻസ് ആണ് ഇവിടെ 1, ഇവിടെ 1 ആണ്. അപ്പം നമ്മൾ ഈ റിയാക്ഷൻ കോയിഫിഷ്യൻ്റ് എടുക്കുമ്പം പ്രൊഡക്ട്സിൻ്റെ കോൺസെൻട്രേഷൻ ടു ദ റിയാക്റ്റൻസിൻ്റെ കോൺസെൻട്രേഷൻ എന്ന് വെച്ചാൽ കോൺസെൻട്രേഷൻ ഓഫ് പ്രൊഡക്ട്സ് ടു ദ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻസ് ആണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട, പ്രൊഡക്ട്സിനകത്ത് നമ്മൾ സോളിഡിൻ്റെ ആൾക്കാരെ റിയാക്ഷൻ കോയിഫിഷ്യനകത്ത് ഉൾപ്പെടുത്തത്തില്ല, അയോൺസിനെ മാത്രമേ ഉൾപ്പെടുത്തത്തുള്ളൂ. ദറ്റ് ഈസ് Zn2 പ്ലസ് ഡിവൈഡഡ് ബൈ പ്രൊഡക്ട്സിനകത്ത് റിയാക്റ്റൻസിനകത്ത് ആരാ, Cu2 പ്ലസ്, അവരുടെ കോൺസെൻട്രേഷൻ, അതാണ് സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ടേക്കുന്നത്. ഇനി നോക്കിക്കേ, ഇവിടെ സ്റ്റോഷിയോമെട്രിക് കോയിഫിഷ്യൻ്റ് ഈ Zn പ്ലസിന് മുമ്പിലുള്ള കോയിഫിഷ്യൻ്റ് എത്ര, 1. അപ്പം ഇത് റേസ് ടു 1, Cu2 പ്ലസിൻ്റെ 1. ഇങ്ങനെയാണ് നമ്മൾ റിയാക്ഷൻ കോയിഫിഷ്യൻ ക്യൂവിനെ കണ്ടുപിടിക്കുന്നത്. അപ്പം നോക്കിക്കേ, നമുക്ക് ഈ പറയുന്ന ക്യൂയിലൂടെ എന്താണ് കിട്ടുന്നത്, നമ്മുടെ ഇലക്ട്രോലൈറ്റിൻ്റെ കോൺസെൻട്രേഷൻ ആയിരിക്കും ഉൾപ്പെടുത്തുന്നത്. മനസ്സിലായല്ലോ? അപ്പം അങ്ങനെയാണെങ്കിൽ ജനറലൈസ്ഡ് ആയിട്ടുള്ള ഇക്വേഷൻ എഴുതുവാണ്. ഇപ്പോൾ സപ്പോസ് എ പ്ലസ് ബി ഗീവ്സ് CC പ്ലസ് DD. അങ്ങനെയാണെങ്കിൽ ക്യൂ എന്തായിരിക്കുമോ, ഇവരെല്ലാവരും അയോൺസ് ആണെന്ന് വിചാരിക്കുവാണെന്നുണ്ടെങ്കിൽ C the whole raised to small c into D the whole raised to small d divided by B the whole raised to small b into A
the whole raised to small a. ഇതാണ് നമ്മുടെ റിയാക്ഷൻ കോഎഫിഷ്യൻറ്റ്. ഓക്കെ അല്ലേ? യെസ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ബി എന്ന് പറഞ്ഞ ഇക്വേഷനെ ഞാൻ എന്താണ് ഉദ്ദേശിക്കുന്നത്? ബി എന്ന് പറഞ്ഞ ഇക്വേഷനെ ഞാൻ ഇൻ ടേംസ് ഓഫ് കോൺസെൻട്രേഷനിലോട്ടൊന്ന് കൺവേർട്ട് ചെയ്തുകൂടെ? ഈ പറയുന്ന ബി ഇക്വേഷനെ ഡാനിയൽ സെല്ലിനകത്ത്, മനസ്സിലായല്ലോ? അപ്പോൾ ഡാനിയൽ സെല്ലിൻ്റെ രീതിയിലേക്കൊന്ന് കൺവേർട്ട് ചെയ്താലോ നമുക്ക്? യെസ്. അപ്പോൾ നോക്കിക്കേ, എല്ലാവരും നോക്കിക്കേ. ദ സെൽ പൊട്ടൻഷ്യൽ ഈക്വൽസ് ടു ഇ നോട്ട് ഓഫ് സെൽ മൈനസ് 0.0591 ബൈ എൻ ലോഗ് ടു ദ ബേസ് 10 ഓഫ് ക്യൂ ആയിരുന്നു. അപ്പോൾ ഇനി നമ്മൾ ഇവരുടെ ഡാനിയൽ സെൽ, ഈ ഇക്വേഷനെ ഡാനിയൽ സെല്ലായിട്ട് എഴുതുവാണെങ്കിൽ ഡാനിയൽ സെല്ലിൻ്റെ ഇ നോട്ട് ഓഫ് സെൽ എത്രയാണോ? 1.1 വോൾട്ട്. അത് ആർക്കെങ്കിലും അറിയാത്തതുണ്ടോ? ബിക്കോസ് ഇ നോട്ട് ഓഫ് സെൽ എന്ന് പറയുമ്പോൾ ഈ കാഥോഡ് മൈനസ് ഇ ആണ്. 0.34 പ്ലസ് 0.76 1.1 വോൾട്ട് സ്റ്റാൻഡേർഡ് സെൽ പൊട്ടൻഷ്യൽ. അപ്പം ഈ സെൽ എന്ന് പറഞ്ഞാൽ 1.1 മൈനസ് 0.0591 ബൈ എൻ. നോക്കിക്കേ, നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എത്ര ആണോ നമ്മുടെ ഈ ഇക്വേഷനകത്ത് രണ്ടിടത്തും ബാലൻസ്ഡ് ആയിട്ടുള്ളത് 2 ആണ്. അപ്പം ഡിവൈഡഡ് ബൈ 2 ലോഗ് റിയാക്ഷനിലോട്ടൊന്ന് പോയ എല്ലാവരും. ഓക്കെ, ക്യൂ എന്ന് പറയുമ്പോൾ Zn2 പ്ലസ് ബൈ Cu2 പ്ലസ്. നമുക്ക് സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യന്റ് 1 ആയതുകൊണ്ട് റേസ് ടു 1 ആണ്. ഓക്കെ അല്ലേ? അപ്പോൾ ലോഗ് ഓഫ് Zn2 പ്ലസ് ഡിവൈഡഡ് ബൈ Cu2 പ്ലസ്. ഓക്കെ, ഇതാണ് നമ്മുടെ നോൺ സ്റ്റാൻഡേർഡ് സെൽ പൊട്ടൻഷ്യൽ. ഓക്കെ അല്ലേ? സ്റ്റാൻഡേർഡ് സെൽ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഈ പറയുന്ന Zn2 പ്ലസും Cu2 പ്ലസും 1 ആയിരിക്കും. ഇനി പറയാം, ഇഫ് ദ കോൺസെൻട്രേഷൻ, എല്ലാവരും ശ്രദ്ധിച്ചോ, ദ കോൺസെൻട്രേഷൻ ഓഫ് സിങ്ക് അയോൺ എന്ന് പറയുന്നത് 1 മോളാർ കോൺസെൻട്രേഷൻ ആണ്. ആൻഡ് കോൺസെൻട്രേഷൻ ഓഫ് Cu2 പ്ലസ് എന്ന് പറഞ്ഞാൽ 1 മോളാർ ആണ്. അങ്ങനാണെന്നുണ്ടെങ്കിൽ ഈ സെൽ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കുമോ? 1.1 മൈനസ് 0.0591 ബൈ 2 ലോഗ് ഓഫ് 1/1. ലോഗ് 1 0 ആണ്. അപ്പോൾ എന്ത് വരും? 1.1 വോൾട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ സെൽ ബിക്കംസ് ഇ നോട്ട് സെൽ. കണ്ടോ? ഈ സെൽ എന്തായി മാറും? ഇ നോട്ട് സെൽ ആയി മാറും ഇഫ് കോൺസെൻട്രേഷൻ ഈസ് 1 മോളാർ. മനസ്സിലായല്ലോ? അതാണ് ഇമ്പോർട്ടൻസ്. മനസ്സിലായല്ലോ? അപ്പം നമുക്ക് എങ്ങനെയാണ് നമ്മുടെ സെല്ലിൻ്റെ പൊട്ടൻഷ്യൽ കിട്ടിയത്? ബൈ വേരിയിങ് ദ കോൺസെൻട്രേഷൻ. ഇഫ് ദ ഇലക്ട്രോലൈറ്റ് കോൺസെൻട്രേഷൻ വ്യത്യാസമാണ്, 1 മോളാർ ആണെന്നുണ്ടെങ്കിൽ ഇത് തന്നെയാണ് സെൽ പൊട്ടൻഷ്യൽ. പക്ഷെ 1 മോളാർ അല്ല, വേറെ എന്തെങ്കിലും ആണ് ഇലക്ട്രോലൈറ്റിൻ്റെ കോൺസെൻട്രേഷൻ എങ്കിൽ നമ്മൾ ഈ ഒരു ഇക്വേഷൻ ആണ് കൊണ്ടുവരേണ്ടത്. മനസ്സിലായി? അപ്പോൾ എത്ര കോൺസെൻട്രേഷൻ? ഇപ്പോൾ 2 മോളാർ ആണെങ്കിൽ 2 ഡിവൈഡഡ് ബൈ 3 മോളാർ ആണെങ്കിൽ 2/3 വരെ അവരുടെ വാല്യൂ എടുത്ത് അത്രയായിരിക്കും നമ്മുടെ സെൽ പൊട്ടൻഷ്യൽ. കാര്യം മനസ്സിലായല്ലോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഈ സെഷനകത്ത്? ഇല്ല. അപ്പോൾ ഇത്രയാണ്. അപ്പം ഞാൻ ശരിക്കും പറഞ്ഞാൽ അധികം ഒന്നും വലിച്ചു നീട്ടിയിട്ടില്ല. ഇനിയിപ്പോൾ സപ്പോസ് ഈ ക്യൂ എന്നുള്ള റിയാക്ഷൻ്റെ ബേസിസിൽ എനിക്ക് ഈ സെൽ എഴുതണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ എഴുതാം: ഈ സെൽ ഈക്വൽസ് ടു ഇ നോട്ട് ഓഫ് സെൽ മൈനസ് 0.0591 ബൈ എൻ ലോഗ് ഓഫ് സി റേസ് ടു സി ഡി റേസ് ടു ഡി ഡിവൈഡഡ് ബൈ ബി റേസ് ടു ബി ആൻഡ് എ റേസ് ടു എ. മനസ്സിലായല്ലോ? കാര്യം എല്ലാവർക്കും വ്യക്തമായി? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല. അപ്പോൾ ഇത്രയാണ് നമ്മുടെ മെയിൻലി നേൺസ്റ്റ് ഇക്വേഷൻ. അപ്പോൾ നേൺസ്റ്റ് ഇക്വേഷൻ നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. നോക്കിക്കേ, ഇപ്പം നേൺസ്റ്റ് ഇക്വേഷനകത്ത് ഇതായിരുന്നു നമ്മുടെ പ്രൈമറി ഇക്വേഷൻ. എല്ലാവരും ശ്രദ്ധിച്ച്, ഇതായിരുന്നു. അതിനകത്ത് നമ്മുടെ R യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻറ്റ്, F ഫാരഡേസ് കോൺസ്റ്റൻറ്റ്, ടെമ്പറേച്ചർ നമുക്ക് ഏത് ടെമ്പറേച്ചർ വേണമെങ്കിലും കൊടുക്കാം, റിയാക്ഷൻ കോഎഫിഷ്യൻ്റ് ഏത് കോൺസെൻട്രേഷൻ വേണമെങ്കിലും ഓക്കെ. പക്ഷേ ഇപ്പോൾ സപ്പോസ് ടെമ്പറേച്ചർ 298 കെൽവിൻ തന്നെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ റിയാക്ഷനെ ഈ പറഞ്ഞ ആറും കോൺസ്റ്റൻറ്റ്, ടെമ്പറേച്ചർ കോൺസ്റ്റൻറ്റ്, എഫ് കോൺസ്റ്റൻറ്റ്, അങ്ങനെയാണ് നമുക്ക് ഈ റിയാക്ഷനെ ഈ ഇക്വേഷനെ ഇങ്ങനെ മോഡിഫൈ ചെയ്യാൻ പറ്റും. അപ്പോഴും സെല്ലിൻ്റെ പൊട്ടൻഷ്യൽ എങ്ങനെ നമ്മുടെ മോളാർ കോൺസെൻട്രേഷനെ എഫക്റ്റ് ചെയ്യുന്നുള്ള ഇക്വേഷനാണ് നമ്മൾ ഇവിടെ കൊടുത്തിട്ടുണ്ടായത്. മനസ്സിലായല്ലോ? അപ്പോൾ അതിലൂടെ നമ്മൾ എന്ത് ചെയ്തു? ഒരു ജനറലൈസ്ഡ് ആയിട്ടുള്ള ഇക്വേഷൻ കൊടുത്തു. എല്ലാവരും ശ്രദ്ധിച്ചോ? വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പം നമ്മുടെ സി എന്ന് പറയുന്ന ഇക്വേഷനായിട്ട് നമുക്ക് ഇതിനെ ഉൾപ്പെടുത്താം. ഓക്കെ. എന്നിട്ട് ഡാനിയൽ സെല്ലിനകത്ത് എങ്ങനെയാണ് നമ്മൾ നേൺസ്റ്റ് ഇക്വേഷൻ എഴുതുന്നതെന്നും നമ്മൾ പഠിച്ചു. ഓക്കെ അല്ലേ? ഡാനിയൽ സെല്ലിനകത്ത് എങ്ങനെയാണ് നേൺസ്റ്റ് ഇക്വേഷൻ എഴുതുന്നതെന്നും പഠിച്ചു. ഓക്കെ. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ നേൺസ്റ്റ് ഇക്വേഷൻ കഴിഞ്ഞിരിക്കുന്നു. ഫ്രീ എനർജിയും ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റും തമ്മിലുള്ള റിലേഷൻഷിപ്പും ഇതൊക്കെ ന്യൂമറിക്കൽസിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം, ഒരു യൂണിവേഴ്സിറ്റി റിലേറ്റഡ് പ്രോബ്ലം സോൾവ് ചെയ്യാം. ഓക്കെ അല്ലേ സ്റ്റുഡൻസ്? യെസ്. ഓക്കെ സ്റ്റുഡൻസ്, അപ്പോൾ അതേ ഇവിടെ നിന്ന് ഞാൻ ക്വസ്റ്റ്യൻ എഴുതിയിട്ടുണ്ട്. നമുക്കൊന്ന് വായിച്ചാലോ? Write the cell reaction and cell representation of copper silver cell. Okay. At 25 degrees Celsius given the standard cell potential. നോക്കിക്കേ, സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. കാരണം ഒരാളെ ഉള്ളൂ, എപ്പോഴും കൺഫ്യൂസ്ഡ് ആവരുതും. സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യലാണ് തന്നേക്കുന്നത് ഇങ്ങനെ ഒരു മെറ്റൽ വെച്ചിട്ട്. ഓക്കെ അല്ലേ? അപ്പം സ്റ്റാൻഡേർഡ് അതും ഇതെന്തുവാ തന്നേക്കുന്നത്? റിഡക്ഷൻ.
അല്ലെ? AG പ്ലസ് ആരായി മാറുവാണ്? AG ആയി മാറുന്നത്. എന്ന് വെച്ചാൽ AG പ്ലസ് ഒരു ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്തിട്ടാണ് AG ആവുന്നത്. ഇങ്ങനെയൊക്കെ തിങ്ക് ചെയ്യണം കേട്ടോ, വെറുതെ കാണുന്ന പഠിച്ചാൽ പോരാ. അത് 0.80 വോൾട്ടും ആൻഡ് ദ സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഓഫ് കോപ്പർ ഈസ് 0.34 വോൾട്ട്. നമുക്ക് EMF കാൽക്കുലേറ്റ് ചെയ്യണം. when the concentration of silver ions is 0.1 molar and copper ions is 0.01 molar. ഓക്കെ, അപ്പോൾ ആദ്യമേ സെൽ റിയാക്ഷൻ എഴുതാൻ പറഞ്ഞു. അതൊന്ന് എഴുതിയാലോ? അതെ, അപ്പം കോപ്പറും AGയും തമ്മിലുള്ളതാണ് ആള്. പക്ഷേ ആ സെൽ റിയാക്ഷൻ എഴുതണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആരാണ് ആനോഡ് ആരാണ് കാഥോഡ് എന്ന് അറിയേണ്ട ആവശ്യമുണ്ട്, അല്ലേ? സെൽ റിയാക്ഷൻ എഴുതണമെന്നുണ്ടെങ്കിൽ വിച്ച് ഇലക്ട്രോഡ് ആക്ട്സ് ആസ് ആനോഡ് ആൻഡ് വിച്ച് ഇലക്ട്രോഡ് ആക്ട്സ് ആസ് കാഥോഡ്, ദാറ്റ് ഇൻഫോർമേഷൻ ഷുഡ് ബി പ്രസന്റ്. ഓക്കെ, പക്ഷെ അങ്ങനെ ഇൻഫോർമേഷൻ ഒന്നും തന്നിട്ടില്ല. ആകെ സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ വാല്യൂ മാത്രമാണ് തന്നിട്ടുള്ളത്. അപ്പം ഇലക്ട്രോകെമിക്കൽ സീരീസ് പഠിപ്പിച്ച ഈ സെഷനിൽ തന്നെ ഞാൻ റീസെൻ്റ് ആയിട്ട് പഠിപ്പിച്ച ഒരു കാര്യമാണ്, ഇലക്ട്രോൺസ് വിൽ ഫ്ലോ ഫ്രം ലെസ് പോസിറ്റീവ് ടു ഹയർ പോസിറ്റീവ് വാല്യൂ. എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് ആ ഒരു ഇലക്ട്രോകെമിക്കൽ സീരീസ് ആ ലിസ്റ്റ് ഒന്ന് കൊണ്ടുവരാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് അതൊരിക്കലും നിങ്ങൾക്ക് തരത്തില്ല, ഡയറക്റ്റ്ലി ചിലപ്പോൾ ഇങ്ങനെ തന്നെ ആയിരിക്കും നിങ്ങൾക്ക് വാല്യൂസ് തരുന്നത്. അപ്പോൾ ആരാണ് ആനോഡ് ആരാണ് കാഥോഡ് അറിയണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു കൺസെപ്റ്റ് മനസ്സിൽ ഉറച്ചിരിക്കണം. അപ്പോൾ അതിന് സഹായത്തിന് വേണ്ടി ഞാൻ ജസ്റ്റ് അത് കൊണ്ടുവരാം. എക്സാമിന് തരത്തില്ല കേട്ടല്ലോ, മിക്കവാറും ഇല്ല. ഓക്കെ, അത് ഏകദേശം നമ്മൾ ഏത് സെഷനിലായിരുന്നു എടുത്തിരുന്നത്? യെസ്. അപ്പം നമുക്ക് അതൊരു കാര്യം ചെയ്യാം, നമുക്കിവിടെ കോപ്പി ചെയ്ത് കൊണ്ടുവരാം. ഓക്കെ അല്ലേ സ്റ്റുഡൻസ്? യെസ്, നമ്മുടെ ഈ സെഷനിലോട്ട്, നമ്മുടെ ഈ പ്രോബ്ലംസിലോട്ട് കോപ്പി ചെയ്തുകൊണ്ടാണ്. ഓക്കെ, ഫൈൻ. അപ്പം ഞാൻ എന്താ പറഞ്ഞതെന്നാണ് നമ്മൾ നോക്കുന്നത്. നോക്കിക്കേ, AG പ്ലസ് നോക്കിക്കേ. ഓക്കെ, AGയുടെ നോക്കിക്കേ റിഡക്ഷൻ പൊട്ടൻഷ്യൽ AG പ്ലസ് ആണ്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, AG പ്ലസ് AG ആയി മാറണമെങ്കിൽ ഒരു ഇലക്ട്രോൺ ഗെയിൻ ചെയ്തിട്ടായിരിക്കും അവർ AG ആയി മാറണം. കോപ്പർ 2 ഇലക്ട്രോൺ ഗെയിൻ ചെയ്തിട്ടായിരിക്കും കോപ്പറായി മാറണം. അപ്പം AGയുടെ ആൾക്കാർ ഇവിടെ ഉണ്ട്. ഓക്കെ, AG ആണ് നമ്മുടെ 0.80. ഓക്കെ, കോപ്പർ വരുന്നത് എവിടാണ്? നമ്മുടെ 0.34. യെസ്. അപ്പം ഞാൻ എന്താണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ഇലക്ട്രോൺസ് വിൽ ഫ്ലോ ഫ്രം ഹയർ നെഗറ്റിവിറ്റി ടു ലോവർ നെഗറ്റിവിറ്റി, അല്ലെങ്കിൽ ഇലക്ട്രോൺസ് വിൽ ഫ്ലോ ഫ്രം ലെസ് പോസിറ്റീവ് ടു ഹയർ പോസിറ്റീവ് വാല്യൂ. മനസ്സിലായല്ലോ? എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺസിൻ്റെ ഫ്ലോ എപ്പോഴും എങ്ങനാടോ? എല്ലാവരും പറഞ്ഞേ, ഇലക്ട്രോൺസിൻ്റെ ഫ്ലോ എങ്ങനായിരിക്കും? ഈ ഒരു സീരീസ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ താഴേന്ന് മുകളിലോട്ടായിരിക്കും ഇലക്ട്രോൺസിനെ ലൂസ് ചെയ്യുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ 0.34 ലൂസ് ചെയ്തിട്ട് ആരാണ് ഗെയിൻ ചെയ്യുന്നത്? 0.80 ആയിരിക്കും ഗെയിൻ ചെയ്യുന്നത്. വെച്ചാൽ കോപ്പർ ലൂസ് ചെയ്ത് ഇലക്ട്രോൺസ് ആരായിരിക്കും ഗെയിൻ ചെയ്യുന്നത്? സിൽവർ ആയിരിക്കും. എപ്പോഴും മനസ്സിൽ ആ ഒരു ഓർമ്മ വേണം. ഈ സീരീസ് അല്ലെങ്കിൽ ലിസ്റ്റ് തരത്തുണ്ടാവത്തില്ല. ഈ പറഞ്ഞ റിഡക്ഷൻ പൊട്ടൻഷ്യൽ വാല്യൂ ആയിരിക്കും തന്നിട്ടുള്ളത്. ലോവർ പോസിറ്റീവ് ഉള്ള ആൾക്കാരായിരിക്കും ഇലക്ട്രോൺസിനെ കൊടുക്കുന്നത് ഹയർ പോസിറ്റീവിലുള്ളവർക്ക്, അല്ലെങ്കിൽ ഹയർ നെഗറ്റീവ് ഉള്ളവരായിരിക്കും ലോവർ നെഗറ്റീവ് ഉള്ളവർക്ക് കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഹയർ നെഗറ്റീവ് ഉള്ളവരായിരിക്കും ലോവർ പോസിറ്റീവ് ഉള്ളവർക്ക് കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഹയർ നെഗറ്റീവ് ആയിരിക്കും ഹയർ പോസിറ്റീവിലുള്ളവർക്ക് കൊടുക്കുന്നത്. മനസ്സിലാവും? അതൊന്നും നിങ്ങൾ ഓർത്തില്ലെങ്കിലും പെട്ടെന്ന് നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ചാർട്ട് മനസ്സിലുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഒന്ന് വരച്ചാൽ മതി. മനസ്സിലായല്ലോ? അപ്പോൾ അത് നോക്കിക്കേ, 0.34 നിന്നും 0.80 ലെസ് പോസിറ്റീവ് ഉള്ളവർ ഹയർ പോസിറ്റീവിലുള്ള മെറ്റൽസിന് ഇലക്ട്രോൺസിനെ പ്രൊവൈഡ് ചെയ്യും. കേട്ടല്ലോ? അപ്പോൾ എല്ലാവരും പറഞ്ഞേ, ആരാടോ ആനോഡായിട്ട് വർക്ക് ചെയ്യുന്ന, ആരാണ് കാഥോഡായിട്ട് വർക്ക് ചെയ്യുന്നത്? പറഞ്ഞേ. യെസ്, ആനോഡായിട്ട് വർക്ക് ചെയ്യുന്ന നമ്മുടെ കോപ്പറും കാഥോഡായിട്ട് വർക്ക് ചെയ്യുന്നത് നമ്മുടെ സിൽവറുമാണ്. അങ്ങനെയാണെങ്കിൽ സെൽ റിയാക്ഷൻ എഴുതാലോ. യെസ്, സെൽ റിയാക്ഷനകത്ത് ഞാൻ എങ്ങനെയായിരിക്കും സെൽ റിയാക്ഷൻ എഴുതുന്നത്? Cu ഗീവ്സ് Cu2+ 2 ഇലക്ട്രോൺസ്. കാരണം എന്താണ്? കോപ്പറാണ് ഓക്സിഡേഷന് വിധേയമാവുന്നത്, അവരാണ് ആനോഡായിട്ട് ഇരിക്കുന്നത്. ഓക്കെ അല്ലേ? യെസ്. ഇനി ഈ പറയുന്ന സിൽവറാണ് ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്യുന്നത്. അപ്പം Ag++ ഇലക്ട്രോൺ എന്തായി മാറുന്നു? Ag എന്ന് പറയുന്ന സിൽവർ മെറ്റലായി മാറുന്നു. അവരാണ് റിയാക്ഷൻ അണ്ടർഗോ ചെയ്യുന്നത്, ഇവരാണ് കാഥോഡായിട്ട് വർക്ക് ചെയ്യുന്നത്. നമ്മളോട് എഴുതാൻ പറഞ്ഞേക്കുന്ന കംപ്ലീറ്റ് സെൽ റിയാക്ഷൻ ആണ്. ഇതെന്ന് പറയുന്ന വെറും ഇലക്ട്രോഡ് റിയാക്ഷൻ ആണ്. മനസ്സിലായല്ലോ? ഇത് രണ്ടും ഇലക്ട്രോഡാണ്. നമ്മളോട് സെൽ റിയാക്ഷൻ എഴുതാൻ പറയുമ്പം നമ്മൾ ഇവിടെ കംപ്ലീറ്റ് റിയാക്ഷൻ എഴുതണം. പക്ഷേ എല്ലാവരും ശ്രദ്ധിച്ചേ, ഇവിടെ 2 ഇലക്ട്രോണും ഇവിടെ 1 ഇലക്ട്രോണുമാണ്. അപ്പോൾ ഇത് ഒന്നാമത്തെ ഇക്വേഷനും ഇത് രണ്ടാമത്തെ ഇക്വേഷനാണ്. രണ്ടാമത്തെ ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ സെക്കൻഡ് ഇക്വേഷൻ വിത്ത് 2. ഓക്കെ അല്ലേ? 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ എന്ത് സംഭവിക്കും? 2Ag plus 2 ഇലക്ട്രോൺസ് ഗീവ്സ് 2Ag. അങ്ങനെയാണെങ്കിൽ നമ്മുടെ രണ്ടാമത്തെ ഇക്വേഷൻ ബാലൻസ്ഡ് ആയി. Therefore the cell reaction എന്തായിരിക്കും? എല്ലാവരും പറഞ്ഞേടോ, സെൽ റിയാക്ഷൻ എന്തായിരിക്കും എന്ന് പറഞ്ഞാൽ? ഓക്കെ, Cu + 2Ag+
ഗീവ്സ് എന്താണ് Cu2+ + 2Ag. എന്തെങ്കിലും സംശയമാണ്? നമ്മുടെ ഈ 2 ഇലക്ട്രോൺസിൻ്റെ ആവശ്യമില്ല, അവർ ബാലൻസ്ഡ് ആയിപ്പോയി. ഒരെണ്ണം റിയാക്ടൻറ്റ് സൈഡിൽ, ഒരെണ്ണം പ്രൊഡക്റ്റ് സൈഡിലാണ്, അവർ ബാലൻസ്ഡ് ആയിപ്പോയി. അപ്പോൾ Cu + 2Ag+ നോക്കിക്കേ. ഇനി നമുക്ക് കമ്പൈൻ ചെയ്യേണ്ടത് 1ഉം ഇത് മൂന്നാമത്തെ ഇക്വേഷൻ ആണെന്ന് വെച്ചാൽ സെൽ റിയാക്ഷനകത്ത് നമുക്ക് കമ്പൈൻ ചെയ്യേണ്ടത് 1നെയും 3നെയും കൂടാണ്. അപ്പോൾ Cu + 2Ag + 2 ഇലക്ട്രോൺസ് ഗീവ്സ് Cu2+ + 2 ഇലക്ട്രോൺസ് + 2Ag. 2 ഇലക്ട്രോൺസ് അവിടെ ഇവിടെയും ക്യാൻസൽ ആയിപ്പോയി. അപ്പോൾ നമുക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള സെൽ റിയാക്ഷൻ കിട്ടി. കണ്ടല്ലോ, ഇതാണ് നമ്മുടെ സെൽ റിയാക്ഷൻ. സംശയമൊന്നും ഇല്ല. അപ്പൊ ഇനി നമുക്ക് സെൽ റെപ്രസെന്റേഷൻ. അപ്പൊ സെൽ റെപ്രസെന്റേഷൻ സമയത്ത് ഈ ബാലൻസ്ഡ് കണ്ടീഷൻ ഒന്നും വേണ്ട. ആദ്യം എന്താ ചെയ്യുന്നത്? കോപ്പർ ഇവിടെ ശരിക്കും പറഞ്ഞാൽ ആരാണ് ആവുന്നത്? കോപ്പർ റെഡ്യൂസ്ഡ് ആണോ ആവുന്നത്? ഓക്സിഡൈസ്ഡ് ആണ്. ഓക്സിഡൈസ്ഡ് ആണ്. അപ്പം ശരിക്കും പറഞ്ഞാൽ Cu bar Cu2+, യെസ്. ദെൻ സോൾട്ട് ബ്രിഡ്ജ് സിൽവർ റെഡ്യൂസ്ഡ് ആവുകയാണ്, അതുകൊണ്ട് Ag+ bar Ag. ഇതാണ് നമ്മുടെ സെൽ റെപ്രസെൻറ്റേഷൻ. ഇത് പെട്ടെന്ന് ഒരാൾക്ക് മനസ്സിലാവണം എന്നൊരിക്കലും നമുക്ക് നിർബന്ധം പിടിക്കാൻ പറ്റില്ല. പതുക്കെ പ്രാക്ടീസ് ചെയ്താലേ കിട്ടത്തുള്ളൂ. കേട്ടല്ലോ, സെൽ റിയാക്ഷൻ ആദ്യം എപ്പോഴും ബാലൻസ്ഡ് സെൽ റിയാക്ഷൻ എഴുതാവുള്ളൂ. അത് കഴിഞ്ഞ് സെൽ റെപ്രസെൻറ്റേഷൻ നടത്തുമ്പം നമ്മളെപ്പോഴും ആനോഡ് സെൽ റെപ്രസെൻറ്റേഷൻ, പിന്നെ സോൾട്ട് ബ്രിഡ്ജ്, പിന്നെ കാഥോഡായിട്ട് എഴുതാൻ നോക്കുക. അപ്പം നമുക്ക് ആ ഒരു പാറ്റേൺ ഓർമ്മ നിൽക്കും. ഓക്കെ അല്ലേ? അപ്പം മിസ്സേ ഈ കോപ്പർ ബാർ Cu2+, കാരണം ഓക്സിഡൈസ്ഡ് ആവുകയാണ്. ഇവിടെ നിന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഓക്കെ, കോപ്പർ ഓക്സിഡൈസ്ഡ് ആവുന്നു, സോൾട്ട് ബ്രിഡ്ജിൻ്റെ അപ്പുറത്ത് സിൽവർ റെഡ്യൂസ്ഡ് ആവുന്നു. ഓക്കെ അല്ലേ? അപ്പം നമ്മൾ 2 പോർഷൻസ് ചെയ്തു കഴിഞ്ഞു. ഒന്ന് സെൽ റിയാക്ഷൻ എഴുതി കഴിഞ്ഞു, സെൽ റെപ്രസെൻറ്റേഷൻ എഴുതി കഴിഞ്ഞു. ഇനി നമുക്ക് EMF ഓഫ് ദ സെല്ല് കണ്ടുപിടിക്കണം. അപ്പം സെല്ലിൻ്റെ EMF ഇക്വേഷൻ എന്താ പാടും? എല്ലാവരും പറഞ്ഞേ. The cell potential equals to standard cell potential minus temperature 25 degree എന്ന് പറയുമ്പോൾ 298 Kelvin. എടോ 0 degree Celsius എന്ന് പറഞ്ഞാൽ 273 Kelvin ആണ്. 25 degree Celsius എന്ന് പറഞ്ഞാൽ 298 Kelvin ആണ്. എന്ന് വെച്ചാൽ നമ്മുടെ സ്റ്റാൻഡേർഡ് കണ്ടീഷൻ ആണ്. അപ്പോൾ നമുക്ക് ഈ ഇക്വേഷൻ പ്രയോഗിക്കാമല്ലോ. 0.0591/n log to the base 10 of Q. ഓക്കെ അല്ലേ? യെസ്. അപ്പം E0 ഓഫ് സെൽ എനിക്ക് കണ്ടുപിടിക്കണം. എല്ലാവരും ശ്രദ്ധിച്ച്, E0 ഓഫ് സെൽ കണ്ടുപിടിക്കാന്ന് വെച്ചാൽ ഈ കാഥോഡ് മൈനസ് ഈ ആനോഡ്. അപ്പോൾ കാഥോഡ് ആരാണ്? ഇവരാണ്. ആനോഡ് ആരാണ്? ഇവരാണ്. ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഈ കാഥോഡ് മൈനസ് ഈ ആനോഡ് ചെയ്യാം. അപ്പം നമുക്ക് കിട്ടി. അപ്പം നമുക്ക് വേണ്ട ആൾക്കാരെ ഓരോരുത്തരെയും ഇവിടോട്ട് മാറ്റി എഴുതാം. E0 ഓഫ് സെൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ കാഥോഡ് മൈനസ് ചെയ്യാൻ. കണ്ടോ, നമുക്ക് ആകെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ വാല്യൂ ആണ് അവർ തരുന്നത്. അപ്പോൾ കാഥോഡ് എന്ന് പറഞ്ഞാൽ ആരാണ്? നമ്മുടെ സിൽവർ ആയിട്ടാണ് 0.80. ആനോഡ് ആയിട്ടുള്ളത് 0.34. അപ്പം -0.34. അങ്ങനെ തന്നെ എഴുതും. ഒരു തരത്തിൽ നമ്മളായിട്ടൊന്നും ഇട്ട് കൊടുക്കരുത്. മനസ്സിലായല്ലോ? എല്ലാവരും ശ്രദ്ധിച്ചാൽ നമ്മൾ ഈ പറഞ്ഞ E0 ഓഫ് സെല്ല് തരുമ്പോൾ നമ്മൾ ഡയറക്റ്റ്ലി വാല്യൂസ് ഇട്ട് കൊടുക്കുക. വേറെ ഒന്നും, കാരണം ഇവിടെ എല്ലാം റെഡ്യൂസ്ഡ് വാല്യൂസ് തന്നെയാണ്. ഈ പറഞ്ഞ E0 ഓഫ് സെൽ ഈ കാഥോഡ് മൈനസ് ഈ ആനോഡ് ചെയ്യുമ്പോൾ അതേ വാല്യൂസ് തന്നെയാണ് ഇടേണ്ടത്. മനസ്സിലായോ? അതെ. അപ്പോൾ 0.80 മൈനസ് 0.34 എല്ലാവരും ചെയ്യുമ്പോഴത്തേക്ക് 7 minus 3 it's 4, it's 0.46 അല്ലേ? അല്ലേടോ? അതെ, 0.46 വോൾട്ട് ആണ് നമുക്ക് E0 ഓഫ് സെല്ല് കിട്ടുന്നത്. ഇനി ഇതിനകത്ത് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് N എന്ന് പറഞ്ഞാൽ എത്രയാണ്? N = 2 ആണ്. ബാലൻസ്ഡ് ഇക്വേഷനകത്ത് N 2 ആണ്. ഇനി നമ്മൾ സെൽ റിയാക്ഷൻ എഴുതി കഴിഞ്ഞപ്പോൾ നമുക്ക് Q കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. അപ്പം Q എന്ന് പറയുന്ന എല്ലാവരും ശ്രദ്ധിച്ചേ. Q എന്ന് പറയുന്നത് Cu2+. നമ്മൾ സോളിഡിനെ എഴുതുവോടോ? നോക്കിക്കേ, ഇത് സോളിഡ്, ഇത് നമ്മുടെ അക്വസ് സൊല്യൂഷൻ. അക്വസ് അല്ലേ? നമ്മുടെ ആരാണ്? നമ്മുടെ ഈ പറഞ്ഞ ഇലക്ട്രോലൈറ്റിക് സൊല്യൂഷനിലുള്ള അയോൺ കോൺസെൻട്രേഷൻ ആണ്. ഇത് നമ്മുടെ സോൾഡ് ആണ്. അപ്പം പ്രോഡക്ട്സ് ഡിവൈഡ് ബൈ റിയാക്റ്റൻസ് ദാറ്റ് ഈസ് ഓക്കെ Cu2+⁻1 ഡിവൈഡ് ബൈ 2Ag. ഓക്കെ, അപ്പം Ag+² ആണ് വരുന്നത്. മനസ്സിലായല്ലോ? അപ്പം നമുക്ക് ഇങ്ങോട്ട് റിക്രിയേറ്റ് ചെയ്താലോ. Q എന്ന് പറഞ്ഞാൽ എന്താണ്? Cu2+⁻1ഉം, കാരണം സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യന്റ് 1 ആയിരുന്നു. ആൻഡ് Ag+ എന്ന് പറയുമ്പോൾ ⁻2 ആണ്. അപ്പം നമ്മുടെ കോപ്പറിൻ്റെ കോൺസെൻട്രേഷൻ ഐ ഗെസ് ഇറ്റ്സ് 0.1 മോളാർ. നമ്മുടെ Ag+ൻ്റെ കോൺസെൻട്രേഷൻ അല്ലേടോ 0.1ഉം. എങ്ങനെയാണ് ക്വസ്റ്റ്യൻ? ഓക്കെ, Ag+0.1ഉം കോപ്പർ 0.01 ആയിരുന്നു. ഓക്കെ, നമ്മുടെ സെൽ റിയാക്ഷൻ സമയത്ത് കോപ്പർ അല്ലേ Cu2+ അല്ലേ അപ്പുറത്ത് വന്ന്? യെസ്. അപ്പം നമ്മുടെ കോപ്പർ ആരാണ്? 0.01 ഡിവൈഡഡ് ബൈ 0.1 the whole square. ഇങ്ങനെയാണ് നമ്മൾ എഴുതുന്നത്. അപ്പം നമുക്ക് ഈ സെല്ല് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? നമ്മൾ ഈ സെല്ല് എന്ന് പറയുന്നത് 0.46 മൈനസ് 0.0591/2 log ഓഫ് 0.01 ഡിവൈഡ് ബൈ 0.1 the whole square. ഇനി എല്ലാവരും ഇതിൻ്റെ സൊല്യൂഷൻ ഒന്ന് കണ്ടുപിടിച്ച് ഞാനും ചെയ്യാം, നിങ്ങളും ചെയ്യാം. ഓക്കെ അല്ലേ? യെസ്.
ഓക്കെ സ്റ്റുഡൻസ്, അപ്പം ഇത് അത്രയും ചെയ്യേണ്ടതായിട്ട് ആവശ്യമുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നോക്കിക്കേ, ലോഗ് ഓഫ് 0.01 ഡിവൈഡ് ബൈ 0.1 സ്ക്വയർ. എടോ 0.1ന്റെ സ്ക്വയർ എന്താടോ? 0.01. അതെ, അപ്പോൾ ഈ ഒരു സെക്ഷൻ നോക്കിക്കേ, 0.01 ഡിവൈഡ് ബൈ 0.1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 0.01 ആണ്. അപ്പം ലോഗ് ഓഫ് 0.01 ബൈ 0.01 ലോഗ് 1 ആണ്, അപ്പം 0 ആണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ സെൽ എന്ന് പറഞ്ഞാൽ എന്തായി മാറി? വെറും 0.46 വാല്യൂ എന്ന് പറയുമ്പം നമ്മുടെ സ്റ്റാൻഡേർഡ് സെൽ പൊട്ടൻഷ്യൽ വാല്യൂ തന്നെയാണ് നോൺ സ്റ്റാൻഡേർഡ് സെൽ പൊട്ടൻഷ്യൽ വാല്യൂ. കാരണം കോൺസെൻട്രേഷനിലുണ്ടായ ഒരു കാര്യം. അതിനകത്ത് പ്രത്യേകിച്ച് ഇതിനകത്തൊന്നും നമുക്ക് എന്താണ് ഒരു റിസൾട്ട് ഇത് തന്നെ പ്രത്യേകിച്ച് ഇതിനകത്തൊരു മെസ്സേജ് ഒന്നും കൊണ്ടുവരാനൊന്നുമില്ല. ജസ്റ്റ് നോർമലായിട്ട് നമ്മുടെ കോൺസെൻട്രേഷൻ ഇങ്ങനെ വന്നതുകൊണ്ട് അങ്ങ് ചെയ്തു എന്ന് മാത്രം. ഓക്കെ അല്ലേ? അപ്പം ഈ ഒരു പ്രോബ്ലത്തിനകത്ത് നമ്മൾ എത്ര കാര്യങ്ങൾ പഠിച്ചു, എങ്ങനെയാണ് ആനോഡും കാഥോഡിനെ ഡിസൈഡ് ചെയ്യുന്നത് മനസ്സിലായാലും. ഇലക്ട്രോൺസ് എപ്പോഴും ഫ്ലോ ചെയ്യുന്ന ആരിൽ നിന്നാണ്? ലെസ് പോസിറ്റീവിൽ നിന്നും എവിടോട്ടാണ്? ഹൈ പോസിറ്റീവിലോട്ട്. ഇങ്ങനെ ആയിരിക്കും ഇലക്ട്രോൺസ് ഫ്ലോ നടക്കുന്നത്. അപ്പോൾ കോപ്പർ ആനോഡും സിൽവർ കാഥോഡും. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ റിയാക്ഷൻസ് എഴുതുന്നു, എന്നിട്ട് ഇക്വേഷൻസിനെ ബാലൻസ് ചെയ്തിട്ട് സെൽ റിയാക്ഷൻ എഴുതുന്നു. ബാലൻസ്ഡ് ഇക്വേഷൻ വേണമെന്നില്ല, നമ്മുടെ സെൽ റെപ്രസെൻറ്റേഷന് കാഥോഡ് ആരാണ് ആനോഡ് ആണെന്ന് അറിഞ്ഞാൽ മാത്രം മതി. അത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഈ പറയുന്ന ഈ സെല്ല് കണ്ടുപിടിച്ചു. അതിനകത്ത് എന്നിൻ്റെ വാല്യൂ അറിയാം, ക്യൂവിൻ്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചു. ഓക്കെ അല്ലേ? ഇനി സപ്പോസ് ഞാൻ ഇതിനകത്ത് ഒരു ക്വസ്റ്റ്യനും കൂടി ഈ ഒരു ക്വസ്റ്റ്യനകത്ത് ഒരു ക്വസ്റ്റ്യനും കൂടി ഇൻക്ലൂഡ് ചെയ്യാണ്. ഫോർ എക്സാമ്പിൾ, ഒരു സിംഗിൾ ഇലക്ട്രോഡ് മാത്രമാണ് നമ്മുടെ കയ്യിലുള്ളതെന്ന് വിചാരിക്കാം. ഓക്കെ സ്റ്റുഡൻസ്, അപ്പം ഞാൻ ഇവിടെ നിങ്ങൾ സിംഗിൾ ഇലക്ട്രോഡ് പൊട്ടൻഷ്യലിൻ്റെ കാര്യം പറഞ്ഞു. എന്ന് വെച്ചാൽ നമുക്കൊരു സിംഗിൾ ഇലക്ട്രോഡിൻ്റെ പൊട്ടൻഷ്യൽ മാത്രം കണ്ടുപിടിക്കണം. ദാറ്റ് മീൻസ് ഐ ഹാവ് ടു ഡിറ്റർമൈൻ ദ സിംഗിൾ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഓഫ് കോപ്പർ ഇലക്ട്രോഡ് അറ്റ് 25 degrees Celsius with the concentration of copper being 0.1 molar and അവരുടെ സ്റ്റാൻഡേർഡ് സെൽ പൊട്ടൻഷ്യൽ ഓഫ് Cu2 പ്ലസ് ബാർ Cu എന്ന് പറഞ്ഞാൽ 0.34 വോൾട്ട് തന്നിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും ആ സിംഗിൾ ഇലക്ട്രോഡിൻ്റെ പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കുന്നത്? ഒരൊറ്റൊരു ഇലക്ട്രോഡേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നോക്കിക്കേ, ഒറ്റൊരു ഇലക്ട്രോഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ഏതൊരു ഇലക്ട്രോണിനെ കൺസിഡർ ചെയ്താലും നമ്മുടെ ഇലക്ട്രോകെമിക്കൽ സീരീസിനകത്ത് അവരുടെ എന്താണ് റിഡക്ഷൻ റിയാക്ഷൻ ആണ് തന്നിട്ടുള്ളത് അല്ലേ? അപ്പോൾ നോക്കിക്കേ, നമ്മുടെ ഇലക്ട്രോകെമിക്കൽ സീരീസ് പ്രകാരം റിഡക്ഷൻ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്തുവായിരിക്കുമോ? എല്ലാവരും പറഞ്ഞേ. റിഡക്ഷൻ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ Cu2 പ്ലസ് 2 ഇലക്ട്രോൺസ് അതല്ലേ നമുക്ക് കോപ്പറായി മാറുന്നത്. ആ റിഡക്ഷൻ റിയാക്ഷൻ്റെ പൊട്ടൻഷ്യൽ അല്ലേടോ? ആ റിഡക്ഷൻ റിയാക്ഷൻ്റെ പൊട്ടൻഷ്യൽ അതിനല്ലേ നമ്മൾ E0 ഓഫ് എന്തെടുക്കുന്നത്? Cu2 പ്ലസ് ബാർ Cu എന്ന് എടുക്കുന്നത്. അതെ, ആ ഒരു വാല്യൂ അല്ലേ 0.34 തന്നിട്ടുള്ള. അതെ, അപ്പം നമുക്ക് ഈ പറയുന്ന E0 ഓഫ് എന്താണ് നമ്മുടെ E0 ഓഫ് കോപ്പർ തന്നെന്ന് വെച്ചാൽ സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഓഫ് കോപ്പർ തന്നിട്ടുണ്ട്. കോപ്പറിൻ്റെ 1 മോളാർ സൊല്യൂഷനിലായിരുന്നപ്പോൾ ഉള്ള പൊട്ടൻഷ്യലാണ് നോക്കിക്കേടോ ഈ ഇലക്ട്രോകെമിക്കൽ സീരീസിനകത്ത് തന്നിട്ടുള്ളത്. എവിടെയോ കോപ്പർ, കോപ്പർ നോക്കിക്കേ, നമ്മുടെ കോപ്പർ ആൾ. ആ കോപ്പറിൻ്റെ 1 മോളാർ സൊല്യൂഷനിലാണ് ആ കോപ്പർ ഇരിക്കുന്നത്. 298 കെൽവിൻ ടെമ്പറേച്ചറിലാണെങ്കിൽ ആ കോപ്പറിൻ്റെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ വാല്യൂ ആണ് 0.34 തന്നിട്ടുള്ളത്. പക്ഷേ എനിക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? എനിക്ക് കണ്ടുപിടിക്കേണ്ടത് അവരുടെ സെൽ പൊട്ടൻഷ്യൽ വാല്യൂ ആണ്. സിംഗിൾ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഓഫ് കോപ്പർ, ടെമ്പറേച്ചർ കുഴപ്പമില്ല, പക്ഷേ കോപ്പറിൻ്റെ കോൺസെൻട്രേഷൻ 1 മോളാർ അല്ല 0.1 മോളാർ ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എൻ്റെ സെൽ പൊട്ടൻഷ്യൽ വാല്യൂ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ വാല്യൂ എന്ന് പറഞ്ഞാൽ അങ്ങനെ കൊടുക്കുന്നതായിരിക്കും നല്ലത്. അല്ലാന്നുണ്ടെങ്കിൽ അത് ശരിയാവത്തില്ല. ദാറ്റ് മീൻസ് ഇ ഓഫ് ദ കോപ്പർ എന്ന് പറയുന്നത് E0 ഓഫ് കോപ്പർ ദറ്റ് ഈസ് Cu2 പ്ലസ് ബാർ Cu മൈനസ് ഓഫ് 0.0491 n log ടു ദ ബേസ് ഓഫ് Q. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് Q എന്തുവാണ്? N എത്ര? 2. N 2 ആണ്. Q എത്ര? Q എന്ന് പറയുന്നത് പ്രൊഡക്ട്സ് ബൈ റിയാക്ടൻസ് ആണ്. പ്രൊഡക്ട്സ് സോളിഡ് ഫോമിലാണ്. അപ്പോൾ 1/Cu2 പ്ലസ് ഈ പറഞ്ഞ സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യന്റ് 1 ആയതുകൊണ്ട് എക്സ്പോണൻഷ്യൽ ഫാക്ടേഴ്സ് ഒന്നും ഉണ്ടാവത്തില്ല. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ സെൽ എന്ന് പറയുന്നത് എപ്പോഴും ഞാൻ ഈ സെൽ എന്ന് എഴുതാൻ പാടില്ല. ദ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഓഫ് കോപ്പർ എന്ന് പറയുന്നത് E0 ഓഫ് കോപ്പർ. എവിടെയോട് E0 ഓഫ് കോപ്പർ 0.34, that is 0.34 minus 0.0591 divided by 2 log of 1/0.1. 0.1 അല്ലേ? അതെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ഈ പറയുന്ന കോപ്പറിൻ്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ കിട്ടും.
നോട്ട് അറ്റ് സ്റ്റാൻഡേർഡ് കണ്ടീഷൻ. സ്റ്റാൻഡേർഡ് കണ്ടീഷൻ പറയുമോ? ബിക്കോസ് അത് 1 മോളാർ അല്ല. മനസ്സിലായല്ലോ? അപ്പം നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം, നിങ്ങൾക്ക് ഒരു ഇലക്ട്രോഡ് തന്നിട്ട് അല്ലെങ്കിൽ കോപ്പർ തന്ന്, സിങ്ക് തന്ന്, അയൺ തന്ന്, സിൽവർ തന്ന്, ഏത് മെറ്റൽസ് വേണമെങ്കിലും തന്നിട്ട് അവരുടെ സിംഗിൾ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കാൻ നിങ്ങളോട് പറയുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇലക്ട്രോകെമിക്കൽ സീരീസ് തന്നിട്ടുണ്ട്. ആ മെറ്റലിൻ്റെ ഇലക്ട്രോകെമിക്കൽ സീരീസിലുള്ള റിഡക്ഷൻ പൊട്ടൻഷ്യൽ വാല്യൂ കണ്ടെത്തി. അത് കഴിഞ്ഞിട്ട് അവിടെ റിഡക്ഷൻ ഇക്വേഷൻ എഴുതുക, അതിനകത്തുനിന്ന് N കണ്ടുപിടിക്കുക, അതിനകത്തുനിന്ന് Q കണ്ടുപിടിക്കുക. ബസ് അത്രേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ഈ പറയുന്ന റിഡക്ഷൻ പൊട്ടൻഷ്യൽ വാല്യൂ കിട്ടത്തില്ല. റിഡക്ഷൻ പൊട്ടൻഷ്യൽ വാല്യൂ എന്നാൽ അതെ ഒരർത്ഥത്തിൽ അങ്ങനെ തന്നെ, ബട്ട് നോട്ട് സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ, ദ നോൺ സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ. ഓക്കെ അല്ലേ? യെസ്. അപ്പോൾ ഇതോടുകൂടി ഏകദേശം നമ്മുടെ ഈ ഒരു പ്രോബ്ലം കൂടെ കഴിഞ്ഞു. ഇനി ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു പ്രോബ്ലം കൂടെ ഉദ്ദേശിക്കുന്നുണ്ട്. നമ്മുടെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് കണ്ടുപിടിക്കാൻ ജസ്റ്റ് ക്വസ്റ്റ്യൻ എഴുതത്തേ ഉള്ളൂ, നിങ്ങളാണ് സോൾവ് ചെയ്യേണ്ട ആൾക്കാർ കാട്ടില്ല, ബിക്കോസ് എല്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ അല്ലേ? യെസ്. അപ്പോൾ അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഐ നീഡ് ടു ഡിറ്റർമൈൻ ദി ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് കെ ഫോർ എ ഡാനിയൽ സെൽ അറ്റ് ഇക്വിലിബ്രിയം having that E naught of cell equals to 1.1 volt. എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും നമ്മൾ ഈ ഒരു നമുക്ക് ഇത്രേ തന്നിട്ടുള്ളൂ, അതിനകത്ത് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് കണ്ടുപിടിക്കണം. അതെങ്ങനെ കണ്ടുപിടിക്കും? നമുക്ക് ഓൾറെഡി അറിയാം ഡെൽറ്റ ജി എന്ന് പറഞ്ഞാൽ ഡെൽറ്റ ജി നോട്ട് പ്ലസ് ആർ ടി എൽ എൻ ക്യൂ എന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഈ ഡെൽറ്റ ജിയുടെ ഒരു ഇക്വേഷനെ -(NFE) എടുത്തിട്ട് നമ്മൾ ഇക്വേറ്റ് ചെയ്തായിരുന്നു അല്ലേ? നമ്മൾ ദ ഇലക്ട്രിക്കൽ എനർജി പ്രൊഡ്യൂസ്ഡ് ഈസ് അറ്റ് എക്സ്പെൻസ് ഓഫ് ഡിക്രീസ് ഇൻ ഫ്രീ എനർജി. അതെ. അപ്പം ഈ സെൽ എന്ന് പറഞ്ഞാൽ ഇ നോട്ട് ഓഫ് സെൽ, പിന്നെ എത്ര ആയിരുന്നോ പ്ലസ്, ഒന്ന് ആലോചിച്ച് നോക്കിക്കുക എല്ലാവരും. യെസ്, മൈനസ് ആയിരുന്നു. എക്സാക്ട്ലി മൈനസ് ആയിരുന്നു. കാരണം എന്താണ്? ഡെൽറ്റ ജി എന്ന് പറഞ്ഞാൽ -(NFE) സെല്ലായിരുന്നു. ഓക്കെ അല്ലേ? അപ്പോൾ ഇവിടെ മൈനസ് വരും. ഈ ഇക്വേഷൻ ഞാൻ എഴുതിയിട്ടുണ്ട്, എന്നാലും ഇവിടെ ഇരുന്നോട്ടെ. -(LN)Q ആണ്. അപ്പോൾ ശരിക്കും നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് 25 ഡിഗ്രി സെൽഷ്യസ് ആകുമ്പോഴത്തേക്കും നമുക്ക് ഈ സെൽ RT/NF കേട്ടല്ലോ? ഇക്വേഷൻ മറന്നുപോയി ഞാൻ, നിങ്ങൾ മറക്കരുതേ. E naught ഓഫ് സെൽ -0.0591/N log to the base of Q. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഇക്വേഷനിൽ നിന്നാണ് നമ്മൾ ഇത്ര ഒരു ഇക്വേഷനിലോട്ട് വന്നത്. മറന്നുപോയോ എല്ലാവരും? ഇല്ല. അപ്പം അറ്റ് ഇക്വിലിബ്രിയത്തിൽ എന്താണ് അവസ്ഥ? ഈ സെൽ എന്ന് പറയുന്നത് 0 ആവുന്നു. അതെങ്ങനെ? ഇക്വിലിബ്രിയത്തിൽ ഡെൽറ്റ ജി 0 ആവുന്നു. ഡെൽറ്റ ജി 0 ആവുക എന്ന് വെച്ചാൽ നമ്പർ ഓഫ് ഇലക്ട്രോൺ 0 ആവും ഇല്ല, ഫാരഡേസ് കോൺസ്റ്റന്റ് 0 ആവും ഇല്ല, പിന്നെ സാധ്യതയുള്ളത് ആരാണ് 0 ആവുന്നത്? ഈ സെല്ല് മാത്രം. മനസ്സിലായാലും എപ്പോഴും ആ ഒരു രീതിയിലോട്ട് തിങ്ക് ചെയ്യണം. നമ്മൾ ഡെൽറ്റ ജി ഈക്വൽസ് ടു ഓൾറെഡി നിങ്ങൾക്കറിയാം കെ എന്ന് പറഞ്ഞ ((-((RT) ആണെന്ന് നിങ്ങൾക്കറിയാം. വേറെ ഡെൽറ്റ ജി നോട്ട് ബൈ ആർ ടി ആണെന്നറിയാം. നമുക്ക് ഇ നോട്ട് ഓഫ് സെല്ല് മാത്രമല്ലേ ഇവിടെ തന്നിട്ടുള്ളത്. അപ്പം ഡെൽറ്റ ജി നോട്ട് എന്ന് പറഞ്ഞാൽ -(NF)E0 സെല്ലാണ്. അങ്ങനെ കുറേ മാത്തമാറ്റിക്സ് ചെയ്യുന്നതിനെക്കാട്ടി നല്ലത് നമുക്ക് ഈ പറഞ്ഞ ഇക്വേഷൻ അങ്ങ് ചെയ്താൽ പോരാ. അതുകൊണ്ടാണ് ഞാൻ ഈ ഇക്വേഷൻ യൂസ് ചെയ്യാതെ ഡയറക്ട്ലി ഡെൽറ്റ ജിയിൽ നിന്ന് ഈ സെല്ല് വന്ന് ഈ സെല്ലിൽ നിന്നും ആ 25 ഡിഗ്രി സെൽഷ്യസ് ആകുമ്പം ഈ ഒരു ഇക്വേഷനിലേക്ക് എത്തിയത്. അപ്പോൾ ഇക്വിലിബ്രിയത്തിൽ ഈ സെൽ 0 ആണെന്ന് മനസ്സിലാക്കണം. ഡെൽറ്റ ജി 0 ആവുക എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഇലക്ട്രോൺ 0 ആവോ ഇല്ല, ഫാരഡേസ് കോൺസ്റ്റന്റ് 0 ആവോ ഇല്ല. അപ്പോൾ ഈ സെൽ അല്ലേ 0 ആവത്തുള്ളൂ. അതെ. അപ്പോൾ എന്ത് സംഭവിച്ചു? 1 സെക്കൻഡ്. അപ്പോൾ എന്താ സംഭവിച്ചത് ഇവിടെ? ഓക്കെ. അപ്പോൾ എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ 0 ഈക്വൽസ് ടു ഇ നോട്ട് ഓഫ് സെൽ എത്ര? 1.1 മൈനസ് ഓഫ് 0.0591. ഡാനിയൽ സെൽ ആയതുകൊണ്ട് N എന്ന് പറഞ്ഞാൽ 2 ആണ്. സോറി, N എന്ന് പറഞ്ഞാൽ എന്താണ്? 2 ആണ്. ലോഗ് Q റിയാക്ഷൻ കോഎഫിഷ്യന്റ് എന്തായി മാറുന്നു? അറ്റ് നമ്മുടെ ഇക്വിലിബ്രിയം റിയാക്ഷൻ കോഎഫിഷ്യന്റ് മറ്റേ മോളാർ കോൺസെൻട്രേഷൻ ഒക്കെ ആയിരുന്നു, വേണ്ട, ലോഗ് ഓഫ് കെ ആയി മാറുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്തെഴുതാം നമുക്ക്? ദാറ്റ് ഇംപ്ലൈസ് 1.1 ഈക്വൽസ് ടു 0.0591/2 ലോഗ് ടു ദ കെ. ഇനി എനിക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? എല്ലാവരും ഒന്ന് ഓർത്തേടോ, ഇതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? നിങ്ങൾ മാത്സ് പഠിച്ചവരല്ലേ? 1.1 × 2 ഡിവൈഡ് ബൈ 0.0591 ആണ് എന്ത്? നമ്മുടെ ലോഗ് ടു ദ ബേസ് 10 ടു ദ കെ. അപ്പോൾ കെ എന്ന് പറഞ്ഞ വാല്യൂ എങ്ങനെയാണെന്നറിയാമോ? 10 ടു ദ പവർ ഓഫ് 2 × 1.1 ഡിവൈഡഡ് ബൈ 0.0591. ഇതാണ് നമ്മുടെ കെയുടെ വാല്യൂ. ഓക്കെ അല്ലേ? എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കിക്കേ, കിട്ടുന്നുണ്ടോന്ന് അറിയാമല്ലോ. യെസ്. ഓക്കെ, എനിക്ക് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ 1.678 × 10⁻37 ആണ് കെ കിട്ടുന്നത്. എല്ലാവരും ഒരു കാര്യം ശ്രദ്ധിക്കണം. നിങ്ങളിപ്പോൾ +2 കഴിഞ്ഞ് അങ്ങോട്ട് വന്നതാണ് അല്ലേ? നിങ്ങൾ കെമിസ്ട്രി പഠിക്കുവാണ്. അപ്പോൾ ആ സമയത്ത് ലോഗ് ടു ദ ബേസ് 10 ഓഫ് കെ, ആ ലോഗ് ടു ദ 10 കെയിനെ നമുക്ക് ആ ലോഗിനെ റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? 10 റേസ് ടു കൊടുക്കണം. അതേ സ്ഥാനത്ത് ln ആണെങ്കിലോ E റേസ് ടു കൊടുക്കണം.
മനസ്സിലായല്ലോ? യെസ്. അപ്പോൾ ഇതോടുകൂടി നമ്മൾ കുറച്ച് പ്രോബ്ലംസും ചെയ്തു. അതുപോലെ നമ്മൾ വേറെ എന്തൊക്കെ ചെയ്തു? നമ്മൾ നെർൻസ്റ്റ് ഇക്വേഷൻ പഠിച്ചു, ഇലക്ട്രോകെമിക്കൽ സീരീസ് നല്ല ഡീപ്പായിട്ട് മനസ്സിലാക്കി, നെർൻസ്റ്റ് ഇക്വേഷനിലോട്ട് എത്തി. അതുപോലെ തന്നെ നമ്മൾ ആ ഓരോ പ്രോബ്ലംസും ചെയ്തു അല്ലേ. നോർമലി ഒരു ഡബിൾ സെൽ എന്ന് വെച്ചാൽ 2 ഹാഫ് സെൽ ചേർന്നിട്ടാണ് ഒരു സിംഗിൾ സെൽ. ആ സെൽ പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് പഠിച്ചു. അത് കഴിഞ്ഞ് ഒരു സിംഗിൾ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് പഠിച്ചു. അതും പ്രോബ്ലംസിൽ വരും. അതുപോലെ തന്നെ ഒരു ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഇക്വിലിബ്രിയം കണ്ടുപിടിക്കാൻ പഠിച്ചു. ഈ സെഷനിൽ എടുക്കാൻ പോകുന്ന ടോപ്പിക്കാണ് സെക്കൻഡറി റെഫറൻസ് ഇലക്ട്രോഡ്. ഓക്കെ. അപ്പം നിങ്ങൾക്ക് ഓൾറെഡി ഒരു റെഫറൻസ് ഇലക്ട്രോഡിനെ പറ്റി അറിഞ്ഞിട്ടുണ്ടാവും അല്ലേ? SHE, സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് അല്ലേ? അപ്പോൾ സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് എന്ന് പറഞ്ഞാൽ പ്രൈമറി റെഫറൻസ് ഇലക്ട്രോഡ് ആയിട്ടാണ് കണ്ടെത്തിയിരുന്നത്. ഓക്കെ. എന്താണ് നമ്മൾ പ്രീവിയസ് സെഷനിൽ പഠിച്ചിട്ടുള്ള നമ്മുടെ സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് എന്ന് പറഞ്ഞാൽ പ്രൈമറി നമ്മൾ ഇങ്ങനെ കൊടുക്കാറുണ്ട് കേട്ടോ, 1 ഡിഗ്രി ആയിട്ട്. പ്രൈമറി റെഫറൻസ് ഇലക്ട്രോഡ് എന്ന് വെച്ചാൽ അവരാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റെഫറൻസ് ഇലക്ട്രോഡ്. ഓക്കെ. യെസ്. അപ്പം SHEയുടെ സെറ്റപ്പ് മൊത്തം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ? അത്യാവശ്യം കോംപ്ലിക്കേറ്റഡ് സെറ്റപ്പാണ് അല്ലേ? നമുക്ക് എന്താണ്, ഹൈഡ്രജൻ ഗ്യാസിനെ കടത്തി വിടണം. അതുപോലെ തന്നെ ഒരു 1 മോളാർ കോൺസെൻട്രേഷൻ ഓഫ് HCl സൊല്യൂഷൻ ഉണ്ട്. ഒരു വലിയൊരു കണ്ടെയ്നറിനകത്താണ് ഈ പറഞ്ഞ സെറ്റപ്പ് എല്ലാം ഉള്ളത്. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ പോർട്ടബിൾ അല്ല, ഒരിടത്തുനിന്ന് മറ്റൊരിടത്തോട്ട് കൊണ്ടുപോകാൻ ഭയങ്കര പാടാണ്. അപ്പോൾ അതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നമ്മുടെ സെക്കൻഡറി റെഫറൻസ് ഇലക്ട്രോഡുകളിലെ ഒന്നായിട്ടുള്ള സെക്കൻഡ് റെഫറൻസ് ഇലക്ട്രോഡ് നമ്മൾ 2 എണ്ണം പഠിക്കും. അതിന് ആദ്യത്താണ് കലോമൽ ഇലക്ട്രോഡ്. ആ കലോമൽ ഇലക്ട്രോണിൻ്റെ സെറ്റപ്പാണ് ഇത് കാണിച്ചത്. എല്ലാം പറഞ്ഞുതരാം. കലോമൽ ഇലക്ട്രോണിൻ്റെ സെറ്റപ്പാണിത്. അത് ഭയങ്കര ശരിക്കും പറഞ്ഞാൽ ഒരു ടെസ്റ്റ് ട്യൂബിൻ്റെ അത്രയും വലിപ്പത്തിലേ ഉള്ളൂ. അവരെ അടച്ചിട്ട് നമുക്ക് എല്ലായിടത്തും കൊണ്ടു നടക്കാൻ പറ്റും. പോർട്ടബിൾ ആണ്. മനസ്സിലായി? അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ പറഞ്ഞ SHEയെക്കാട്ടി കൂടുതലും ഈ പറയുന്ന സെക്കൻഡറി റെഫറൻസ് ഇലക്ട്രോഡുകളായിട്ടുള്ള കലോമൽ ഇലക്ട്രോണിനെയൊക്കെ യൂസ് ചെയ്യാനുള്ളൊരു കാരണം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ SHE എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന കലോമലിനെക്കാട്ടി കുറച്ചും കൂടെ ആക്യുറേറ്റ് ആണ്, ബെറ്റർ പെർഫോമൻസ് ആണ് അവർ കാഴ്ചവെക്കുന്നത്. പക്ഷെ അവരുടെ ഈ പ്രശ്നം കാരണം അവർ എല്ലാ സാഹചര്യത്തിലും നമ്മൾ യൂസ് ചെയ്യത്തില്ല. അപ്പോൾ എന്തിനാണ് റെഫറൻസ് ഇലക്ട്രോഡ് എന്നുള്ള പേര് വന്നേ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഞാൻ പഠിപ്പിച്ചതാണ്, നോക്കിക്കേ. ഫോർ എക്സാമ്പിൾ നമുക്കിപ്പോൾ സിങ്കിൻ്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കണം. എന്താണ്? സിങ്കിൻ്റെ സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കണം. സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ. എന്താണ് സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ? നമ്മുടെ സിങ്ക് അയോണിൻ്റെ കോൺസെൻട്രേഷൻ 1 മോളാർ ആയിരിക്കണം, 298 കെൽവിൻ ടെമ്പറേച്ചർ ആയിരിക്കണം അല്ലെ, 1 അറ്റ്മോസ്ഫിയറിക് പ്രഷറിലാണ് നമ്മൾ ഈ എല്ലാം ചെയ്ത്. അപ്പോൾ അങ്ങനത്തെ സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ വാല്യൂ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ഒരു സിങ്ക് എന്ന് പറയുന്ന ഒരു മെറ്റൽ അല്ലെങ്കിൽ സിങ്ക് എന്ന് പറഞ്ഞ ഇലക്ട്രോഡിൻ്റെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കണമെന്ന് അവർക്ക് സ്വമേധയായിട്ട് അവിടെ പോയി ഇരുന്ന് അവർ റെഡ്യൂസ്ഡ് ആവത്തില്ല. മനസ്സിലായല്ലോ? പൊട്ടൻഷ്യൽ നിങ്ങളിപ്പം ഇലക്ട്രിക്കൽ എഞ്ചിനീയറിങ്ങിനകത്ത് ബേസിക്കലി നിങ്ങൾ ബേസിക്സ് ഓഫ് ഇലക്ട്രിക്കലൊക്കെ പഠിച്ചിട്ടുള്ള റെസിസ്റ്റർ ഉണ്ടാവും അല്ലേ? എല്ലാവരും ശ്രദ്ധിച്ച് നിങ്ങൾക്ക് പഠിക്കേണ്ട ഇപ്പം നമ്മുടെ കെമിസ്ട്രിയിലില്ല, എന്നാൽ കൂടി ഇത് റെസിസ്റ്റർ ആണ് അല്ലേ? അപ്പോൾ ഇവിടെ നമുക്ക് 2 പോയിന്റ്സ് ഉണ്ട്. അപ്പോൾ ഈ പറയുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ് നമ്മൾ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ഈ പറയുന്ന പൊട്ടൻഷ്യൽ മൈനസ് ഈ പറയുന്ന പൊട്ടൻഷ്യൽ. ഇവിടെ ഒരു പർട്ടിക്കുലർ VA എന്നൊരു പൊട്ടൻഷ്യൽ വാല്യൂ ഉണ്ട്, VB എന്ന് പറഞ്ഞ പൊട്ടൻഷ്യൽ. അപ്പോൾ ആ പൊട്ടൻഷ്യലിന് ഡിഫറൻസ് ആയിരിക്കും നമ്മുടെ ഈ പറയുന്ന റെസിസ്റ്ററിൽ ഡ്രോപ്പ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ. മനസ്സിലായോ? അതെ. അപ്പം നമുക്ക് എന്താണ്, ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് മെഷർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം? 2 ഹാഫ് സെല്ലുകൾ വേണം. മനസ്സിലായല്ലോ? ഇപ്പം നമുക്കിത് സിങ്കിൻ്റെതാണ്, ഈ പറയുന്ന സ്റ്റാൻഡേർഡ് SHE ആണ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഒരു വോൾട്ട് മീറ്റർ വെച്ചിട്ട് നമുക്ക് ഈ പറയുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ് മെഷർ ചെയ്തെടുക്കാം. അതെ എടുക്കാം. എന്നിട്ട് ഈ പറയുന്ന SHEയുടെ ഓൾറെഡി നമുക്കറിയാം അവരുടെ വാല്യൂ, സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ വാല്യൂ 0.00 വോൾട്ട് ആയിരിക്കും നമ്മൾ വെച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ സഹായത്തോടെ സിങ്ക് കാഥോഡാണോ ആനോഡാണോ അതിനനുസരിച്ചിട്ട് വർക്ക് ചെയ്തിട്ട് നമ്മൾ എന്ത് കൊണ്ടുവെത്താൻ പറ്റും? നമുക്ക് ഈ പറയുന്ന സിങ്കിൻ്റെ സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ വാല്യൂ കണ്ടെത്താൻ പറ്റും. അപ്പോൾ ഓരോ ഇലക്ട്രോഡുകൾ, അതിപ്പോൾ ഒരു മെറ്റൽ ആയിക്കോട്ടെ അല്ലെങ്കിൽ നോൺ മെറ്റൽ ആയിക്കോട്ടെ, അങ്ങനത്തെ മെറ്റലുകളുടെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ വാല്യൂ നമ്മൾ കണ്ടെത്തുന്നത് വിത്ത് ദ ഹെൽപ്പ് ഓഫ് SHE ആണ്. അവരെ റെഫറൻസ് ആയിട്ട് വെച്ച് അവർ 0.00 വോൾട്ട് ആണ്. അപ്പോൾ ആ ഒരു വാല്യൂവിനെ വെച്ചിട്ട് ഈ വോൾട്ട് മീറ്ററിനെ വെച്ചിട്ട് നമുക്ക് എന്ത് കണ്ടെത്താൻ പറ്റും? ഈ പറഞ്ഞ് ഇപ്പുറത്ത് അറ്റാച്ച് ചെയ്തിരിക്കുന്ന നമ്മുടെ ഏത് മെറ്റൽ ആയിക്കോട്ടെ അല്ലെങ്കിൽ നോൺ മെറ്റൽ ആയിക്കോട്ടെ അവരുടെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ വാല്യൂ നമുക്ക് കണ്ടെത്താൻ പറ്റും. അതിനാണ് SHE അല്ലെങ്കിൽ റെഫറൻസ് ഇലക്ട്രോണിൻ്റെ യൂസ് എന്ന് പറഞ്ഞാൽ. എന്ന് വെച്ചാൽ മറ്റുള്ള ഇലക്ട്രോഡുകളുടെ പൊട്ടൻഷ്യൽ വാല്യൂ കണ്ടുപിടിക്കുക, അതല്ലാതെ ഒരു കാലിബ്രേഷൻ പർപ്പസിന് വേണ്ടി നമ്മൾ കൊണ്ടുപോകും. ഈ കാലിബ്രേഷൻ പർപ്പസ് എന്താണെന്ന് പറഞ്ഞാൽ സ്റ്റുഡൻസ് നോക്കിക്കേ. ഇപ്പോൾ നമ്മുടെ സിങ്കിൻ്റെ വാല്യൂ നമ്മൾ ഇലക്ട്രോകെമിക്കൽ സീരീസ് വഴി നമുക്ക് കാണാപ്പാടമാണ് അല്ലേ? സിങ്കിൻ്റെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ വാല്യൂ -0.76 ആണ്. അപ്പോൾ എന്താണ്? സിങ്കിൻ്റെ കോൺസെൻട്രേഷനും ടെമ്പറേച്ചറും അവരുടെ പ്രഷറും ഒക്കെ നോക്കിക്കൊണ്ട് നമ്മൾ കണ്ടെത്തിയ വാല്യൂ ആണ്. അപ്പം ആ ഒരു സിങ്ക് ഇലക്ട്രോഡ് ആ ഒരു -0.6 മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഇടയ്ക്ക് നമ്മൾ ടെസ്റ്റ് ചെയ്യും. ഈ പറഞ്ഞ റെഫറൻസ് ഇലക്ട്രോഡ് വെച്ച് നമ്മൾ ടെസ്റ്റ് ചെയ്യും. സെയിം വാല്യൂ ആണ് റിപ്പീറ്റ് ചെയ്ത്. ആ പ്രോസസ്സിനെയാണ് നമ്മൾ കാലിബ്രേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ കാലിബ്രേഷൻ പർപ്പസിന് വേണ്ടി വി ആർ കാലിബ്രേറ്റിംഗ് ഇറ്റ്.
വി ആർ ചെക്കിംഗ് വെദർ ഇറ്റ് ഈസ് റിപ്പീറ്റിംഗ് ദ സെയിം വാല്യൂ ഓർ നോട്ട്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ റെഫറൻസ് ഇലക്ട്രോണിനെ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ അല്ലേ? യെസ്. അപ്പോൾ ഈ റെഫറൻസ് ഇലക്ട്രോഡ് ആയിട്ടുള്ള പ്രൈമറി റെഫറൻസ് ഇലക്ട്രോഡ് SHEക്ക് ഈ പറഞ്ഞ പ്രശ്നം എന്താണ്? ഭയങ്കര ഭാരമാണ്, കൊണ്ടു നടക്കാനുള്ള ബുദ്ധിമുട്ടുകൾ കൊണ്ട് നമ്മൾ എന്താണ് റെഫറൻസ് ഇലക്ട്രോഡുകളുടെ ഇടയിൽ സെക്കൻഡറി റെഫറൻസ് എന്ന് വെച്ചാൽ ഇവരുടെ ഈ SHEയുടെ അത്രയും നല്ല പെർഫോമൻസ് അല്ല, അതുകൊണ്ടാണ് സെക്കൻഡറി രണ്ടാമനായിട്ടുള്ള റെഫറൻസ് ഇലക്ട്രോഡ് എന്ത് നമ്മൾ കലോമൽ ഇലക്ട്രോഡ് യൂസ് ചെയ്യും. അവരെ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഈ പറഞ്ഞ അപ്പുറത്ത് കണക്ട് ചെയ്തിരിക്കുന്ന ഹാഫ് സെല്ലിന്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി തന്നെയാണ്. അതുപോലെ തന്നെ കാലിബ്രേഷൻ പർപ്പസിന് വേണ്ടി തന്നെയാണ് നമ്മൾ യൂസ് ചെയ്തത്. അപ്പോൾ ഈ SHE എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ലബോറട്ടറി ലെവൽ അവൈലബിൾ അല്ല. SHE എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ശരിക്കും പറഞ്ഞാൽ ഹൈ ലെവൽ ലബോറട്ടറീസിലാണ് നമുക്ക് അവരെ അവൈലബിൾ ആയിട്ടുള്ളത്. നമുക്ക് നമ്മുടെ സാധാരണ ലെവൽ ലബോറട്ടറീസിലൊക്കെ നമുക്ക് ഈ പറയുന്ന റെഫറൻസ് ഇലക്ട്രോഡായിട്ട് നമുക്ക് കലോമൽ ഇലക്ട്രോഡൊക്കെ തന്നെ ആയിരിക്കും അവൈലബിൾ ആയിട്ടുള്ളത്. ഓക്കെ അല്ലേ? യെസ്. അപ്പോൾ അതാണ് നമ്മുടെ കലോമൽ ഇലക്ട്രോഡ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അവരുടെ ഒരു പോയിന്റ് എന്ന് പറയുമ്പോഴത്തേക്കും പോർട്ടബിൾ ആണ്. ഓക്കെ അല്ലേ? ആ പോയിന്റ് എന്ന് എഴുതിക്കോട്ടെ. പോർട്ടബിൾ ദാൻ SHE. ജസ്റ്റ് പോക്കറ്റിലിട്ട് നടക്കാം, പക്ഷെ പോക്കറ്റിലിടുമ്പോൾ സൂക്ഷിക്കണം കേട്ടോ. ഈ പറഞ്ഞ മെർക്കുറി കുറച്ച് ഡേഞ്ചറസ് ആണ്. ഓക്കെ അല്ലേ? യെസ്. അപ്പം നമുക്ക് ഈ പറയുന്ന കലോമൽ ഫസ്റ്റ് സെക്കൻഡറി റെഫറൻസ് ഇലക്ട്രോഡ് ആയിട്ടുള്ള കലോമലിനെ പറ്റി നമുക്കൊന്ന് പറയാം. ഓക്കെ, യെസ്. അപ്പോൾ കലോമലിൻ്റെ സെറ്റപ്പ് നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ താഴത്തെ ലെവലിൽ നമുക്കൊരു പ്യുവർ മെർക്കുറി വെച്ചിട്ടുണ്ട്. ഭയങ്കര ഡേഞ്ചറസ് ആണ്, പക്ഷേ പ്യുവർ മെർക്കുറി അത് ലിക്വിഡ് സ്റ്റേറ്റിലാണ് പ്യുവർ മെർക്കുറി അവൈലബിൾ ആയിട്ടുള്ളത്. ഓക്കെ അല്ലേ? അതിൻ്റെ മുകളിലോട്ട് മാറി നമുക്ക് Hg2Cl2 പ്ലസ് മെർക്കുറി ഉണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ കലോമൽ എന്നുള്ള പേര് വരാൻ കാര്യം എന്താണെന്നറിയോ? ഈ Hg2Cl2ൻ്റെ പേരെന്ന് പറയുമ്പോൾ കെമിക്കൽ നെയിം എന്ന് പറഞ്ഞാൽ മെർക്കൂറസ് ക്ലോറൈഡാണ്. എന്താണ് സ്റ്റുഡൻസ്? മെർക്കൂറസ് ക്ലോറൈഡ്. ആ മെർക്കൂറസ് ക്ലോറൈഡ് ആയിട്ടുള്ള Hg2Cl2 പ്ലസ് മെർക്കുറിയും കൂടെ ചേർന്നുണ്ടാവുന്ന പേസ്റ്റിൻ്റെ കെമിക്കൽ നെയിം എന്ന് പറഞ്ഞാൽ കലോമല. അതുകൊണ്ടാണ് ഈ ഇലക്ട്രോഡിനെ നമ്മൾ കലോമൽ ഇലക്ട്രോഡ് എന്ന് പേര് പറയാൻ കാര്യം. ഓക്കെ അല്ലേ? യെസ്. അതിൻ്റെ മുകളിലോട്ട് മാറിയിട്ട് നമുക്ക് എന്തുണ്ട്? ഒരു സാച്ചുറേറ്റഡ് KCl ഉണ്ട്. ഈ സാച്ചുറേറ്റഡ് KCl എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? നമ്മളിപ്പോൾ ഒരു ഡാനിയൽ സെൽ സെറ്റ് ചെയ്യുന്ന സമയത്ത് എന്താണ് നമുക്കിവിടെ ഒരു സോൾട്ട് ബ്രിഡ്ജ് നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? അതെ. ആ സോൾട്ട് ബ്രിഡ്ജ് എന്തിനാണ് വെച്ചിരുന്നത്? സോൾട്ട് ബ്രിഡ്ജ് ഈസ് kept to maintain the charge neutrality in both the half cells അല്ലേ? അതിനല്ലായിരുന്നു നമ്മൾ ഈ പറയുന്ന നോക്കിക്ക് ഈ പോയിന്റ് ഒന്ന് സൂക്ഷിച്ചോണം. സോൾട്ട് ബ്രിഡ്ജ് എന്ന് പറയുന്നത് എഴുതിക്കോ എല്ലാവരും. ഇതൊക്കെ ഞാൻ നിങ്ങൾക്ക് എക്സാമിന് വേണ്ട പോയിന്റ്സുകൾ മാത്രമല്ല കുറച്ച് അല്ലാത്ത പോയിന്റ്സും പറയുന്നുണ്ട്. അപ്പം നിങ്ങൾ എന്താ ചെയ്യണം? എനിക്ക് ഏറ്റവും പെട്ടെന്ന് ഓർക്കാൻ പറ്റുന്ന മനസ്സിലാവുന്ന പോയിന്റ്സ് നിങ്ങൾ എക്സാമിന് വേണ്ടി റിക്രിയേറ്റ് ചെയ്യുക. പക്ഷേ ഇതൊക്കെ നിങ്ങൾക്ക് അത്യാവശ്യമാണ്. നിങ്ങളൊരു കാര്യം പഠിക്കുമ്പോൾ നിങ്ങളിതൊക്കെ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. അപ്പോൾ സോൾട്ട് ബ്രിഡ്ജ് ഇസ് കെപ്റ്റ് ഇൻ ഓർഡർ to maintain the charge neutrality of both half cells അല്ലേ? രണ്ട് ഹാഫ് സെല്ലും കൂടെ ചേർന്നിട്ടല്ലേ ഇവിടെ ഒരു സെൽ ഉണ്ടാവുന്നത്? അതെ, ബോത്ത് ഹാഫ് സെൽസ്. അതിന് വേണ്ടിയിട്ടല്ലേ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ പറയുന്ന നമ്മൾ ഇപ്പുറത്ത് വെക്കുന്ന ഈ എന്താണ് നമ്മുടെ ലെഫ്റ്റ് സൈഡിലോട്ട് വെക്കുന്ന ഏതൊരു ഇലക്ട്രോഡ് ആയിക്കോട്ടെ, ഇപ്പോൾ സിങ്ക് ആയിക്കോട്ടെ, കോപ്പർ ആയിക്കോട്ടെ, ആര് വേണമെങ്കിലും ആയിക്കോട്ടെ, അവിടെ നമുക്ക് സോൾട്ട് ബ്രിഡ്ജ് ആയിട്ടും ഈ സാച്ചുറേറ്റഡ് KClനെ യൂസ് ചെയ്യാൻ പറ്റും. മനസ്സിലായി? അവർ നോർമലി നമ്മുടെ ഈ കലോമൽ ഇലക്ട്രോണിനകത്ത് സാച്ചുറേറ്റഡ് KClന്റെ വർക്കിംഗ് ഉണ്ട്. അത് കൂടാതെ ദേ ക്യാൻ ഓൾസോ ആക്ട് ആസ് എ സോൾട്ട് ബ്രിഡ്ജ്. ഓക്കെ അല്ലേ? അപ്പം നമ്മുടെ ഈ പറഞ്ഞ കലോമൽ ഇലക്ട്രോൺ ആദ്യത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ പോർട്ടബിൾ ദാൻ SHE ആണ്. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുമ്പം ആ കലോമൽ എന്നുള്ള പേര് വരാൻ കാര്യം. മൂന്നാമത് ഞാൻ ഈ റോസ് ഇങ്ക് കൊണ്ട് അല്ലെങ്കിൽ പിങ്ക് ഇങ്ക് കൊണ്ട് എഴുതുന്നതൊക്കെ നിങ്ങൾക്ക് ഇമ്പോർട്ടൻറ്റ്. ഇത് ജസ്റ്റ് നിങ്ങൾക്ക് റെഫറൻസിന് വേണ്ടി നമുക്ക് വെക്കാം. ഓക്കെ അല്ലേ? ജസ്റ്റ് ഈ റെഡ് കൊണ്ട് ഞാൻ ചെയ്തേക്കുന്നത് നമുക്ക് റെഫറൻസിന് വേണ്ടി വെക്കും അല്ലേ? ഓക്കെ അല്ലേ? അപ്പോൾ മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുമ്പോൾ സാച്ചുറേറ്റഡ് KCl ക്യാൻ ഓൾസോ ആക്ട് ആസ് എ salt bridge for other half cells. ഓക്കെ അല്ലേ? യെസ്. അപ്പോൾ സ്റ്റുഡൻസ് ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ഞാൻ പറയാൻ പോകുന്നതെന്ന് വെച്ചാൽ ഈ പറയുന്ന KCl, ആ KClനകത്ത് നമ്മൾ ഈ കലോമൽ ഇലക്ട്രോണിനകത്ത് KClൻ്റെ പല കോൺസെൻട്രേഷൻസ് നമ്മൾ യൂസ് ചെയ്യും. മനസ്സിലായല്ലോ? ആ ഓരോ കോൺസെൻട്രേഷൻ മാറുന്നതിനനുസരിച്ചിട്ട് നമ്മുടെ കലോമൽ ഇലക്ട്രോഡിൻ്റെ പൊട്ടൻഷ്യൽ വാല്യൂവിന് വ്യത്യാസം വരും. മനസ്സിലായോ? എന്ന് പറഞ്ഞാൽ ആ പോയിന്റ് എഴുതിക്കോട്ടെ. കോൺസെൻട്രേഷൻ പറഞ്ഞു തരാവല്ല. കോൺസെൻട്രേഷൻ ഓഫ് KCl affects the electrode potential of calomel, thereby affecting
എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയാം. ആ പോയിന്റ് ഒന്ന് എഴുതിക്കോട്ടെ. thereby affecting the potential of complete cell. കംപ്ലീറ്റ് സെൽ എന്ന് വേണ്ട, സെൽ എന്ന് പറഞ്ഞാൽ 2 ഹാഫ് സെല്ലുകളുടെ കോമ്പിനേഷൻ ആണ്. ഓക്കെ അല്ലേ? യെസ്. അപ്പോൾ എന്താ മിസ് ഉദ്ദേശിച്ചു വേണം? നോർമലി ഞാൻ ഈ പറയുന്ന ഇലക്ട്രോകെമിക്കൽ സീരീസിനകത്ത് നമ്മൾ സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ വാല്യൂസ് കണ്ടിട്ടുണ്ട് അല്ലേ? കണ്ടിട്ടുള്ളൂ എല്ലാവരുടെയും. നമ്മുടെ സിങ്കിൻ്റെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ വാല്യൂ -0.76. നമ്മുടെ കോപ്പറിൻ്റെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ വാല്യൂ എന്താണ്? കോപ്പർ റെഡ്യൂസ്ഡ് ആകുമ്പോഴുള്ള റിഡക്ഷൻ പൊട്ടൻഷ്യൽ വാല്യൂ എന്താണ്? +0.34. അങ്ങനെ ഈ പറയുന്ന കലോമൽ ഇലക്ട്രോഡും റെഡ്യൂസ്ഡ് ആകുമ്പോൾ അറ്റ് സ്റ്റാൻഡേർഡ് കണ്ടീഷൻസ്, ശ്രദ്ധിച്ചോളൂ, അറ്റ് സ്റ്റാൻഡേർഡ് കണ്ടീഷൻസ് എന്ന് പറയുമ്പം ആ ഒരു പോയിന്റ് ഇവിടെ എഴുതിക്കോട്ടെ, ശ്രദ്ധിച്ചോളൂ എല്ലാവരും. ദേ ഓറഞ്ച് വെച്ചിട്ട് എഴുതാം. ആ ഓറഞ്ച് വെച്ചിട്ട് നിങ്ങൾക്ക് എക്സാമിന് വേണ്ടാതെ ജസ്റ്റ് എഴുതുക മാത്രം. അപ്പോൾ ദ സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഓഫ് കലോമൽ ഇലക്ട്രോഡ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോകെമിക്കൽ സീരീസ് വെച്ച് നോക്കുമ്പോഴത്തേക്ക് +0.28 വോൾട്ട് ആണുള്ളത്. അത് ഈ സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ വാല്യൂ എന്താ ഉദ്ദേശിക്കുന്നത്? ഈ പറയുന്ന കലോമൽ ഇലക്ട്രോഡ് റിഡക്ഷൻ അണ്ടർഗോ ചെയ്യുമ്പോഴുള്ള വാല്യൂ ആണ് 0.28 അറ്റ് സ്റ്റാൻഡേർഡ് കണ്ടീഷൻ. സ്റ്റാൻഡേർഡ് കണ്ടീഷൻ എന്ന് വെച്ചാൽ എത്രയാണ്? 298 കെൽവിൻ, 1 അറ്റ്മോസ്ഫിയറിക് പ്രഷർ, 1 നോർമൽ KCl. മനസ്സിലായല്ലോ? 1 നോർമൽ KCl യൂസ് ചെയ്യുമ്പോഴുള്ള വാല്യൂ ആണ് 0.28. അപ്പോൾ ആ സമയത്തുള്ള, ശ്രദ്ധിച്ചോണം, ആ സമയത്ത് നമ്മൾ കലോമൽ ഇലക്ട്രോണിനെ പറയുന്നത് ഇങ്ങനെയാണ്: നോർമൽ കലോമൽ ഇലക്ട്രോഡ്. കണ്ടല്ലോ? നോർമൽ ദ പൊട്ടൻഷ്യൽ വാല്യൂ, ദ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ വാല്യൂ വെൻ വി ആർ യൂസിങ് ദ 1 നോർമൽ KCl. ആ സമയത്താണ് NCE. എന്താണ്? ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ വാല്യൂ അല്ലെങ്കിൽ റിഡക്ഷൻ പൊട്ടൻഷ്യൽ വാല്യൂ ഓഫ് കലോമൽ ഇലക്ട്രോഡ് അറ്റ് 1 നോർമൽ KCl. അതാണ് +0.28 വോൾട്ട്. ഇതാണ് നമുക്ക് ഇലക്ട്രോകെമിക്കൽ സീരീസിൽ കാണാൻ സാധിക്കുന്നത്. അല്ലാതെ സാച്ചുറേറ്റഡ് KCl ഉള്ളപ്പോൾ അല്ല നമുക്ക് 0.28 ഉള്ളത്. കേട്ടല്ലോ? യെസ്. സാച്ചുറേറ്റഡ് KCl ഉള്ളപ്പോൾ അല്ല. നിങ്ങൾക്ക് ഞാനത് പറഞ്ഞുതരാം. കാരണം അതിനൊരു ഇമ്പോർട്ടൻസ്, വേറൊരു കാര്യം, റിഡക്ഷൻ നടക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാൻ നമ്മൾ എഴുതിയിട്ട് കാര്യമില്ല. മനസ്സിലായല്ലോ? അപ്പോൾ നോക്കിക്കാൻ നമുക്ക് ഈ പറയുന്ന ഇവരെ ആരെ, നമ്മുടെ കലോമൽ ഇലക്ട്രോണിനെ ഒന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നാലോ? യെസ്. ഓക്കെ സ്റ്റുഡൻസ്, യെസ്. ഓക്കെ അല്ലേ? ഇതാണ് നമ്മുടെ കലോമൽ ഇലക്ട്രോഡ്. ശ്രദ്ധിച്ചോണം. ആ സമയത്ത് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്? സാച്ചുറേറ്റഡ് KCl അല്ല. ഏത് KCl ആണ്? 1 നോർമൽ KCl യൂസ് ചെയ്തുകൊണ്ട് ഇപ്പുറത്തോട്ട് മാറി നമ്മൾ ആരെ വെക്കും? നമ്മുടെ സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡിനെ വെച്ച്. അവരാണ് മെയിൻ ആൾക്കാർ. മനസ്സിലായല്ലോ? അവരെ വെച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ ഈ പറഞ്ഞ കലോമൽ ഇലക്ട്രോഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ അണ്ടർഗോ ചെയ്യുവാണ് എന്ന് വിചാരിക്കാം. റിഡക്ഷൻ പൊട്ടൻഷ്യൽ അണ്ടർഗോ ചെയ്യുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? അല്ലെങ്കിൽ റിഡക്ഷൻ പൊട്ടൻഷ്യൽ അണ്ടർഗോ ചെയ്യുമ്പോൾ, റിഡക്ഷൻ പ്രോസസ് അണ്ടർഗോ ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ ഇപ്പുറത്തോട്ട് മാറി നമ്മുടെ ഹൈഡ്രജൻ ഇലക്ട്രോണിനെ, സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോണിനെ, ഞാൻ എപ്പത്തൊട്ട് പറയുകയാണ്, ഇലക്ട്രോകെമിക്കൽ സീരീസിൽ ഓരോ വാല്യൂസും കിട്ടുന്ന എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? റെഫറൻസ് ആയിട്ട് SHE വെച്ചുകൊണ്ട്. അപ്പോൾ റെഫറൻസ് ആയിട്ട് നമ്മൾ SHE വെച്ചുകൊണ്ട് നമ്മുടെ കലോമൽ ഇലക്ട്രോഡ് റിഡക്ഷൻ അണ്ടർഗോ ചെയ്യുമ്പോൾ ആ സമയത്ത് കിട്ടുന്ന റിഡക്ഷൻ പൊട്ടൻഷ്യൽ ആണ് 0.28. അപ്പോൾ റിഡക്ഷൻ അണ്ടർഗോ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഇലക്ട്രോൺസിനെ ഗെയിൻ ചെയ്യുക. അറ്റ് റിഡക്ഷൻ അണ്ടർഗോ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത് ഞാൻ പറഞ്ഞു തരാവേ ഡീറ്റെയിൽഡ് ആയിട്ട്. ജസ്റ്റ് പെട്ടെന്ന് ഈ പറയുന്ന ഇലക്ട്രോൺസ് വരും. ആ ഇലക്ട്രോൺസ് വരുമ്പം എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? എല്ലാവരും ശ്രദ്ധിച്ചോണം. ആ ഇലക്ട്രോൺസ് വരുമ്പം ഇലക്ട്രോൺസിനെ ആര് ഗെയിൻ ചെയ്യും? ഇലക്ട്രോൺസ് ഗെറ്റ്സ് അറ്റാച്ച്ഡ് ടു ഇച്ചിരി ഉള്ള കേട്ടോ Hg+ അല്ലേ? കാരണം എന്താ? ഈ പറയുന്ന KClനകത്ത് K+ഉം Cl- ഉള്ളത്. K+ സ്റ്റേബിൾ സ്റ്റേറ്റിൽ. ഇനി എനിക്ക് ആരെയും വേണ്ട എന്നുള്ള മട്ടിലാണ് ഈ പറയുന്ന KClന്റെ സൊല്യൂഷൻ. അവിടെ ഒരു സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അക്വസ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? K+ഉം Cl-ഉം K+ഉം Cl- ആണ്. അപ്പം ഈ പറയുന്ന ഇലക്ട്രോൺസ് ഇവിടെ ഒരാളുണ്ട് കേട്ടല്ലോ. ഈ പറയുന്ന ഇലക്ട്രോൺസ് ഇങ്ങനെ വരുവാണ്. ഇപ്പുറത്തോട്ട് മാറി നമുക്ക് ഈ സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോൺ ഉണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, യെസ്. അപ്പം അവർ ഓക്സിഡൈസ്ഡ് ആയി, ഇവർ റെഡ്യൂസ്ഡ് ആകുമ്പം ഈ ഇലക്ട്രോൺ ഇങ്ങോട്ട് ട്രാവൽ ചെയ്ത് വരുമ്പോഴത്തേക്കും K+ പറയും ഞാൻ സ്റ്റേബിളാണ്, എനിക്ക് വേണ്ട. അപ്പോൾ ആരായിരിക്കും ആ ഇലക്ട്രോണിനെ എടുക്കുന്നത്? ഈ പറയുന്ന Hg+ ആ ഇലക്ട്രോണിനെ എടുത്തിട്ട് ഇലക്ട്രോണിനെ എടുത്തിട്ട് എന്തായി മാറും? Hg മെർക്കുറി പ്യുവർ സ്റ്റേറ്റിലായി, മീൻസ് ആറ്റമായി മാറും. ആ ആറ്റമായി അല്ലടോ, അയോൺസ് ഒരു ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്യുമ്പോൾ ആറ്റമായി മാറി ആ മെർക്കുറി എങ്ങോട്ട് പോകും? ആ മെർക്കുറി ഇങ്ങോട്ട് വരും. ഇലക്ട്രോൺസ് ഗെറ്റ്സ് അറ്റാച്ച്ഡ് ടു Hg+ ആൻഡ് മൂവ്സ് ടു പ്യുവർ മെർക്കുറി സ്റ്റേറ്റ് അല്ലേ? പ്യുവർ മെർക്കുറി സ്റ്റേറ്റിലോട്ട് പോകും. ആണേ? അതെ. അപ്പം Hg+ ഇലക്ട്രോൺ അറ്റൈൻ ചെയ്ത് കഴിയുമ്പം നോക്കിക്കേ, Hg+
പ്ലസ് ഇലക്ട്രോൺ എന്തായി മാറും? Hg ആയി മാറും. ഓക്കെ അല്ലേ? അപ്പോൾ ആ Hg എങ്ങോട്ട് മൂവ് ചെയ്യും? ഈ പറയുന്ന ഇങ്ങോട്ട് മൂവ് ചെയ്യും. ഓക്കെ ആണ്, പ്രശ്നമൊന്നുമില്ല. അപ്പം നിങ്ങൾ നോക്കിക്കുക, അങ്ങനെ ഇലക്ട്രോൺസ് ഇങ്ങനെ റിഡക്ഷൻ പ്രോസസ്സ് ആണ്, ഇലക്ട്രോൺസ് ഇവർ നേടിക്കൊണ്ടേ ഇരിക്കുകയാണ് അല്ലേ? അതെ അതെ, ഇലക്ട്രോൺസ് ഇങ്ങോട്ട് വന്നുകൊണ്ടേ ഇരിക്കാം. അപ്പോൾ എന്ത് വരും? ഈ ഇലക്ട്രോൺസ് എല്ലാം Hg+ആയിട്ട് അറ്റാച്ച് ചെയ്തിട്ട് ഇങ്ങോട്ട് വരികയും അപ്പം ഈ ഒരു ഭാഗത്ത് എന്താണ്? Cl- കോൺസെൻട്രേഷൻ കൂടുകയും ചെയ്യും. അപ്പോൾ ആ Cl- എങ്ങോട്ട് പോകും? എല്ലാവരും പറഞ്ഞാൽ ആ Cl- തിരിച്ച് ഇങ്ങോട്ടും പോകും. മനസ്സിലായല്ലോ? കാരണം ഈ പറയുന്ന കേസിൽ അതിനെ മെയിൻറ്റെയിൻ ചെയ്തോളും. അപ്പോൾ ആ Cl- തിരിച്ച് ഇങ്ങോട്ട് പോകും. അപ്പോൾ എന്താണ്? ഈ പറഞ്ഞ ഇലക്ട്രോൺസ് ഗെറ്റ് അറ്റാച്ച് ടു Hg+ ആൻഡ് മൂവ്സ് ടു പ്യുവർ മെർക്കുറി സ്റ്റേറ്റ് ആൻഡ് Cl- മൂവ്സ് ടു KCl. മനസ്സിലായല്ലോ? യെസ്. അങ്ങനെ എന്താണ്? ഈ പറയുന്ന ആ Cl- അങ്ങോട്ട് പോവുകയും ചെയ്യും. കഥ തീർന്നേ. അപ്പോൾ ശരിക്കും പറഞ്ഞ് ഇതാണ് നമ്മുടെ റിഡക്ഷൻ റിയാക്ഷൻ ഒന്നാമത്തത്. ഇനി നമുക്ക് വേറെ രീതിയിൽ എഴുതാൻ പറ്റും. Hg2Cl2 plus 2 electron gives 2 Hg plus 2 Cl minus. This is the exact reduction reaction. കേട്ടല്ലോ? യെസ്. എന്താണ് സംഭവിച്ചത്? ഈ പറഞ്ഞ Hg2Cl2ലോട്ടല്ലേടെ ആ ഇലക്ട്രോൺ വരുന്നത്? അതെ, ആ 2 ഇലക്ട്രോൺ വന്ന് ഇക്വേഷൻ ബാലൻസ്ഡ് ആയത്. ആ ഇലക്ട്രോൺ വന്നിട്ട് Hg+ആയിട്ട് ആ ഇലക്ട്രോൺ കമ്പൈൻ ചെയ്തിട്ട് എന്തായി മാറും? Hgയിലോട്ട് പോകും. അങ്ങനെ 2 Hg വരും. ബാക്കി എന്ത് ശേഷിക്കുന്നുണ്ട്? Cl- ശേഷിക്കുന്നുണ്ട്. കാര്യം മനസ്സിലായല്ലോ? മനസ്സിലായി. അപ്പം ഈ റിഡക്ഷൻ റിയാക്ഷൻ അണ്ടർഗോ ചെയ്യുമ്പോഴാണ് എന്ത് വാല്യൂ നമുക്ക് കിട്ടുന്നത്? ഈ പറയുന്ന ഈ നോർമൽ കലോമൽ ഇലക്ട്രോണിൻ്റെ വാല്യൂ +0.28 വോൾട്ട് കിട്ടും. ഇത് നമുക്ക് ഇലക്ട്രോകെമിക്കൽ സീരീസിൽ നിന്ന് കിട്ടും. ഇനി എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച്, ഞാൻ ഇവിടെ പറഞ്ഞു കോൺസെൻട്രേഷൻ ഓഫ് KCl affects the electrode potential of calomel. അപ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത് നോക്കിക്കേ. നമ്മളിവിടെ 1 നോർമൽ KCl ആണ്. അപ്പോൾ KClൻ്റെ കോൺസെൻട്രേഷൻ മാറുന്നതിനനുസരിച്ചിട്ട് നമ്മുടെ കലോമൽ ഇലക്ട്രോണിൻ്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ മാറും. മനസ്സിലായല്ലോ? അത് ശരിക്കും പറഞ്ഞാൽ തിയറട്ടിക്കലി നമുക്ക് കണ്ടുപിടിക്കാം യൂസിങ് നെർൻസ്റ്റ് ഇക്വേഷൻ. ശ്രദ്ധിച്ചേ, നെർൻസ്റ്റ് ഇക്വേഷൻ എല്ലാവർക്കും അറിയത്തില്ല. എന്താണ് നെർൻസ്റ്റ് ഇക്വേഷൻ? E∙ E0 cell minus 0.0591 log of Q ആണേ. അതെ. അപ്പം ഇതാണ് നമ്മുടെ നെർൻസ്റ്റ് ഇക്വേഷൻ. അപ്പം നെർൻസ്റ്റ് ഇക്വേഷൻ ഓൾറെഡി ആദ്യമേ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹൗ ഇലക്ട്രോലൈറ്റ് കോൺസെൻട്രേഷൻ അഫക്ട്സ് ദ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. ഇലക്ട്രോലൈറ്റ് കോൺസെൻട്രേഷൻ എങ്ങനെയാണ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യലിനെ ബാധിക്കുന്നത്, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ നെർൻസ്റ്റ് ഇക്വേഷൻ പഠിക്കുന്നത്. ഓൾറെഡി ഞാൻ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നോക്കിക്കേ, ഈ പറയുന്ന കലോമൽ ഇലക്ട്രോഡ്, ഈ സെല്ലിന് പകരം ഞാൻ കലോമൽ ഇലക്ട്രോഡ് എന്ന് പറയുന്നത് E0 ഇതാണ് E0. ഓക്കെ അല്ലേ? അപ്പം E0 ഓഫ് കലോമൽ ഇലക്ട്രോഡ് -0.0591/n എന്ന് പറഞ്ഞാൽ എത്രയാണോ? 2 ലോഗ് ഓഫ് Q എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രൊഡക്ട്സ് ബൈ റിയാക്ടൻസ് ആണ്. നോക്കിക്കേ, ഈ പറഞ്ഞ റിയാക്ടൻസ് സൈഡിൽ ആരും തന്നെ ഇല്ല, എല്ലാവരും ഈ പറയുന്ന സോളിഡ് ഫോമിൽ തന്നെയാണ്. പ്രൊഡക്റ്റ് സൈഡ് മാത്രമാണുള്ളത്. അപ്പം Q എന്ന് പറയുന്നത് Cl- കാരണം എന്താണ്? സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യന്റ് 2 ആണ് ഇവിടെ. ഓക്കെ അല്ലേ? അങ്ങനെയാണ് ഈ കലോമൽ ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ എത്രയാണോ നോർമൽ കലോമൽ ഇലക്ട്രോണിന്റെ വാല്യൂ? +0.2810. എക്സാക്ട്ലി അതാണ് 0.0591/2 ലോഗരിതം ഓഫ് Cl- കണ്ടല്ലോ? അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ഈ പറഞ്ഞ KClന്റെ കോൺസെൻട്രേഷൻ മാറുന്നത്? അത് നമുക്ക് തിയറട്ടിക്കലി അത് വെച്ചിട്ട് നമുക്ക് കലോമൽ ഇലക്ട്രോഡിൻ്റെ പൊട്ടൻഷ്യൽ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. മനസ്സിലായല്ലോ സ്റ്റുഡൻസ്? നമ്മൾ ഈ ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ KCl 1 നോർമൽ കേസിൽ സ്റ്റാൻഡേർഡ് കണ്ടീഷൻസിൽ എടുത്തപ്പം നമ്മൾ SHന്റെ സഹായത്തോടു കൂടി കണ്ടുപിടിച്ച വാല്യൂ ആണ് ഈ പറയുന്ന നോർമൽ കലോമൽ ഇലക്ട്രോണിന്റെ വാല്യൂ. പക്ഷേ ഈ പറയുന്ന കോൺസെൻട്രേഷൻ മാറുമ്പോൾ പിന്നെ സ്റ്റാൻഡേർഡ് കണ്ടീഷനിലാണോ സ്റ്റാൻഡേർഡ് കണ്ടീഷനിൽ എപ്പോഴാണ് നിൽക്കുന്നത്? അവരുടെ സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ എപ്പോഴാണ് കിട്ടുന്നത്? അവർ സ്റ്റാൻഡേർഡ് കണ്ടീഷൻസിലാകുമ്പോൾ. മനസ്സിലാവുന്നുണ്ടോ? സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ എപ്പോഴാണ് കിട്ടുന്നത്? വെൻ ദേ ആർ സ്റ്റാൻഡേർഡ് കണ്ടീഷൻ. പക്ഷേ KClന്റെ കോൺസെൻട്രേഷൻ മാറുകയാണ്, സ്റ്റാൻഡേർഡ് കണ്ടീഷൻ അല്ലാതിരിക്കുമ്പോഴത്തേക്ക് പിന്നെ നമുക്ക് ഇലക്ട്രോകെമിക്കൽ സീരീസിന് അവരുടെ വാല്യൂ കിട്ടുമോ? ഇല്ല, അവരുടെ വാല്യൂ കിട്ടാൻ പോകുന്നില്ല. ഓക്കെ അല്ലേ? അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇത് നമുക്കൊന്ന് എവിടെ ഇടാം? നമുക്ക് ബോക്സിലിടാം. ഓക്കെ അല്ലേ സ്റ്റുഡൻസ്? യെസ്. അപ്പോൾ ഇതിനകത്തൂടെ ഞാൻ ഉദ്ദേശിച്ചു വരുന്നത്, നിങ്ങൾക്ക് പലയിടത്തും ടെക്സ്റ്റ് ബുക്സിലും റെഫറൻസ് ബുക്കിലും ഒക്കെ തന്നിട്ടുണ്ടാവും. ലെറ്റ് മീ യൂസ് അനദർ റിംഗ്. ഓക്കെ, യെസ്.
ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ വാല്യൂ ഓഫ് സാച്ചുറേറ്റഡ് KCl, സാച്ചുറേറ്റഡ് കലോമൽ ഇലക്ട്രോഡിനാണ് ESCE എന്ന് പറഞ്ഞത്. മനസ്സിലായല്ലോ? അപ്പം നമ്മുടെ KCl ആണ്, നമ്മുടെ KCl ഏത് കോൺസെൻട്രേഷൻ അതിനനുസരിച്ചിട്ടാണ് നമ്മൾ ഈ പറയുന്ന S ആണോ N ആണോ എന്ന് കൊടുക്കുന്നത്. അപ്പം നമ്മൾ പലയിടത്തും നമ്മൾ കണ്ടിട്ടുണ്ട് ദ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ വാല്യൂ ഓഫ് സാച്ചുറേറ്റഡ് കലോമൽ ഇലക്ട്രോഡ് എന്ന് പറഞ്ഞാൽ 0.2422 വാല്യൂ ആണ്, വോൾട്ട് ആണ്. അപ്പം ശരിക്കും പറഞ്ഞാൽ ആ 0.2422 എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ ഇട്ട് കൊടുത്ത് എന്നിട്ട് ഈ 0.2810 മൈനസ് 0.0591/2 ലോഗ് ഓഫ് CL മൈനസ് ദ ഹോൾ സ്ക്വയർ ഇട്ടിട്ട് നമ്മൾ ഇക്വേഷൻ ഒന്ന് കണ്ടുപിടിച്ച് നോക്കിക്കേ. ആ സമയത്ത് KClന്റെ കോൺസെൻട്രേഷൻ നമുക്ക് കറക്റ്റ് ആയിട്ട് സാച്ചുറേറ്റഡ് KCl എന്ന് പറഞ്ഞാൽ KClന്റെ ശരിക്കും എന്ത് കോൺസെൻട്രേഷൻ ആണ് അപ്പം മനസ്സിലായോ നിങ്ങൾക്ക്? ഞാൻ നിങ്ങൾക്ക് റിവേഴ്സ് ഓർഡർ പഠിപ്പിക്കുവാണ്. കാര്യം മനസ്സിലായോ? അതെ. അപ്പോൾ നോക്കിക്കേ 0.2422 minus 0.2810 equals minus of 0.0591/2. ശ്രദ്ധിച്ചോണം, log of some square എന്ന് പറഞ്ഞാൽ 2 times of log of CL minus എന്ന് കൊടുക്കാൻ പറ്റും. മനസ്സിലായോ? അപ്പോൾ സ്ക്വയർ ഇല്ല കേട്ടല്ലോ, ആ സമയത്ത് നമുക്ക് സ്ക്വയർ കാണത്തില്ല. ഓക്കെ, അപ്പോൾ ഈ 2ഉം 2ഉം കട്ടായി പോകും. ഞാനൊന്ന് കാൽക്കുലേറ്റർ എടുത്തൊന്ന് സോൾവ് ചെയ്തോട്ടെ, എല്ലാവരും ഒന്ന് സോൾവ് ചെയ്തോളൂ. 0.2410 മൈനസ് 0.2410 അല്ല 0.2422, യെസ്, മൈനസ് 0.2810 കൊടുത്ത് കഴിയുമ്പോഴത്തേക്കും ഓക്കെ നമുക്ക് കിട്ടാൻ പോകുന്ന മൈനസ് 0.0388 ഈക്വൽസ് മൈനസ് 0.0591 ലോഗ് ഓഫ് CL മൈനസ് ആണ്. ദാറ്റ് ഇംപ്ലൈസ് ലോഗ് ഓഫ് CL മൈനസ് എന്ന് പറയുന്നത് 0.05, 1 സെക്കൻഡ് ഇവിടെ മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്, ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചോണേ, 0.0388 ഡിവൈഡ് ബൈ 0.0591. എല്ലാവരും ഒന്ന് കണ്ടുപിടിച്ച് തന്നേടോ, എല്ലാവരും ഒന്ന് കണ്ടുപിടിച്ച് നോക്കിക്കേ എല്ലാവരും. അപ്പം നമുക്ക് കിട്ടുന്ന വാല്യൂ 0.656 ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ CL മൈനസിൻ്റെ കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ 10⁻⁶56. ഓക്കെ അല്ലേ? ലോഗരിതമിൻ്റെ അറിയാമല്ലോ എങ്ങനെയാണ് ആ ലോഗിനെ കളയുന്നത്, 10⁻² ആക്കുമ്പോഴാണ്. അപ്പം 10⁻�0.656 ചെയ്യുമ്പോഴത്തേക്കും 4.53 മോളാർ. മനസ്സിലായല്ലോ? 1 നോർമൽ KCl ആയിരുന്നപ്പോഴാണ് നമുക്ക് എന്ത് ഈ പറയുന്ന 1 നോർമൽ KCl ആകുമ്പോഴാണ് നമുക്ക് 0.28 വോൾട്ട് കിട്ടിയത്. അപ്പം നമ്മൾ എല്ലായിടത്തും കണ്ടിട്ടുണ്ട് സാച്ചുറേറ്റഡ് KCl ഉള്ളപ്പോഴുള്ള കലോമൽ ഇലക്ട്രോണിന്റെ പൊട്ടൻഷ്യൽ 0.2422. അപ്പം സാച്ചുറേഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ സാച്ചുറേറ്റഡ് KCl എന്ന് പറഞ്ഞാൽ അവരുടെ കോൺസെൻട്രേഷൻ, KClന്റെ കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ 4.53 മോളാർ ആണ്. കാര്യം കിട്ടിയോ? ഇതാണ് അതിൻ്റെ ടെക്നിക്ക്. മനസ്സിലായല്ലോ? KClന്റെ കോൺസെൻട്രേഷൻ മാറുന്നതിനനുസരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ മാറുന്നു. ആ പറയുന്ന ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ മാറി, ഇപ്പം ഞാനിവിടെ സാച്ചുറേറ്റഡ് KCl ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അവരുടെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ മാറി. ആ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ വെച്ചിട്ട് നമ്മൾ അവരൊരു കംപ്ലീറ്റ് സെല്ല് കൊടുക്കുകയാണ്, വേറൊരു ഹാഫ് സെല്ലും ഇവരൊരു ഹാഫ് സെല്ലും കൂടെ ചേരുമ്പോഴത്തേക്ക് മൊത്തത്തിലുള്ള സെല്ലിൻ്റെ പൊട്ടൻഷ്യൽ മാറത്തില്ലേ? മാറും. ഇത്രയേ ഉള്ളൂ കാര്യം. ഓക്കെ അല്ലേ? യെസ്. അപ്പോൾ കാര്യങ്ങളെല്ലാം വ്യക്തമായല്ലോ? യെസ്. അപ്പം നമ്മൾ ഈ പറയുന്ന കലോമൽ ഇലക്ട്രോഡിൻ്റെ സെൽ റെപ്രസെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ എല്ലാവരും ശ്രദ്ധിച്ചേ, ഈ സെൽ റെപ്രസെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ Hg ബാർ Hg2Cl2 ബാർ KCl ആണ്. അത് നമ്മൾ വേറൊരു പേര് പറയും മെറ്റൽ ബാർ മെറ്റൽ ഇൻസോല്യൂബിൾ സോൾട്ട്, ഓക്കെ, ബാർ കോമൺ അയോൺ ഇലക്ട്രോഡ്. ഇതാണ് നമ്മുടെ കലോമൽ ഇലക്ട്രോഡിൻ്റെ സെൽ റെപ്രസെൻറ്റേഷൻ. ഓക്കെ അല്ലേ? അപ്പം നമ്മൾ എന്തൊക്കെ പഠിച്ചു? കലോമൽ ഇലക്ട്രോഡ് എന്നുള്ള പേര് വരുന്ന എങ്ങനെയാണ്, അവർ SHEക്ക് പകരം എന്തിനാണ് യൂസ് ചെയ്യുന്നത്, അവരുടെ ഈ പറഞ്ഞ സെറ്റപ്പ് മൊത്തവും പറഞ്ഞു. KClന്റെ കോൺസെൻട്രേഷൻ മാറുന്നത് അനുസരിച്ചിട്ട് എങ്ങനെയാണ് നമ്മുടെ ഇലക്ട്രോഡിൻ്റെ പൊട്ടൻഷ്യൽ മാറുന്നത്. അപ്പം 1 നോർമൽ KCl വെച്ചിട്ട് നമ്മൾ SHEൻ്റെ സഹായത്തോടു കൂടി അവർ ഈ പറയുന്ന നമ്മുടെ കലോമൽ ഇലക്ട്രോഡ് റിഡക്ഷൻ അണ്ടർഗോ ചെയ്യുകയാണെങ്കിൽ അവിടെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ വാല്യൂ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. എവിടുന്ന് ഇലക്ട്രോകെമിക്കൽ സീരീസിൽ അതൊക്കെ ഉണ്ട്, നമ്മൾ പ്രത്യേകിച്ച് കണ്ടുപിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ അവിടെ റിഡക്ഷൻ റിയാക്ഷൻ മനസ്സിലായി. ആ റിഡക്ഷൻ റിയാക്ഷനിലൂടെ നമ്മൾ എന്തെഴുതി, അവരുടെ വാല്യൂസ് കണ്ടുപിടിച്ചു. ഇനിയിപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന നെർൺസ്റ്റ് ഇക്വേഷൻ്റെ സഹായത്തോടു കൂടി നമ്മുടെ ഈ പറഞ്ഞ സ്റ്റാൻഡേർഡ് കണ്ടീഷനിലല്ലാതാവുക,
എന്ന് പറയുമ്പോൾ ഇലക്ട്രോലൈറ്റിൻ്റെ കോൺസെൻട്രേഷൻ മാറുമ്പോഴത്തേക്കും നമ്മുടെ കലോമൽ ഇലക്ട്രോഡിൻ്റെ ഇക്വേഷൻ, ഈ പറഞ്ഞ കലോമൽ ഇലക്ട്രോഡിൻ്റെ പൊട്ടൻഷ്യൽ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്. ഞാൻ നിങ്ങൾക്ക് നെർൺസ്റ്റ് ഇക്വേഷനകത്ത് സിംഗിൾ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കുന്ന പറഞ്ഞു തന്നിട്ടില്ലല്ലോ. ആ ഒരു സെറ്റപ്പ് തന്നെ നെർൺസ്റ്റ് ഇക്വേഷൻ ശരിക്കും തിയറട്ടിക്കൽ ആയിട്ടുള്ള അപ്രോച്ചിലൂടെയാണ് നമ്മളിവിടെ ചെയ്തേക്കുന്നത്. ഓക്കെ അല്ലേ? യെസ്. അപ്പം നമ്മൾ പലയിടത്തും കണ്ടെത്തിയിട്ടുണ്ട് സാച്ചുറേറ്റഡ് KClന്റെ വാല്യൂ 0.2422 ആണ്. അങ്ങനെയാണെങ്കിൽ ശരിക്കും നമ്മൾ ഉപയോഗിച്ചേക്കുന്ന സാച്ചുറേഷൻ എന്ന് പറയുന്ന KClന്റെ എന്ത് മോളാർ കോൺസെൻട്രേഷൻ ആണെന്നുള്ളത് നമ്മൾ കണ്ടുപിടിച്ചു. ഓക്കെ അല്ലേ? അതോടെ അടുത്ത് നമ്മൾ കണ്ടുപിടിച്ചെന്നാണ് സെൽ റെപ്രസെൻറ്റേഷനും പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്കറിയേണ്ടത്, നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് മെഷർമെൻറ്റ് ഓഫ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ യൂസിങ് കലോമൽ ഇലക്ട്രോഡ്. അപ്പോൾ ഇത്രയും നേരം നമ്മൾ എന്താ ചെയ്തുകൊണ്ടിരുന്നത്? കലോമലിനെ പറ്റി മാത്രമാണ്. കലോമലിൻ്റെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ എങ്ങനെ കണ്ടുപിടിക്കുന്നു, അതിനകത്ത് KClന്റെ കോൺസെൻട്രേഷൻ മാറുന്നതനുസരിച്ച് അവിടെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എങ്ങനെ മാറുന്നു എന്നൊക്കെയാണ്. പക്ഷെ ഇനി എന്താണ്, കലോമലിനെ നമ്മൾ റെഫറൻസ് ആക്കി വെച്ചിട്ട് മറ്റുള്ള ഇലക്ട്രോഡ് പൊട്ടൻഷ്യലുകൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണത്. കാര്യം മനസ്സിലായി? എന്തെങ്കിലും വ്യക്തത കുറവുണ്ടോ? ഇല്ല. ഓക്കെ സ്റ്റുഡൻസ്, അപ്പം നമ്മൾ പറഞ്ഞതുപോലെ നൗ വി വിൽ ബി ഗോയിങ് ടു മെഷർ ദ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ വാല്യൂ യൂസിങ് കലോമൽ ഇലക്ട്രോഡ്. ഓക്കെ, അപ്പം ഞാൻ എന്താണ് എക്സാമ്പിളായിട്ട് എടുക്കാൻ പോകുന്നത് സിങ്ക് ഇലക്ട്രോഡാണ്. ഓക്കെ അല്ലേ? യെസ്. അപ്പോൾ എനിക്ക് ഈ പറയുന്ന സിങ്ക് ഇലക്ട്രോഡിൻ്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യലാണ് കണ്ടുപിടിക്കേണ്ടത്. എയിം എന്ന് പറഞ്ഞാൽ ടു ഡിറ്റർമൈൻ the electrode potential value, electrode potential of zinc electrode ആണ് എനിക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇതിനു വേണ്ടി ഞാൻ ആദ്യമേ ആലോചിക്കാൻ പോകുന്നത്, ഓക്കെ, സിങ്ക് ഇലക്ട്രോഡും ഉണ്ട്, നമുക്ക് ഇപ്പുറത്തോട്ട് മാറി കലോമൽ ഇലക്ട്രോഡും ഉണ്ട്. അപ്പം നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള ആ ഡാനിയൽ സെല്ലിനകത്ത് നമ്മൾ ആദ്യമേ കണ്ടെത്തേണ്ടത് എന്താണ്? ആദ്യം എന്താണ് കണ്ടെത്തേണ്ടത്? ആരാണ് ഓക്സിഡേഷൻ അണ്ടർഗോ ചെയ്യുന്നത്, ആരാണ് റിഡക്ഷൻ അണ്ടർഗോ ചെയ്യുന്നത്? ആദ്യം അത് മനസ്സിലാക്കണം. അപ്പോൾ അതിനകത്ത് ആരുടെ സഹായം നമുക്ക് വേണം? ഇലക്ട്രോകെമിക്കൽ സീരീസിൻ്റെ സഹായം വേണം അല്ലേ? അതെ. അപ്പോൾ ഞാനൊന്ന് കൊണ്ടുവന്നോട്ടെ, ഇലക്ട്രോകെമിക്കൽ സീരീസ് ഒന്ന് കൊണ്ടുവന്നോട്ടെ. യെസ്. ഓക്കെ സ്റ്റുഡൻസ്, അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ച് എല്ലാവരും, നമ്മുടെ കലോമൽ ഇലക്ട്രോഡിൻ്റെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ വാല്യൂ, ദേ ഇക്വേഷൻ നമ്മൾ പഠിച്ചതല്ലേ, Hg2Cl2 + 2 ഇലക്ട്രോൺ 2Hg + 2Cl - 0.28 ആണ്. ഓക്കെ, ഇനി നമ്മുടെ സിങ്കിൻ്റെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ വാല്യൂ എന്തായിരുന്നു? ദേ ഇങ്ങോട്ട് മാറി -0.76. അപ്പോൾ ഇലക്ട്രോൺസ് എങ്ങോട്ടാണ് ഫ്ലോ ആവുന്നത്? ഇലക്ട്രോൺസ് വിൽ ഫ്ലോ ഫ്രം നെഗറ്റീവ് ടു പോസിറ്റീവ് വാല്യൂ, എന്ന് വെച്ചാൽ മൈനസ് ഇവിടുന്ന് ഇങ്ങോട്ടായിരിക്കും ഇലക്ട്രോൺസ് ഫ്ലോ ആവുന്നത് അല്ലേ? അപ്പോൾ ആരാണ് ഓക്സിഡൈസ്ഡ് ആവുന്നത്? സിങ്ക് വിൽ അണ്ടർഗോ ഓക്സിഡേഷൻ, സിങ്ക് വിൽ അണ്ടർഗോ ഓക്സിഡേഷൻ അല്ലെ, സിങ്ക് ഓക്സിഡേഷൻ അണ്ടർഗോ ചെയ്യും. കാരണം എന്താണ്? ഇലക്ട്രോകെമിക്കൽ സീരീസ് പ്രകാരം ഇതെന്താണ്? സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ ആണ് കേട്ടല്ലോ. ഇവരുടെ വാല്യൂ അനുസരിച്ചിട്ടാണ് നമ്മൾ ഫർദർ ആയിട്ട് നോക്കുന്നത്. അപ്പോൾ സിങ്ക് ഓക്സിഡേഷൻ അണ്ടർഗോ ചെയ്യുമ്പം അവർ ആനോഡായിട്ട് വർക്ക് ചെയ്യും. അപ്പം നമ്മുടെ കലോമൽ ഇലക്ട്രോഡ് എന്താണ്? റിഡക്ഷൻ അണ്ടർഗോ ചെയ്യും അല്ലേ? കലോമൽ ഇലക്ട്രോഡ് റിഡക്ഷൻ അണ്ടർഗോ ചെയ്യും. അതുകൊണ്ട് തന്നെ അവർ കാഥോഡായിട്ടായിരിക്കും വർക്ക് ചെയ്യുന്നത്. കാരണം എന്താണ്? എല്ലാവരും ശ്രദ്ധിച്ച കാരണം എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഈ പറഞ്ഞ കലോമൽ ഇലക്ട്രോഡിൻ്റെ സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ വാല്യൂ 0.28 വോൾട്ടും നമ്മുടെ സിങ്കിൻ്റെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ വാല്യൂ എന്ന് പറഞ്ഞാൽ റിഡക്ഷൻ പൊട്ടൻഷ്യൽ വാല്യൂ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ കൊടുക്കാം, Zn2 + ബാർ Zn എന്ന് പറഞ്ഞാൽ ആ വാല്യൂ -0.76 ആണ്. അപ്പം ഇങ്ങനെ ആയിരിക്കും ഇലക്ട്രോൺസ് ട്രാൻസ്ഫേർഡ് ആവുന്നത്. അത് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. ഓക്കെ അല്ലേ? അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ശ്രദ്ധിച്ച്, ആനോഡിൽ നടക്കുന്ന റിയാക്ഷൻ എന്താണ്? ആനോഡിൽ നടക്കുന്ന ആരാണോ ആനോഡായിട്ട് ആക്ട് ചെയ്യുന്നത്? സിങ്ക് ഇലക്ട്രോഡാണ് ആനോഡായിട്ട് ആക്ട് ചെയ്യുന്നത്. അപ്പം ആനോഡിൽ എന്താണ് നടക്കുന്നത്? ഓക്സിഡേഷനാണ് നടക്കുന്നത്. അപ്പം എന്ത് റിയാക്ഷനാണ്? Zn എന്ന് പറയുമ്പോഴത്തേക്കും Zn2 + 2 ഇലക്ട്രോൺസ്. ഓക്കെ അല്ലേ? അതെ. അപ്പോൾ കാഥോഡിൽ എന്താ നടക്കുന്നത്? റിഡക്ഷൻ റിയാക്ഷൻ. കാഥോഡ് ആരാണ്? ശരിക്കും പറഞ്ഞാൽ കലോമൽ ഇലക്ട്രോഡ്. അപ്പോൾ അവിടുത്തെ റിയാക്ഷൻ എന്തായിരിക്കും? Hg2Cl2 + 2 ഇലക്ട്രോൺസ് എന്ത് നൽകും? 2Hg + Cl-. ഓക്കെ അല്ലേ? 2Cl-. അങ്ങനെയാണെങ്കിൽ ഇവിടെ കംപ്ലീറ്റ് റിയാക്ഷൻ ഞാൻ എഴുതിക്കോട്ടെ, റിഡോക്സ് റിയാക്ഷൻ. ഇത് രണ്ടും സൈമിൾട്ടേനിയസ്ലി അല്ലേടോ സംഭവിക്കുന്നത്? അതെ. അപ്പോൾ ആ റിഡോക്സ് റിയാക്ഷൻ എന്താണ്? Hg2C അല്ല, Zn+ എടുക്കാം. Zn+ Hg2Cl2 ഗീവ്സ് എന്താണ്? Zn2 + 2Hg + 2Cl-. ഓക്കെ അല്ലേ? ഇതാണ് നമ്മുടെ റിഡോക്സ് റിയാക്ഷൻ. ഇനി നമ്മൾ അവിടെ
സെൽ റെപ്രസെൻറ്റേഷൻ. മനസ്സിലായല്ലോ? നമ്മൾ റിഡക്ഷൻ അണ്ടർഗോ ചെയ്യുമ്പം ആ റിഡക്ഷൻ നമ്മുടെ കെലോമൽ ഇലക്ട്രോഡ് റിഡക്ഷൻ അണ്ടർഗോ ചെയ്യുമ്പോഴുള്ള സെൽ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത് മനസ്സിലായല്ലോ? സ്റ്റുഡൻസ്, നമ്മൾ നേരത്തെ എഴുതിയ സെൽ റെപ്രസെൻറ്റേഷൻ ഇറ്റ് ഈസ് എ റെപ്രസെൻറ്റേഷൻ ഓഫ് കെലോമൽ ഇലക്ട്രോഡ്. നമ്മളിവിടെ കംപ്ലീറ്റ് ആയിട്ടുള്ള സെല്ലിൻ്റെ റെപ്രസെൻറ്റേഷൻ ആണ് എഴുതാൻ പോകുന്നത്. ഓക്കെ അല്ലേ സ്റ്റുഡൻസ്? യെസ്. Okay students, now the cell representation when the zinc undergoes oxidation and the calomel undergoes reduction reaction ഞാൻ എഴുതി വെച്ചായിരുന്നു. എന്ന് പറയുമ്പം Zn bar Zn2+. കാരണം എന്താണ്? സിങ്ക് ആനോഡ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. പിന്നെ ഇതാരാണ്? നമ്മുടെ സോൾട്ട് ബ്രിഡ്ജ്. പിന്നെ ആരാണ്? നമ്മുടെ Cl-. അതല്ലേ നമുക്ക് ഈ പറയുന്ന കലോമൽ ഇലക്ട്രോഡ് റിഡക്ഷൻ അണ്ടർഗോ ചെയ്യുമ്പോൾ നമുക്ക് Cl- ഇല്ലേ? Cl- ഉണ്ട്. പിന്നെ ആരുണ്ട്? നമുക്ക് Hg2Cl2 ഉണ്ട്. പിന്നെ ആരുണ്ട്? താരോട്ട് മാറി നമുക്ക് Hg ഉണ്ട്. ഓക്കെ അല്ലേ? എടോ ഇത് ഇങ്ങനെ ഞാനാണ് കൊടുത്തേക്കുന്നത്. നമ്മുടെ എവിടെ പോയി? നമ്മുടെ കലോമൽ ഇലക്ട്രോഡ് Cl-. നിങ്ങൾക്ക് ഓർത്തിരിക്കാനുള്ള റിഡക്ഷൻ റിയാക്ഷൻ സമയത്ത് Cl-, പിന്നെ ആരാണ്? Hg2Cl2, പിന്നെ ആരാണുള്ളത്? Hg ആണുള്ളത്. ഓക്കെ അല്ലേ? യെസ്. അതാണ് ദ സെൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ദിസ് when we are connecting calomel electrode with that of zinc. മനസ്സിലായല്ലോ? calomel electrode with that of zinc അല്ല, ഇനിയിപ്പോൾ ആരെ കണക്ട് ചെയ്താലും calomel electrode റിഡക്ഷൻ അണ്ടർഗോ ചെയ്തിട്ട് ഈ പറഞ്ഞ മറ്റുള്ള ഇലക്ട്രോഡ് ഓക്സിഡേഷൻ അണ്ടർഗോ ചെയ്യുമ്പോൾ ഈ പറയുന്ന ആൾക്ക് മാത്രമുള്ള വ്യത്യാസം, ഇവരെല്ലാം സെയിം തന്നെയാണ്. ഓക്കെ അല്ലേ? യെസ്. ഓക്കെ സ്റ്റുഡൻസ്, അപ്പം ഞാൻ എന്താ പറഞ്ഞത്? ഈ പറയുന്ന മെഷർമെൻറ്റ് ഓഫ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ യൂസിങ് കലോമൽ ഇലക്ട്രോഡിനകത്ത് ഞാനിപ്പം യൂസ് ചെയ്യുന്ന ഒരു ഹാഫ് സെൽ എന്ന് പറയുന്നത് നമ്മുടെ കലോമലാണ്. മറ്റൊരു ഹാഫ് സെൽ എന്ന് പറയുന്നത് നമ്മൾ സിങ്ക് ഇലക്ട്രോഡാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ സിങ്ക് വിൽ അണ്ടർഗോ ഓക്സിഡേഷൻ ആൻഡ് ദ കലോമൽ വിൽ അണ്ടർഗോ റിഡക്ഷൻ. അതിലൂടെ നമ്മൾ സിങ്കിൻ്റെ ഓക്സിഡേഷൻ റിയാക്ഷൻ എഴുതി, കലോമലിൻ്റെ റിഡക്ഷൻ റിയാക്ഷൻ എഴുതി, അവരുടെ കംപ്ലീറ്റ് റിയാക്ഷൻ എഴുതി. എങ്ങനെയാണ് ഈ പറയുന്ന റിഡക്ഷൻ കലോമൽ അണ്ടർഗോ ചെയ്യുമ്പോഴും മറ്റൊരു ഇലക്ട്രോഡ് ഓക്സിഡേഷൻ അണ്ടർഗോ ചെയ്യുമ്പോഴും അവരുടെ സെൽ റെപ്രസെൻറ്റേഷൻ എഴുതി കഴിഞ്ഞു. ഇനിയാണ് ശരിക്കുള്ള കാര്യം. അപ്പം ഞാൻ നോർമലി എന്താണ് ചെയ്തത്? ആദ്യമേ നമ്മുടെ കലോമൽ ഇലക്ട്രോഡ് ഇവിടെ വെച്ചു. ഇനി അടുത്തൊരു ഹാഫ് സെല്ല് വേണം. ഓക്കെ, അടുത്ത ഹാഫ് സെല്ലിൽ ആരാ? നമ്മുടെ സിങ്ക്. അവരുടെ റിഡക്ഷൻ പൊട്ടൻഷ്യലാണ് അവിടെ റിഡക്ഷൻ പൊട്ടൻഷ്യലാണ് അല്ല, അങ്ങനെ പറയാൻ പാടില്ല, അവിടെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യലാണ്, അങ്ങനെയാണ് കുറച്ചുകൂടെ കറക്റ്റ്. ഓക്കെ അല്ലേ? അവരുടെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. ഓക്കെ അല്ലേ? യെസ്. അപ്പോൾ അതിനുവേണ്ടി എന്തുണ്ട്? നമ്മൾ ആദ്യം എന്താണ് യൂസ് ചെയ്യുന്നത്? ഒരു സിങ്ക് ഇലക്ട്രോഡ് നമ്മൾ യൂസ് ചെയ്യും. യെസ്, നമുക്കൊരു സിങ്ക് ഇലക്ട്രോഡ്. അതിനെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ എന്താണെന്നറിയോ? ഒരു വോൾട്ട് മീറ്ററുമായിട്ട് നമ്മൾ കണക്ട് ചെയ്യണം. ഓക്കെ, യെസ്, ഒരു ഡിജിറ്റൽ വോൾട്ട് മീറ്ററുമായിട്ട് കണക്ട് ചെയ്യണം. ഇവിടെയാണ് ആരാണുള്ളത്? നമ്മുടെ സിങ്ക് സൾഫേറ്റ് ഉണ്ട്. ഇവരുടെ ഇങ്ങനെ വരച്ചോട്ടോ, ഈ പറഞ്ഞ ഇലക്ട്രോഡ് ഇവരുമായിട്ട് ഡിപ്പ് ചെയ്ത് കിടക്കും. സിങ്ക് സൾഫേറ്റ് സൊല്യൂഷൻ ഉണ്ട്. എന്നിട്ട് ഇങ്ങോട്ട് മാറി നമുക്ക് എന്തുണ്ട്? ഒരു സോൾട്ട് ബ്രിഡ്ജ് ഉണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ കൊടുത്തേക്കുന്നത്. മനസ്സിലായല്ലോ? സോൾട്ട് ബ്രിഡ്ജായിട്ട് ആരാ വർക്ക് ചെയ്യുന്നത്? അതെ. അപ്പോൾ ഇങ്ങോട്ട് മാറി എനിക്കൊരു സോൾട്ട് ബ്രിഡ്ജും ഉണ്ട്. ഓക്കെ അല്ലേ? യെസ്. എന്നിട്ട് ഞാൻ എൻ്റെ കലോമൽ ഇലക്ട്രോഡ് യൂസ് ചെയ്യുന്നത് ഏത് കോൺസെൻട്രേഷനിലാണെന്നറിയോ? സാച്ചുറേറ്റഡ്. മിക്ക കേസുകളിലും സാച്ചുറേറ്റഡ് KCl-ആണ് യൂസ് ചെയ്യുന്നത്. വൺ നോർമൽ KCl യൂസ് ചെയ്യുന്ന അവരുടെ സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ വാല്യൂ കണ്ടെത്താൻ വേണ്ടി മാത്രമാണ് അത് യൂസ് ചെയ്യുന്നത്. അല്ലാത്തപ്പോൾ നമ്മൾ എക്സ്പെരിമെൻറ്റേഷന് വേണ്ടി വെച്ചാൽ നമ്മൾ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കുന്ന സമയത്ത് മിക്ക കേസുകളിലും നമ്മൾ സാച്ചുറേറ്റഡ് KCl, കാരണം അവരാണ് കുറച്ചും കൂടെ എളുപ്പം. ഓക്കെ അല്ലേ? അപ്പോൾ ഈ സെറ്റപ്പ് മനസ്സിലായി. അപ്പോൾ ആനോഡിൽ എന്താ സംഭവിക്കുന്നത്? കാഥോഡിൽ എന്താ സംഭവിക്കുന്നത്? മനസ്സിലായല്ലോ? യെസ്. അപ്പോൾ എന്താണ്? റിഡക്ഷൻ ആണ്. അപ്പോൾ റിഡക്ഷൻ സമയത്ത് ഈ ഇലക്ട്രോൺസ്, സിങ്ക് ഈ ഇലക്ട്രോൺസിനെ ഇങ്ങോട്ട് കൊടുക്കുകയും ആ ഇലക്ട്രോൺസ് ആരെടുക്കും? നമ്മുടെ Hg+ എടുത്തിട്ട് ഈ Hgനെ ഇങ്ങോട്ട് കൊടുക്കുകയും എന്നിട്ട് ആ Cl- തിരിച്ച് ഇങ്ങോട്ട് പോവുകയും ചെയ്യും. അതിൻ്റെ ബേസിസിലാണ് നമ്മൾ ഈ പറഞ്ഞ ആനോഡ് റിയാക്ഷനും കാഥോഡ് റിയാക്ഷനും എടുത്തിട്ടുള്ളത്. അപ്പം ഈ ഒരു കംപ്ലീറ്റ് സെല്ലിൻ്റെ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ, ഈ സെല്ലെന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് എഴുതാൻ പറ്റും. ഈ കാഥോഡ് മൈനസ് ഈ ആനോഡ്. പക്ഷേ മിസ്സേ, നമ്മൾ ഇങ്ങനെയല്ലല്ലോ പണ്ട് എഴുതിയിട്ടുണ്ട്. നമ്മൾ എഴുതുന്നത് എങ്ങനെയാണ്? ഈ സെൽ ഈക്വൽസ് ടു, അതൊന്ന് എഴുതിക്കേ. പണ്ട് നമ്മൾ പഠിച്ചെന്ന് പറയുമ്പോൾ മുമ്പത്തെ സെഷനിൽ പഠിച്ചത് ഈ സെൽ എന്ന് പറഞ്ഞാൽ E0 ഓഫ് സെൽ മൈനസ് 0.0591, നമ്മുടെ ടെമ്പറേച്ചർ 27°C ആണെന്നുണ്ടെങ്കിൽ ബൈ N ഓഫ് ലോഗ് ഓഫ് Q ആയിരുന്നു. അതിങ്ങനെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് അല്ലേ? Nernst ഇക്വേഷൻ വെച്ച് 2 ഹാഫ് സെല്ലുകൾ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ്. നമ്മൾ ഈ E0 സെൽ എന്ന് പറഞ്ഞാൽ അതായിരുന്നു നമ്മുടെ ഈ E0 സെല്ലാണ് E0 ഓഫ് കാഥോഡ് മൈനസ് E0 ഓഫ് ആനോഡ്. എന്നിട്ട് നമ്മൾ ഈ പറയുന്ന കംപ്ലീറ്റ് റിയാക്ഷൻ്റെ Q എടുത്തിട്ട്, ഈ റിഡോക്സ് റിയാക്ഷൻ്റെ Q എടുത്തിട്ട് എന്താണ് എടുക്കുന്നത്? 2Hg+ഉം Cl- ഡിവൈഡഡ് ബൈ 1 ഒക്കെ എടുത്ത് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് അല്ലേ? അത് വേണമെങ്കിൽ ഞാൻ ഇവിടെ എഴുതി കാണിച്ചു തരാം. ഈ പറയുന്ന E0 ഓഫ് സെൽ പറഞ്ഞു തരാവേ. മൈനസ് 0.0591 ബൈ 2 ആണ് ലോഗ് ഓഫ് Hg+ൻ്റെ സ്ക്വയറും Cl- സ്ക്വയറും ഡിവൈഡഡ് ബൈ 1. അങ്ങനെ നമുക്ക് സെൽ, അങ്ങനെയല്ലേ മിസ്സേ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. ശരിക്കും പറയുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെയും ചെയ്യാം.
പക്ഷേ ഈ പറയുന്ന പുതിയ ടെക്നിക്ക് കുറച്ചും കൂടെ എളുപ്പമാണ്. എന്ന് വെച്ചാൽ കംപ്ലീറ്റ് ആയിട്ടുള്ള സെൽ, സ്റ്റാൻഡേർഡ് റിയാക്ഷനിലുള്ള ഈ സെല്ലിൻ്റെ ഇക്വേഷൻ മാത്രമല്ല ഈ കാഥോഡ് മൈനസ് ഈ ആനോഡ്, ഏതൊരു കണ്ടീഷനിലും നമുക്ക് സെല്ലിൻ്റെ പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കാൻ ഈ പറഞ്ഞ ഈ കാഥോഡ് മൈനസ് ഈ ആനോഡ് ചെയ്യാൻ പറ്റും. മനസ്സിലായല്ലോ? ഇത് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ബോക്സിലിട്ടോട്ടെ. നമ്മുടെ പ്രീവിയസ് കേസാണ്. ഓക്കെ അല്ലേ സ്റ്റുഡൻസ്? യെസ്. അപ്പോൾ ഇപ്പം ഞാൻ ചെയ്യാൻ വേണ്ടി ഈ സെൽ എന്ന് പറഞ്ഞാൽ ഈ കാഥോഡ് മൈനസ് ഈ എൻ്റെ കാഥോഡ് ആരാ? എൻ്റെ കലോമൽ അല്ലേ? ഏത് കലോമലിനെയാണ് യൂസ് ചെയ്തേക്കുന്നത്? സാച്ചുറേറ്റഡ് കലോമൽ ഇലക്ട്രോണിനെയാണ് യൂസ് ചെയ്തേക്കുന്നത്. എൻ്റെ ആനോഡ് ആരാണ്? ഈ പറയുന്ന എൻ്റെ സിങ്ക് ആണ് അല്ലേ? Zn2+ ബാർ Zn. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇവിടെ ആനോഡിനകത്ത് എടുക്കുന്ന വാല്യൂ എന്ന് പറയുമ്പോൾ എവിടെ പോയി? ഈ പറയുന്ന റിഡക്ഷൻ, ഈ പറയുന്ന ഇലക്ട്രോകെമിക്കൽ സീരീസ് എന്നാണ് എടുക്കുന്നത്. അവരെല്ലാവരും റിഡക്ഷൻ റിയാക്ഷൻ അണ്ടർഗോ ചെയ്യുമ്പോൾ അതുകൊണ്ടാണ് ഞാൻ അവിടെ അങ്ങനത്തെ ഒരു വാല്യൂ കൊടുത്തേക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിനെ ഇങ്ങനെ കൊടുത്താലും മതി. ഓക്കെ അല്ലേ? നമുക്കിങ്ങനെ കൊടുക്കാം. എന്താണ്? സിങ്ക്. അവരാണ് ശരിക്കും പറഞ്ഞാൽ ഓക്സിഡേഷൻ അണ്ടർഗോ ചെയ്യുന്നവരാണ് സിങ്ക് ഇലക്ട്രോഡ് എന്ന് പറഞ്ഞാൽ അല്ലേ? സിങ്ക് ഇലക്ട്രോഡ്. അപ്പം ഇനി നമ്മൾ അറിയേണ്ട കാര്യം അതാണ് ഈ സെല്ലിൻ്റെ ഇക്വേഷൻ. ഓക്കെ അല്ലേ? യെസ്. അപ്പോൾ എന്താണ് ഈ സെൽ എന്ന് പറയുന്നത്? ഈ സെൽ എന്ന് പറയുന്നത് ഈ സെൽ ഈക്വൽസ് ടു നമ്മുടെ സാച്ചുറേറ്റഡ് കലോം ഇലക്ട്രോണിൻ്റെ വാല്യൂ എത്രയാണ്? +0.2422 വാല്യൂ. അതെ, മൈനസ് ഓഫ് സിങ്ക് ഇലക്ട്രോഡ്. അത് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ കൊടുക്കുന്ന കേട്ടോ നല്ലത്. അതാണ് കുറച്ചും കൂടെ കറക്റ്റ്. അതെ, അങ്ങനെ നമുക്ക് ഈ സെല്ലിൻ്റെ വാല്യൂ എവിടെ നിന്ന് കിട്ടും? ഈ സെൽ ക്യാൻ ബി ഒബ്റ്റെയിൻഡ് ഫ്രം വോൾട്ട് മീറ്റർ അല്ലേ? വോൾട്ട് മീറ്ററിൽ കിട്ടത്തില്ലേടോ? അതെ, വോൾട്ട് മീറ്ററിനകത്ത് കിട്ടും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? ദെയർഫോർ ഈ പറയുന്ന സിങ്കിൻ്റെ ഈ Zn2+ ബാർ Zn എന്ന് പറയുമ്പം 0.2422 മൈനസ് ഈ സെൽ. ഇതെല്ലാം എക്സ്പെരിമെൻ്റലി നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞു. ശ്രദ്ധിച്ചോളൂ സ്റ്റുഡൻസ്, നമുക്ക് ഈ പറയുന്ന സിങ്കിൻ്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യലാണ് വേണ്ടത്. മനസ്സിലായോ? അതെ. അപ്പം നമുക്ക് എക്സ്പെരിമെൻ്റലി നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ഈ വോൾട്ട് മീറ്ററിൻ്റെ ഇക്വേഷൻ, വോൾട്ട് മീറ്ററിനകത്തുള്ള വാല്യൂ നമുക്ക് കിട്ടും. സാച്ചുറേറ്റഡ് കേസിലാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ വാല്യൂ ഓൾറെഡി നമുക്കറിയാം 0.2422 ആയിരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന സിങ്കിൻ്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ വാല്യൂ നമുക്ക് കണ്ടുപിടിച്ചുകൂടെ? കണ്ടുപിടിക്കാം. യെസ്, കിട്ടിയല്ലോ. ഇത്രയേ ഉള്ളൂ ചെയ്യാൻ. മനസ്സിലായോ? ഇനിയിപ്പം ഇവിടെ ഞാനൊരു പോയിന്റ് കൊടുക്കാൻ പോകുന്നത്, ഇഫ് വി ആർ യൂസിങ് 1 മോളാർ ZnSO4 ആണ്. എല്ലാവരും ശ്രദ്ധിച്ചേ, 1 മോളാർ ആണ് യൂസ് ചെയ്യുന്നത്. ഞാനിവിടെ യൂസ് ചെയ്യുന്ന എൻ്റെ സിങ്ക് സൾഫേറ്റ് അറ്റ് സ്റ്റാൻഡേർഡ് കണ്ടീഷൻ ആണെങ്കിൽ ആ സമയത്തുള്ള ഈ സെല്ലിൻ്റെ വാല്യൂ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 0.2422 മൈനസ് ഏത് വാല്യൂ ആയിരിക്കും? ഒന്ന് ഓർത്തേക്ക്, മൈനസ് ഓഫ് 0.76 ആയിരിക്കും. കാര്യം മനസ്സിലായോ നിങ്ങൾക്ക്? ഇത്രയേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ യൂസ് ചെയ്തേക്കുന്ന സിങ്ക് സൾഫേറ്റിൻ്റെ കോൺസെൻട്രേഷൻ ഒന്നും നമുക്കറിയത്തില്ല. അല്ലെങ്കിൽ സിങ്ക് സൾഫേറ്റ് എന്തായാലും 1 മോളാർ അല്ല എന്ന് വിചാരിക്കുക. വേറെ ഏതെങ്കിലും ഒരു കോൺസെൻട്രേഷനിലുള്ള സിങ്ക് സൾഫേറ്റ് ആണ് കിടക്കുന്നത്. സിങ്ക് പ്ലസിൻ്റെ കോൺസെൻട്രേഷൻ വേറെ എന്തോ ആണ്. ആ സമയത്ത് നമുക്ക് വോൾട്ട് മീറ്ററിൻ്റെ വാല്യൂ നമുക്ക് കിട്ടും. 0.2422 വാല്യൂ അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ സിങ്ക് ഇലക്ട്രോണിൻ്റെ പൊട്ടൻഷ്യൽ എക്സ്പെരിമെൻ്റലി കണ്ടുപിടിക്കാം. ഇനിയിപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന 1 മോളാർ ZnSO4 ആണെന്നുണ്ടെങ്കിൽ ഈ സെല്ലിൻ്റെ വാല്യൂ എനിക്ക് കണ്ടുപിടിക്കാം. എന്നിട്ട് എനിക്ക് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കാൻ പറ്റും. മനസ്സിലായാലും ഇങ്ങനെയാണ് നമ്മൾ ലാബുകളിൽ ചെയ്യുന്നത്. ലാബുകളിൽ ചെയ്യുമ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ സിങ്ക് ഇലക്ട്രോഡും ഈ പറഞ്ഞ സിങ്ക് സൾഫേറ്റ് ഏതെങ്കിലും ഒരു മോളാർ കോൺസെൻട്രേഷൻ ഉള്ളവരെ കൊണ്ടുവന്നിട്ട് ഈ ഒരു സെറ്റപ്പ് നടത്തിയിട്ട് വാല്യൂ നോക്കും. ഓക്കെ, അപ്പോൾ എൻ്റെ ഈ പറയുന്ന സിങ്ക് സൾഫേറ്റിൻ്റെ കോൺസെൻട്രേഷൻ എന്താണ്? പൊട്ടൻഷ്യൽ വാല്യൂ കിട്ടും. എന്നിട്ട് ആ പൊട്ടൻഷ്യൽ വാല്യൂ കിട്ടിക്കഴിയുമ്പോൾ പിന്നെ നിങ്ങൾക്ക് ബാക്കി എന്താണ്? ഈ പറഞ്ഞ നോർമൽ, പണ്ട് നമ്മൾ സിംഗിൾ ഇലക്ട്രോഡ് വെച്ചിട്ട് അവിടെ കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കാം. അത്രേ ഉള്ളൂ, വലിയ കാര്യമൊന്നുമില്ല. മനസ്സിലായാലും ഇത്രയേ ഉള്ളൂ സംഭവം. അപ്പം മിസ് ഇപ്പോൾ പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ നോക്കിക്കേ, ഇവിടെ നമുക്ക് എന്താണ് ഈ പറയുന്ന സിങ്കിൻ്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ വാല്യൂ കിട്ടി. അപ്പോൾ സിങ്ക് എന്ന് പറഞ്ഞാൽ ആരാണ്? റിഡക്ഷൻ ആണോ ഓക്സിഡേഷൻ ആണോ ഇവിടെ അണ്ടർഗോ? ഓക്സിഡേഷൻ റിയാക്ഷൻ അണ്ടർഗോ ചെയ്യുന്നത്. അപ്പം നമുക്ക് ഓൾറെഡി അറിയാം അവരുടെ ഈ പറയുന്ന സിങ്ക് ഇലക്ട്രോഡിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചു നമ്മൾ. ഈ ഒരു വാല്യൂ അതെന്ന് പറയുന്നത് E0 ഓഫ് Zn2+ ബാർ Zn മൈനസ് ഓഫ് 0.0591/2 ലോഗ് ഓഫ് Zn2+. മനസ്സിലായല്ലോ? അതെ. അപ്പം ഈ ഒരു വാല്യൂ ആണ് മൈനസ് ഓഫ് 0.76 മൈനസ് 0.0591/2. ഈ പറഞ്ഞ വാല്യൂ നമുക്ക് ഈ എക്സ്പെരിമെൻറ്റിൽ നിന്നും ഒബ്റ്റെയിൻ ചെയ്യാം അല്ലേ? അതെ, നോൺ വാല്യൂ ആണ്. അത് വെച്ചിട്ട് നമുക്ക് ഈ പറയുന്ന Zn2+ൻ്റെ കോൺസെൻട്രേഷൻ കണ്ടുപിടിച്ചുകൂടെ? ഇതൊക്കെ നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ്. മനസ്സിലായോ നിങ്ങൾക്ക്? അത്രേ ഉള്ള കാര്യം. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല. ഇനി ഞാൻ
ഇപ്പം ഇവിടെ ആരാണ് നമ്മുടെ കലോമൽ ഇലക്ട്രോഡ് റിഡക്ഷൻ അണ്ടർഗോ ചെയ്യുമ്പോഴാണ്. ഇഫ് ഇൻ എനി കേസ് കലോമൽ ഒരു ഓക്സിഡേഷൻ അണ്ടർഗോ ചെയ്യുവാണെന്ന് വിചാരിച്ചു, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഏത് മെറ്റലിനെ നമുക്ക് ചൂസ് ചെയ്യാം. നോക്കിക്കാം, നമ്മൾ ഇലക്ട്രോകെമിക്കൽ സീരീസിലോട്ട് വന്ന് കലോമലിനെക്കാട്ടിലും മുകളിലുള്ളവർ നമുക്ക് കോപ്പറിനെ എടുക്കാം അല്ലെങ്കിൽ സിൽവറിനെ എടുക്കാം, ആരെ വേണമെങ്കിലും. കോപ്പർ നോക്കിക്കുക, അവരുടെ വാല്യൂ +0.34 കലോമൽ +0.28. അപ്പോൾ കലോമൽ ആയിരിക്കും ഓക്സിഡേഷൻ അണ്ടർഗോ ചെയ്യുന്നത്, കോപ്പർ ആയിരിക്കും റിഡക്ഷൻ അണ്ടർഗോ ചെയ്യുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ഈ സെൽ ഞാൻ സെറ്റപ്പ് വീണ്ടും ആവർത്തിക്കണോ? വേണ്ട. അപ്പോൾ ആ സമയത്ത് നമ്മളിപ്പം യൂസ് ചെയ്യുന്നത് ഇഫ് കോപ്പർ ഇലക്ട്രോഡ് ആണെന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുന്നത്? ആരാണ് ഓക്സിഡേഷൻ അണ്ടർഗോ ചെയ്യുന്നത്? ഓക്സിഡേഷൻ അണ്ടർഗോ ചെയ്യുന്നത് നമ്മുടെ കലോമൽ, കോപ്പർ അല്ല, നമ്മുടെ കലോമലും. റിഡക്ഷൻ അണ്ടർഗോ ചെയ്യുന്നത് ആരാണ്? നമ്മുടെ കോപ്പറും ആയിരിക്കും. ഓക്കെ അല്ലേ? അപ്പം നമുക്ക് ആ റിയാക്ഷൻ ഒന്ന് എഴുതിയാലോ? ഓക്കെ അല്ലേ? അപ്പം ആനോഡിൽ ആരാടോ ഉള്ളത്? ആനോഡിൽ നമ്മുടെ കലോമൽ എന്ന് പറഞ്ഞാൽ 2Hg+ Cl- gives Hg2Cl2 +2 ഇലക്ട്രോൺസ്. നേരെ ഇക്വേഷൻ തിരിച്ചെഴുതിയെന്നേ ഉള്ളൂ. കാഥോഡിൽ എന്താ സംഭവിക്കുന്നത്? കാഥോഡിൽ ആരാ ഉള്ളത്? കോപ്പർ 2++ 2 ഇലക്ട്രോൺസിനെ അവർ ഗെയിൻ ചെയ്തിട്ട് എന്തായി മാറും? കോപ്പർ ആറ്റമായി മാറും. സംശയമൊന്നുമില്ല, ഇല്ല. അപ്പോൾ അവരുടെ കമ്പൈൻഡ് ആയിട്ടുള്ള സെൽ റിയാക്ഷൻ എന്ന് പറയുമ്പോൾ എന്താ പാടോ പറഞ്ഞേ? 2Hg+ +2Cl- Cu2 gives Hg2Cl2 Cu. ഓക്കെ അല്ലേ? അതെ. അപ്പം ഇവരുടെ സെൽ റെപ്രസെൻറ്റേഷൻ ഇങ്ങനത്തെ ഒരു അവസ്ഥ. നമ്മുടെ കലോമൽ ഒരു ആനോഡായിട്ട് മാറുന്ന സമയത്ത് കലോമലിന് ഓക്സിഡേഷൻ സംഭവിക്കുമ്പോഴത്തേക്കും എന്താണ് സംഭവിക്കുന്നത്? എങ്ങനെയാണ് നമ്മൾ എഴുതുന്നത്? Hg, അവരുടെ സെൽ റെപ്രസെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ Hg2Cl2 Cl- സോൾട്ട് ബ്രിഡ്ജിൽ Cu2 Cu. ഓക്കെ അല്ലേ? ഇതായിരിക്കും അവരുടെ സെൽ റെപ്രസെൻറ്റേഷൻ. സംശയമൊന്നും ഇല്ലല്ലോ? ഇല്ല. ഇനി എന്താ നമ്മൾ ചെയ്യാൻ പോകുന്നത്? ഇനി ഇവരുടെ സെൽ ഈ പറഞ്ഞ നേരത്തെ ഫിഗർ തന്നെ സെയിം ആക്കുക. ജസ്റ്റ് ഇവിടെ എന്താണ് കോപ്പർ ഇലക്ട്രോഡും കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ എഴുതുക. വേറെ ഒന്നും ഇല്ല, കേട്ടല്ലോ? ഇല്ല. ഇതൊന്നും നിങ്ങൾക്ക് ചോദിക്കുന്നില്ല, ജസ്റ്റ് ഞാൻ പറഞ്ഞു തന്നിട്ടുള്ള. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവരുടെ കംപ്ലീറ്റ് സെൽ വാല്യൂ എന്ന് പറഞ്ഞാൽ സെൽ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ ആരാടോ കാഥോഡായിട്ട് വർക്ക് ചെയ്യുന്നത്? എന്തായാലും ആദ്യം എഴുതാം, കാഥോഡ് മൈനസ് ഈ ആനോഡ്. ആരോടോ കാഥോഡായിട്ട് വർക്ക് ചെയ്യുന്നത്? നമ്മുടെ കോപ്പർ. അതെ, Cu2 Cu മൈനസ് ആനോഡായിട്ട് ആരാ ആക്ട് ചെയ്യുന്നത്? നമ്മുടെ സാച്ചുറേറ്റഡ് കലോമൽ ഇലക്ട്രോഡ്. ഈ സെല്ലിൻ്റെ വാല്യൂ നമുക്ക് എവിടെ നിന്ന് കിട്ടും? വോൾട്ട് മീറ്ററിൽ നിന്ന് കിട്ടും. അപ്പോൾ എന്താണ് സംഭവം? നമ്മുടെ കോപ്പറിൻ്റെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ, കോപ്പറിൻ്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ, ഇപ്പോൾ റിഡക്ഷൻ പൊട്ടൻഷ്യലിനെ വരുന്നുള്ളൂ. കോപ്പറിൻ്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ വാല്യൂ എന്ന് പറയുന്നത് ഈ സെൽ പ്ലസ്, കണ്ടല്ലോ, ഇതെന്ന് പറയുന്നത് പ്ലസ് ദ വാല്യൂ ഓഫ് സാച്ചുറേറ്റഡ് കലോമൽ ഇലക്ട്രോഡ്. ഇത് നമുക്ക് എവിടെ നിന്ന് ഒബ്റ്റെയിൻ ചെയ്യാം? ഫ്രം വോൾട്ട് മീറ്റർ. ഓക്കെ അല്ലേ? ഡിജിറ്റൽ വോൾട്ട് മീറ്റർ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, കേട്ടല്ലോ? യെസ്. ഇഫ് ഇനി ഒരു പോയിന്റ് എന്ന് പറയുമ്പോൾ ഇഫ് 1 മോളാർ CuSO4 ആണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഇഫ് 1 മോളാർ CuSO4 ആണെന്നുണ്ടെങ്കിൽ ദ റിഡക്ഷൻ പൊട്ടൻഷ്യൽ വാല്യൂ ഓഫ് Cu2 Cu എന്ന് പറഞ്ഞാൽ എത്രയാണ്? 0.34. കാരണം ഇവിടെ 1 മോളാർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇലക്ട്രോകെമിക്കൽ സീരീസിൽ നിന്ന് അവിടെ പൊട്ടൻഷ്യൽ കിട്ടും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ സെൽ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? +0.34 -0.2422. അങ്ങനെയാണെങ്കിൽ നമുക്ക് സെല്ലിൻ്റെ വാല്യൂ നേരിട്ട് ജസ്റ്റ് ക്രോസ് ചെക്ക് ചെയ്യാൻ പറ്റും. മനസ്സിലായി? 1 മോളാർ ആണ് യൂസ് ചെയ്യുന്നത്. ഇപ്പം ഞാൻ പറഞ്ഞു, ഇപ്പം 1 മോളാർ അല്ലേ, ഏതോ ഒരു കോൺസെൻട്രേഷനുള്ള കോപ്പർ സൾഫേറ്റ് ആണ് ഇരിക്കുന്നുണ്ടെങ്കിൽ അവരുടെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ കിട്ടിക്കഴിയുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവരുടെ കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കാം. എങ്ങനെയാണ്? നോക്കിക്കേ, കോപ്പർ ഒരു റിഡക്ഷൻ ആണ് അണ്ടർഗോ ചെയ്യുന്നത്. Cu2 +2 ഇലക്ട്രോൺസ് എന്താണ് നൽകുന്നത്? Cu ആണ്. അപ്പം നമുക്ക് ഈ പറയുന്ന കോപ്പറിൻ്റെ വാല്യൂ അറ്റ് E0 ഓഫ് Cu2 Cu -0.0591/2 log ഓഫ് Q. Q എന്ന് പറഞ്ഞാൽ എന്താണ്? 1/Cu2+. മനസ്സിലായല്ലോ? അങ്ങനെ എന്താണ് സംഭവം? ഈ പറയുന്ന കോപ്പർ എവിടെ നിന്ന് കിട്ടും? നമുക്ക് എക്സ്പെരിമെൻ്റലി നമുക്ക് ഡിറ്റർമൈൻ ചെയ്ത് ഇവിടുന്ന് കിട്ടും. ഇതെത്രയാണ് വാല്യൂ? ഇതെന്ന് പറഞ്ഞാൽ +0.34 നമുക്ക് ഇലക്ട്രോകെമിക്കൽ സീരീസിൽ നിന്ന് കിട്ടും. ഇതേ ഡിവൈഡ് ബൈ 2 log ഓഫ് 1/Cu2+. അപ്പോൾ അൺനോൺ ആരാ? നമ്മുടെ കോൺസെൻട്രേഷൻ ഓഫ് കോപ്പർ. അങ്ങനെ നമുക്ക് കോപ്പറിൻ്റെ കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കാം. കാര്യം മനസ്സിലായോ? അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. കുറച്ച് നമ്മൾ കൂടുതലായിട്ട് നമുക്ക് തോന്നുമെങ്കിലും കൺസെപ്റ്റ് നമുക്ക് ഇത്രയും മാത്രമേ ഉള്ളൂ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഹെക്ടിക്കായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇല്ല എന്ന് പറയുമ്പോൾ ഇതിനകത്തും ഡയറക്റ്റ്ലി ന്യൂമറിക്കൽസ് ആയിരിക്കും മിക്കവാറും ചോദിക്കുന്നത്.
അഥവാ നമുക്ക് ഓരോരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ നടത്തിയെന്ന് മാത്രമേ ഉള്ളൂ, നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ സെക്കൻഡറി റെഫറൻസ് ഇലക്ട്രോഡായിട്ട് കലോമൽ ഇലക്ട്രോണിനെ യൂസ് ചെയ്യുമ്പം നമ്മൾ എന്താണ് അവരുടെ വാല്യൂ എന്ന് പറയുമ്പം ഈ പിങ്ക് ഇങ്ക് കൊണ്ട് ഞാൻ എഴുതിയിട്ടുണ്ട്. KClന്റെ കോൺസെൻട്രേഷൻ മാറുമ്പോൾ അവിടെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ വാല്യൂ എങ്ങനെയാണ് മാറുന്നതെന്ന് ഞാൻ നല്ല വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. നെർൺസ്റ്റ് ഇക്വേഷൻ വെച്ച് നമ്മൾ എഴുതി ക്രോസ് ചെക്ക് ചെയ്ത് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമ്മൾ കലോമലിനെ വെച്ചിട്ട് മറ്റുള്ള ഇലക്ട്രോഡുകളുടെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്. അപ്പോഴും നമുക്ക് എന്ത് വേണം? ഇലക്ട്രോകെമിക്കൽ സീരീസിൻ്റെ സഹായം വേണം. പക്ഷേ നിങ്ങൾക്ക് പ്രോബ്ലം തരുമ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി ആ ഒരു വാല്യൂ തരും. മനസ്സിലായല്ലോ? അതെ. അപ്പം ഞാനിപ്പം ഉപയോഗിക്കുന്നത് എൻ്റെ കലോമലിൻ്റെ ഒപ്പം സിങ്ക് ആണെന്നുണ്ടെങ്കിൽ കലോമലിന് 0.28ഉം സിങ്കിൻ്റെ സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ വാല്യൂ -0.76 ആണെന്നുണ്ടെങ്കിൽ സിങ്ക് ആനോഡായിട്ടും കലോമൽ കാഥോഡായിട്ടും. ഇനി കലോമലിൻ്റെ മുകളിലോട്ട് കൂടുതൽ പോസിറ്റീവായിട്ട് ആരൊക്കെ ഉണ്ടോ ആ ഇലക്ട്രോഡുകളാണ് കണക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ കലോമലായിരിക്കും ആനോഡായിട്ട് ആക്ട് ചെയ്യുന്നത്, മറ്റുള്ള ഇലക്ട്രോഡായിരിക്കും കാഥോഡായിട്ട് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ അവിടെ എങ്ങനെയൊക്കെ ന്യൂമറിക്കൽസ് വരാം അതെല്ലാം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു കഴിഞ്ഞു. ഓക്കെ അല്ലേ സ്റ്റുഡൻസ്? യെസ്. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ കലോമൽ ഇലക്ട്രോഡ് അവസാനിച്ചിരിക്കുന്നു. ഓക്കെ. അപ്പോൾ സ്റ്റുഡൻസ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന അടുത്ത റെഫറൻസ് ഇലക്ട്രോഡ് സെക്കൻഡറി റെഫറൻസ് ഇലക്ട്രോഡിനകത്ത് കലോമൽ അല്ലാതെ കുറച്ചും കൂടെ സേഫ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് സിൽവർ ക്ലോറൈഡ് ഇലക്ട്രോഡ്. അപ്പോൾ കലോമലിൻ്റെ ഞാൻ പ്രശ്നം പറഞ്ഞു, മെർക്കുറിയാണ്, സൂക്ഷിച്ച് തന്നെ ഡീൽ ചെയ്യണം. മനസ്സിലായല്ലോ? ഭയങ്കര എന്താണ് ഒരു ലീക്കൊക്കെ ആയിക്കഴിഞ്ഞാൽ അവർ ഭയങ്കര ബേണിംഗ് സെൻസേഷനൊക്കെയാണ്. ബേണിംഗ് നല്ല രീതിയിൽ പ്രശ്നം ഉണ്ടാക്കുന്നവരാണ് ഈ പറയുന്ന മെർക്കുറി എന്ന് പറഞ്ഞത്. അപ്പോൾ അതിന് പകരം നമ്മൾ മിക്ക കേസുകളിലും സെക്കൻഡറി റെഫറൻസ് ഇലക്ട്രോഡായിട്ട് യൂസ് ചെയ്യുന്ന സിൽവർ ക്ലോറൈഡ് ഇലക്ട്രോഡാണ്. അപ്പോൾ അവർ ബേസിക്കലി അവരെ അറിയപ്പെടുന്ന എങ്ങനെയായിട്ടാണെന്നറിയാം? മെറ്റൽ അയോൺ ഇലക്ട്രോഡായിട്ടാണ്. മനസ്സിലായി? അങ്ങനെയാണ് നോർമലി ഇവർ അറിയപ്പെടുന്നത്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഞാൻ ആ തിയറി എഴുതാം, അതിനൊപ്പം തന്നെ നിങ്ങൾ വായിച്ചു പോയിക്കോളൂ. ദിസ് ഇലക്ട്രോഡ് മെയിൻലി കൺസിസ്റ്റ് ഓഫ് വലിയ കാര്യമായിട്ടില്ല എഴുതണം, അതുകൊണ്ടാണ് കേട്ടോ. മെയിൻലി കൺസിസ്റ്റ് ഓഫ് സിൽവർ വയർ coated with a layer of solid silver chloride, AgCl silver chloride ആണ്, immersed in a solution of saturated KCl and AgCl. ഓക്കെ അല്ലേ? ഒരു സിൽവർ വയർ ഉണ്ട്, കോട്ടിംഗ് ആയിട്ട് സിൽവർ ക്ലോറൈഡ് ഉണ്ട്, അതിനെ ഇമേഴ്സ് ചെയ്ത് വെച്ചിരിക്കുന്ന KClലും സാച്ചുറേറ്റഡ് KCl AgCl സൊല്യൂഷനകത്താണ്. ഓക്കെ അല്ലേ? യെസ്. അപ്പം നമ്മൾ ഇനി നോക്കാൻ പോകുന്ന ഇലക്ട്രോഡ് റിയാക്ഷൻ ആണ്. ഈ ഇലക്ട്രോഡ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ സിൽവർ ക്ലോറൈഡ് ഇലക്ട്രോഡ് റിഡക്ഷൻ അണ്ടർഗോ ചെയ്യുകയാണ് ഇൻ ദ പ്രസൻസ് ഓഫ് അതർ ഹാഫ് സെൽ വിച്ച് ഈസ് സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോണിനെ വെച്ചിട്ട് ഈ പറയുന്ന സിൽവർ ക്ലോറൈഡ് ഇലക്ട്രോഡ് റിഡക്ഷൻ അണ്ടർഗോ ചെയ്യുമ്പോഴുള്ള ഇലക്ട്രോഡ് റിയാക്ഷൻ ആണ് ഞാൻ എഴുതാൻ പോകുന്നത്. That is AgCl which is in solid form plus electron because they are gaining reduction reaction. അതെ, അതെന്ന് പറയുന്നത് Ag in solid form പ്ലസ് Cl മൈനസ്. ഇതെന്താ ശരിക്കും ഉദ്ദേശിക്കുന്നത് അറിയാം? Ag പ്ലസ് Cl മൈനസ് ആണ്. അവർ ഈ പറഞ്ഞ AgCl എന്ന് പറയുമ്പോൾ സാച്ചുറേറ്റഡ് അല്ലേ? അതെ. അവർ എന്താണ് ഡിസോസിയേറ്റ് ചെയ്യുന്നത്? എന്താണ്? AgClഉം Ag പ്ലസും Cl മൈനസ്. അപ്പോൾ Ag എന്ത് ചെയ്യും? ആ ഇലക്ട്രോൺ അക്സെപ്റ്റ് ചെയ്തിട്ട് ഈ പറയുന്ന സിൽവർ മെറ്റൽ ആവുകയും Cl മൈനസിനെ അങ്ങനെ ലീവ് ഔട്ട് ചെയ്യുകയും ചെയ്യും. അതാണ് ഈ റിയാക്ഷൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഫിഗർ. മനസ്സിലായോ നിങ്ങൾക്ക്? യെസ്, അതാണ് ഉദ്ദേശിക്കുന്നത്. ഇനി ഇവരുടെ സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ വാല്യൂ ഫ്രം ഇലക്ട്രോകെമിക്കൽ സീരീസ് എന്ന് പറഞ്ഞാൽ Ag പ്ലസ് ബാർ Ag എന്ന് പറഞ്ഞാൽ +0.22 വോൾട്ട് ആണ്. +0.22. നിങ്ങൾക്ക് ഇലക്ട്രോകെമിക്കൽ സീരീസ് നോക്കിയാൽ അറിയാം. ഓക്കെ അല്ലേ? യെസ്. ഇനി നേരത്തെ പോലെ തന്നെ Cl മൈനസിൻ്റെ നമ്മൾ യൂസ് ചെയ്യുന്ന സാച്ചുറേറ്റഡ് ആയിട്ടുള്ള AgCl അല്ലെങ്കിൽ KClൻ്റെ കോൺസെൻട്രേഷൻ മാറുന്നതിനനുസരിച്ച് മിക്ക കേസുകളിലും നമ്മുടെ AgClൻ്റെ കോൺസെൻട്രേഷൻ ആണ് കൂടുതലായിട്ടും. അവരുടെ കോൺസെൻട്രേഷൻ മാറുന്നതിനനുസരിച്ചിട്ട് നമ്മുടെ ഇലക്ട്രോഡിൻ്റെ പൊട്ടൻഷ്യൽ മാറും. അപ്പോൾ അതെങ്ങനെയാണ്? Ag പ്ലസ് ബാർ Ag ഈക്വൽ ടു E0 ഓഫ് Ag പ്ലസ് ബാർ Ag മൈനസ് ഓഫ് 0.0591 ഡിവൈഡഡ് ബൈ 1 ലോഗ് ഓഫ് Cl മൈനസ്. മനസ്സിലായല്ലോ? ഈ ഇക്വേഷൻ എങ്ങനെയാണ് ഞാൻ ഇനി എപ്പോഴും എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നില്ല. മനസ്സിലായല്ലോ? ഞാൻ എൻ്റെ സിൽവർ ക്ലോറൈഡ് ഇലക്ട്രോഡിനകത്ത് ഞാൻ ഉപയോഗിക്കുന്ന AgClൻ്റെ കോൺസെൻട്രേഷനിൽ വ്യത്യാസം വരികയാണെങ്കിൽ ദാറ്റ് മീൻസ് Cl മൈനസ് അയോൺസിൻ്റെ
കോൺസെൻട്രേഷനിൽ വ്യത്യാസം വരികയാണെങ്കിൽ ഈ 0.22 വോൾട്ട് ആണോ വരുന്നത്? അല്ല, അവരുടെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യലിന്റെ വാല്യൂ മാറും. ആ വാല്യൂ എന്ന് പറയുമ്പോൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള വാല്യൂ, ദാറ്റ് മീൻസ് +0.22 വോൾട്ട് മൈനസ് 0.0591 ബൈ 1 ഇലക്ട്രോൺ ഇൻറ്റു ലോഗ് ഓഫ് Cl മൈനസ്. ഓക്കെ അല്ലേ? സംശയമൊന്നും ഇല്ലല്ലോ? ഇല്ല. അപ്പോൾ ഇത്രേ ഉള്ളൂ കാര്യം. മനസ്സിലായി? അതാണ് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മുടെ കലോമലി പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ വീണ്ടും അവരെ എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ അല്ലേ? അപ്പം നിങ്ങൾക്ക് ഇതിനകത്ത് ഈ പറയുന്ന സെൽ പൊട്ടൻഷ്യൽ വാല്യൂ ചിലപ്പോൾ തരും, ഈ പറയുന്ന AGയുടെ വാല്യൂ എന്തെങ്കിലും തരും. എന്നിട്ട് ഓൾറെഡി നിങ്ങൾ ഓർത്തിരുന്നാൽ മതി. നിങ്ങൾ ഓർത്തിരിക്കുക, അല്ലെങ്കിൽ മിക്ക കേസുകളിലും തരും, എന്നാൽ കൂടി നിങ്ങൾ ഓർത്തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കോൺസെൻട്രേഷൻ ഓഫ് Cl മൈനസ് അയോൺ കണ്ടുപിടിക്കാൻ പറ്റും. ഇങ്ങനെയാണ് മിക്ക കേസുകളിൽ ഇവിടെ പ്രോബ്ലം വരാൻ പോകുന്നത്. എന്തിനാണ് മിസ്സേ കേസ് സൊല്യൂഷൻ്റെ കോൺസെൻട്രേഷൻ മാറുന്നതിനനുസരിച്ചൊരു ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഇക്വേഷൻ തരുന്നത്? ഇതൊക്കെ എന്തിൻ്റെ ബേസിസിലാണ്? ഈ ഇക്വേഷൻ ആരുടെ അടിസ്ഥാനത്തിലാണ് എഴുതിയിരിക്കുന്നത്? നെർൺസ്റ്റ് ഇക്വേഷൻ അടിസ്ഥാനം. നെർൺസ്റ്റ് ഇക്വേഷൻ ആരാണ്? വിച്ച് ഗീവ്സ് എഫക്റ്റ് ഓഫ് ഇലക്ട്രോയിഡ് കോൺസെൻട്രേഷൻ ഓൺ സെൽ പൊട്ടൻഷ്യൽ, അല്ലെങ്കിൽ ഇലക്ട്രോയിഡ് കോൺസെൻട്രേഷൻ ഓൺ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. ഈ ഒരു വാല്യൂ നമ്മൾ തിയററ്റിക്കലി കണ്ടുപിടിക്കുന്നതാണ്. മനസ്സിലായല്ലോ? യെസ്. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ആരാണ് നമ്മുടെ സെക്കൻഡറി റെഫറൻസ് ഇലക്ട്രോഡ് ആയിട്ടുള്ള സിൽവർ ക്ലോറൈഡും കഴിഞ്ഞു. ഓക്കെ അല്ലേ? ഇനി നമ്മൾ അടുത്തതായിട്ട് പഠിക്കാൻ പോകുന്ന pH മീറ്റർ ആണ്. pH മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടും നമുക്ക് എന്തുണ്ട്? ഇലക്ട്രോഡ്സ് ഉണ്ട്. അപ്പോൾ അവരെ പറ്റി നോക്കാം. ഓക്കെ അല്ലേ? യെസ്. അപ്പോൾ സ്റ്റുഡൻസ്, ഇനി നമ്മൾ എടുക്കാൻ പോകുന്ന ടോപ്പിക്കാണ് pH മീറ്റർ. അപ്പോൾ ബേസിക്കലി pH മീറ്റർ എന്ന് പറയുമ്പം 2 ഇലക്ട്രോഡ്സ് ഉണ്ട് അവർക്ക്. ഓക്കെ, 2 ഇലക്ട്രോഡ്സ് ആണ് അവർക്കുള്ളത്. എന്താണ് ഞാൻ പറഞ്ഞ 2 ഇലക്ട്രോഡ്സ് എന്ന് പറഞ്ഞാൽ, ഒന്നെന്ന് പറയുമ്പോഴത്തേക്ക് ഒരു റെഫറൻസ് ഇലക്ട്രോഡ് എന്നുള്ള പേരും, ഓക്കെ, യെസ്. രണ്ടാമത്തത് ഒരു ഗ്ലാസ് ഇലക്ട്രോഡും. ഈ ഗ്ലാസ് ഇലക്ട്രോഡിനെ പറ്റിയിട്ടാണ് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ അല്ലേ? അപ്പം നമ്മൾ ഇനിയിപ്പോൾ ആരും pH ഞങ്ങൾ പഠിക്കുന്നില്ലല്ലോ എന്ന് പറയരുത്. നമ്മൾ മെയിൻലി പഠിക്കാൻ പോകുന്നത് ഈ പറയുന്ന ഗ്ലാസ് ഇലക്ട്രോഡിനെ പറ്റിയിട്ടാണ്. ഓക്കെ അല്ലേ സ്റ്റുഡൻസ്? യെസ്. അപ്പോൾ നമ്മുടെ pH മെഷർ ചെയ്യുന്ന മീറ്ററിനകത്ത് 2 ഇലക്ട്രോഡ്സ് ഉണ്ട്. ഒന്ന് നമ്മുടെ റെഫറൻസ് ഇലക്ട്രോഡും രണ്ടാമത്തെ നമ്മുടെ ഗ്ലാസ് ഇലക്ട്രോഡുമാണ്. ഓക്കെ അല്ലേ? യെസ്. അപ്പോൾ ഈ പറയുന്ന റെഫറൻസ് ഇലക്ട്രോഡിനകത്തും ഈ പറയുന്ന ഗ്ലാസ് ഇലക്ട്രോഡിനകത്ത് 2 പേർക്കും എന്താണെന്നുള്ളതെന്ന് വെച്ചാൽ സിൽവർ വയറാണ്. അതാണ് ഇലക്ട്രോഡായിട്ടും. ആ സിൽവർ വയർ കോട്ടഡ് വിത്ത് 2 പേർക്കും, കേട്ടല്ലോ? 2 പേർക്ക് ഈ പറഞ്ഞ റെഫറൻസ് ഇലക്ട്രോൺ ആയാലും ഗ്ലാസ് ഇലക്ട്രോൺ ആയാലും സിൽവർ വയർ കോട്ടഡ് വിത്ത് സോളിഡ് സിൽവർ ക്ലോറൈഡ് ആണ്. ഓക്കെ അല്ലേ? യെസ്. പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുമ്പോൾ, നമ്മുടെ റെഫറൻസ് ഇലക്ട്രോഡ് എന്ന് പറയുന്ന ആൾക്കും സിൽവർ വയർ ഉണ്ട്, കോട്ടഡ് വിത്ത് സിൽവർ ക്ലോറൈഡ് ആണ്, ആൻഡ് ഇമേഴ്സ്ഡ് ഇൻ, ശ്രദ്ധിച്ചോ, ഇമേഴ്സ്ഡ് ഇൻ 1 മോളാർ KCl സൊല്യൂഷൻ ആണ്. ഓക്കെ അല്ലേ? അതിന് പകരം നമ്മുടെ ഗ്ലാസ് ഇലക്ട്രോഡിനകത്ത് ആരുണ്ട്? സിൽവർ വയർ ഉണ്ട്, കോട്ടഡ് വിത്ത് സിൽവർ ക്ലോറൈഡ് ആൻഡ് ഇമേഴ്സ്ഡ് ഇൻ എന്താണ്? 0.1 മോളാർ HCl ആണ്. മനസ്സിലായല്ലോ? 0.1 മോളാർ HCl സൊല്യൂഷനകത്താണ് നമ്മുടെ ഗ്ലാസ് ഇലക്ട്രോഡിനെ നമ്മൾ ഡിപ്പ് ചെയ്ത് വെച്ചേക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പം നമുക്ക് അതിൻ്റെ ഫിഗർ കാണാം. എന്നിട്ടൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ പറയുന്ന ഗ്ലാസ് ഇലക്ട്രോഡിനെയും വെക്കും റെഫറൻസ് ഇലക്ട്രോഡിനെയും വെക്കും അവരുടെ ഇടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസിൻ്റെ ബേസിസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? pH മെഷർ ചെയ്യുന്നത്. എല്ലാം പഠിപ്പിച്ചു തരാം. ഓക്കെ അല്ലേ? ഓക്കെ സ്റ്റുഡൻസ്, അപ്പോൾ ഈ ഫിഗറിലോട്ട് നോക്കിക്കേ. ഇതാണ് നമ്മുടെ ആ സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ ഗ്ലാസ് ഇലക്ട്രോഡ് 0.1 മോളാർ HCl. അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം പറയാം. പിന്നെ നമ്മുടെ റെഫറൻസ് ഇലക്ട്രോഡ് എന്ന് പറയുമ്പോൾ ഓക്കെ സാച്ചുറേറ്റഡ് KCl ആയിരുന്നു. ഓക്കെ സ്റ്റുഡൻസ്, ഐ ഹാവ് മിസ്റ്റേക്കൺ ഹിയർ. നമുക്ക് 1 മോളാർ KCl അല്ല നമ്മൾ യൂസ് ചെയ്യേണ്ടത്, സാച്ചുറേറ്റഡ് KCl ആ. കേട്ടല്ലോ? നമ്മുടെ ഈ റെഫറൻസ് ഇലക്ട്രോഡ് ഇമേഴ്സ് ചെയ്തേക്കുന്നത് സാച്ചുറേറ്റഡ് KCl-നാണ്. കേട്ടല്ലോ? ആ ഒരു മിസ്റ്റേക്ക് വന്നിട്ട് ഒന്ന് മാറ്റിയേക്കണേ. ഓക്കെ. അപ്പം ശരിക്കും പറയുകയാണെങ്കിൽ രണ്ടാമതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം നമ്മൾ ഈ ഫിഗറിലൂടെ ഞാൻ കാണിച്ചു തരാം. നമ്മുടെ ഗ്ലാസ് ഇലക്ട്രോഡിൻ്റെ എൻഡ് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഒരു തിൻ ഗ്ലാസ് ബൾബാണ്. ഓക്കെ അല്ലേ? അപ്പോൾ അതേ ഇവിടെ നോട്ട് ചെയ്യേണ്ട പോയിന്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ 2 ഇലക്ട്രോഡ്സ് ഉണ്ട്, റെഫറൻസും ഗ്ലാസും, 2 പേരും സിൽവർ വയർ കോഡ് വിത്ത് സിൽവർ ക്ലോറൈഡ് ആണ്. അതിനകത്തെ ഗ്ലാസ് ഇലക്ട്രോഡ് എന്ന് പറഞ്ഞാൽ ഇമേഴ്സ് ചെയ്തിരിക്കുന്നത് 0.1 മോളാർ HCl-നകത്താണ്. ആ ഒരു പോയിന്റ് കഴിയുമ്പം നമ്മൾ പറയേണ്ട ഒരു പോയിന്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഗ്ലാസ് ഇലക്ട്രോഡ് is made of, അത് ഗ്ലാസ് ഇലക്ട്രോഡ് is made of എന്നല്ല, the glass electrodes end അല്ലേ? അങ്ങനല്ലേ ശരിക്കും പറഞ്ഞാൽ പറയേണ്ടത്? അതെ, ഗ്ലാസ് ഇലക്ട്രോഡ്സ് end is made of a bulb-like structure composed of thin glass material. ഓക്കെ അല്ലേ?
ഒരു ഗ്ലാസ് വെച്ചിട്ടാണ് നമ്മുടെ ഈ പറയുന്ന, നോക്കിക്കേ ഇത് കണ്ടോ, ഒരു തിൻ ഗ്ലാസ് ബൾബാണ്. എല്ലാവരും കണ്ടല്ലോ ഈ ഒരു ബൾബ് കണ്ടോ? അതെ, അത് നമ്മുടെ ഈ പറഞ്ഞ ഗ്ലാസ് ഇലക്ട്രോണിൻ്റെ അറ്റം ഒരു തിൻ ഗ്ലാസ് ബൾബാണ്. അത് എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? ഗ്ലാസ് ആണ്. അപ്പോൾ ഈ ഗ്ലാസ് എന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്കും പറഞ്ഞാൽ? ദേ ഇനി എല്ലാവരും നോക്കിയേ, ഗ്ലാസ് എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സിലിക്ക. അവരുടെ കെമിക്കൽ ഫോർമുല എന്ന് പറയുമ്പം SiO2 ആണ്. ഓക്കെ അല്ല, എന്താണ് SiO2? അപ്പം ആ SiO2ൻ്റെ ആ ഒരു മോളിക്യൂളിൻ്റെ സ്ട്രക്ചർ നോക്കിക്കേ, ഒരു Si 2 O മൈനസുകളും ഇങ്ങനെ ഇരിക്കുവാണ്. ഓക്കെ അല്ലേ? യെസ്. അപ്പം നമ്മുടെ ഈ പറയുന്ന ശ്രദ്ധിച്ച് പോയിന്റ് നോട്ട് ചെയ്യണേ. നമ്മുടെ ഈ പറയുന്ന KCl കണ്ടോ, KCl നമ്മുടെ ഗ്ലാസ് ബൾബ് കണ്ടോ, ആ ഗ്ലാസ് ബൾബിൻ്റെ ഇന്നർ സൈഡും ഔട്ടർ സൈഡും ആണ് ഞാൻ പറയുന്നത്. ഒരു ഗ്ലാസ് ആണ്, അതിന് ഇന്നർ സൈഡിലും ഗ്ലാസ് ആണ്, പുറമേയും ഗ്ലാസ് അല്ലേ? അതെ. അപ്പം ഇന്നർ സൈഡിലെ ഗ്ലാസ് എന്ന് പറയുന്നത് നോക്കിക്കുക, അവരുടെ സ്ട്രക്ചർ എങ്ങനെയാണെന്ന് വെച്ചാൽ അതെ, ഇത് ഒരു സിലിക്കൺ, ബ്ലൂയിൽ സിലിക്കണെ കണ്ടോ, എന്നിട്ട് 2 O മൈനസ്, പിന്നെയും Si, പിന്നെ O മൈനസ്, പിന്നെയും Si O മൈനസ്. അപ്പോൾ സംഗതി എങ്ങനെയാണെന്ന് വെച്ചാൽ അവരുടെ ഇന്നർ സൈഡിലെ ഓക്സിജൻ ഇങ്ങനെ ഒരു ലെയർ പോലെ എന്ന് വെച്ചാൽ ഇതാണ് ഇന്നർ സൈഡ്. എല്ലാവരും ശ്രദ്ധിച്ചു, ഇവിടെ റെഡിങ് വെച്ച് കൊടുക്കാം. ഇത് കണ്ട് ഇന്നർ സൈഡ്, ആ ഇന്നർ സൈഡാണ് ദേ ഈ പറയുന്ന O മൈനസുകളെല്ലാം. ഓക്കെ. അതുപോലെ തന്നെ നമ്മുടെ ഔട്ടർ സൈഡുകൾ കണ്ടോ, ആ ഔട്ടർ സൈഡിലെ ഗ്ലാസ്സിലും ആ ഔട്ടർ സൈഡ് എന്ന് പറയുന്നത് എന്താണ്? O മൈനസിൻ്റെ ലെയർ ആണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം ഞാൻ നിങ്ങൾക്ക് ഈ ഫിഗറിനകത്ത് കാണിച്ചു തരുവാണെന്നുണ്ടെങ്കിൽ ദേ ഇവിടെ എല്ലാവരും ശ്രദ്ധിച്ച്, ഇത് നമ്മുടെ O മൈനസ്, O മൈനസ്, O മൈനസ്, O മൈനസ്, O മൈനസ്. അപ്പോൾ ഔട്ടർ O മൈനസ്, O മൈനസ്, O. അങ്ങനെയാണ് ആ ഗ്ലാസിൻ്റെ സ്ട്രക്ചർ, ആ ഒരു ക്രിസ്റ്റൽ സ്ട്രക്ചർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണ്. ഓക്കെ അല്ലേ? അവിടെ അറേഞ്ച്മെൻറ്റ് കണ്ടോ? ഓക്കെ. അപ്പം ആ ഒരു അറേഞ്ച്മെൻറ്റിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ളതെന്ന് വെച്ചാൽ ഇന്നർ ആൻഡ് ഔട്ടർ സൈഡ് എന്താണ്? O മൈനസ്, O മൈനസ് കൊണ്ടാണ് അറേഞ്ച്ഡ്. അപ്പോൾ അവരുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ദിസ് O മൈനസ് അട്രാക്ട്സ് അല്ലെങ്കിൽ ബൈൻഡ്സ് ദ H+. മനസ്സിലായല്ലോ? ബൈൻഡ്സ് ദ H+ ions thereby forming an hydrated gel layer. ഓക്കെ. അപ്പോൾ ആ പോയിന്റ് ഒന്ന് എഴുതിയാൽ എല്ലാവരും ശ്രദ്ധിച്ചേ. The O minus of glass binds the H+ from outside and inside. ഇതൊക്കെ എങ്ങനെയാണെന്ന് പറഞ്ഞു തരാം. To form hydrated gel layer. അപ്പോൾ എന്താ മിസ് ഉദ്ദേശിച്ചത് നോക്കിക്കേ, നമ്മുടെ ഈ ഗ്ലാസ്സിനകത്താണ്, ഗ്ലാസ് ബൾബ് കൊണ്ടാണ് ഈ പറഞ്ഞ എൻഡ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ആ ഗ്ലാസ്സിനകത്ത് എന്തുണ്ട്? O മൈനസ്, O മൈനസ് ഉണ്ട്. നമ്മുടെ ഈ പറയുന്ന ഗ്ലാസ് ഇലക്ട്രോഡിനകത്തെ pH എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യപ്പെടുകയാണ്. pH വാല്യൂ നിങ്ങൾക്ക് അറിയാവില്ല. അതെ. അപ്പോൾ ആ pHനാണ് നമ്മൾ ഈ പറയുന്ന ഗ്ലാസ്സിനകത്ത് എന്താ ഫില്ല് ചെയ്തേക്കുന്നത്? 0.1 മോളാർ HCl. HCl എന്ന് പറഞ്ഞാൽ ആരാണ്? H+ഉം Cl മൈനസും, H+ഉം Cl മൈനസും. അപ്പം ഈ HClനകത്തുള്ള H+എല്ലാം ആരുമായിട്ട് ബൈൻഡ് ചെയ്യും? ഈ ഓക്സിജനുമായിട്ട് ബൈൻഡ് ചെയ്തിട്ട് ഒരു ഹൈഡ്രേറ്റഡ് ജെൽ ലെയർ ഉണ്ടാക്കി കഴിഞ്ഞു. അതുപോലെ തന്നെ ഈ പറയുന്ന തിൻ ഗ്ലാസ് ബൾബിനെ നമ്മൾ ഇമേഴ്സ് ചെയ്യുന്ന എങ്ങോട്ടാ? ടു ദ സൊല്യൂഷൻ ഫോർ വിച്ച് ദ pH ഈസ് ടു ബി ഡിറ്റർമൈൻഡ്. ഇനി pH കണ്ടുപിടിക്കേണ്ട ഏത് സൊല്യൂഷനാണ്, അല്ലെങ്കിൽ ഏതൊരു സൊല്യൂഷനാണ്, ആ ഒരു pH കണ്ടുപിടിക്കുന്ന ഏത് സൊല്യൂഷൻ അവിടോട്ടായിരിക്കും നമ്മൾ ഈ ഗ്ലാസ് ഇലക്ട്രോണിനെ ഡിപ്പ് ചെയ്യുന്നത്. നോക്കിക്കേ, നമ്മൾ ഈ പറയുന്ന വോൾട്ട് മീറ്റർ വെച്ച് ഈ സെറ്റപ്പ് ഒക്കെ വെക്കുമ്പോൾ ഈ റെഫറൻസ് ഇലക്ട്രോഡിനെ നമ്മൾ ഈ പറഞ്ഞ സൊല്യൂഷൻ്റെ അകത്തോട്ട് വെക്കത്തില്ല. ഈ ഗ്ലാസ് ബൾബിനെയാണ് നമ്മൾ സൊല്യൂഷൻ്റെ അകത്തോട്ട് വെക്കുന്നത്. ഓക്കെ അല്ലേ? ദ സൊല്യൂഷൻ ഓഫ് pH ഈസ് ടു ബി ഡിറ്റർമൈൻഡ് ദെയർ വി വിൽ കീപ് ദിസ് ഗ്ലാസ് ഇലക്ട്രോഡ്. ഓക്കെ, അവിടെ നമ്മൾ ഗ്ലാസ് ഇലക്ട്രോഡിനെ വെക്കും. അവരുടെ pH ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അവരുടെ H+ കാണത്തില്ലേ, സൊല്യൂഷൻ H+, അവരും ഈ പറയുന്ന പുറത്തുള്ള O മൈനസുമായിട്ട് അറ്റാച്ച് ആവും. അങ്ങനെ എന്തുണ്ടാക്കും? ഒരു ഹൈഡ്രേറ്റഡ് ജെൽ ലെയർ ഉണ്ടാക്കും. കഥ മൊത്തം മനസ്സിലാവുന്നുണ്ടോ? അപ്പം നമ്മുടെ ഈ ഗ്ലാസ് ഇലക്ട്രോണിനെ മാത്രം ഒന്ന് കൺസിഡർ ചെയ്യുക. ഓക്കെ, നമ്മുടെ ഗ്ലാസ് ഇലക്ട്രോണിനെ മാത്രം കൺസിഡർ ചെയ്യുമ്പം അവരുടെ സ്ട്രക്ചർ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇങ്ങനെ ആയിരിക്കും. ആ സിലിക്കൺ, ശരിക്കും പറഞ്ഞാൽ സിലിക്കൺ ഡയോക്സൈഡ് അല്ലെങ്കിൽ സിലിക്ക എന്നുള്ളൊരു കെമിക്കൽ നെയിമാണ് അവർക്കുള്ളത്. അവരുടെ ക്രിസ്റ്റൽ സ്ട്രക്ചർ ഇങ്ങനെയാണ്. O മൈനസ് എല്ലാം കൂടെ പുറത്തോട്ട് തള്ളിക്കിടക്കും, അകത്തും തള്ളിക്കിടക്കും, പുറത്തും അങ്ങനെ O മൈനസ് കിടക്കുവാണ്. അപ്പോൾ ആ O മൈനസ് ഒക്കെ അകത്തുള്ള O മൈനസ് ആരെ അറ്റാച്ച് ചെയ്യും? പറഞ്ഞ് നമ്മുടെ HCl സൊല്യൂഷനിൽ ആ HClനെ H+ അയോൺസിനെ ബൈൻഡ് ചെയ്ത് വെക്കും. ഈ പറഞ്ഞ പുറത്തുള്ള O മൈനസോ നമ്മൾ ആരുടെ pH ആണ് കണ്ടുപിടിക്കേണ്ടത്, ആ സൊല്യൂഷൻ്റെ H+ആയിട്ട് ഇവരും ബൈൻഡ് ചെയ്ത് കിടക്കും. ഓക്കെ, അങ്ങനെയാണ് ഈ ഹൈഡ്രേറ്റഡ് ജെൽ ലെയർ ഉണ്ടാവുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഗ്ലാസ് ഇലക്ട്രോഡ്സ് എൻഡ് ഈസ് മെയ്ഡ് ഓഫ് എ ബൾബ് ലൈക്ക് സ്ട്രക്ചർ കമ്പോസ്ഡ് ഓഫ് തിൻ ഗ്ലാസ് മെറ്റീരിയൽ. ആ ഗ്ലാസ് എന്ന് പറഞ്ഞാൽ സിലിക്ക SiO2 അവരുടെ ഒരു സ്ട്രക്ചറാണ്. നിങ്ങൾ എഴുതേണ്ട ആവശ്യമില്ല, നോ നീഡഡ് ഫോർ എക്സാം.
ഓക്കെ അല്ലേ, നോട്ട് നീഡഡ്. ഈ ഫിഗർ ഒന്നും നിങ്ങൾ കഷ്ടപ്പെട്ട് വരയ്ക്കരുതും. ദ O മൈനസ് ഓഫ് ഗ്ലാസ് ബൈൻഡ്സ് H പ്ലസ് ആൻഡ് അത് നിങ്ങൾക്ക് എഴുതണം. ദ O മൈനസ് ഓഫ് ഗ്ലാസ് ബൈൻഡ്സ് H പ്ലസ് ഫ്രം ഔട്ട്സൈഡ് ആൻഡ് ഇൻസൈഡ് ടു ഫോം ദ ഹൈഡ്രേറ്റഡ് ജെൽ ലെയർ. ഓക്കെ അല്ലേ, യെസ്. ഇനിയാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, നമ്മൾ pH മെഷർമെന്റിലോട്ട് കടക്കാൻ പോകുന്നത്. ഓക്കെ അല്ലേ സ്റ്റുഡൻസ്, യെസ്. അപ്പം ആദ്യത്തെ കാര്യം എന്ന് പറയുമ്പം നമ്മൾ ഡിപ്പിങ് the glass electrode to എങ്ങോട്ടാണ് ഡിപ്പ് ചെയ്യുന്നത്, ഗ്ലാസ് ഇലക്ട്രോഡ് ടു ദ സൊല്യൂഷൻ whose pH is to be determined. whose pH is to be determined. pH കണ്ടുപിടിക്കേണ്ടത് ആരാണ്, അവരുടേതിനകത്തോട്ട് നമ്മൾ ഈ പറഞ്ഞ ഗ്ലാസ് ഇലക്ട്രോണിനെ ഡിപ്പ് ചെയ്യുന്നു വെച്ചാൽ നോക്കിക്കേ, ഈ പറയുന്ന pH കണ്ടുപിടിക്കേണ്ടത് ഇവരുടെ അതിനകത്തോട്ട് ഇങ്ങനെ ആയിരിക്കും ഡിപ്പ് ചെയ്യുന്നത്. ഇവരെ വെക്കരുത്, ഇവരെ അതിനകത്തോട്ട് മുക്കി വെക്കരുത്, ഇവരെ മാത്രം ആട്ടോ മുക്കി വെക്കുന്നത്. യെസ്, ആ ഒരു കൺഫ്യൂഷൻ കൊണ്ടുവരരുത് കേട്ടോ. പിന്നെ ഒരു കാര്യമുണ്ട്, ഇപ്പൊ ഈ രണ്ട് സെറ്റപ്പ് ഉണ്ട് നമുക്കല്ല, ശരിക്കും പറഞ്ഞാൽ ഈ രണ്ട് ഇലക്ട്രോഡുകൾ ഒരുമിച്ചുള്ള ഒരു സെറ്റപ്പ് ഉണ്ട്. ആ ഫിഗർ ഒന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം, അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലിയർ ആവും. ഓക്കെ അല്ലേ, യെസ്. ഓക്കെ സ്റ്റുഡൻസ്, നോക്കിക്കേ, ഇങ്ങനെ ആയിരിക്കും ഇപ്പോഴത്തെ കാലത്തൊക്കെ ഉള്ളത്. എന്ന് വെച്ചാൽ നമ്മുടെ ഈ പറഞ്ഞ ഗ്ലാസ് ഇലക്ട്രോണിനകത്തോട് നമ്മൾ റെഫറൻസ് ഇലക്ട്രോണിനെ വെക്കും. കണ്ടല്ലോ, ഒരു ഗ്ലാസ് ഇലക്ട്രോൺ, അതിനകത്തോട്ട് റെഫറൻസ് ഇലക്ട്രോണിനെ വെച്ചു. അപ്പോൾ ഗ്ലാസ് ഇലക്ട്രോഡിന്റെ വയർ കണ്ടോ, അതും സിൽവർ വയർ. ഈ പറഞ്ഞ റെഫറൻസ് ഇലക്ട്രോണിന്റെയും സിൽവർ വയർ, അവർ രണ്ടുപേരും കൂടെ വോൾട്ട് മീറ്ററിനകത്തോട്ട് കൊടുത്തു. ഇതിനകത്ത് 0.1 മോളാർ HCl-ഉം ഇതിനകത്ത് റെഫറൻസ് ഇലക്ട്രോണിനകത്ത് സാച്ചുറേറ്റഡ് KCl. അപ്പം നമുക്ക് ആരുടെ pH ആണ് കണ്ടുപിടിക്കേണ്ടത്, അവരെ നമ്മൾ എങ്ങോട്ട് എടുത്തു വെക്കും, ഈ പറയുന്ന ഗ്ലാസ് ബൾബിനകത്തോട്ട്, ഈ ഗ്ലാസ് ബൾബിനെ ആ ഒരു സൊല്യൂഷനകത്തോട്ട് എടുത്തു വെക്കും. ഓക്കെ അല്ലേ, സംഭവം മനസ്സിലായല്ലോ, യെസ്. അപ്പോൾ ഡിപ്പിംഗ് ദ ഗ്ലാസ് ഇലക്ട്രോഡ് ടു ദ സൊല്യൂഷൻ ഓഫ് pH ഈസ് ടു ബി ഡിറ്റർമൈൻഡ്. ഇനി നമ്മൾ എടുക്കാൻ പോകുന്നത് ഇഫ് സൊല്യൂഷൻ ഈസ് അസിഡിക്. ശ്രദ്ധിച്ചോണം, സൊല്യൂഷൻ അസിഡിക് ആവുമ്പം എന്താ സംഭവിക്കും, അസിഡിക് സൊല്യൂഷന്റെ പ്രത്യേകത എന്താണ്, pH എന്ന് പറഞ്ഞാൽ <7 ആയിരിക്കും. അവിടെ എന്താണ് പ്രത്യേകത അസിഡിക് അയോൺസിന്റെ, മോർ H+ അയോൺസിന്റെ അല്ലെ, മോർ H+ അയോൺസിന്റെ കോൺസെൻട്രേഷൻ കൂടുതലായിരിക്കും. ഓക്കെ അല്ലേ, അപ്പൊ ആ സമയത്ത് എന്താ സംഭവിക്കുന്നത്, ഔട്ടർ ജെൽ ലെയർ, ഔട്ടർ ലെയറിനകത്ത് O- ഇല്ലേ, ആ ഔട്ടർ ലെയറിനകത്ത് O- കൂടുതൽ H+ അയോൺസ് ബൈൻഡ് ചെയ്യും. കാര്യം മനസ്സിലായല്ലോ, കാരണം നമ്മൾ ഈ പറയുന്ന നോക്കിക്കേ, ഈ ഒരു കാര്യം നോക്കിക്കേ, ഈ ഒരു ഫിഗറാണ്. ഈ ഒരു ഫിഗറിനെ നമ്മൾ എവിടോട്ടാണ് ഇതിനെ ഡിപ്പ് ചെയ്യുന്നത്, ഈ പറഞ്ഞ ഏത് സൊല്യൂഷനാണ് pH കണ്ടുപിടിക്കുന്നത് അവിടത്തിനകത്തോട്ടാണ്. അപ്പം നമ്മൾ അസിഡിക് ആയിട്ടുള്ള ഒരു മീഡിയത്തിനകത്തോട്ടാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത്, അവിടെ H+ അയോൺസിന്റെ കോൺസെൻട്രേഷൻ കൂടുതലായിരിക്കും. അപ്പം മോർ H+ അയോൺസ് വിൽ ബി ബൈൻഡഡ് ടു ദ O- ഇൻ ദ ഔട്ടർ ലെയർ. ഓക്കെ അല്ലേ, ആ ഒരു പോയിന്റ് ഞാൻ എഴുതിക്കോട്ടെ, യെസ്. അപ്പം ഇഫ് സൊല്യൂഷൻ ഈസ് അസിഡിക്, ശ്രദ്ധിച്ചോണം, മോർ H+ അയോൺസ്, therefore more H+ ions binds to the O- ions in the outer layer. ഔട്ടർ ലെയറിൽ ബൈൻഡ് ചെയ്യും. ഓക്കെ അല്ലേ, ബട്ട് ദ H+ ions in the inner layer, but the H+ concentration of H+ എന്നൊന്ന് എഴുതിക്കോണം, അല്ലെങ്കിൽ മനസ്സിലാവത്തില്ലേ. The concentration of H+ ions in the inner layer is less. Therefore, അപ്പോൾ എന്ത് സംഭവിക്കും, കൂടുതൽ H+ പുറത്തുണ്ട്, H+ അകത്ത് കുറവാണ്. അപ്പോൾ എന്താണ്, മോർ H+ ions binds to the O- in the outer layer, but the concentration of H+ ions in the inner layer is less. എന്ന് വെച്ചാൽ ഇന്നർ ലെയറിൽ H+ന്റെ എണ്ണം കറക്റ്റ് ആണ്. നോക്കിക്കേ, ഇന്നർ ലെയറിൽ ഒരു 10 H+ ഉണ്ടെന്നുണ്ടെങ്കിൽ, നോക്കിക്കേ, ഇന്നറിൽ 10 H+ ഉണ്ടെന്നുണ്ടെങ്കിൽ അസിഡിക് മീഡിയ എന്ന ഔട്ടർ ലെയറിലെ H+ എത്രയാണ്, 20 എണ്ണമാണ്. അപ്പോൾ 10 എണ്ണത്തിന്റെ കുറവുണ്ട്. ഓക്കെ അല്ലേ, therefore there is a shortage of H+ ions in the inner medium. സംശയമൊന്നും ഇല്ലല്ലോ എഴുതിയതിനകത്ത്, ഇല്ലില്ല, in the inner medium. അപ്പം എന്താ സംഭവിക്കുന്നത്, പറഞ്ഞു കേട്ടോ, എന്ത് സംഭവിക്കും എന്ന് ആലോചിച്ച് നോക്കി. യെസ്, HCl ഡിസോസിയേറ്റ് ചെയ്യുന്നു, എന്നിട്ട് എന്ത് കൊടുക്കുന്നു, HCl ഡിസോസിയേറ്റ്സ് ആൻഡ് ഗീവ്സ് മോർ H+ അയോൺസ് ടു ബൈൻഡ് വിത്ത് ദ O- അയോൺസ് ഇൻ ദ ഗ്ലാസ്. ഓക്കെ അല്ലേ, O- അയോൺസ് ഇൻ ദ ഗ്ലാസുമായിട്ട് ബൈൻഡ് ചെയ്യാൻ വേണ്ടി, O- ബൈൻഡ് ചെയ്യാൻ വേണ്ടി 0.1 മോളാർ HCl-നകത്തുള്ള H+ ഉണ്ടല്ലോ, അതും കൂടെ എക്സ്ട്രാ കൊടുക്കുന്നു. 10 എണ്ണം വേണ്ട, ആ 10 എണ്ണം എക്സ്ട്രാ കൊടുക്കുന്നു. അപ്പോൾ എന്താ സംഭവിക്കുന്നത്, ദ കോൺസെൻട്രേഷൻ, therefore the concentration of Cl- ions in the solution increases. എന്ന്
പറഞ്ഞാൽ മിസ്സേ നോക്കിക്കേ സ്റ്റുഡൻസ്, ഞാനൊരു കാര്യം പറയട്ടെ. ഇവിടെ നമ്മൾ ഈ H പ്ലസും O മൈനസും ബൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് കോൺസ്റ്റന്റ് ആയി കഴിഞ്ഞു. അവർ ബൈൻഡഡ് ആണ്, അവർ കനക്കാൻ പറ്റത്തില്ല. മനസ്സിലായല്ലോ? ഈ പറയുന്ന ഇന്നർ ഗ്ലാസ്സിൽ നിന്ന് ഔട്ടർ ഗ്ലാസ്സിലോട്ട് H പ്ലസിന്റെ മൂവ്മെന്റ് ഒന്നും ഇല്ല. കേട്ടല്ലോ? അതെ. അപ്പം അകത്തെ H പ്ലസ് 10 എണ്ണം ഉണ്ടായിരുന്നു, പുറത്ത് 20 എണ്ണം വന്നു. അപ്പൊ 10 എണ്ണം വേണ്ട അകത്ത്, ആ 10 എണ്ണത്തിന് ആര് കൊടുത്തു? HCl കൊടുത്തു. അപ്പൊ 10 H പ്ലസ് എക്സ്ട്രാ പോയപ്പോൾ എന്ത് സംഭവിച്ചു? ആ സൊല്യൂഷനകത്ത് ഉള്ള കോൺസെൻട്രേഷൻ ഓഫ് Cl മൈനസ് കൂടി. കോൺസെൻട്രേഷൻ ഓഫ് Cl മൈനസ് ഇൻ ദ സൊല്യൂഷൻ increases, but we have to maintain a constant pH within the solution. But we have to maintain the constant pH within the solution. സൊല്യൂഷൻ്റെ അകത്ത് നമുക്ക് എന്ത് മെയിൻറ്റെയിൻ ചെയ്യണം? കോൺസ്റ്റൻറ്റ് പി എച്ച് മെയിൻറ്റെയിൻ ചെയ്യണം. മനസ്സിലായല്ലോ? ഈ 0.1 മോളാർ HCl ഒരു കോൺസ്റ്റൻറ്റ് പി എച്ച് ആണ്. കോൺസ്റ്റൻറ്റ് പി എച്ച് എന്നാൽ കോൺസ്റ്റൻറ്റ് നമ്പർ ഓഫ് H പ്ലസ് അയോൺസ് ഉണ്ട്. മനസ്സിലായല്ലോ? അതെ. ആ H പ്ലസിനകത്ത് കുറച്ച് പേരെയാണ് നമ്മൾ നമ്മുടെ ഗ്ലാസ്സിനകത്തോട്ട് വഴിച്ചപ്പോൾ H പ്ലസിന്റെ എണ്ണം കുറഞ്ഞു. അപ്പൊ Cl മൈനസിന്റെ എണ്ണം കൂടി. അപ്പം പി എച്ച് മാറി. ഓക്കെ, അപ്പൊ എന്ത് സംഭവിക്കുന്ന വെച്ചാൽ നമ്മുടെ സിൽവർ മെറ്റൽ ഇല്ലേ, നമ്മുടെ സിൽവർ മെറ്റൽ ഇലക്ട്രോഡിനകത്ത് സിൽവർ മെറ്റലിന്റെ പുറത്ത് സിൽവർ ക്ലോറൈഡ് ക്ലോട്ട് ചെയ്തേക്കല്ല. അപ്പൊ ആ സമയത്ത് Ag മെറ്റൽ ലൂസസ് ആൻ ഇലക്ട്രോൺ, ഒരു ഇലക്ട്രോണിനെ ലൂസ് ചെയ്യും. ശ്രദ്ധിച്ചോണം. ആ ഇലക്ട്രോണിനെ ലൂസ് ചെയ്യും ആൻഡ് ഫോംസ് എന്ത് സംഭവിക്കും? Ag ഒരു ഇലക്ട്രോണിനെ ലൂസ് ചെയ്യുമ്പം Ag പ്ലസ് പ്ലസ് Cl മൈനസ് ആവും. സോറി Cl മൈനസ് ഇല്ലല്ലോ, എങ്ങനെയാണോ? അത് AgClന്റെ കഥയാണല്ലോ. ഓക്കെ അല്ലേ? Ag പ്ലസും പ്ലസ് ഒരു ഇലക്ട്രോൺ, Ag എന്ന് പറയുന്ന ആ സോളിഡ് മെറ്റൽ ഒരു ഇലക്ട്രോണെ ലൂസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? Ag പ്ലസ് ഉണ്ടാവും അല്ലേ, ഒരു ഇലക്ട്രോണെ ലൂസ് ചെയ്ത്. ആൻഡ് ദിസ് Ag പ്ലസ് കമ്പൈൻസ് വിത്ത് Cl minus and forms AgCl and attaches to the and gets attached to the coating. മനസ്സിലായി? എന്ന് പറഞ്ഞാൽ നമ്മുടെ മെറ്റൽ ഒരു ഇലക്ട്രോണെ ലൂസ് ചെയ്ത് Ag പ്ലസ് ആയി മാറി. ആ Ag പ്ലസ് നമ്മുടെ സൊല്യൂഷനകത്തുള്ള Cl മൈനസുമായിട്ട് കമ്പൈൻ ചെയ്യും. നിങ്ങൾക്ക് ആ പോയിന്റ് മനസ്സിലായില്ല? ഞാൻ വേണം കുറച്ചും കൂടെ ഒന്ന് വിശദമായിട്ട് എഴുതാം, കാരണം നിങ്ങൾക്ക് കൺഫ്യൂഷൻ വന്നെങ്കിൽ. ഓക്കെ അല്ലേ? ദിസ് Ag പ്ലസ് കമ്പൈൻസ് വിത്ത് ദ Cl മൈനസ് ഇൻ ദ സൊല്യൂഷൻ. കാരണം Cl മൈനസിന്റെ കോൺസെൻട്രേഷൻ കൂടുതലല്ലേടോ. അപ്പൊ ആ Ag പ്ലസ് Cl മൈനസുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് എന്തുണ്ടാക്കുന്നു? Ag പ്ലസും പ്ലസ് Cl മൈനസും കൂടെ കമ്പൈൻ ചെയ്തിട്ട് AgCl ഫോം ചെയ്യുന്നു. ആൻഡ് ദിസ് AgCl ഗെറ്റ്സ് അറ്റാച്ച്ഡ് ടു ദ Ag മെറ്റൽ. അവർ Ag മെറ്റലുമായിട്ട്, കാരണം സിൽവർ മെറ്റലിന്റെ കോട്ടിങ് ആരാ? സിൽവർ ക്ലോറൈഡ്. അപ്പൊ സിൽവർ ക്ലോറൈഡ് ഉണ്ടായി ആ മെറ്റലിന്റെ പുറമെ അങ്ങ് കോട്ട് ചെയ്തോളൂ അവർ. ഓക്കെ. അപ്പം ദ ലിബറേറ്റഡ് ഇലക്ട്രോൺസ് അവരെന്ത് ചെയ്യും? ദിസ് ഇലക്ട്രോൺസ് വിൽ ഫ്ലോ ടു ദ റെഫറൻസ് ഇലക്ട്രോഡ്, ദെയർ ബൈ ക്രിയേറ്റിംഗ് എ പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ഓക്കെ അല്ലേ? കാര്യം മനസ്സിലായല്ലോ? ദിസ് ഇലക്ട്രോൺ നൗ ഫ്ലോസ് ടു റെഫറൻസ് ഇലക്ട്രോഡ്, thereby creating a potential difference. ഓക്കെ അല്ലേ? ആ പൊട്ടൻഷ്യൽ ഡിഫറൻസിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ പി എച്ച് കണ്ടുപിടിക്കുന്നത്. ഓക്കെ അല്ലേ? അതിൻ്റെ ഇക്വേഷൻ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും, ഇപ്പം തൽക്കാലത്തേക്ക് നോക്കണ്ട, നമുക്കത് പറഞ്ഞുതരാം. ഇതാണ് നമ്മുടെ അസിഡിക് സൊല്യൂഷൻ്റെ അവസ്ഥ. അസിഡിക് സൊല്യൂഷൻ സമയത്ത് എന്താണ് സംഭവിക്കുന്നുള്ളതാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഇനിയിപ്പം അടുത്ത കേസ്, സെക്കൻഡ് കേസ്. ഇഫ് സൊല്യൂഷൻ ആൽക്കലൈൻ ആണ് അല്ലെങ്കിൽ ബേസ് ആണ്, പി എച്ച് ഗ്രേറ്റർ ദാൻ 7, ആ സമയത്ത് എന്താ? പി എച്ച് അസിഡിക് അല്ലെങ്കിൽ ആൽക്കലൈൻ മീഡിയത്തിൻ്റെ കാര്യം എന്താ? ലെസ് H പ്ലസ് അയോൺസ് ആണ് ഇൻ സൊല്യൂഷൻ അല്ലെ. സൊല്യൂഷനകത്ത് ഔട്ടർ സൊല്യൂഷൻ ശ്രദ്ധിച്ചോണം. ഔട്ടർ സൊല്യൂഷൻ നമ്മൾ നമ്മുടെ ഗ്ലാസ് ഇലക്ട്രോണിനെ മുക്കി വെച്ച സൊല്യൂഷൻ ഉണ്ട്, അവരെ ഒരു സൊല്യൂഷനകത്ത് മുക്കി വെക്കൽ, അവർ ആൽക്കലൈൻ ആണെന്നുണ്ടെങ്കിൽ എന്ന് പറയുമ്പോൾ എന്താണ്? H പ്ലസ് അയോൺസിന്റെ കോൺസെൻട്രേഷൻ കുറവാണ്. അപ്പം എന്ത് സംഭവിക്കും? ടു മെയിൻറ്റെയിൻ this H plus ions number inside the glass electrode. നമുക്ക് ഗ്ലാസ് ഇലക്ട്രോൺ അത് ഇപ്പം നോക്കിക്കാൻ നമ്മുടെ പുറത്ത് വെറും 5 H പ്ലസേ ഉള്ളൂ. അപ്പോൾ അകത്തും എത്ര എണ്ണം വേണം? 5 H പ്ലസ് വേണം. അപ്പോൾ ബാക്കി 5 H പ്ലസ്, മെയിൻലി 10 H പ്ലസ് ആയിരുന്നു. അപ്പോൾ ബാക്കി 5 H പ്ലസ് എന്ത് ചെയ്യും? നമ്മുടെ ഗ്ലാസ് ഇലക്ട്രോണിന്റെ സൊല്യൂഷനകത്തോട്ട് അങ്ങ് പോകും. ഓക്കെ അല്ലേ? ടു മെയിൻറ്റെയിൻ ദിസ് H പ്ലസ് നമ്പർ ഇൻസൈഡ് ദ ഗ്ലാസ് ഇലക്ട്രോഡ്, ദ H പ്ലസ് അയോൺസ്
detaches from the ഉണ്ടല്ലോ detaches from the O minus in the inner layer and moves into the solution of ഗ്ലാസ് ഇലക്ട്രോഡ്. ഗ്ലാസ് ഇലക്ട്രോണിൻ്റെ സൊല്യൂഷനകത്തോട്ടാണ് അവർ പോകുന്നത് കേട്ടല്ലോ. ഗ്ലാസ് ഇലക്ട്രോണിനകത്ത് ആൾക്കാരൊന്നും ഈ താഴോട്ട് കയറി വരുന്നില്ല കേട്ടല്ലോ. അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതേ നോക്കിക്കേ, ഈ പറയുന്ന ഗ്ലാസ് ഇലക്ട്രോണിൻ്റെ അകത്ത് എന്തൊക്കെ സംഭവിക്കുന്നത്, അവരിന്നാരും പുറത്തോട്ട് വരാൻ പോകുന്നില്ല. അത് തെറ്റാണ് കേട്ടല്ലോ. ഇപ്പം ഇവിടെ O മൈനസ് ഉണ്ട്. ഇപ്പം ശരിക്കും പറഞ്ഞാൽ പുറത്ത് എന്താണ് H+ൻ്റെ കോൺസെൻട്രേഷൻ കുറഞ്ഞു. അപ്പോൾ അകത്ത് H+ൻ്റെ കോൺസെൻട്രേഷനും കുറയേണ്ട അതിനനുസരിച്ച് വേണം. അപ്പോൾ കുറച്ച് ഈ പറഞ്ഞ H+ ഡിറ്റാച്ച് ആയിട്ട് ഈ പറയുന്ന HCl സൊല്യൂഷനകത്തോട്ട് H+ അങ്ങ് പോകും. ഓക്കെ അല്ലേ, അതാണ്. But to maintain the H+ number inside the glass electrode, H+ ion detaches from the O- in the inner layer and moves into the solution of glass electrode. Therefore, the concentration of H+ ions inside the glass electrode. Glass electrode ഉള്ളിൽ concentration എന്ത് സംഭവിച്ചു? കൂടിയില്ലേടോ. ശരിക്കും പറഞ്ഞാൽ 10 പേരായിരുന്നു വേണ്ടത്. അതിന് പകരം പുറത്ത് 5 ഉള്ളു, അപ്പോൾ അകത്തും 5. അപ്പം എക്സ്ട്രാ 5 പേര് സൊല്യൂഷനകത്തോട്ട് പോയി അല്ലേ. അപ്പോൾ H+ൻ്റെ കോൺസെൻട്രേഷൻ കൂടിയില്ലേ, ആൻഡ് ദെയർ ബൈ ഡിസ്റ്റർബിങ് ദ pH ഓഫ് ഇന്നർ സൊല്യൂഷൻ അല്ലേ. ഇന്നർ സൊല്യൂഷൻ്റെ pH ഡിസ്റ്റർബ്ഡ് ആയി. ടു മേക്ക് ദ pH കോൺസ്റ്റൻറ്റ്, അകത്തെ 0.1 മോളർ HClൻ്റെ pH കോൺസ്റ്റൻ്റ് ആയിരിക്കണം. ടു മേക്ക് ദ pH കോൺസ്റ്റൻറ്റ്. അപ്പം എന്ത് ചെയ്യണം? കൂടുതൽ ആരെ കൊടുക്കണം? Cl മൈനസിനെ കൊടുക്കണം. എന്നാലേ, കാരണം കൂടുതൽ H+ വന്നപ്പോൾ അവരെ മെയിൻറ്റെയിൻ ചെയ്യാൻ ആര് വേണം? Cl മൈനസ് വേണം. അപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഈ പറയുന്ന AgCl ഡിസോസിയേറ്റ് ചെയ്യും. ആരായിട്ട് ഡിസോസിയേറ്റ് ചെയ്യും? ഈ പറഞ്ഞ AgCl ഡിസോസിയേറ്റ് ചെയ്യും Ag+ഉം Cl മൈനസുമായിട്ട്. ഓക്കെ അല്ലേ? യെസ്. And Cl minus flows into the solution. ആ സമയത്ത് Cl minus flows into the solution and maintains the pH. അവർ pHനെ മെയിൻറ്റെയിൻ ചെയ്യും. ആൻഡ് എക്സസ് Ag+. ആൻഡ് ഈ പറയുന്ന Ag+ റെഫറൻസ് ഇലക്ട്രോഡിൽ നിന്ന് വരുന്ന ഇലക്ട്രോൺസുമായിട്ട് കമ്പൈൻ ചെയ്യും. Ag++ ഇലക്ട്രോൺ എന്തായി മാറും? Ag മെറ്റലായി മാറും. ആൻഡ് ദിസ് സിൽവർ മെറ്റൽ gets attached to the silver wire. കഥ പോയത് കണ്ടോ? യെസ്, അതാണ്. എന്ന് പറയാൻ നമ്മൾ Ag+ഉം Cl മൈനസുമായി മാറി. ആ Cl മൈനസ് എവിടോട്ട് പോയി? AgCl എവിടെയാണോ ഉള്ളത്? AgCl നമ്മുടെ സിൽവർ വയറിൻ്റെ കോട്ടിംഗ് ആണ് AgCl. ആ AgCl സ്വമേധയായിട്ട് ഡിസോസിയേറ്റ് ചെയ്യും Ag+ഉം Cl മൈനസും. ആ Cl മൈനസ് ഈ പറയുന്ന 0.1 മോളർ HClനകത്തോട്ട് നീങ്ങിയിട്ട് അവരുടെ കോൺസെൻട്രേഷൻ കോൺസ്റ്റൻ്റ് ആക്കും. മനസ്സിലായല്ലോ? മനസ്സിലായി. എന്നിട്ട് എന്താ സംഭവിക്കുന്നത്? ആ Ag+ ബാക്കിയുണ്ട്. ആ Ag+ നമ്മുടെ റെഫറൻസ് ഇലക്ട്രോഡിൽ നിന്ന് വരുന്ന ഇലക്ട്രോൺസുമായിട്ട് കമ്പൈൻ ചെയ്യും. അപ്പോൾ എന്താണ്? ഇലക്ട്രോൺസിൻ്റെ ഫ്ലോ വന്നു. ആ ഇലക്ട്രോൺസിൻ്റെ ഫ്ലോ കാണാൻ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടായി. അങ്ങനെയാണ് നമ്മൾ pHനെ മെഷർ ചെയ്യുന്നത്. എന്നിട്ട് ഈ Ag ഇലക്ട്രോൺസുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് എന്തുണ്ടാക്കുന്നു? Ag മെറ്റൽ ആവുന്നു. ആ Ag മെറ്റൽ Ag വയറുമായിട്ട് പോയി അറ്റാച്ച് ചെയ്യുന്നു. ഇങ്ങനെയാണ് സംഭവം നടക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പം നിങ്ങൾ ആലോചിക്കും, ഈ കോൺസെൻട്രേഷൻ എങ്ങനെ pHുമായിട്ട് ബന്ധപ്പെട്ടിടോ? pH എന്ന് പറഞ്ഞാൽ മൈനസ് ഓഫ് ലോഗരിതം ഓഫ് H+ അയോൺസ് ആണ്. മനസ്സിലായല്ലോ? കോൺസെൻട്രേഷൻ ഓഫ് H+ അയോൺസ് അനുസരിച്ചിട്ടാണ് നമ്മുടെ pHൻ്റെ അവസ്ഥയിരിക്കുന്നത്. മനസ്സിലായോ? അതുകൊണ്ടാണ് അകത്തെ സൊല്യൂഷൻ്റെ pH കോൺസ്റ്റൻ്റ് ആക്കാൻ വേണ്ടി നമ്മൾ Cl മൈനസിനെ കൊടുക്കുന്നു, H+നെ കൊടുക്കുന്ന കളി മൊത്തം കളിച്ചത്. ഓക്കെ അല്ലേ? അപ്പോൾ ഇങ്ങനെയാണ് സൊല്യൂഷൻ ബേസിക് ആണെങ്കിൽ, അല്ലെങ്കിൽ സൊല്യൂഷൻ ആൽക്കലൈൻ ആണെങ്കിൽ, പിന്നെ സൊല്യൂഷൻ അസിഡിക് ആണെങ്കിൽ എങ്ങനെയാണ് ഉള്ളിലത്തെ വർക്കിംഗ്, ഹൗ ഗ്ലാസ് ഇലക്ട്രോഡ് വർക്കിംഗ്, എങ്ങനെയാണ് ഗ്ലാസ് ഇലക്ട്രോണിൻ്റെ വർക്കിംഗ് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം എന്നുള്ളതാണ് ഞാൻ ഇവിടെ എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഇത് മിക്കവാറും നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റുന്നൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടല്ലോ. യെസ്. അപ്പോൾ ഇനി ഞാൻ ഈ പറയുന്ന 2 കേസും കൂടെ അനലൈസ് ചെയ്തിട്ട് ഞാൻ അവരുടെ ഈ പറയുന്ന കെമിക്കൽ സെൽ റിയാക്ഷൻ എഴുതാൻ പോവാണ്. എന്നിട്ട് അവരുടെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഇക്വേഷനും എഴുതാൻ പോവാണ്. ഓക്കെ അല്ലേ സ്റ്റുഡൻസ്? യെസ്. അപ്പോൾ സ്റ്റുഡൻസ്, ഇതാണ് നമ്മുടെ ഇലക്ട്രോഡ് റെപ്രസെൻറ്റേഷൻ. നോക്കിക്കേ. അപ്പം നമ്മൾ നോക്കിക്കേ, നമ്മൾ ഈ പറയുന്ന ഇലക്ട്രോഡ് റെപ്രസെൻറ്റേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ്? സിൽവർ വയറുണ്ട്, പിന്നെ നമ്മുടെ സിൽവർ ക്ലോറൈഡ് ഉണ്ട്, പിന്നെ നമ്മുടെ 0.1 മോളാർ HCl ഉണ്ട്, പിന്നെ ഗ്ലാസ് ഉണ്ട്, പിന്നെ H+ ഉണ്ട്. ഓക്കെ അല്ലേ? യെസ്.
എന്നിട്ട് നമ്മൾ ഈ പറയുന്ന ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ വാല്യൂ കണ്ടുപിടിക്കുന്നതാണ്. ദാറ്റ് മീൻസ് ദ ഗ്ലാസ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഈക്വൽസ് ടു E0G minus 0.0591/1 into log of 1/H plus. ഓക്കെ അല്ലേ? അപ്പം ശരിക്കും പറയുന്ന ഒരു കാര്യം എന്ന് പറയുമ്പം ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞു, നമ്മളൊരു pH മീറ്റർ എന്ന് പറയുമ്പോൾ എന്താണ്, നമുക്ക് ഈ പറയുന്ന ഫുൾ സെറ്റപ്പ് ഉണ്ട്. മനസ്സിലായല്ലോ? ഈ പറയുന്ന pH മീറ്ററിനകത്ത് ഫുൾ സെറ്റപ്പ് ഉണ്ട്. പക്ഷേ ഞാനിപ്പം ഇവിടെ പറഞ്ഞ മൊത്തത്തിലുള്ള കഥ എന്താണ്, അസിഡിക് മീഡിയവും ആൽക്കലൈൻ മീഡിയം ആകുമ്പോഴുള്ള വർക്കിംഗ് ആണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഞാൻ ഇവിടെ കൊടുക്കുന്ന ഇക്വേഷനകത്ത് എന്ന് പറയുമ്പം എനിക്ക് റെഫറൻസ് ഇലക്ട്രോഡിനെ ഒരു കാര്യം ഞാൻ വെച്ചിട്ടില്ല. റെഫറൻസ് ഇലക്ട്രോഡ് എനിക്ക് ഏത് വേണമെങ്കിലും ആവാം. അപ്പം ഞാനിപ്പോൾ നേരത്തെ കൊടുത്തിരിക്കുന്ന റെഫറൻസ് ഇലക്ട്രോഡ് ആരാണ്? സിൽവർ ക്ലോറൈഡ് ആണ് അല്ലേ? കാരണം അവിടെ നമ്മൾ യൂസ് ചെയ്തേക്കുന്നത് സിൽവർ വയറാണ്, കോട്ടിംഗ് ആയിട്ട് സിൽവർ ക്ലോറൈഡ് ആണ് യൂസ് ചെയ്തേക്കുന്നത്. പിന്നെ യൂസ് ചെയ്തേക്കുന്നത് സാച്ചുറേറ്റഡ് KCl ആണ്. നമ്മൾ നേരത്തെ പഠിച്ചെന്നെങ്കിൽ സാച്ചുറേറ്റഡ് KCl അല്ലെങ്കിൽ AgCl ആവാണ്. അപ്പോൾ അത് റെഫറൻസ് ഇലക്ട്രോഡായിട്ട് യൂസ് ചെയ്തേക്കുന്നത് സ്റ്റാൻഡേർഡ് റെഫറൻസ് ഇലക്ട്രോഡാണ് നമ്മൾ യൂസ് ചെയ്തേക്കുന്നത് അല്ലേ? അപ്പോൾ ഫുൾ സെറ്റപ്പ് ഓഫ് pH മീറ്റർ നമുക്ക് എങ്ങനെയാണ് ആ ഫിഗർ എന്ത്, ഇതാണ് ഫുൾ സെറ്റപ്പ്. ഇങ്ങനെ നമുക്ക് pH മീറ്ററിനെ കിട്ടും, അല്ലെങ്കിൽ ഇങ്ങനെ നമുക്ക് pHനെ മെഷർ ചെയ്യാൻ പറ്റും. ഓക്കെ അല്ലേ? ഇനിയിപ്പം നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ പറയുന്ന ഇലക്ട്രോഡ് റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത് ആ ഒരു ഗ്ലാസ് ഇലക്ട്രോഡിൻ്റെ മാത്രമുള്ള pH റെപ്രസെൻറ്റേഷൻ ആണ്. മനസ്സിലായല്ലോ? ഇലക്ട്രോഡ് റെപ്രസെൻറ്റേഷൻ ആണ്, pH അല്ല, ഇലക്ട്രോഡ് റെപ്രസെൻറ്റേഷൻ. അപ്പോൾ ഗ്ലാസ് ഇലക്ട്രോഡിൻ്റെ E0G എന്ന് പറയുമ്പം അറ്റ് സ്റ്റാൻഡേർഡ് കണ്ടീഷനിലുള്ള അവരുടെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ വാല്യൂ ആണ് 0.6 അല്ലെങ്കിൽ 0.5 വോൾട്ട് എന്ന് പറഞ്ഞൊരു വാല്യൂ. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവരുടെ ഈ പറയുന്ന ഗ്ലാസ് ഇലക്ട്രോഡിൻ്റെ നോൺ സ്റ്റാൻഡേർഡ് കണ്ടീഷനിലുള്ള പൊട്ടൻഷ്യൽ, ഗ്ലാസ് ഇലക്ട്രോൺ പൊട്ടൻഷ്യൽ എന്ന് പറയുമ്പോൾ E0G minus 0.0591/1 into log of 1/H plus ആണ്. ഓക്കെ അല്ലേ? ഇത് വെറും ഗ്ലാസ് ഇലക്ട്രോഡ്. ഓക്കെ അല്ലേ? ആ ഗ്ലാസ് ഇലക്ട്രോഡിനെ നമ്മൾ ഡിപ്പ് ചെയ്യുമല്ലോ സൊല്യൂഷനകത്ത്, ആ സൊല്യൂഷൻ്റെ pH നമുക്ക് ഇങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ അല്ലേ? അപ്പോൾ EG ഈക്വൽസ് ടു E0G minus 0.0591 into pH. മനസ്സിലായല്ലോ? ഗ്ലാസ് ഇലക്ട്രോഡിനെ നമ്മളൊരു pH ഒരു സൊല്യൂഷനകത്ത് ഡിപ്പ് ചെയ്യും. അവർ അസിഡിക് ആണെങ്കിൽ എങ്ങനെയാണ് സംഭവിക്കുന്നത്, അവർ ആൽക്കലൈൻ ആണെങ്കിൽ എന്താ സംഭവിക്കുന്നതൊക്കെ മനസ്സിലായല്ലോ? അതിലൂടെ നമുക്ക് EG ആ ഒരു ഗ്ലാസ് ഇലക്ട്രോണിൻ്റെ പൊട്ടൻഷ്യൽ കിട്ടും. ഓക്കെ അല്ലേ? ഇനി അഥവാ ഇങ്ങനത്തെ ഒരു കാര്യമല്ല, ഇനി സപ്പോസ് നമുക്ക് ഈ ഗ്ലാസ് ഇലക്ട്രോണിൻ്റെ പൊട്ടൻഷ്യൽ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് വേറെ ഏത് ടെക്നിക്കുണ്ട്? ഈ പറയുന്ന കലോമൽ ഇലക്ട്രോഡിനെയാണ് ഞാൻ റെഫറൻസ് ഇലക്ട്രോഡായിട്ട് യൂസ് ചെയ്യുന്നത്. കലോമൽ ഇലക്ട്രോഡ് ഇഫ് റെഫറൻസ് ഇലക്ട്രോഡ്. ശ്രദ്ധിച്ചോണം, കലോമലിനെ നമുക്ക് യൂസ് ചെയ്യാം, സിൽവർ ക്ലോറൈഡിനെ നമുക്ക് യൂസ് ചെയ്യാം. കാര്യം മനസ്സിലായല്ലോ? അതെ. അപ്പോൾ അവരുടെ കംപ്ലീറ്റ് ആയിട്ടുള്ള സെൽ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ കാഥോഡ് മൈനസ് ഈ ആനോഡാണ്. അപ്പോൾ കാഥോഡായിട്ട് നമ്മൾ എപ്പോഴും എടുക്കും നമ്മുടെ ഗ്ലാസ് ഇലക്ട്രോണിനെ ആയിരിക്കും. അതാണ് E0G minus 0.0591 into pH മൈനസ് നമ്മൾ എടുക്കുന്ന ആനോഡ് എന്ന് പറയുന്നത് നമ്മുടെ കലോമൽ ഇലക്ട്രോഡ്, സാച്ചുറേറ്റഡ് കലോമൽ ഇലക്ട്രോഡ് ആണ്. അതാണ് 0.2422. അങ്ങനെ നമുക്ക് വോൾട്ട് മീറ്ററിലൂടെ ആ വാല്യൂ കിട്ടുമല്ലോ. ആ വാല്യൂ വെച്ചിട്ട് നമുക്ക് pH കണ്ടുപിടിക്കാം. ഇത്രയേ ഉള്ളൂ ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഈ റിയാക്ഷൻ എന്താണ്? നമ്മുടെ ഗ്ലാസ് ഇലക്ട്രോഡിൻ്റെ പൊട്ടൻഷ്യൽ വാല്യൂ ആണ്. ഇതെന്ന് പറയുമ്പോഴത്തേക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇവിടെ ഞാൻ യൂസ് ചെയ്തേക്കുന്നത് സിൽവർ ക്ലോറൈഡ് ആണ്. സിൽവർ അല്ല, കലോമൽ ഇലക്ട്രോൺ. ഇഫ് ഞാൻ നേരത്തുള്ള ഫിഗർ മൊത്തം റെഫറൻസ് ഇലക്ട്രോഡായിട്ട് യൂസ് ചെയ്ത ആരെയായിരുന്നു? സിൽവർ ക്ലോറൈഡ്. അവരുടെ വാല്യൂ എത്ര ആയിരുന്നു? E0G minus 0.0591 pH മൈനസ് ഓഫ് അവരുടെ സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ വാല്യൂ എന്ന് പറഞ്ഞാൽ 0.22 വോൾട്ട് ആണ്. ആ സമയം നമ്മൾ എന്താണ് യൂസ് ചെയ്തിരുന്നത്? ഏതാണ്? 1 സാച്ചുറേറ്റഡ് KCl ആയിരിക്കുമ്പോഴുള്ള കാര്യമാണ്. ഓർമ്മ വേണം കേട്ടോ, നമ്മൾ ഓരോ കാര്യം ചെയ്യുമ്പോഴും 1 മോളാർ KCl ആയിരുന്നപ്പോഴുള്ള സിൽവർ ക്ലോറൈഡിൻ്റെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ വാല്യൂ ആണ് തന്നിട്ടുള്ളത്. അപ്പം ഇതെന്ന് പറയുമ്പോൾ സാച്ചുറേറ്റഡ് ആയിട്ടുള്ള KCl ആണ് നമ്മൾ യൂസ് ചെയ്ത നമ്മുടെ റെഫറൻസ് ഇലക്ട്രോഡിൻ്റെ വാല്യൂസ് ആണ്. അപ്പോൾ എപ്പോഴും മനസ്സിലാക്കിക്കോണം. ഇത് എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചേ. നോക്കിക്കേ, ഈ ഒരു ഫിഗർ കണ്ടോ? ഈ ഫിഗറിനകത്ത് ഇതാണ് റെഫറൻസ് ഇലക്ട്രോഡ്. ആ റെഫറൻസ് ഇലക്ട്രോഡ് നമ്മൾ കലോമൽ ഇലക്ട്രോഡാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ പറയുന്ന കിട്ടുന്ന വോൾട്ട് മീറ്ററിൻ്റെ വാല്യൂ ആണ് ഈ സെല്ല് ആണേ. അപ്പോൾ അതിനകത്ത് കാഥോഡായിട്ട് ആരാ ആക്ട് ചെയ്യുന്നത്? ഗ്ലാസ് ബൾബ്. ആനോഡായിട്ട് ആരാ ആക്ട് ചെയ്യുന്നത്? നമ്മുടെ ഈ പറയുന്ന ആരാടോ? നമ്മുടെ റെഫറൻസ് ഇലക്ട്രോഡ്. ഓക്കെ അല്ലേ? അങ്ങനെ നമ്മൾ pH കണ്ടുപിടിച്ച കാര്യമാണ് ഇവിടെ പറഞ്ഞത്. അപ്പം മിസ് എന്താണ് ഉദ്ദേശിച്ചത്? മിക്ക കേസുകളിലും റിഡക്ഷൻ ആണ് കാഥോഡ് നടക്കുന്നത്. അതെ, റിഡക്ഷൻ എന്ന് പറയുമ്പോൾ ഇലക്ട്രോൺസിനെ ഗെയിൻ ചെയ്യുന്ന കാര്യമാണ്.
ഓക്കെ അല്ലേ? അങ്ങനത്തെ ഒരു രീതിയിലാണ് ഈ ഒരു സെറ്റപ്പ് കൊടുത്തത്. അപ്പോൾ എല്ലാം മനസ്സിലായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓക്കെ അല്ലേ സെൻസ്? അപ്പോൾ നമ്മൾ എന്തൊക്കെ പഠിച്ചു? കലോമൽ ഇലക്ട്രോഡ് പഠിച്ചു, സിൽവർ ക്ലോറൈഡ് ഇലക്ട്രോഡ് പഠിച്ചു. അത് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ pH മെഷർ ചെയ്യാൻ വേണ്ടി ഗ്ലാസ് ഇലക്ട്രോഡ് പഠിച്ചു. ആ ഗ്ലാസ് ഇലക്ട്രോഡിൻ്റെ എന്താണ് ഇലക്ട്രോഡ് റെപ്രസെൻറ്റേഷൻ പഠിച്ചു. അവരുടെ മാത്രം ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ വാല്യൂ എന്ന് വെച്ചാൽ ആ ഗ്ലാസ് ഇലക്ട്രോഡിലൂടെയാണ് നമുക്ക് pH മെഷർ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഈ pH നമുക്ക് എങ്ങനെ കിട്ടും? അതിനെ മെഷർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തുമായിട്ട് കണക്ട് ചെയ്യണം? ഈ പറഞ്ഞ ഗ്ലാസ് ഇലക്ട്രോഡിനെ ഒരു റെഫറൻസ് ഇലക്ട്രോഡുമായിട്ട് കണക്ട് ചെയ്യണം. അത് ഞാൻ നേരത്തെ പറഞ്ഞു. ആ റെഫറൻസ് ഇലക്ട്രോഡ് ഇപ്പോൾ കലോമൽ ഇലക്ട്രോഡ് ആണെന്നുണ്ടെങ്കിൽ എന്താണ് സംഭവിക്കുക എന്നുള്ളതാണ് എഴുതിയിട്ടുള്ളത്. ഓക്കെ അല്ലേ സ്റ്റുഡൻസ്? യെസ്. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ റെഫറൻസ് ഇലക്ട്രോഡുകളും കഴിഞ്ഞു, pH മീറ്റർ മെഷർമെൻറ്റും കഴിഞ്ഞു. ഓക്കെ അല്ലേ സെൻസ്? സോ നമ്മൾ ഈ സെഷനിൽ എടുക്കാൻ പോകുന്ന ടോപ്പിക്കാണ് കണ്ടക്ടിവിറ്റി. ഓക്കെ അല്ലേ? അപ്പം ബേസിക്കലി കണ്ടക്ടിവിറ്റിക്ക് ഒരു ഡെഫിനിഷൻ ഉണ്ട്. അതാദ്യമേ നമുക്കൊന്ന് എഴുതിക്കളയാം. ഞാൻ എഴുതുന്നതിനൊപ്പം പറഞ്ഞുതരാവേ. കണ്ടക്ടിവിറ്റി ഈസ് ഡിഫൈൻഡ് ആസ് എ, എല്ലാവരും നോക്കിക്കേ, കണ്ടക്ടിവിറ്റി ഈസ് ഡിഫൈൻഡ് ആസ് എ ഡിസോസിയേഷൻ, ഓക്കെ, ഡിസോസിയേഷൻ of soluble salts, acids and bases into positively charged cations and negatively charged anions. എന്ന് പറഞ്ഞാൽ കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ഡിസോസിയേഷൻ ഓഫ് സോളിബിൾ സോൾട്സ് എന്ന് പറയുമ്പോൾ, ഫോർ എക്സാമ്പിൾ HCl നമ്മൾ എടുത്തോ. HCl നമുക്ക് എങ്ങനെ ഡിസോസിയേറ്റ് ചെയ്യാം? അവരെ H+ഉം Cl- ഡിസോസിയേറ്റ് ചെയ്തു. അതിനകത്ത് എന്താണ്? H+ എന്ന് പറഞ്ഞാൽ പോസിറ്റീവ്ലി ചാർജ് കാറ്റയോണും Cl- എന്ന് പറഞ്ഞാൽ നെഗറ്റീവ്ലി ചാർജ് കാറ്റയോൺ. ആൻഡ് ദീസ് ചാർജ് പാർട്ടിക്കിൾസ് are responsible for current conduction, കറണ്ടിന്റെ കണ്ടക്ടിവിറ്റി, കറണ്ട് കണ്ടക്ട് ചെയ്യണം അല്ലെങ്കിൽ കറണ്ട് ഫ്ലോ നടക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ചാർജ് പാർട്ടിക്കിൾസിന്റെ ഫ്ലോ കാരണമാണ് കറണ്ട് കണ്ടക്ഷൻ സംഭവിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ലൈക്ക് ഇലക്ട്രോൺസ് ഫ്ലോ ഇൻ മെറ്റൽസ്. മനസ്സിലായത്? നമ്മുടെ മെറ്റൽസ് ഇല്ലേ, നമ്മൾ ഓൾറെഡി അറിയാവുന്ന പല മെറ്റൽ, നമ്മളിപ്പോൾ ഡാനിയൽ സെല്ലൊക്കെ പഠിച്ചു, അതുപോലെ തന്നെ പല കാര്യങ്ങളും പഠിച്ചപ്പോൾ നമ്മൾ ഈ കലോമൽ ഇലക്ട്രോഡും അങ്ങനത്തെ എന്തൊക്കെ പഠിച്ചപ്പോൾ ഇലക്ട്രോൺസിന്റെ ഫ്ലോ കാരണമാണ് കറണ്ട് ഉണ്ടാവുന്നത്, അങ്ങനെയാണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഒക്കെ എക്സിസ്റ്റ് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു അല്ലേ. പക്ഷെ നമ്മുടെ കെമിസ്ട്രിക്കകത്ത് നമ്മൾ കണ്ടക്ടിവിറ്റി പഠിക്കുന്നത് കണ്ടക്ടിവിറ്റി ഓഫ് മെറ്റൽസ് അല്ല, കണ്ടക്ടിവിറ്റി ഇൻ സൊല്യൂഷൻ ആണ്. ഒരു സൊല്യൂഷന്റെ കണ്ടക്ടിവിറ്റി, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ എടുത്ത കണ്ടക്റ്റീവ് സൊല്യൂഷൻ, ഒരു പർട്ടിക്കുലർ സൊല്യൂഷൻ എന്തുമാത്രം കണ്ടക്ട് ചെയ്യുന്നുണ്ട്, ആ ഒരു കാര്യമാണ് നമ്മൾ കെമിസ്ട്രിയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് കണ്ടക്ടിവിറ്റീനെ ഇലക്ട്രോൺസിന്റെ ഫ്ലോ അല്ല, ചാർജ്ഡ് പാർട്ടിക്കിൾസിന്റെ ഫ്ലോ ആയിട്ടാണ് നമ്മൾ കണക്കാക്കാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ. പിന്നെ വേറൊരു ഡെഫിനിഷനും കൂടി നമുക്ക് പറയാനുണ്ട്. എന്താണെന്നറിയോ? കണ്ടക്ടിവിറ്റി ഈസ് ഓൾസോ ഡിഫൈൻഡ് ആസ് എ മെഷർ ഓഫ് ദ എബിലിറ്റി ഓഫ് ദ മെറ്റീരിയൽ ടു കണ്ടക്ട് ഇലക്ട്രിസിറ്റി. എന്ന് പറഞ്ഞാൽ കണ്ടക്ടിവിറ്റി ഈസ് ദ മെഷർ ഓഫ് ദ സൊല്യൂഷൻസ് എബിലിറ്റി ടു കണ്ടക്ട് ഇലക്ട്രിസിറ്റി. ഇലക്ട്രിസിറ്റീനെ കണ്ടക്ട് ചെയ്യാനുള്ള ആ സൊല്യൂഷൻ്റെ കേപ്പബിലിറ്റീനെ, അതിൻ്റെ കഴിവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ. ഒന്നുകൂടെ പറയാം, നമ്മളൊരു സൊല്യൂഷൻ എടുത്ത് ആ സൊല്യൂഷൻ എത്ര നല്ലോണം ഈ പറയുന്ന കറണ്ടിനെ കണ്ടക്ട് ചെയ്യാൻ പറ്റുമോ ആ ഒരു പ്രോപ്പർട്ടീനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ നമുക്ക് രണ്ട് തരത്തിലുള്ള ഡെഫിനിഷൻ ഉണ്ട്. ഒന്നിത് കണ്ടക്ടിവിറ്റി ഇസ് ഡിഫൈൻഡ് ആസ് എ ഡിസോസിയേഷൻ ഓഫ് സോളുബിൾ സോൾട്സ്, ആസിഡ്സ് ആൻഡ് ബേസസ് ഇൻടു പോസിറ്റീവ്ലി ചാർജ് കാറ്റയോൺസ് ആൻഡ് നെഗറ്റീവ്ലി ചാർജ് ആനിയോൺസ് ആൻഡ് ദീസ് ചാർജ് പാർട്ടിക്കിൾസ് ആർ റെസ്പോൺസിബിൾ ഫോർ ദ കറന്റ് കണ്ടക്ഷൻ. അതല്ലാന്നുണ്ടെങ്കിൽ കണ്ടക്ടിവിറ്റി ഇസ് ഡിഫൈൻഡ് ആസ് എ മെഷർ ഓഫ് ദ എബിലിറ്റി ഓഫ് സൊല്യൂഷൻ to conduct electricity, അല്ലെങ്കിൽ മെഷർ ഓഫ് ദ സൊല്യൂഷൻസ് എബിലിറ്റി ടു കണ്ടക്ട് ഇലക്ട്രിസിറ്റി. ഓക്കെ അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് ഡെഫിനിഷൻ ഒക്കെ മനസ്സിലായല്ലോ. ഇപ്പോൾ കണ്ടക്ടിവിറ്റി എന്താണെന്ന് ചോദിക്കുമ്പോൾ എഴുതാനുള്ള കാര്യമായല്ലോ അത്. അപ്പം നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ് ഇലക്ട്രോൺസിന്റെ ഫ്ലോ കാരണമുള്ള കറണ്ടിനെ പറ്റി അല്ലെ. ഇലക്ട്രോൺസിന്റെ ഫ്ലോ കാരണം മെറ്റൽസിലും എന്തുണ്ടാവുന്നുണ്ട്? കറണ്ട് കണ്ടക്ഷൻ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ബേസിക്കലി നിങ്ങൾ ഇങ്ങനത്തെ ഒരു ഇക്വേഷൻ എപ്പോഴും പഠിച്ചിട്ടുണ്ടാവും. റെസിസ്റ്റൻസ് R = ρL/A.
എന്താണോ ആർ എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസ്. റെസിസ്റ്റൻസ് എന്താണ്? റെസിസ്റ്റൻസിന്റെ ആ ഒരു ഡെഫിനിഷൻ എന്താണ്? ഒബ്സ്ട്രക്ഷൻ ടു ദ ഫ്ലോ ഓഫ് കറണ്ട് അല്ലേ? കറണ്ടിന്റെ ഫ്ലോയിനെ എതിർക്കുന്ന ആ പാരാമീറ്റർ ആണ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ. എന്താണ് ഈ പറയുന്നത്? അപ്പൊ ഞാൻ ആ ഡെഫിനിഷൻ ഒന്നും എഴുതേണ്ട ആവശ്യമില്ല, കാരണം നമുക്ക് അതിനെപ്പറ്റി അത്രയും കാര്യങ്ങളില്ല. റെസിസ്റ്റിവിറ്റി എന്താണ്? റെസിസ്റ്റിവിറ്റി ശരിക്കും പറഞ്ഞാൽ റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത് ഒരു മെറ്റീരിയലിന്റെ പ്രോപ്പർട്ടിയാണ്. റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കറണ്ടിന്റെ ഫ്ലോയിനെ എതിർക്കുന്നവർ അല്ലേ, അതാണ് റെസിസ്റ്റൻസ്. റെസിസ്റ്റിവിറ്റി എന്ന് പറഞ്ഞാൽ ഒരു മെറ്റീരിയലിന്റെ പ്രോപ്പർട്ടിയാണ്. കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നില്ല, ഇപ്പൊ ഞാൻ എന്താ പറഞ്ഞു, കണ്ടക്ടിവിറ്റി ഇസ് എ മെഷർ ഓഫ് ദ സൊല്യൂഷൻസ് എബിലിറ്റി ടു കണ്ടക്ട് ഇലക്ട്രിസിറ്റി. ഇലക്ട്രിസിറ്റിനെ കണ്ടക്ട് ചെയ്യാനുള്ള ആ സൊല്യൂഷന്റെ കഴിവിനെയാണ് നമ്മൾ കണ്ടക്ടിവിറ്റി. അപ്പൊ റെസിസ്റ്റിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഒരു മെറ്റലിന് എന്തുമാത്രം കഴിവുണ്ട് കറണ്ടിന്റെ ഫ്ലോയിനെ എതിർക്കാൻ. മനസ്സിലായല്ലോ? ദ മെഷർ ഓഫ് ദ എബിലിറ്റി ഓഫ് ദ മെറ്റീരിയൽ ടു റെസ്ട്രിക്ട് ദ കറണ്ട് ഫ്ലോ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? അതെ, ഇതെന്താണ്? ലെങ്ത് ഓഫ് ദ മെറ്റീരിയൽ. ഓക്കെ, യെസ്. ഇനി നമ്മുടെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ അല്ലേ? ഈ ഇക്വേഷൻ നമ്മൾ എവിടെ മെയിൻലി പഠിച്ചിട്ടുള്ളത്? നമുക്ക് ഇങ്ങനത്തെ ഒരു റെസിസ്റ്റർ ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലേ, നമ്മൾ ഇലക്ട്രിക്കലൊക്കെ പഠിക്കുന്നതാണ്. ഇങ്ങനത്തെ റെസിസ്റ്റർ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ റെസിസ്റ്റൻസ് വാല്യൂ എന്ന് പറയുന്നത് അതിൻ്റെ റെസിസ്റ്റിവിറ്റി ഇൻറ്റു അതിൻ്റെ ലെങ്ത് പെർ യൂണിറ്റ് ക്രോസ് സെക്ഷണൽ ഏരിയ. അങ്ങനെയാണ് നമ്മൾ റെസിസ്റ്റൻസിനെ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ നോക്കിക്കുക എല്ലാവരും, ഞാൻ ഇതിനകത്തൊരു ട്വിസ്റ്റ് കൊണ്ടുവരികയാണ്. ഞാൻ ഇതിൻ്റെ എല്ലാത്തിൻ്റെ റെസിപ്രോക്കൽ കണ്ടുപിടിക്കുകയാണ്. 1/r എന്ന് പറഞ്ഞാൽ 1/ρ ഇൻറ്റു A/L. അപ്പോൾ ഈ 1/r-നെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കണ്ടക്റ്റൻസ് എന്ന് പറഞ്ഞാൽ. ഇപ്പൊ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഒബ്സ്ട്രക്ഷൻ ടു ദ കറണ്ട് ഫ്ലോ ആണെന്നുണ്ടെങ്കിൽ കണ്ടക്റ്റൻസ് C എന്ന് പറഞ്ഞാൽ ഈസിനെസ് ഓഫ് ദ കറണ്ട് ഫ്ലോ ആണ്. 1/ρ എന്ന് പറഞ്ഞാൽ സിഗ്മ വിച്ച് ഈസ് കണ്ടക്ടിവിറ്റി ഇൻറ്റു A/L. ഓക്കെ അല്ലേ? യെസ്. അപ്പം നമ്മുടെ കണ്ടക്ടിവിറ്റി ആയിട്ടുള്ള സിഗ്മ എന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്കും പറഞ്ഞാൽ? എല്ലാവരും നോക്കിക്കേ, കണ്ടക്ടിവിറ്റി സിഗ്മ എന്ന് പറഞ്ഞാൽ L/A, എല്ലാവരും ഓർത്ത് L/A ഇൻറ്റു C ആണ്. കണ്ടല്ലോ? യെസ്. ഇതാണ് നമ്മുടെ കണ്ടക്ടിവിറ്റിയുടെ ഇക്വേഷൻ. ഓർത്തോളം എന്താണ് കണ്ടക്ടിവിറ്റിയുടെ ഇക്വേഷൻ? എല്ലാവർക്കും സിഗ്മ എന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ടക്ടിവിറ്റി ആണ്. കേട്ടല്ലോ? അത് A/A അറിയാമല്ലോ. ആൻഡ് C എന്ന് പറഞ്ഞാൽ കണ്ടക്റ്റൻസ് ആണ്. കേട്ടല്ലോ? കണ്ടക്റ്റൻസ് എന്താണ്? ഈസിനെസ് ഓഫ് ദ കറണ്ട് ഫ്ലോ. എത്ര നന്നായിട്ടാണ് കറണ്ട് ഫ്ലോ നടക്കുന്നത്. റെസിസ്റ്റൻസ് എന്ന ഒബ്സ്ട്രക്ഷൻ ടു ദ കറണ്ട് ഫ്ലോ, അതാണ് റെസിസ്റ്റൻസ് എന്ന പാരാമീറ്റർ. കണ്ടക്ടൻസ് എന്ന ഈസിനെസ് ഓഫ് കറണ്ട് ഫ്ലോ ആണ്. ഓക്കെ അല്ലേ? യെസ്. അപ്പോൾ ബേസിക്കലി നമ്മൾ സൊല്യൂഷനുകളുടെ കണ്ടക്ടിവിറ്റി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു എക്യുപ്മെൻ്റ് ആണ് കണ്ടക്ടിവിറ്റി സെൽ എന്ന് പറഞ്ഞാൽ. മനസ്സിലായി? അപ്പോൾ ഞാനിപ്പോൾ ഇതുവരെ എന്തൊക്കെ പറഞ്ഞു, ഞാൻ എന്താണ് കണ്ടക്ടിവിറ്റി പഠിപ്പിച്ചു. അത് കഴിഞ്ഞ് ബേസിക്കലി നിങ്ങൾ കാണുന്ന ഒരു കാര്യമാണ് റെസിസ്റ്റൻസ് ഈക്വൽസ് ടു റോ L/A. ആണ് റെസിസ്റ്റൻസ്, റോ എന്ന് പറഞ്ഞാൽ മെറ്റീരിയൽ പ്രോപ്പർട്ടിയാണ്, റോ എന്ന് പറഞ്ഞാൽ റെസിസ്റ്റിവിറ്റി, ഈ പറയുന്ന ലെങ്ത് ടു ദ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. അപ്പോൾ എന്താണ് ഇതിന് റെസിപ്രോക്കൽ എടുത്ത് കഴിയുമ്പോൾ നമുക്ക് കണ്ടക്ടിവിറ്റി റിലേഷൻ കിട്ടും. കണ്ടക്ടിവിറ്റി ഈസ് ഈക്വൽസ് ടു L/A ഇൻറ്റു കണ്ടക്റ്റൻസ്. ഓക്കെ അല്ലേ? യെസ്. അപ്പം നമ്മൾ ഒരു അൺനോൺ സൊല്യൂഷൻ്റെ കണ്ടക്ടിവിറ്റി അല്ലേ, കണ്ടക്ടിവിറ്റി മെഷർ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഡിവൈസാണ് കണ്ടക്ടിവിറ്റി സെൽ എന്ന്. അതിലോട്ട് പോയാലോ? യെസ്. ഓക്കെ സ്റ്റുഡൻസ്, അപ്പോൾ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഒരു സൊല്യൂഷൻ്റെ കണ്ടക്ടിവിറ്റി, നമുക്ക് ഈ പറയുന്ന ഫിസിക്സിലെ പോലെ തന്നെ ഇലക്ട്രോൺസിൻ്റെ ഫ്ലോ കാണാനുള്ള കണ്ടക്ടിവിറ്റി അല്ല, നമ്മൾ സൊല്യൂഷൻ്റെ കണ്ടക്ടിവിറ്റിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സൊല്യൂഷൻ്റെ കണ്ടക്ടിവിറ്റി എങ്ങനെയാണ്? ഈ പറയുന്ന ചാർജ് പാർട്ടിക്കിൾസിൻ്റെ ഫ്ലോ കാരണം ഉണ്ടാവുന്ന കണ്ടക്ടിവിറ്റിനെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഒരു സൊല്യൂഷൻ്റെ കണ്ടക്ടിവിറ്റിനെ മെഷർ ചെയ്യുന്ന ഡിവൈസാണ് കണ്ടക്ടിവിറ്റി സെൽ. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചേ, ഇതാണ് ഒരു കണ്ടക്ടിവിറ്റി സെല്ലിൻ്റെ ഫിഗർ എന്ന് പറയുമ്പം. ഓക്കെ അല്ലേ എല്ലാവരും? യെസ്. അപ്പോൾ ആ കണ്ടക്ടിവിറ്റി സെല്ലിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 2 പ്ലാറ്റിനം പ്ലേറ്റ്സ്. ഈ കറുപ്പ് കളർ കണ്ടോ, അതാണ് പ്ലാറ്റിനം പ്ലേറ്റ്സ്. അപ്പോൾ എന്താണ് നമ്മുടെ തിയറി? ഇറ്റ് കൺസിസ്റ്റ്സ് ഓഫ് 2 പ്ലാറ്റിനം പ്ലേറ്റ്സ് കോട്ടഡ് വിത്ത് പ്ലാറ്റിനം ബ്ലാക്ക്. കണ്ടോ, ഒരു പ്ലാറ്റിനം ബ്ലാക്ക് വെച്ചിട്ട് കോട്ട് ചെയ്തിരിക്കുവാണ്. 1 end of platinum plates are connected to platinum wire which are enclosed in glass tubes. Okay? Yes. എന്ന് പറഞ്ഞാൽ എന്തുവാ? നോക്കിക്കേ, നമ്മുടെ 2 പ്ലാറ്റിനം പ്ലേറ്റുകളുണ്ട്. ഞാൻ ഫിഗറിൽ ശ്രദ്ധിച്ചോണം. ഈ കണ്ട പ്ലാറ്റിനം പ്ലേറ്റ് ഞാൻ കർസർ മൂവ് ചെയ്യുന്നുണ്ടാ, ആ പ്ലാറ്റിനം പ്ലേറ്റുകൾ കോട്ട് ചെയ്തിരിക്കുന്ന പ്ലാറ്റിനം ബ്ലാക്ക് വെച്ചിട്ടാണ്. അതിൻ്റെ ഒരു എൻഡ് കണ്ടോ, ഈ ഒരു എൻഡ് കണ്ടോ, ആ ഒരു എൻഡിൽ എന്ത് കണക്ട് ചെയ്തിട്ട്? പ്ലാറ്റിനം വയർ കണക്ട് ചെയ്തു. ആ പ്ലാറ്റിനം വയർ എന്തിലാണ് വെച്ചേക്കുന്നത്? ഗ്ലാസ് ട്യൂബിനകത്ത് ഇമേഴ്സ് ചെയ്ത് വെച്ചിരിക്കുവാണ്. ഓക്കെ അല്ലേ സ്റ്റുഡൻസ്? യെസ്. എന്നിട്ട് ഇത് പുറത്തോട്ടുള്ള കണക്ഷനാണ്. ഓക്കെ അല്ലേ? 2 വയർ വെച്ചിട്ട് പുറത്തോട്ട് കണക്ട് ചെയ്തിരിക്കുക. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ടത്, ഈ 2
ഇലക്ട്രോഡുകളുണ്ടല്ലോ, 2 പ്ലാറ്റിനം പ്ലേറ്റിൻ്റെ ഇടയിലുള്ള ഡിസ്റ്റൻസ് L ആണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു പ്ലേറ്റ്സ് എന്ന് പറയുന്നത് L ആണ്. ഓക്കെ അല്ലേ? ആൻഡ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് 2 പ്ലേറ്റ്സ്, അത് ഇമ്പോർട്ടൻ്റ് ആണ്. പലർക്കും അറിയത്തില്ല ഈ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എന്താ ഉദ്ദേശിക്കുന്നത്. അത് A ആണ്. അത് പറഞ്ഞുതരാം. ഈ പറയുന്ന 2 പാരാമീറ്റേഴ്സും ബോത്ത് L ആൻഡ് A ഷുഡ് ബി മെയിൻറ്റെയിൻഡ് കോൺസ്റ്റൻറ്റ്. ഒരു കണ്ടക്ടിവിറ്റി സെൽ എന്ന് പറഞ്ഞാൽ ഒരു ഡിവൈസാണ്. ആ കണ്ടക്ടിവിറ്റി സെല്ലിൻ്റെ ഈ പറയുന്ന എല്ലിനും എയ്ക്കും ഒരു തരത്തിൽ മാറ്റവും വരാൻ പോകരുതും കേട്ടല്ലോ. അതുകൊണ്ട് L ആൻഡ് A ഷുഡ് ബി മെയിൻറ്റെയിൻ കോൺസ്റ്റൻറ്റ്, ദെയർഫോർ ദ പ്ലേറ്റ്സ് ഷുഡ് ബി ടൈറ്റ്ലി ഫിക്സ്ഡ്. ഓക്കെ അല്ലേ? അവരെ ടൈറ്റ്ലി ഫിക്സ് ചെയ്ത് വെക്കണം. മനസ്സിലായല്ലോ? അതെന്തുകൊണ്ടാണ്? എന്താണെന്ന് വെച്ചാൽ ഈ ലെങ്ത് എന്ന് പറയുന്നത് ഇങ്ങനെ, ഫോർ എക്സാമ്പിൾ ഈ പറയുന്ന ഇതാണെന്ന് വിചാരിച്ചു, ഞാനിപ്പോൾ പ്ലേറ്റുകൾക്ക് പകരം ഇലക്ട്രോഡാണെന്ന് വിചാരിച്ചു. അപ്പം ഫോർ എക്സാമ്പിൾ ഇതൊരു പെൻ, ഇതും ഒരു പെൻ അല്ലേ. അപ്പം ഈ പറയുന്ന 2 പെന്നുകൾ കണ്ടല്ലോ, ഈ 2 പെന്നുകളെ ഒരുമിച്ച് ഇൻടാക്ട് ചെയ്ത് ഞാൻ വെച്ചിരിക്കുകയാണ്. കറക്റ്റാണ്. അവരുടെ ഇടയിലുള്ള ഈ ലെങ്ത് കണ്ടോ, ഈ ഡിസ്റ്റൻസ് 2 പേരുടെയും, അതാണ് നമ്മുടെ ലെങ്ത് എന്ന് പറഞ്ഞാൽ. അത് കോൺസ്റ്റന്റ് ആക്കി വെക്കണം ഏതൊരു കണ്ടക്ടിവിറ്റി സെല്ലിനകത്തും. ഇനി ശ്രദ്ധിച്ചേ, ഇത് 2 പ്ലേറ്റുകളാണ്, എല്ലാവരും കാണുന്നുണ്ടല്ലോ പ്ലേറ്റ്. അപ്പം ഇതിൻ്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ പ്ലേറ്റും കൂടെ ഒരുമിച്ചുള്ള ഏരിയ ഉണ്ടല്ലോ, അതിനെയാണ് A എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ ആ പ്ലേറ്റ് ഇങ്ങനെ നീങ്ങിയെന്ന് വിചാരിച്ചു. എല്ലാവരും ശ്രദ്ധിച്ചു, ഈ പ്ലേറ്റ് ഇങ്ങനെ ആയിരുന്നു. പ്ലേറ്റ് ഇങ്ങനെ നീങ്ങി കഴിയുമ്പോഴത്തേക്കും ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഇത്രേ മാത്രമേ ഉള്ളൂ. മനസ്സിലായല്ലോ? ക്രോസ് സെക്ഷണൽ ഏരിയ കുറഞ്ഞു. ഇനി ഇതിനെ ഞാൻ ഇങ്ങോട്ട് നീക്കി കഴിയുമ്പോൾ ഇത് ഇത്രയും മാത്രമേ 2 പ്ലേറ്റും ഓവർലാപ്പ് ചെയ്യുന്ന ആ ഏരിയ ഉണ്ടല്ലോ, ആ ഏരിയ ആണ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എന്ന് പറഞ്ഞാൽ. എല്ലാവരും ശ്രദ്ധിച്ചേ, കണ്ടല്ലോ ഈ 2 പെൻ കണ്ടല്ലോ. അപ്പോൾ ഈ 2 പെന്നുകളെ ഇലക്ട്രോഡായിട്ട് കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം മൊത്തത്തിൽ ഇത്രയും ഏരിയ കണ്ടോ, അതാണ് നമ്മുടെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. ഈ പ്ലേറ്റ് ഇങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ ഇത്രയും മാത്രമേ ഉള്ളൂ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. ഈ പ്ലേറ്റ് ഇങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ ഇത്രയുള്ള ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. 2 പ്ലേറ്റും ഇങ്ങനെ മാറിക്കഴിഞ്ഞാൽ ദർ ഇസ് നോ ക്രോസ് സെക്ഷണൽ ഏരിയ. ആ ഏരിയ എന്ന് പറഞ്ഞാൽ 0 ആയി മാറും. കാര്യം മനസ്സിലായോ? യെസ്, അതാണ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. നല്ല വ്യക്തമായിട്ട് മനസ്സിലായിരിക്കണം. അപ്പം എന്താണ് നമ്മൾ പറഞ്ഞത്? ഈ പറയുന്ന കണ്ടക്ടിവിറ്റി സെല്ലിനകത്ത് ഈ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 പ്ലേറ്റുകളും ഏരിയ ഓഫ് ക്രോസ് സെക്ഷനും മാറാൻ പാടില്ല. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്കൊരു പാരാമീറ്റർ അറിയണം. ഈ L/A എന്ന് പറഞ്ഞൊരു പാരാമീറ്റർ ഉണ്ടല്ലോ, അത് നമ്മൾ കോൺസ്റ്റൻ്റ് ആയിട്ടാണ് വെക്കുന്നത്. ആ കോൺസ്റ്റൻറ്റിനെ നമ്മൾ വിളിക്കുന്ന പേരുണ്ട് സെൽ കോൺസ്റ്റൻ്റ് എന്ന്. മനസ്സിലായില്ലേ? ഞാൻ പറഞ്ഞു ഈ Lഉം Aയും കോൺസ്റ്റൻ്റ് ആയിരിക്കണം. അപ്പോൾ അവരുടെ റേഷ്യോ ഉണ്ട് L/A. ആ റേഷ്യോനെ നമ്മൾ പറയുന്ന പേരാണ് സെൽ കോൺസ്റ്റൻ്റ് എന്ന്. ഓക്കെ അല്ലേ? അപ്പം നേരത്തെ നമ്മളൊരു പ്രീവിയസ് ഇക്വേഷൻ അത് പഠിച്ചിട്ടുണ്ടായിരുന്നു. കണ്ടക്ടിവിറ്റി ഈക്വൽസ് ടു കണ്ടക്റ്റൻസ് ഇൻറ്റു L/A എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? യെസ്. അപ്പോൾ ഈ പറയുന്നത് എന്താണ്? കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ കണ്ടക്റ്റൻസ് ഇൻറ്റു സെൽ കോൺസ്റ്റൻ്റ് ആണ്. ഓക്കെ, യെസ്. അപ്പോൾ ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യമേ നമ്മുടെ കയ്യിൽ ഒരു കണ്ടക്ടിവിറ്റി സെല്ല് തരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങളോട് പറയണം, അത് വെച്ചിട്ട് നിങ്ങൾ കണ്ടക്ടിവിറ്റി മെഷർ ചെയ്തോളൂ. അപ്പം നമ്മൾ എന്താ ചെയ്യാൻ പോകണമെന്നറിയാം? ആദ്യമേ നമ്മൾ മെഷർ ചെയ്യാൻ പോണ ആ കണ്ടക്ടിവിറ്റി സെല്ലിൻ്റെ സെൽ കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഈ പറയുന്ന പാരാമീറ്റർ ആയിരിക്കും ആദ്യമേ നമ്മൾ മെഷർ ചെയ്യാൻ പോകുന്നത്. എല്ലാവരും ശ്രദ്ധിച്ചോളൂ. ആദ്യമേ നമ്മൾ കണ്ടക്ടിവിറ്റി സെല്ലിൻ്റെ എന്ത് പാരാമീറ്ററാണ് മെഷർ ചെയ്യുന്നത്? സെൽ കോൺസ്റ്റൻറ്റ്. ദ സെൽ കോൺസ്റ്റൻറ്റ് ഇസ് ഡിറ്റർമൈൻഡ് ബൈ മെഷറിംഗ് the resistance of the cell. പറഞ്ഞു തരാവേ, കൺഫ്യൂഷൻ ഒന്നും വേണ്ട. The resistance of a cell which contains a solution whose conductivity is already known. എന്ന് പറഞ്ഞാൽ ആദ്യമേ ഒരു കണ്ടക്ടിവിറ്റി സെൽ കിട്ടുവാണെങ്കിൽ ആദ്യം നമ്മൾ ചെയ്യാൻ നമ്മുടെ സെൽ കോൺസ്റ്റൻറ്റ് കണ്ടുപിടിക്കുക എന്നുള്ള. സെൽ കോൺസ്റ്റൻറ്റ് എന്താണ്? സിഗ്മ ബൈ കണ്ടക്റ്റൻസ് വിച്ച് ഈസ് ഈക്വൽ ടു L/A എന്ന് പറഞ്ഞാൽ സെൽ കോൺസ്റ്റൻറ്റ് സിഗ്മ, ദറ്റ് ഈസ് കണ്ടക്ടിവിറ്റി ഇൻറ്റു റെസിസ്റ്റൻസ് ആണ്. അപ്പോൾ കണ്ടക്ടിവിറ്റി ഓഫ് എ സൊല്യൂഷൻ, നമുക്ക് അറിയുന്ന സൊല്യൂഷൻ ഉണ്ട്. നമുക്ക് കണ്ടക്ടിവിറ്റി അറിയാവുന്ന ഒരു സൊല്യൂഷനെ ആയിരിക്കും നമ്മൾ ഈ കണ്ടക്ടിവിറ്റി സെൽ. ഇത് കണ്ടോ, ഈ സെല്ലിനകത്ത് മൊത്തം എന്താണ്? ആ സൊല്യൂഷനാണ്. ആ സൊല്യൂഷൻ്റെ കണ്ടക്ടിവിറ്റി നമുക്ക് ഓൾറെഡി അറിയാം. എന്നിട്ട് ഈ പറയുന്ന കണ്ടക്ടിവിറ്റി സെല്ലിൻ്റെ റെസിസ്റ്റൻസ്, നമ്മൾ ഈ മൊത്തത്തിലുള്ള സെല്ലിൻ്റെ റെസിസ്റ്റൻസ് നമ്മൾ കണ്ടുപിടിക്കും. എന്നിട്ട് എന്ത് ചെയ്യും? ആ കണ്ടക്ടിവിറ്റീനെ റെസിസ്റ്റൻസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് സെൽ കോൺസ്റ്റൻറ്റ് കിട്ടും. അങ്ങനെ സെൽ കോൺസ്റ്റൻറ്റ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഈ ഒരു കണ്ടക്ടിവിറ്റി സെല്ലിൻ്റെ കോൺസ്റ്റന്റ് വാല്യൂ കിട്ടിക്കഴിഞ്ഞു. പിന്നെ അത് ഇനി എപ്പോഴും കണ്ടുപിടിക്കണം. പിന്നെ എന്ത് ചെയ്യണം? പിന്നെ ഏതൊരു ഇപ്പോൾ ഈ പറയുന്ന നോൺ
കണ്ടക്ടിവിറ്റി ആണ്. അത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഏതൊരെണ്ണത്തിൻ്റെയും കണ്ടക്ടിവിറ്റി, അൺനോൺ സൊല്യൂഷൻ്റെ കണ്ടക്ടിവിറ്റി കണ്ടുപിടിച്ചുകൂടെയോ? ദ കണ്ടക്ടിവിറ്റി ഓഫ് അൺനോൺ സൊല്യൂഷൻ ഈക്വൽസ് ടു L/A വിച്ച് ഈസ് എ കോൺസ്റ്റന്റ് വാല്യൂ അല്ലേ? ഇതൊരു കോൺസ്റ്റന്റ് വാല്യൂ ഇൻറ്റു എന്താണ് 1/R ആണ്, ഇൻറ്റു കണ്ടക്ടൻസ് 1/R. എന്നിട്ട് നമ്മൾ ഈ പറയുന്ന കണ്ടക്ടിവിറ്റി കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ സെൽ കോൺസ്റ്റന്റ് ഓൾറെഡി അറിയാം. എന്നിട്ട് ഈ പറഞ്ഞതുപോലെ തന്നെ സെല്ലിൻ്റെ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുകയാണെങ്കിൽ സെൽ കോൺസ്റ്റന്റ് ഡിവൈഡഡ് ബൈ റെസിസ്റ്റൻസ് കിട്ടുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് കണ്ടക്ടിവിറ്റി ഓഫ് അൺനോൺ സൊല്യൂഷൻ കിട്ടിയില്ലേടോ? കാര്യം മനസ്സിലായോ? യെസ്. അപ്പം നമ്മളിപ്പോൾ മെയിൻലി യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ദ കണ്ടക്ടിവിറ്റി ഓഫ് എ നോൺ സൊല്യൂഷനാണ്. അപ്പോൾ നോക്കി നോക്കാം അത് ഏത് ശരിക്കും പറഞ്ഞാൽ സൊല്യൂഷൻ്റെ കോൺസെൻട്രേഷൻ വിട്ടുപോയി നോക്കിയിട്ട് ഞാൻ പറയാം. ഓക്കെ അല്ലേ സ്റ്റുഡൻസ്? യെസ്, ഓക്കെ അല്ലേ? അപ്പം ആദ്യമേ നമ്മൾ എന്താ ചെയ്യുക, നമ്മുടെ ഒരു കണ്ടക്ടിവിറ്റി സെല്ല് കിട്ടിക്കഴിയുകയാണെന്ന് നമ്മളിവിടെ സെൽ കോൺസ്റ്റൻറ്റ് കണ്ടുപിടിക്കും. ആ സെൽ കോൺസ്റ്റൻറ്റ് എങ്ങനെ കണ്ടുപിടിക്കുന്നത്? നമ്മൾ ഈ പറഞ്ഞ കണ്ടക്ടിവിറ്റി സെല്ലിനകത്തോട്ട് ഒരു സൊല്യൂഷൻ ഒഴിക്കും. ഏകദേശം എന്താണ് 0.1 മോളാർ KCl സൊല്യൂഷനാണ്. അവരുടെ കണ്ടക്ടിവിറ്റി ഓൾറെഡി അറിയാവുന്ന ഒരു കണ്ടക്ടിവിറ്റി വാല്യൂ എന്ന് വെച്ചാൽ KClൻ്റെ വാല്യൂ ഈ പറയുന്ന 0.1 മോളാർ KClൻ്റെ കണ്ടക്ടിവിറ്റി നോൺ വാല്യൂ ആണ്. എന്നിട്ട് എന്ത് ചെയ്യും? നമ്മൾ റെസിസ്റ്റൻസ് ഓഫ് ദ സെല്ല് കണ്ടുപിടിക്കും. ആ റെസിസ്റ്റൻസ് ഓഫ് ദ സെല്ല് കണ്ടുപിടിച്ച് കഴിയുമ്പോൾ നമുക്ക് സെൽ കോൺസ്റ്റൻറ്റ് കിട്ടിക്കഴിഞ്ഞു. ആ സെൽ കോൺസ്റ്റന്റ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഏതൊരു സൊല്യൂഷന്റെ കണ്ടക്ടിവിറ്റി കാണാനും പോസിബിൾ ആയിട്ടുള്ള കാര്യം. കാരണം കണ്ടക്ടിവിറ്റി ഓഫ് അൺനോൺ സൊല്യൂഷൻ ഈക്വൽസ് ടു ദാറ്റ് സെൽ കോൺസ്റ്റന്റ് വാല്യൂ ഇൻറ്റു 1/R. അപ്പോൾ എപ്പോഴും ഡൗട്ട്, മിസ് ഈ റെസിസ്റ്റൻസ് എങ്ങനെ കണ്ടുപിടിക്കും? നോക്കിക്കേ, ഇത് ഫസ്റ്റ് കേസും ഇത് സെക്കൻഡ് കേസുമാണ്. അപ്പോൾ നമുക്ക് സെൽ കോൺസ്റ്റന്റ് കണ്ടുപിടിക്കണം. അതിനെന്താ നമ്മൾ ഡെഫിനിഷൻ കൊടുത്തുള്ള സെൽ കോൺസ്റ്റന്റ് ഡിറ്റർമൈൻഡ് ബൈ മെഷറിംഗ് ദ റെസിസ്റ്റൻസ് ഓഫ് എ സെല്ലാണ് വിച്ച് കണ്ടെയ്ൻസ് എ സൊല്യൂഷൻ ഇസ് കണ്ടക്ടിവിറ്റി ഈസ് ഓൾറെഡി നോൺ. അപ്പോൾ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആരെ വെച്ചിട്ടുള്ള വീറ്റ്സ്റ്റോൺസ് ബ്രിഡ്ജിനെ വെച്ചിട്ടുള്ള. അപ്പോൾ അത് നോക്കിയാലോ? യെസ്. ഓക്കെ സ്റ്റുഡൻസ്, അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് സെൽ കോൺസ്റ്റന്റ് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ആ വാല്യൂ ഓഫ് 0.1 മോളാർ KCl ആണ് നമ്മൾ ഉദ്ദേശിച്ചേക്കുന്നത്. അതിൻ്റെ കണ്ടക്ടിവിറ്റി വാല്യൂ എനിക്കറിയാം. ഇനി ആ റെസിസ്റ്റൻസ് സെല്ലിൻ്റെ മൊത്തത്തിലുള്ള ഈ കണ്ടക്ടിവിറ്റി സെല്ലിൻ്റെ മൊത്തത്തിലുള്ള റെസിസ്റ്റൻസ് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് വീറ്റ്സ്റ്റോൺസ് ബ്രിഡ്ജ് വേണം. ഓക്കെ അല്ലേ? ദ റെസിസ്റ്റൻസ് ഓഫ് സെൽ ഡിറ്റർമൈൻഡ് ബൈ എന്താണ്? വീറ്റ്സ്റ്റോൺസ് ബ്രിഡ്ജ്. എല്ലാവരും ശ്രദ്ധിച്ചോണം. നമ്മുടെ ഈ സ്ക്രീനിൽ കാണുന്ന ഫിഗർ കണ്ടോ, അതാണ് വീറ്റ്സ്റ്റോൺസ് ബ്രിഡ്ജ്. ഇതൊക്കെ നിങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും. തൽക്കാലത്ത് ഇത് മാത്രം മനസ്സിലാക്കി. ഇതാണ് ഒരു സെറ്റപ്പ്. മനസ്സിലായല്ലോ? 4 ആംസ് ഉണ്ട്, അവിടെ 4 റെസിസ്റ്റൻസുകളുണ്ട്. ആ വീറ്റ്സ്റ്റോൺസ് ബ്രിഡ്ജ് കണക്ട് ചെയ്തിരിക്കുന്നത് വയ AC സപ്ലൈ ആണ്. എന്താണെന്നറിയോ? DC സപ്ലൈ കണക്ട് ചെയ്യുന്നവരുണ്ട്, AC സപ്ലൈ കണക്ട് ചെയ്തിട്ടുള്ള വീറ്റ്സ്റ്റോൺസ് ബ്രിഡ്ജും ഉണ്ട്. ഈ DC സപ്ലൈയുടെ പ്രശ്നം എന്താണെന്നറിയോ? അവർ ഈ പറഞ്ഞ സൊല്യൂഷനുമായിട്ടും ഇൻട്രാക്ട് ചെയ്യും. അതാ നമ്മൾ ഈ പറയുന്ന ഇതാട്ടോ നമ്മുടെ കണ്ടക്ടിവിറ്റി സെല്ലാണ്. ഇത് എല്ലാവരും ശ്രദ്ധിച്ചോളൂ, കൺഫ്യൂഷൻ വരണ്ട. ഇതാണ് നമ്മുടെ കണ്ടക്ടിവിറ്റി സെല്ല്. മനസ്സിലായോ? അതെ, ഇതാണ് നമ്മുടെ കണ്ടക്ടിവിറ്റി സെല്ല്. അപ്പം ശരിക്കും പറയുകയാണെങ്കിൽ കണ്ടക്ടിവിറ്റി സെല്ലിനകത്ത് ഒരു സൊല്യൂഷൻ ഉണ്ടല്ലോ. ഏത് സൊല്യൂഷനാണ് ഇപ്പം നമ്മുടെ കയ്യിലുള്ളത്? 0.1 മോളാർ KClൻ്റെ സൊല്യൂഷനാണുള്ളത്. അതിൻ്റെ കണ്ടക്ടിവിറ്റി അറിയാം. ആ ഒരു സൊല്യൂഷനാണ് ഇപ്പോൾ വെച്ചേക്കുന്നത്. അവിടെ റെസിസ്റ്റൻസ് വാല്യൂ ആയിട്ടുള്ള R1 ആണ് നമുക്ക് കണ്ടുപിടിക്കണം, നമ്മുടെ എയിം എന്ന് പറയുമ്പോൾ. അപ്പോൾ ഈ DC ആണ് നമ്മൾ സോഴ്സ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ AC സപ്ലൈ ആണ്. നോക്കിക്കേ, ACയുടെ സിമ്പിളാണിത്. DCയുടെ സിമ്പിൾ എന്ന് പറയുമ്പോൾ ഇങ്ങനെ ആയിരിക്കും. അപ്പോൾ നമ്മൾ DC അല്ല സോഴ്സ് ആയിട്ട് ഉപയോഗിക്കുന്നത്. കാരണം ഈ പറയുന്ന DC സോഴ്സ് നമ്മുടെ ഇതിനകത്തുള്ള സൊല്യൂഷനുമായിട്ട് ഇൻട്രാക്ട് ചെയ്തിട്ട് അവരുടെ കോമ്പോസിഷനെ ബാധിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ AC സോഴ്സ് ആണ് സപ്ലൈ ആയിട്ട് എടുക്കുന്നത്. പിന്നെ നമുക്ക് ഇവിടെ ഒരു ഡിറ്റക്ടർ ഉണ്ട്. അവരാണ് ഈ പറയുന്ന എന്താണ് വോൾട്ടേജ് ഡിഫറൻസ്. ശരിക്കും പറഞ്ഞാൽ ആ ഡിറ്റക്ടറിലോട്ടൊന്നും അധികം കിടക്കണം. നമ്മൾ AC സോഴ്സ് കൊടുക്കുമ്പം ഹെഡ്ഫോൺസ് ഒക്കെ നമ്മൾ ഡിറ്റക്ടേഴ്സ് ആയിട്ട് വെക്കാറുണ്ട്. ഓക്കെ അല്ലേ? എന്ന് പറയുമ്പോൾ ഈ പറയുന്ന ബ്രിഡ്ജ്, വീറ്റ്സ്റ്റോൺസ് ബ്രിഡ്ജ് എന്ന് പറയുമ്പോൾ ഒരു ബാലൻസ് ചെയ്യുന്ന കണ്ടീഷൻസ് ഒക്കെയാണ്. അത് അത്ര ഒന്നും ഞാൻ വലിച്ചു നീട്ടുന്നില്ല. ഇപ്പം ജസ്റ്റ് കണ്ടീഷൻ ഞാൻ പറയുകയാണ്. അപ്പോൾ എന്താ സംഭവിക്കാന്ന് വെച്ചാൽ നമ്മൾ റെസിസ്റ്റൻസ് ഓഫ് എ സെൽ കണ്ടുപിടിക്കുന്ന വീറ്റ്സ്റ്റോൺസ് ബ്രിഡ്ജ്, അതും AC സപ്ലൈ ആണ്, ഡിറ്റക്ടർ ആയിട്ട് നമ്മൾ ഹെഡ്ഫോൺസ് ഒക്കെ യൂസ് ചെയ്യണം. അപ്പോൾ ഈ വീറ്റ്സ്റ്റോൺസ് ബ്രിഡ്ജിൻ്റെ കണ്ടീഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ശ്രദ്ധിച്ചോളൂ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഈ ഒരു കറണ്ട് വന്നു, ഇതിലേക്കൂടെ എന്തായാലും ഒരു കറണ്ട് ഫ്ലോ ചെയ്യും. ആ കറണ്ട് ഇങ്ങനെ I1ഉം I2 ആയിട്ട് ഡിവൈഡ് ചെയ്യും. അതെ, അപ്പോൾ ഈ കറണ്ട് ഇങ്ങോട്ട് വന്ന് കുറച്ച് കറണ്ട് ഇങ്ങോട്ടും പോവേ. കാരണം നോക്കിക്കേ മക്കളെ, ഈ കറണ്ട് ഇങ്ങനെ വന്നു, കുറച്ച് കറണ്ട് ഇങ്ങോട്ട് പോവും, കുറച്ച് കറണ്ട് ഇങ്ങോട്ടും. അവിടെ ഒരു വഴി വെട്ടിയേക്കല്ലേ, വഴി വെട്ടുമ്പോൾ എന്തായാലും കറണ്ട് ഫ്ലോ ചെയ്യത്തില്ല. അതെ, അതുപോലെ തന്നെ ഇതിലേക്കൂടെ ഒരു കറണ്ട് വന്നാൽ അത് ഇങ്ങോട്ടും കറണ്ട് ഫ്ലോ നടത്തും, ഇങ്ങോട്ടും കറണ്ട് ഫ്ലോ നടക്കും. പക്ഷേ അറ്റ് ബ്രിഡ്ജ് ബാലൻസ് കണ്ടീഷൻ, ഈ പറഞ്ഞ വീറ്റ്സ്റ്റോൺസ് ബ്രിഡ്ജിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കണ്ടീഷനാണ് ബ്രിഡ്ജ് ബാലൻസ് കണ്ടീഷൻ. ബ്രിഡ്ജ് ബാലൻസ് കണ്ടീഷനിൽ കറണ്ട് ത്രൂ ദ ഡിറ്റക്ടർ എന്ന് പറയുന്നത് 0 ആയി മാറും. ഈ പറയുന്ന ഡിറ്റക്ടറിലോട്ടുള്ള കറണ്ട് 0 ആയി മാറും. കണ്ടല്ലോ? ആ സമയത്ത് ഈ കറണ്ട് എന്താണോ ആ കറണ്ട് തന്നെ ആയിരിക്കും ഈ പറയുന്ന ഇതിലൂടെയും ഫ്ലോ ചെയ്യുന്നത്. എന്ന് പറയുമ്പോൾ I1 തന്നെയാണ് I3യും അതുപോലെ തന്നെ I2 തന്നെയാണ് I4. ശ്രദ്ധിച്ചോണം, ഇതാണ് വീറ്റ്സ്റ്റോൺസ് ബ്രിഡ്ജിൻ്റെ ഒരു സെറ്റപ്പാണ്. അപ്പോൾ ഇങ്ങനെ സംഭവം നടക്കുന്നതെന്ന് വെച്ചാൽ അറ്റ് ബ്രിഡ്ജ് ബാലൻസ് കണ്ടീഷൻ പറഞ്ഞുതരാം, എല്ലാം വ്യക്തമായിട്ട് പറഞ്ഞുതരാം. അറ്റ് ബ്രിഡ്ജ് അങ്ങനത്തെ ഒരു കണ്ടീഷൻ ഒക്കർ ചെയ്യുമ്പം
എന്താ സംഭവിക്കുന്നത്? ഈ പറഞ്ഞ ഡിറ്റക്ടറിലൂടെ ഒരു കറണ്ട് ഫ്ലോ നടക്കത്തില്ല. അപ്പോൾ ഈ കറണ്ട് തന്നെ ആയിരിക്കും ഇതിലേക്കൂടെ വരുന്നത്, ഈ കറണ്ട് തന്നെ ആയിരിക്കും ഇതിലേക്കൂടെ വരുന്നത്. അതെങ്ങനെയാണ് സംഭവിക്കുന്നത് അത് പറഞ്ഞുതരാം. നമ്മുടെ ഈ R1 എന്ന് പറഞ്ഞാൽ കണ്ടക്ടിവിറ്റി സെല്ലാണേ. അവിടെ റെസിസ്റ്റൻസ് കോൺസ്റ്റന്റ് ആണ്. അതെ, ആ റെസിസ്റ്റൻസ് ഓഫ് കണ്ടക്ടിവിറ്റി സെൽ ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആണ്. കാരണം എന്താണ്? നമ്മുടെ ഏത് സൊല്യൂഷനെയാണ് അവിടെ വെച്ചിരിക്കുന്ന സെല്ലിനകത്ത് അവിടെ കണ്ടക്ടിവിറ്റി നമുക്ക് ഓൾറെഡി അറിയാം. ഓക്കെ, R2 എന്ന് പറയുന്നത് ഒരു വേരിയബിൾ റെസിസ്റ്ററാണ്. എല്ലാവരും ശ്രദ്ധിച്ചോളൂ, ഒരു വേരിയബിൾ റെസിസ്റ്ററാണ് നമ്മൾ R2 എന്ന് പറഞ്ഞത്. അതുകൊണ്ട് അവിടെ ഒരു ആരോ നമ്മൾ ഇങ്ങനെ കൊടുക്കും. വേരിയബിൾ റെസിസ്റ്റൻസിന് നമ്മളൊരു ആരോ ഇങ്ങനെ കൊടുക്കാറുണ്ട്. ഓക്കെ അല്ലേ? അതെ. അത് കഴിയുമ്പം R3യും ആൻഡ് R4ഉം ഒരു ഫിക്സ്ഡ് റെസിസ്റ്റേഴ്സ് ആണ്. രണ്ടുപേരുടെയും വാല്യൂസ് കോൺസ്റ്റന്റ് ആണ്, പെർട്ടിക്കുലർ വാല്യൂ ആണ്. അപ്പോൾ ഈ വീറ്റ്സ്റ്റോൺസ് ബ്രിഡ്ജിന്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഈ പറയുന്ന റെസിസ്റ്റൻസ് കോൺസ്റ്റന്റ് ആണ്, പക്ഷെ അത് അൺനോൺ ആണ് വാല്യൂ. നമുക്കറിയത്തില്ല അവരുടെ റെസിസ്റ്റൻസ് വാല്യൂ എത്രയാണ്. ഇവർ രണ്ടുപേരുടെ റെസിസ്റ്റൻസ് വാല്യൂ അറിയാം, ഇവർ വേരിയബിൾ ആണ്. അപ്പം നമ്മൾ ഈ സെറ്റപ്പ് ഒക്കെ നടത്തി കഴിയുമ്പോൾ എന്താ സംഭവിക്കാന്ന് അറിയാം? ഈ R2നെ ചെറുതായിട്ട് വേരി ചെയ്യും. നിങ്ങളെല്ലാം എക്സ്പെരിമെന്റ്സ് ലാബിൽ ചെയ്യും, പേടിക്കാനില്ല. ആ R2ന്റെ റെസിസ്റ്റൻസിനെ ഇങ്ങനെ വേരി ചെയ്ത് എന്ത് സംഭവിക്കും? ഒരു ബ്രിഡ്ജ് ബാലൻസ് കണ്ടീഷൻ സംഭവിക്കും. എന്ന് പറഞ്ഞാൽ ഇതിന്റെ വാല്യൂ വേരി ചെയ്ത് ബ്രിഡ്ജ് ബാലൻസ് കണ്ടീഷൻ ഒക്കെ അറിയാന്ന് വെച്ചാൽ ഡിറ്റക്ടറിലൂടെ ഒരു പർട്ടിക്കുലർ മൊമെന്റ് എത്തുമ്പോഴത്തേക്ക് കറണ്ട് 0 ആവും. മനസ്സിലായല്ലോ? ആ മൊമെന്റിനെയാണ് നമ്മൾ ബ്രിഡ്ജ് ബാലൻസ് കണ്ടീഷൻ പറയുന്നത്. ആ മൊമെന്റിൽ എന്താ സംഭവിക്കാന്നറിയാവോ? ആ ഒരു ഇക്വേഷൻ ഞാൻ എഴുതാൻ പോവാണ്. R1/R3 equals to R2/R4. കണ്ടല്ലോ? R1/R3 equals to R2/R4. Therefore, the resistance of the conductivity cell R1 എന്ന് പറഞ്ഞാൽ എന്താണ്? R2 into R3/R4 ആണ്. മനസ്സിലായല്ലോ? R2 എന്ന് പറഞ്ഞാൽ നമ്മൾ വേരി ചെയ്ത് ഒരു പെർട്ടിക്കുലർ മൊമെന്റ് എത്തുമ്പോൾ കറണ്ട് 0 ആവുന്നു. ആ വാല്യൂ ഓഫ് റെസിസ്റ്റൻസ് R2. R3യും R4ഉം കോൺസ്റ്റന്റ് ആണ്. കേട്ടല്ലോ? എന്തെങ്കിലും സംശയമുണ്ടോ? ഇല്ല. അപ്പം അങ്ങനെയാണ് നമ്മൾ റെസിസ്റ്റൻസ് ഓഫ് എന്ത് കണ്ടുപിടിക്കുന്നത്? കണ്ടക്ടിവിറ്റി സെല്ല് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഈ R1 ആണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള R. ഓക്കെ അല്ലേ? അതെ. അപ്പം നമുക്ക് എന്ത് കിട്ടി? സെൽ കോൺസ്റ്റന്റ് എങ്ങനെ കിട്ടി? L/A എന്ന് പറയുന്നത് നമ്മുടെ കണ്ടക്ടിവിറ്റി ഓഫ് 0.1 മോളാർ KCl, അത് ഓൾറെഡി അറിയാം, ഇൻറ്റു റെസിസ്റ്റൻസ് വാല്യൂ. എവിടെ നിന്ന് കണ്ടുപിടിച്ചു? നമ്മൾ വീറ്റ്സ്റ്റോൺസ് ബ്രിഡ്ജിൽ നിന്ന് കണ്ടുപിടിച്ചു. അങ്ങനെ നമുക്ക് സെൽ കോൺസ്റ്റന്റ് കിട്ടി. വൺസ് എ സെൽ കോൺസ്റ്റന്റ് ഈസ് നോൺ, അതെന്ന് എഴുതിക്കോട്ടെ. Once the cell constant is known, നമുക്ക് സെൽ കോൺസ്റ്റന്റിന്റെ വാല്യൂ കിട്ടിക്കഴിയുമ്പോഴത്തേക്കും then we can measure the conductivity of any unknown solution. ഏതൊരു unknown സൊല്യൂഷൻ്റെയും കണ്ടക്ടിവിറ്റി മെഷർ ചെയ്യാൻ പറ്റും by determining its resistance value. ഓക്കെ അല്ലേ? എന്തായാലും ഡൗട്ട് ഉണ്ടോ? അപ്പോൾ എന്താ മിസ് ഉദ്ദേശിക്കുന്നത് നോക്കിക്കേ. L/A കിട്ടിക്കഴിഞ്ഞു. ഇനി സിഗ്മ ഓഫ് അൺനോൺ, കണ്ടക്ടിവിറ്റി ഓഫ് അൺനോൺ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ സെൽ കോൺസ്റ്റന്റ്. അതൊരു കോൺസ്റ്റന്റ് വാല്യൂ ആണേ. അത് കിട്ടിക്കഴിഞ്ഞു ഡിവൈഡഡ് ബൈ റെസിസ്റ്റൻസ്. അപ്പോൾ എന്താണ് ചെയ്യുന്നത്? വീണ്ടും ആ റെസിസ്റ്റൻസിനെ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ഈ പറഞ്ഞ വീറ്റ്സ്റ്റോൺസ് ബ്രിഡ്ജിനകത്ത് കൊണ്ടുവെക്കും. എന്നിട്ട് എന്ത് ചെയ്യും? ഈ പറഞ്ഞ വീറ്റ്സ്റ്റോൺസ് ബ്രിഡ്ജിനകത്ത് എന്താണ് R1 എന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ടക്ടിവിറ്റി സെൽ, R3 R4 കോൺസ്റ്റന്റ്, R2 വേരിയബിൾ. അതേപോലെ തന്നെ R2നെ വേരി ചെയ്ത് ഈ പറഞ്ഞ R1 വാല്യൂ കിട്ടിക്കഴിയുവാണെന്നുണ്ടെങ്കിൽ കണ്ടക്ടിവിറ്റി എന്താണ്? സെൽ കോൺസ്റ്റന്റ് ഓൾറെഡി നേരത്തെ എക്സ്പെരിമെന്റിൽ നിന്ന് കിട്ടി, ഡിവൈഡഡ് ബൈ R ചെയ്യുവാണെന്നുണ്ടെങ്കിൽ എന്ത് കിട്ടി? നമുക്ക് കണ്ടക്ടിവിറ്റി ഓഫ് എനി അൺനോൺ സൊല്യൂഷൻ കിട്ടിക്കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ കാര്യം. മനസ്സിലായല്ലോ? അപ്പം നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരാൻ പോകുന്ന ഒരു ഏരിയ എന്ന് പറയുമ്പോൾ ഈ വീറ്റ്സ്റ്റോൺസ് ബ്രിഡ്ജ് കൂടുതലൊന്നും ആലോചിക്കേണ്ട. ഈ വീറ്റ്സ്റ്റോൺസ് ബ്രിഡ്ജിന് പ്രത്യേകത ഇങ്ങനത്തെ ഒരു കണക്ഷൻ കൊടുക്കുക. അതിനൊരു ബ്രിഡ്ജ് ബാലൻസ് കണ്ടീഷൻ ഉണ്ട്. അത് എപ്പോഴാണ് ഒക്കർ ചെയ്യുന്നത്? ആ ബ്രിഡ്ജ് ബാലൻസ് കണ്ടീഷൻ ഒക്കർ ചെയ്യുമ്പോൾ എപ്പോഴാണ് കറണ്ട് ഡിറ്റക്ടറിലൂടെ 0 ആവുന്നു. അതെപ്പോഴാണ്? നമ്മൾ ഈ R2നെ വേരി ചെയ്ത് പെർട്ടിക്കുലർ മൊമെന്റ് എത്തുമ്പോഴത്തേക്ക് ഈ പറയുന്ന ഇതിലൂടെയുള്ള കറണ്ട് 0 ആവുന്നു. അങ്ങനെയാണ് നമ്മൾ ഈ പറയുന്ന ബ്രിഡ്ജ് ബാലൻസ് കണ്ടീഷനിലൂടെ ഈ ഒരു ഇക്വേഷനിലേക്ക് എത്തിച്ചേരുന്നത്. അങ്ങനെയാണ് നമ്മൾ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുന്നത്. മനസ്സിലായല്ലോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ലല്ലോ? ഇല്ല. അപ്പൊ നോക്കിക്കേ, നമ്മൾ എന്തൊക്കെ പഠിച്ചു ഈ ഒരു സെക്ഷനകത്ത്? എന്താണ് പഠിച്ചത് എല്ലാവരും? യെസ്, കണ്ടക്ടിവിറ്റി. വാട്ട് ഈസ് മെൻ ബൈ കണ്ടക്ടിവിറ്റി അല്ലേ? അതിന് 2 ഡെഫിനിഷൻ പറഞ്ഞു. എന്നിട്ട് കണ്ടക്ടിവിറ്റിയുടെ ഇക്വേഷനിലേക്ക് നമ്മൾ എത്തി അല്ലേ? അപ്പോൾ ഈ കണ്ടക്ടിവിറ്റി ഇക്വേഷൻ നമുക്ക് ഇങ്ങനെ എഴുതാം. സിഗ്മ എന്ന് പറഞ്ഞാൽ L/A ഇൻറ്റു എന്താണ് 1/R എന്നും എഴുതാം.
മനസ്സിലായല്ലോ? ഓൾറെഡി പറഞ്ഞു 1/R എന്ന് പറഞ്ഞാലാണ് കണ്ടക്റ്റൻസ് എന്ന് പറഞ്ഞാൽ. ഓക്കെ അല്ലേ? സംശയമൊന്നും ഇല്ലല്ലോ? ഇല്ല. അപ്പോൾ ആ ഒരു ഇക്വേഷനിലൂടെയാണ് നമ്മൾ കണ്ടക്ടിവിറ്റി സെല്ലാണ് നമ്മുടെ കണ്ടക്ടിവിറ്റി ഓഫ് ദ സൊല്യൂഷൻ ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പോൾ എപ്പോഴും എടുത്തോളൂ. ഇപ്പം ഞാൻ പറഞ്ഞു എന്തുകൊണ്ടാണ് L/A കോൺസ്റ്റന്റ് ആക്കി വെക്കാൻ പറഞ്ഞത്? കാരണം നമ്മളിപ്പോൾ ഇവിടെ 0.1 മോളാർ KCl സൊല്യൂഷൻ എടുത്ത് അവിടെ കണ്ടക്ടിവിറ്റി അറിയാം. അങ്ങനെയാണ് നമ്മൾ സെൽ കോൺസ്റ്റന്റ് ഡിറ്റർമൈൻ ചെയ്ത്. എന്നിട്ട് നമ്മൾ ഈ പറഞ്ഞ എക്സ്പെരിമെന്റിലൂടെ എല്ലാം സെൽ കോൺസ്റ്റന്റ് കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ഈ L A മാറ്റം വരുത്തിയ പിന്നെ കണ്ടുപിടിച്ചിട്ട് വല്ല കാര്യമാണോ? പിന്നെ എല്ലാം തെറ്റിയില്ല. അതുകൊണ്ടാണ് L/A എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആക്കി മെയിൻറ്റെയിൻ ചെയ്യാൻ പറയുന്നത്. ഓക്കെ അല്ലേ? എന്നിട്ട് നമ്മൾ കണ്ടക്ടിവിറ്റി അറിഞ്ഞുകൊണ്ട് റെസിസ്റ്റൻസ് മെഷർ ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഈ പറയുന്ന സെല്ലിനകത്തോട്ട് ഏത് സൊല്യൂഷൻ ഇട്ടാലും നമുക്ക് അവരുടെ കണ്ടക്ടിവിറ്റി ഈസിലി കണ്ടുപിടിക്കാൻ പറ്റും. നോക്കിക്കേ, ഈ 2 വയർ കണ്ടോ? ഈ 2 വയറുകളാണ് നമ്മൾ ഈ പറയുന്ന ഇവിടെ കണക്ട് ചെയ്തേക്കുന്നത്. ഇവിടെ പോയി ഇവിടെ കണക്ട് ചെയ്തേക്കുന്നത്. മനസ്സിലായല്ലോ? യെസ്. ഇത്രയേ ഉള്ളൂ നമ്മുടെ കണ്ടക്ടിവിറ്റി സെൽ. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ കണ്ടക്ടിവിറ്റി സെൽ അവസാനിച്ചിരിക്കുന്നു. താങ്ക്